ഗവർണർ എന്നത് ഭരണഘടനാ പദവിയാണ്. RSS ഭരണഘടനാ ബാഹ്യമായിട്ടുള്ള ഒരു സംഘടനയാണ്. അപ്പോൾ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾ ഭരണഘടനാ ബാഹ്യമായ ഒരു സംഘടന ഇന്ത്യൻ ഭരണഘടന അഭാരതീയമാണ്, ഹിന്ദു വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു സംഘടനയുമായിട്ട് ഗാഢമായ ബന്ധം പുലർത്തുന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. നമ്മളെ എക്സൈസിൽ കുറേ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ചില നല്ല ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വിജിലൻസിന് അദ്ദേഹത്തിന് ഡിസ്ട്രിബ്യൂട്ട് കൊടുത്തിട്ട് അദ്ദേഹത്തിന് ഇപ്പോഴും പുറത്തന്നെ നിൽക്കുന്നത്. അതിനെക്കുറിച്ച് നല്ല അല്ല, ഇപ്പൊ എനിക്കതിനെ പറ്റി അറിഞ്ഞോളാം. സർക്കാരിന്റെ നയം ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. പൊതുവിഷയമാണ് പാലക്കാട് നെല്ല് സമരം. ഉപ്പ് അല്ലെങ്കിൽ പോലും ഈ എല്ലാ വർഷവും നെല്ല് സംഭരണം ആവുന്ന സമയത്ത് മില്ലുകളായിട്ട് കരാറിൽ ഒപ്പിടാൻ കഴിയുന്നു, മറ്റു തയ്യാറെടുപ്പ് ഇത്തവണയും കൊയ്ത്തു തുടങ്ങാനായി ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണർ ഭരണഘടനാ ബാഹ്യമായ ഒരു സംഘടനയുമായി RSSുമായി സഹകരിക്കുന്നതിനെ അതിന്റെ യുക്തിയെ ചോദ്യം ചെയ്യുകയാണ് മന്ത്രി MP രാജേഷ് ചെയ്തിരിക്കുന്നത്. നമുക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. തികച്ചും അസാധാരണവും കേരള ചരിത്രത്തിലില്ലാത്തതുമായ നീക്കമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം 11:45 സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ തെളിവുകൾ സമർപ്പിക്കാൻ, സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇത്തരമൊരു വാർത്താ സമ്മേളനം ഒരുപക്ഷെ രാജ്യചരിത്രത്തിൽ തന്നെ അത്യപൂർവമെന്ന് വേണം പറയേണ്ടത്. അത്തരമൊരു നീക്കമാണ് ഗവർണർ നടത്തുന്നത്. അഴിമതി ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്, ധൂർത്തില്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നാണ് ഗവർണറുടെ വിശദീകരണം. സർവകലാശാലകളുടെ അധികാരത്തിൽ സർക്കാർ കൈകടത്തുന്നു, കടന്നുകയറുന്നു, അവിടെ രാഷ്ട്രീയ നിയമനങ്ങളും സ്വജനപക്ഷപാതം നടത്തുന്നു. ഇത് അംഗീകരിക്കാനാകില്ല, അതിനെതിരെയാണ് തൻ്റെ പോരാട്ടമെന്നാണ് ഗവർണറുടെ ഭാഷ്യം. അതേസമയം ഗവർണർ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയാണ്. ഗവർണർ ഭരിക്കാൻ ഉള്ള അധികാരം ഗവർണർക്കില്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഗവർണർ ഭരണഘടനാ തലവനാണ്, എന്നാൽ ഭരണാധികാരിയല്ല എന്ന സന്ദേശം, എന്ന മറുപടി ദേശാഭിമാനി മുഖപ്രസംഗത്തിലൂടെ CPM നൽകുന്നു. ഭരണനിർവഹണം നടത്താനുള്ള ഒരു അധികാരവും ഗവർണർക്കില്ല. യഥാർത്ഥ അധികാരം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. അതുകൊണ്ട് സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കാനുള്ള ഭരണഘടനാ ബാധ്യത ഗവർണർ നിറവേറ്റണം. അതിന് മാത്രമേ ഗവർണർക്ക് അധികാരമുള്ളൂ. ജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്വവും ഗവർണർക്കല്ല ഉള്ളത്, ജനങ്ങളുടെ ഉത്തരവാദിത്വം സർക്കാരിനാണ്. ഇത് മനസ്സിലാകാത്ത ഏക വ്യക്തി കേരളത്തിലെ ഗവർണറാണെന്ന് മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, നീക്കങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നത് രാഷ്ട്രീയ യജമാനന്മാരിൽ നിന്ന് കയ്യടി വാങ്ങാനും പുതിയ പദവികളും ലാവണങ്ങളും ഉറപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് സർക്കാരിനെതിരെയുള്ള ഗവർണറുടെ നീക്കമെന്ന വിമർശനവും, ഗുരുതരമായ വിമർശനവും ദേശാഭിമാനി മുന്നോട്ട് വയ്ക്കുന്നു. RSS മേധാവിയെ അദ്ദേഹം ഉള്ള സ്ഥലത്ത് പോയി ഗവർണർ സന്ദർശിച്ചത് ഇതിൽ നിന്ന് വ്യക്തമാണ്. എന്താണ് ഗവർണറുടെ അധികാരമെന്ന സുപ്രീം കോടതി വിധികളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ മുഖപ്രസംഗം മുന്നോട്ട് പോകുന്നത്. നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ താൻ ഒപ്പിട്ടാലേ നിയമമാകൂ എന്ന് ഗവർണർ ഓർമ്മപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അത് അദ്ദേഹം പറയുന്നു. അത് ഒരു ഭീഷണിയുടെ സ്വരമാണ്. ഗവർണറുടെ വാക്കുകളിൽ നിന്ന് ഭീഷണിയാണ് വായിച്ചെടുക്കാൻ കഴിയുന്നത്. നിയമസഭ പാസ്സാക്കിയ ബിൽ ഗവർണർക്ക് അയച്ചാൽ അദ്ദേഹത്തിന് ഒന്നുകിൽ അത് ഒപ്പിട്ട സഭയ്ക്ക് തിരിച്ചയക്കാം, അല്ലെങ്കിൽ ഒപ്പിടാൻ വിസമ്മതിക്കാം. അതുമല്ലെങ്കിൽ കൂടുതൽ പരിശോധനയ്ക്കായി നിയമസഭയിലേക്ക് തന്നെ തിരിച്ചയക്കാം. അതിനപ്പുറത്തേക്ക് രാഷ്ട്രപതി സമർപ്പിക്കുക, അതിനപ്പുറത്തേക്ക് നിശ്ചിതമായി നീട്ടിവെക്കുന്നത് ഗവർണറുടെ അധികാര പരിധിയിലുള്ള കാര്യമല്ല. ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടനാ വിരുദ്ധമായ ബില്ലുകൾ അനന്തമായി ഒപ്പിടാതെ വച്ചു താമസിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അത് എങ്ങനെയാണ് ഒരു ഗവർണർ സ്വീകരിക്കുക തുടങ്ങി വളരെ രൂക്ഷമായ നിശ്ചിതമായ വിമർശനങ്ങളാണ് ഗവർണർക്കെതിരെ ദേശാഭിമാനി ഉയർത്തുന്നത്. അതിന് പിന്നാലെ ഇന്ന് ദേശാഭിമാനത്തിൻ്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പുത്ര ദിനേശിൻ്റെ ഒരു ലേഖനമുണ്ട്. ഈ ചരിത്ര കോൺഗ്രസ് സംബന്ധിച്ച കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരാമർശിച്ചുകൊണ്ട് ഗവർണറെ അവിടെയും വിമർശിച്ചുകൊണ്ടുള്ള ലേഖനം പുത്രത്തെ ദിനേശനും എഴുതിയിട്ടുണ്ട്. ഇതിനുള്ള ഒക്കെയുള്ള ഒരു മറുപടി എന്ന രീതിയിലും വിഷയത്തിലേക്ക് ഇടപെട്ടുകൊണ്ടും വീക്ഷണവും ഇന്നൊരു മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് സംസ്ഥാന സർക്കാരും ഗവർണറുമായി തമ്മിൽ തല്ലുന്നു, തെരുവിൻ്റെ ഭാഷയിൽ നടത്തുന്ന പോര് ഭരണഘടനയ്ക്ക് യോജിച്ചതല്ല, അടുക്കള പോര് തെരുവിലേക്കെന്നാണ് വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. ഗവർണർ ഇരിക്കുന്ന പദവിയുടെ അന്തസ്സ് മറന്ന് പ്രവർത്തിക്കുന്ന വിമർശനവും അതിലുണ്ട്. ഇരു വിഭാഗങ്ങളും, സർക്കാരും ഗവർണറും ഭരണഘടനയുടെ തത്വങ്ങളും കടമകളും
മറക്കരുത്. അടുക്കളപ്പോര് തെരുവീതികളിലേക്ക് വലിച്ചിട്ട് തെരുവ് മാലിന്യം പോലെ സമൂഹത്തിന് ദുസ്സഹമായി തീർന്ന കുറ്റപ്പെടുത്തലും നിരീക്ഷണം നടത്തുന്നു. അങ്ങനെ സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അത്യന്തം കലുഷിതമാവുന്ന സാഹചര്യത്തിലേക്ക് സർക്കാർ ഗവർണർ പോര് മാറുകയാണ്. നേരത്തെയൊക്കെ ഗവർണറുടെ വിമർശനങ്ങളെ കാര്യമായി മറുപടി പറഞ്ഞു പോയിരുന്നില്ല CPM സർക്കാരും. കുറച്ചെങ്കിലും മറുപടി നൽകിയത് CPM നേതൃത്വമായിരുന്നു. പക്ഷേ അത് മാറ്റിവെച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് രംഗത്തെത്തുന്നു. കഴിഞ്ഞ ദിവസം CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് ഗവർണർ പറയുന്നതിന് അപ്പോൾ മറുപടി പറഞ്ഞു പോകാൻ തന്നെയാണ് CPMന്റെ തീരുമാനം. ഇനി കാര്യങ്ങൾ ആ രീതിയിൽ വൈകിപ്പിക്കില്ല. ഗവർണർ ഏത് രീതിയിൽ നീങ്ങുന്നു അതേ രീതിയിൽ തിരിച്ചടിക്കാനാണ് CPMന്റെയും സർക്കാരിൻ്റെ തീരുമാനം. അതായത് ഗവർണർക്കെതിരെ രാഷ്ട്രീയ വിമർശനം ശക്തമാക്കും, രാഷ്ട്രീയ പ്രചരണം ശക്തമാക്കും. അതിനപ്പുറത്തേക്ക് മറുപടികൾ പാർട്ടി നേതൃത്വവും സർക്കാരിലെ പ്രമുഖരും മുഖ്യമന്ത്രി അടക്കമുള്ളവർ മറുപടി പറഞ്ഞു പോകും. നിയമപരമായി നേരിടേണ്ട കാര്യങ്ങൾ, കാരണം ഈ ബില്ലുകളൊക്കെ അരിഷ്ടമായി നീണ്ടുപോയാൽ അവിടെ നിയമ വഴികൾ തേടാനും CPM ആലോചിക്കുന്നുണ്ട്. ആ രീതിയിൽ സർക്കാരിനെതിരെ വാർത്താസമ്മേളനം വിളിച്ച ഗവർണറുടേത് അസാധാരണ നടപടിയെന്ന് നിയമമന്ത്രി P. രാജീവ്. ഗവർണർ പദവിക്കനുസരിച്ച് പ്രവർത്തിക്കണം. ബില്ലുകൾ ഒപ്പിടാതെ നീട്ടിക്കൊണ്ടുപോകാനാകില്ല. ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി പറഞ്ഞതെല്ലാം ശരിയെന്ന് തെളിഞ്ഞതായും P. രാജീവ് പറഞ്ഞു. അത് വളരെ അസാധാരണമായ സംഗതിയാണ്. സമൂഹം തന്നെ വിലയിരുത്തട്ടെ. ഇങ്ങനെയാണോ? ഇപ്പോൾ പണ്ട് കേരളത്തിൽ ഗവർണർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ശക്തമായി വേണമെന്ന് തോന്നി അത് രാജിവെച്ച് മത്സരിക്കാൻ പോയി പാർലമെന്റിലേക്ക്. നമുക്ക് എല്ലാവർക്കും അറിയാലോ. അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. പക്ഷെ ആ പദവിയിലിരിക്കുമ്പോൾ പദവിയുടെ ഭരണഘടനാപരമായ മാന്യതയും ഉത്തരവാദിത്വവും പുലർത്താൻ എല്ലാവർക്കും ചുമതലയുണ്ട്. ഇപ്പോൾ നേരത്തെ മുഖ്യമന്ത്രി ഇക്കാര്യമാണ് അദ്ദേഹത്തെ നിർബന്ധിതമാക്കിയ സാഹചര്യത്തിൽ തുറന്നു കാട്ടിയത്. അത് ഇപ്പോഴും വളരെ പ്രസക്തമാണ്. അദ്ദേഹം അങ്ങനെ പറയേണ്ടി വന്നു എന്നുള്ളത് വളരെ ശരിയാണെന്നാണ് ഇപ്പോഴത്തെ അനുഭവം കൂടി തെളിയിക്കുന്നത്. ഇന്ന് സർവകലാശാല ചാൻസലർ എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെയാണ് വൈസ് ചാൻസലർ പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് ഭരണസമിതികൾ പ്രവർത്തിക്കേണ്ടത്, അതെല്ലാം സംസ്ഥാന നിയമസഭ പാസാക്കിയിട്ടുള്ള അധികാരത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അത് ചാൻസലർ ആയാലും വൈസ് ചാൻസലർ ആയാലും യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് ആയാലും എല്ലാം പ്രവർത്തിക്കുന്നതും നിയമസഭ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾ നിയമസഭയിലൂടെ നൽകിയിട്ടുള്ള അധികാരത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ്. KM ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ വിടുതൽ ഹർജിയുമായി ശ്രീറാം വെങ്കിട്ടരാമൻ. മദ്യപിച്ച് വാഹനമോടിച്ചതിന് തെളിവില്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് പ്രകാരമുള്ള കേസ് മാത്രമേ നിലനിൽക്കൂവെന്നും ശ്രീറാം ഹർജിയിൽ പറയുന്നു. തിരുവനന്തപുരം 1ാം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ഹർജി നൽകിയത്. നേരത്തെ വഫ ഫിറോസും വിടുതൽ ഹർജി സമർപ്പിച്ചിരുന്നു. VV വിനോദ വിവരങ്ങളുമായി ചേരുന്നു. വിനോദ, വിടുതൽ ഹർജി നൽകിയിരിക്കുകയാണ് ശ്രീറാം വെങ്കിട്ടരാമൻ. എന്തൊക്കെയാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്? വിവരങ്ങൾ. 1ാം സെഷൻസ് കോടതിയിലാണ് ഈ വിടുതൽ ഹർജി നൽകിയിട്ടുള്ളത്. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് തെളിവില്ല, മോട്ടോർ വാഹന വകുപ്പ് നിയമപ്രകാരമുള്ള കേസ് മാത്രമേ നിലനിൽക്കൂ. അതുകൊണ്ട് ഇപ്പോൾ നിലനിൽക്കുന്ന കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ശ്രീറാം വെങ്കിട്ടരാമന്റെ ആവശ്യം. അതേസമയം വഫ ഫിറോസ് നേരത്തെ തന്നെ വിടുതൽ ഹർജി നൽകിയിരുന്നു. ഇന്ന് ആ ഹർജിയിൽ കോടതി വിധി പറയുന്നുണ്ട്. വഫയുടെ ഹർജിയിൽ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇങ്ങനെയാണ്: വാഹനം ഓടിച്ചിരുന്നത് താനല്ല, സുഹൃത്തായ ശ്രീറാം വെങ്കിട്ടരാമൻ തന്നെ വിളിച്ചു വരുത്തുകയായിരുന്നു. ശ്രീറാം വെങ്കിട്ടരാമൻ തന്നെയാണ് വാഹനം ഓടിച്ചത് എന്ന കാര്യമാണ് വഫ ഹർജിയിലൂടെ ചൂണ്ടിക്കാട്ടിയത്. ശ്രീറാമിന്റെ അഭിഭാഷകനാകട്ടെ ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ വഫയാണ് വാഹനം ഓടിച്ചതെന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. ഏതായിരുന്നാലും അധികാര കേന്ദ്രത്തിന്റെ വലിയ വഴിവിട്ടുള്ള നീക്കം നടന്ന ഒരു കേസാണ്. ഈ അപകടമുണ്ടായത് 2019 ഒക്ടോബറിലാണ്. അതിനുശേഷം രക്തസാമ്പിൾ പരിശോധിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് വീഴ്ച വരുത്തിയിരുന്നു. പിന്നീട് ജനറൽ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്കാണ് ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റിക്കൊണ്ട് ഡോക്ടർമാർ റെഫർ നോട്ട് എഴുതിയതെങ്കിലും ശ്രീറാം വെങ്കിട്ടരാമൻ ഒരു പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ ഈ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന കാര്യത്തിന്റെ തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടന്നുവെന്ന ഗുരുതര ആരോപണമാണ് ഉയർന്നത്. അത് സാധൂകരിക്കുന്ന നിലയിലായിരുന്നു അന്ന് നടന്ന കാര്യങ്ങൾ. ഏതായിരുന്നാലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഹർജിയിലാണ് കോടതി വിധി പറയാൻ പോകുന്നത്. കേളുക. ശരി, VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഒരിടവേള കൂടി. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. തികച്ചും അസാധാരണവും കേരള ചരിത്രത്തിലില്ലാത്തതുമായ നീക്കമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നത്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം 11:45 സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ തെളിവുകൾ സമർപ്പിക്കാൻ, സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇത്തരമൊരു വാർത്താ സമ്മേളനം ഒരുപക്ഷെ രാജ്യചരിത്രത്തിൽ തന്നെ അത്യപൂർവമെന്ന് വേണം പറയേണ്ടത്. അത്തരമൊരു നീക്കമാണ് ഗവർണർ നടത്തുന്നത്.
അഴിമതി ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്, ധൂർത്തില്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നാണ് ഗവർണറുടെ വിശദീകരണം. സർവകലാശാലകളുടെ അധികാരത്തിൽ സർക്കാർ കൈകടത്തുന്നു, കടന്നുകയറുന്നു, അവിടെ രാഷ്ട്രീയ നിയമനങ്ങളും സ്വജനപക്ഷപാതം നടത്തുന്നു. ഇത് അംഗീകരിക്കാനാകില്ല. അതിനെതിരെയാണ് തൻ്റെ പോരാട്ടമെന്നാണ് ഗവർണറുടെ ഭാഷ്യം. അതേസമയം ഗവർണർ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയാണ്. ഗവർണർ ഭരിക്കാൻ ഉള്ള അധികാരം ഗവർണർക്കില്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഗവർണർ ഭരണഘടനാ തലവനാണ്, എന്നാൽ ഭരണാധികാരിയല്ല എന്ന സന്ദേശം, എന്ന മറുപടി ദേശാഭിമാനി മുഖപ്രസംഗത്തിലൂടെ CPM നൽകുന്നു. ഭരണനിർവഹണം നടത്താനുള്ള ഒരു അധികാരവും ഗവർണർക്കില്ല. യഥാർത്ഥ അധികാരം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. അതുകൊണ്ട് സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കാനുള്ള ഭരണഘടനാ ബാധ്യത ഗവർണർ നിറവേറ്റണം. അതിന് മാത്രമേ ഗവർണർക്ക് അധികാരമുള്ളൂ. ജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്വവും ഗവർണർക്കല്ല ഉള്ളത്, ജനങ്ങളുടെ ഉത്തരവാദിത്വം സർക്കാരിനാണ്. ഇത് മനസ്സിലാകാത്ത ഏക വ്യക്തി കേരളത്തിലെ ഗവർണറാണെന്ന് മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, നീക്കങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നത് രാഷ്ട്രീയ യജമാനന്മാരിൽ നിന്ന് കയ്യടി വാങ്ങാനും പുതിയ പദവികളും ലാവണങ്ങളും ഉറപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് സർക്കാരിനെതിരെയുള്ള ഗവർണറുടെ നീക്കമെന്ന വിമർശനവും, ഗുരുതരമായ വിമർശനവും ദേശാഭിമാനി മുന്നോട്ട് വയ്ക്കുന്നു. RSS മേധാവിയെ അദ്ദേഹം ഉള്ള സ്ഥലത്ത് പോയി ഗവർണർ സന്ദർശിച്ചത് ഇതിൽ നിന്ന് വ്യക്തമാണ്. എന്താണ് ഗവർണർ അധികാരമെന്ന സുപ്രീം കോടതി വിധികളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ മുഖപ്രസംഗം മുന്നോട്ട് പോകുന്നത്. നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ താൻ ഒപ്പിട്ടാലേ നിയമമാകൂ എന്ന് ഗവർണർ ഓർമ്മപ്പെടുത്തുന്നു. അല്ലെങ്കിൽ അത് അദ്ദേഹം പറയുന്നു, അത് ഒരു ഭീഷണിയുടെ സ്വരമാണ്. ഗവർണറുടെ വാക്കുകളിൽ നിന്ന് ഭീഷണിയാണ് വായിച്ചെടുക്കാൻ കഴിയുന്നത്. നിയമസഭ പാസ്സാക്കിയ ബിൽ ഗവർണർക്ക് അയച്ചാൽ അദ്ദേഹത്തിന് ഒന്നുകിൽ അത് ഒപ്പിട്ട സഭയ്ക്ക് തിരിച്ചയക്കാം, അല്ലെങ്കിൽ ഒപ്പിടാൻ വിസമ്മതിക്കാം. അതുമല്ലെങ്കിൽ കൂടുതൽ പരിശോധനയ്ക്കായി നിയമസഭയിലേക്ക് തന്നെ തിരിച്ചയക്കാം. അതിനപ്പുറത്തേക്ക് രാഷ്ട്രപതി സമർപ്പിക്കുക, അതിനപ്പുറത്തേക്ക് നിശ്ചിതമായി നീട്ടിവെക്കുന്നത് ഗവർണറുടെ അധികാര പരിധിയിലുള്ള കാര്യമല്ല. ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടനാ വിരുദ്ധമായ ബില്ലുകൾ അനന്തമായി ഒപ്പിടാതെ വച്ചു താമസിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അത് എങ്ങനെയാണ് ഒരു ഗവർണർ സ്വീകരിക്കുക തുടങ്ങി വളരെ രൂക്ഷമായ നിശ്ചിതമായ വിമർശനങ്ങളാണ് ഗവർണർക്കെതിരെ ദേശാഭിമാനി ഉയർത്തുന്നത്. അതിന് പിന്നാലെ ഇന്ന് ദേശാഭിമാനി തൻ്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പുത്ര ദിനേശിൻ്റെ ഒരു ലേഖനമുണ്ട്. ഈ ചരിത്ര കോൺഗ്രസ് സംബന്ധിച്ച കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് ഗവർണറെ അവിടെയും വിമർശിച്ചുകൊണ്ടുള്ള ലേഖനം പുത്രത്തെ ദിനേശനും എഴുതിയിട്ടുണ്ട്. ഇതിനുള്ള ഒക്കെയുള്ള ഒരു മറുപടി എന്ന രീതിയിലും വിഷയത്തിലേക്ക് ഇടപെട്ടുകൊണ്ടും വീക്ഷണവും ഇന്നൊരു മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് സംസ്ഥാന സർക്കാരും ഗവർണറുമായി തമ്മിൽ തല്ലുന്നു, തെരുവിൻ്റെ ഭാഷയിൽ നടത്തുന്ന പോര് ഭരണഘടനയ്ക്ക് യോജിച്ചതല്ല, അടുക്കള പോര് തെരുവിലേക്കെന്നാണ് വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. ഗവർണർ ഇരിക്കുന്ന പദവിയുടെ അന്തസ്സ് മറന്ന് പ്രവർത്തിക്കുന്ന വിമർശനവും അതിലുണ്ട്. ഇരു വിഭാഗങ്ങളും, സർക്കാരും ഗവർണറും, ഭരണഘടനയുടെ തത്വങ്ങളും കടമകളും മറക്കരുത്. അടുക്കളപ്പോര് തെരുവീതികളിലേക്ക് വലിച്ചിട്ട് തെരുവ് മാലിന്യം പോലെ സമൂഹത്തിന് ദുസ്സഹമായി തീർന്ന കുറ്റപ്പെടുത്തലും വീഴ്ച നടത്തുന്നു. അങ്ങനെ സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അത്യന്തം കലുഷിതമാവുന്ന സാഹചര്യത്തിലേക്ക് സർക്കാർ ഗവർണർ പോര് മാറുകയാണ്. നേരത്തെയൊക്കെ ഗവർണറുടെ വിമർശനങ്ങളെ കാര്യമായി മറുപടി പറഞ്ഞു പോയിരുന്നില്ല CPM സർക്കാരും. കുറച്ചെങ്കിലും മറുപടി നൽകിയത് CPM നേതൃത്വമായിരുന്നു. പക്ഷേ അത് മാറ്റിവെച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് രംഗത്തെത്തുന്നു. കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് ഗവർണർ പറയുന്നതിന് അപ്പോൾ മറുപടി പറഞ്ഞു പോകാൻ തന്നെയാണ് CPM-ന്റെ തീരുമാനം. ഇനി കാര്യങ്ങൾ ആ രീതിയിൽ വൈകിപ്പിക്കില്ല. ഗവർണർ ഏത് രീതിയിൽ വാർത്തകൾ തുടരുന്നു. വിവാദ പ്രസ്താവനകളിൽ വിശദീകരണം ചോദിക്കാൻ KM ഷാജിയെ മുസ്ലിം ലീഗ് നേതൃത്വം പാണക്കാട്ടേക്ക് വിളിപ്പിച്ചു. ഷാജി പാണക്കാട് എത്തി. CV അനുമോദ് ഉണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. അനുമോദ്, ഷാജി പാണക്കാട് എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആരൊക്കെ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും, എന്തായിരിക്കും നടപടികൾ, വിശദീകരണം തേടുമെന്നത് സാദിഖ് അലി നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. വിവരങ്ങൾ എന്താണ്? രേണുക, നമുക്കറിയാം വിദേശത്ത് വെച്ച് KM ഷാജി നടത്തിയ വിവാദ പ്രസ്താവനകളുടെ പേരിലാണ് ഇപ്പോൾ KM ഷാജിയെ പാണക്കാടേക്ക് മുസ്ലിം ലീഗ് നേതൃത്വം വിളിപ്പിച്ചിരിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർക്കെതിരെ വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം നടത്തിയിരുന്നു. ഈ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് അത്തരത്തിലൊരു വിശദീകരണം പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഷാജിയിൽ നിന്നും വിശദീകരണം നേടാൻ തീരുമാനിച്ചത്. കോഴിക്കോട് വെച്ച് തന്നെ ഷാജിയിൽ നിന്നും ഇത്തരത്തിലൊരു വിശദീകരണം തേടാൻ വിളിപ്പിക്കുമെന്ന് സാദിഖ് അലി തങ്ങൾ അറിയിച്ചിരുന്നു. ഇപ്പോൾ അല്പസമയം മുൻപ്, ഏതാണ്ട് 2 മിനിറ്റ് മുൻപ് KM ഷാജി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. PMA സലാം, ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവരാണ് സാദിഖ് അലി തങ്ങൾക്കൊപ്പം KM ഷാജിയെ കാണുക. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയത്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ സാദിഖ് അലി തങ്ങൾ വിശദമായിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുകയും പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് നൽകാനുള്ള താക്കീതെങ്കിൽ താക്കീത്, അല്ലെങ്കിൽ നിർദ്ദേശമെങ്കിൽ നിർദ്ദേശം അത് ഷാജിക്ക് നൽകുകയും ചെയ്യുമെന്നാണ്
എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കർശന നിലപാട് തന്നെ പാർട്ടി ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. കാരണം ഷാജിയുടെ വാക്കുകൾ അത് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് എതിരെ മാത്രമല്ല മുസ്ലിം ലീഗിൽ തന്നെ വലിയ തോതിൽ ഒരു പ്രതിസന്ധിയിലാക്കുന്ന ഒരു സംശയത്തിന് നിഴലിലാക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയിരുന്നു എന്നാണ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ കർശന നിർദ്ദേശം ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ ആവർത്തിക്കുന്നതിനെതിരെ കർശന നിർദ്ദേശം തന്നെ ഷാജിക്കെതിരെ ഉണ്ടാകുമെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്താണെങ്കിലും കെ എം ഷാജി പാണക്കാടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കൂടിക്കാഴ്ച പാണക്കാട് ഷാജി ഇന്ന് ഇപ്പോൾ തന്നെ ഈ കൂടിക്കാഴ്ചയിൽ തന്നെ ഒരു വിശദീകരണം നേതൃത്വത്തിന് നൽകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? ഷാജിയെ താക്കീത് ചെയ്യാനോ മറ്റോ തീരുമാനമെടുത്ത് അത് നടപ്പാക്കുകയാണെങ്കിൽ അക്കാര്യം നേതാക്കൾ പരസ്യപ്പെടുത്തുമോ? തീർച്ചയായും ഈ ഒരു കാര്യത്തിൽ PMA സലാം അടക്കമുള്ള ഉന്നത നേതാക്കൾ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ പാർട്ടിയുടെ തീരുമാനം പരസ്യപ്പെടുത്തും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഷാജിക്ക് എന്ത് നിർദ്ദേശമാണ് കൊടുക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ഷാജിയോട് പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു പരസ്യ നിലപാട് മുസ്ലിം ലീഗ് നേതൃത്വം സ്വീകരിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മുസ്ലിം ലീഗിനെ തന്നെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് പാർട്ടിയിൽ തന്നെ ഒരു ഭിന്നത ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് എല്ലാം ഷാജിയുടെ വാക്കുകൾ കൊണ്ടുചെന്നെത്തിയിരുന്നു. ഷാജിക്ക് ഒരുപാട് അണികളുടെ പിന്തുണയും ആരാധനയും ഒക്കെ കിട്ടുമ്പോൾ പോലും പാർട്ടിയെ സംബന്ധിച്ചും പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കളെ സംബന്ധിച്ചും ഷാജിയുടെ ഈ പ്രസ്താവനകൾ വലിയ തോതിൽ തന്നെ ഒരു സമ്മർദ്ദമുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ തന്നെ ഈ ഷാജിക്കെതിരെ ഒരു പരാതിയുമായിട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ സമീപിച്ചതും ഇപ്പോൾ തീർച്ചയായും ഈ ഒരു അതൃപ്തി നേതൃത്വം പ്രകടമാക്കിയതിന് ശേഷവും ഷാജി കടുത്ത ഭാഷയിലാണ് സംസാരിച്ചിരുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ ഷാജി മാധ്യമങ്ങളോടൊന്നും സംസാരിക്കാതെ ഉള്ളിലേക്ക് കയറി പോവുകയായിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കെ എം ഷാജി മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ടോ? അദ്ദേഹത്തിന് വലിയ പിന്തുണ MK മുനീർ ഉൾപ്പെടെയുള്ളവർ ഒരു പിന്തുണയ്ക്കുന്ന രീതിയിൽ രംഗത്ത് വന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രതികരണം കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള ഷാജിയുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതായിരിക്കുമോ? തീർച്ചയായും രേണുക പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ വിദേശത്തുള്ള പ്രസംഗങ്ങൾക്ക് ശേഷം അദ്ദേഹം നാട്ടിലെത്തിയപ്പോഴും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് തന്നെ PK കുഞ്ഞാലിക്കുട്ടിയുമായി അദ്ദേഹം വേദി പങ്കിട്ടപ്പോഴും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ വന്ന ഷാജിയെ കണ്ടപ്പോഴും മൈക്കുമായി സമീപിച്ചപ്പോൾ തന്നെ ഒന്നും പറയാനില്ല എന്ന നിലപാടോട് ഉള്ളിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അതായത് മാധ്യമങ്ങളോട് ഷാജി ഇതുവരേക്കും നേരിട്ട് ഒരു പ്രസ്താവനയോ ഒരു വാക്കോ പറഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. പൊതുവേദികളിലാണ് ഇതെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യം പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഷാജി നേതൃത്വത്തിന് തൻ്റെ വിശദീകരണം നൽകി ഇറങ്ങിയതിന് ശേഷം മാധ്യമങ്ങൾ എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടുമെന്ന് ഉറപ്പാണ്. പക്ഷേ അദ്ദേഹം പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം പാർട്ടി നിലപാട് നേരത്തെ തന്നെ കർശനമാകുമെന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഷാജിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടായിരിക്കില്ല പാർട്ടിയുടേതെന്നാണ് സൂചന. ആ ഘട്ടത്തിൽ ഷാജി പ്രതികരിക്കുമോ എന്ന് വ്യക്തമായിട്ടില്ല. നേരത്തെയും പറഞ്ഞതുപോലെ തന്നെ പ്രസ്താവനകൾ പരസ്യമായിട്ട് പൊതുവേദികളിൽ ഉന്നയിക്കുന്നല്ലാതെ ഷാജി മാധ്യമങ്ങൾക്ക് മുൻപിൽ തൻ്റെതായ ഒരു വാക്കായിട്ട് ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഷാജി ഇതുവരെയും ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ശരി, എന്തായാലും ഗവർണറുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞാൽ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്താ ഇടമാണ് അവിടം. കൂടിക്കാഴ്ച എങ്ങനെ പുരോഗമിക്കുന്നു, എന്താണ് അതിന്റെ തുടർന്നുള്ള തീരുമാനങ്ങൾ എന്നത് അറിയാൻ നമുക്ക് കാത്തിരിക്കാം. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സമീപിക്കാൻ HRDS. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നും ചോദ്യം ചെയ്യണമെന്നുമാണ് ആവശ്യം. ഡൽഹിയിലെത്തിയ അജി കൃഷ്ണൻ ED ആസ്ഥാനത്തെത്തി നേരിട്ട് പരാതി നൽകും. അട്ടപ്പാടി മധു വധക്കേസിലെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയ വിചാരണ കോടതി നടപടിക്കെതിരെയുള്ള ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസ് കൌസർ എടപ്പകത്താണ് വിധി പറയുക. നീതിയുക്തമായ വിചാരണ നടത്താൻ ജാമ്യം റദ്ദാക്കൽ അനിവാര്യമായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. ഹൈക്കോടതി അനുവദിച്ച ജാമ്യം കീഴ്ക്കോടതി എങ്ങനെ റദ്ദാക്കുമെന്ന് നേരത്തെ കോടതി ചോദിച്ചിരുന്നു. കേസിൽ മധുവിന്റെ അമ്മ മല്ലി, സഹോദരി ചന്ദ്രിക, സഹോദരി ഭർത്താവ് മുരുകൻ എന്നിവരെ ഇന്ന് മണ്ണാർക്കാട് SC/ST കോടതി വിസ്തരിക്കും. മധുവിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും അതിന് ചികിത്സ നൽകിയിരുന്നതായും ഇവർ പോലീസിന് മൊഴി നൽകിയിരുന്നു. പ്രദേശവാസികളായ 44 മുതൽ 47 വരെയുള്ള സാക്ഷികളെയും വിസ്തരിക്കും. കൂറുമാറിയ 29ാം സാക്ഷി സുനിൽകുമാറിനെതിരായ ഹർജിയും ഇന്ന് പരിഗണിക്കും. ഒരിടവേള കൂടി. തികച്ചും അസാധാരണവും കേരള ചരിത്രത്തിലില്ലാത്തതുമായ നീക്കമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം 11:45 സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ
തെളിവുകൾ സമർപ്പിക്കാൻ, സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇത്തരമൊരു വാർത്താ സമ്മേളനം ഒരുപക്ഷെ രാജ്യത്തിൽ തന്നെ അത്യപൂർവമെന്ന് വേണം പറയേണ്ടത്. അത്തരമൊരു നീക്കമാണ് ഗവർണർ നടത്തുന്നത്. അഴിമതി ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്, ധൂർത്തില്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നാണ് ഗവർണറുടെ വിശദീകരണം. സർവകലാശാലകളുടെ അധികാരത്തിൽ സർക്കാർ കൈകടത്തുന്നു, കടന്നുകയറുന്നു, അവിടെ രാഷ്ട്രീയ നിയമനങ്ങളും സ്വജനപക്ഷപാതം നടത്തുന്നു. ഇത് അംഗീകരിക്കാനാകില്ല. അതിനെതിരെയാണ് തൻ്റെ പോരാട്ടമെന്നാണ് ഗവർണറുടെ ഭാഷ്യം. അതേസമയം ഗവർണർ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയാണ്. ഗവർണർ ഭരിക്കാൻ ഉള്ള അധികാരം ഗവർണർക്കില്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഗവർണർ ഭരണഘടനാ തലവനാണ്, എന്നാൽ ഭരണാധികാരിയല്ല എന്ന സന്ദേശം, എന്ന മറുപടി ദേശാഭിമാനി മുഖപ്രസംഗത്തിലൂടെ CPM നൽകുന്നു. ഭരണനിർവഹണം നടത്താനുള്ള ഒരു അധികാരവും ഗവർണർക്കില്ല. യഥാർത്ഥ അധികാരം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. അതുകൊണ്ട് സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കാനുള്ള ഭരണഘടനാ ബാധ്യത ഗവർണർ നിറവേറ്റണം. അതിന് മാത്രമേ ഗവർണർക്ക് അധികാരമുള്ളൂ. ജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്വവും ഗവർണർക്കല്ല ഉള്ളത്, ജനങ്ങളുടെ ഉത്തരവാദിത്വം സർക്കാരിനാണ്. ഇത് മനസ്സിലാകാത്ത ഏക വ്യക്തി കേരളത്തിലെ ഗവർണറാണെന്ന് മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, നീക്കങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നത് രാഷ്ട്രീയ യജമാനന്മാരിൽ നിന്ന് കയ്യടി വാങ്ങാനും പുതിയ പദവികളും ലാവണങ്ങളും ഉറപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് സർക്കാരിനെതിരെയുള്ള ഗവർണറുടെ നീക്കമെന്ന വിമർശനവും, ഗുരുതരമായ വിമർശനവും ദേശാഭിമാനി മുന്നോട്ട് വയ്ക്കുന്നു. RSS മേധാവിയെ അദ്ദേഹം ഉള്ള സ്ഥലത്ത് പോയി ഗവർണർ സന്ദർശിച്ചത് ഇതിൽ നിന്ന് വ്യക്തമാണ്. എന്താണ് ഗവർണർ അധികാരമെന്ന സുപ്രീം കോടതി വിധികളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ മുഖപ്രസംഗം മുന്നോട്ട് പോകുന്നത്. നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ താൻ ഒപ്പിട്ടാലേ നിയമമാകൂ എന്ന് ഗവർണർ ഓർമ്മപ്പെടുത്തുന്നു. അല്ലെങ്കിൽ അത് അദ്ദേഹം പറയുന്നു, അത് ഒരു ഭീഷണിയുടെ സ്വരമാണ്. ഗവർണറുടെ വാക്കുകളിൽ നിന്ന് ഭീഷണിയാണ് വായിച്ചെടുക്കാൻ കഴിയുന്നത്. നിയമസഭ പാസ്സാക്കിയ ബിൽ ഗവർണർക്ക് അയച്ചാൽ അദ്ദേഹത്തിന് ഒന്നുകിൽ അത് ഒപ്പിട്ട സഭയ്ക്ക് തിരിച്ചയക്കാം, അല്ലെങ്കിൽ ഒപ്പിടാൻ വിസമ്മതിക്കാം. അതുമല്ലെങ്കിൽ കൂടുതൽ പരിശോധനയ്ക്കായി നിയമസഭയിലേക്ക് തന്നെ തിരിച്ചയക്കാം. അതിനപ്പുറത്തേക്ക് രാഷ്ട്രപതി സമർപ്പിക്കുക, അതിനപ്പുറത്തേക്ക് നിശ്ചിതമായി നീട്ടിവെക്കുന്നത് ഗവർണറുടെ അധികാര പരിധിയിലുള്ള കാര്യമല്ല. ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടനാ വിരുദ്ധമായ ബില്ലുകൾ അനന്തമായി ഒപ്പിടാതെ വച്ചു താമസിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അത് എങ്ങനെയാണ് ഒരു ഗവർണർ സ്വീകരിക്കുക തുടങ്ങി വളരെ രൂക്ഷമായ നിശ്ചിതമായ വിമർശനങ്ങളാണ് ഗവർണർക്കെതിരെ ദേശാഭിമാനി ഉയർത്തുന്നത്. അതിന് പിന്നാലെ ഇന്ന് ദേശാഭിമാനി തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പുത്ര ദിനേശിൻ്റെ ഒരു ലേഖനമുണ്ട്. ഈ ചരിത്ര കോൺഗ്രസ് സംബന്ധിച്ച കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് ഗവർണറെ അവിടെയും വിമർശിച്ചുകൊണ്ടുള്ള ലേഖനം പുത്രത്തെ ദിനേശിനും എഴുതിയിട്ടുണ്ട്. ഇതിനുള്ള ഒക്കെയുള്ള ഒരു മറുപടി എന്ന രീതിയിലും വിഷയത്തിലേക്ക് ഇടപെട്ടുകൊണ്ടും വീക്ഷണവും ഇന്നൊരു മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് സംസ്ഥാന സർക്കാരും ഗവർണറുമായി തമ്മിൽ തല്ലുന്നു, തെരുവിൻ്റെ ഭാഷയിൽ നടത്തുന്ന പോര് ഭരണഘടനയ്ക്ക് യോജിച്ചതല്ല, അടുക്കള പോര് തെരുവിലേക്കെന്നാണ് വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. ഗവർണർ ഇരിക്കുന്ന പദവിയുടെ അന്തസ്സ് മറന്ന് പ്രവർത്തിക്കുന്ന വിമർശനവും അതിലുണ്ട്. ഇരു വിഭാഗങ്ങളും, സർക്കാരും ഗവർണറും, ഭരണഘടനയുടെ തത്വങ്ങളും കടമകളും മറക്കരുത്. അടുക്കളപ്പോര് തെരുവീതികളിലേക്ക് വലിച്ചിട്ട് തെരുവ് മാലിന്യം പോലെ സമൂഹത്തിന് ദുസ്സഹമായി തീർന്ന കുറ്റപ്പെടുത്തലും ഭീഷണി നടത്തുന്നു. അങ്ങനെ സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അത്യന്തം കലുഷിതമാവുന്ന സാഹചര്യത്തിലേക്ക് സർക്കാർ ഗവർണർ പോര് മാറുകയാണ്. നേരത്തെയൊക്കെ ഗവർണറുടെ വിമർശനങ്ങളെ കാര്യമായി മറുപടി പറഞ്ഞു പോയിരുന്നില്ല CPM സർക്കാരും. കുറച്ചെങ്കിലും മറുപടി നൽകിയത് CPM നേതൃത്വമായിരുന്നു. പക്ഷേ അത് മാറ്റിവെച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് രംഗത്തെത്തുന്നു. കഴിഞ്ഞ ദിവസം CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് ഗവർണർ പറയുന്നതിന് അപ്പോൾ മറുപടി പറഞ്ഞു പോകാൻ തന്നെയാണ് CPMന്റെ തീരുമാനം. ഇനി കാര്യങ്ങൾ ആ രീതിയിൽ വൈകിപ്പിക്കില്ല. ഗവർണർ ഏത് രീതിയിൽ നീങ്ങുന്നു അതേ രീതിയിൽ തിരിച്ചടിക്കാനാണ് CPMന്റെയും സർക്കാരിൻ്റെ തീരുമാനം. അതായത് ഗവർണർക്കെതിരെ രാഷ്ട്രീയ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര ആലപ്പുഴ ജില്ലയിൽ പര്യടനം തുടരുന്നു. പുന്നപ്ര, വാടക്കൽ മത്സ്യഗന്ധി കടപ്പുറത്ത് മത്സ്യത്തൊഴിലാളികളുമായി സംബന്ധിച്ച ശേഷമാണ് യാത്ര ആരംഭിച്ചത്. മണ്ണെണ്ണ വില വൻ പ്രതിസന്ധി ഉണ്ടാക്കുന്നതായി മത്സ്യത്തൊഴിലാളികൾ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു. സബ്സിഡി അനർഹർ കൊണ്ടുപോകുന്നതായി രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. സംസ്ഥാനത്ത് വീണ്ടും തെരുവുനായ ആക്രമണം. വീട്ടുമുറ്റത്ത് നിന്ന സ്ത്രീയെ നായ ആക്രമിച്ചു. വടകര താഴെയങ്ങാടി സഫിയയ്ക്കാണ് കടിയേറ്റത്. കയ്യിൽ കടിയേറ്റ സഫിയ വടകര ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. CPI മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിലെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി KT ജലീൽ. എല്ലാവർക്കും കൊട്ടാനുള്ള ചെണ്ടയല്ല സ്വതന്ത്ര MLA മാർ.
മാധ്യമങ്ങളും വലതുപക്ഷവും നിശ്ചയിക്കുന്ന അജണ്ടകൾക്ക് ചൂട്ടുപിടിക്കുന്നവർ ആത്യന്തികമായി ദുർബലമാക്കുന്നത് ഏത് ചേരിയെയാണെന്ന് ഗൗരവപൂർവ്വം ആലോചിച്ചാൽ നന്നാകും. യഥാർത്ഥ മതനിരപേക്ഷ മനസ്സുകൾ ആന കുത്തിയാലും നിൽക്കുന്നയിടത്ത് നിന്ന് ഒരിഞ്ചും അകലില്ല. അകലുന്നുണ്ടെങ്കിൽ അസുഖം വേറെയാണെന്നും അതിനുള്ള ചികിത്സ വേറെ തന്നെ നൽകണമെന്നും ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. കെ ടി ജലീലിന് തിരിച്ചറിവ് വേണമെന്നും പി വി അൻവറിനെ തിരുത്തണമെന്നുമായിരുന്നു രാഷ്ട്രീയ റിപ്പോർട്ടിലെ വിമർശനം. കരീബിയൻ ദ്വീപായ പ്യൂർട്ടോറിക്കോയിൽ ഫിയോണ ചുഴലിക്കാറ്റിന് പിന്നാലെ വൈദ്യുതി നിലച്ചു. 140 കിലോമീറ്റർ വേഗത്തിലാണ് കാറ്റ് വീശിയത്. ചുഴലിക്കാറ്റിലും കനത്ത മഴയിലും നാശനഷ്ടങ്ങൾ ഏറെയാണ്. യുഎസിന്റെ പ്രവിശ്യയായ പ്യൂർട്ടോറിക്കോയിൽ പ്രസിഡന്റ് ജോ ബൈഡൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ നിരവധി ദിവസങ്ങൾ വേണ്ടിവരും. മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പനെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് ലക്നൌ കോടതി ഇന്ന് പരിഗണിക്കും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസാണ് പരിഗണിക്കുക. ഈ കേസിൽ കൂടി ജാമ്യം ലഭിച്ചാൽ കാപ്പന് പുറത്തിറങ്ങാം. യു പി പോലീസ് രജിസ്റ്റർ ചെയ്ത UAPA കേസിൽ സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചിരുന്നു. ഹാഥ്രസിൽ ദളിത് പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതിനിടെ 2020 ഒക്ടോബർ 5-നായിരുന്നു UP പോലീസ് സിദ്ദിഖ് കാപ്പനെ അറസ്റ്റ് ചെയ്തത്. നിർണായക നീക്കങ്ങൾ നടക്കുകയാണ്. ഗവർണറെ കാണാൻ ചീഫ് സെക്രട്ടറി അല്പസമയത്തിനകം രാജ്ഭവനിലെത്തും. VV അരുണുണ്ട് അവിടെ. അരുൺ, കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ചീഫ് സെക്രട്ടറിയുടെ സന്ദർശനവും ഉദ്ദേശം സംബന്ധിച്ച്? അല്പസമയത്തിനകം ചീഫ് സെക്രട്ടറി VP ജോയ് രാജ്ഭവനിലെത്തും. 11 മണിക്കാണ് ഗവർണർ കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ ലഹരിക്കെതിരായ ബോധവത്കരണ പരിപാടി യോദ്ധാവ് അതിന്റെ ഉദ്ഘാടകനായി ഗവർണറെ ക്ഷണിക്കാനാണ്. ഗവർണറെ കാണാൻ ചീഫ് സെക്രട്ടറി VP ജോയ് അല്പസമയത്തിനകം രാജ്ഭവനിലേക്ക് എത്തും. 11 മണിക്ക് കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം അനുവദിച്ചിരിക്കുന്നു ഗവർണർ എന്നാണ് അറിയുന്നത്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഗവർണറെ ധരിപ്പിക്കാനാണ്, ചില പരിപാടികൾ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒക്കെ കാര്യങ്ങൾ സംസാരിക്കാനാണ് ചീഫ് സെക്രട്ടറി എത്തുന്നതെന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. പക്ഷേ നിലവിലെ സാഹചര്യങ്ങൾ ഒരു പക്ഷേ ചർച്ചയായേക്കാം. ഒരു അനുനയ നീക്കമാണോ ഇതെന്നും സംശയിക്കപ്പെടുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ചീഫ് സെക്രട്ടറി എത്തും. അരുൺ പറഞ്ഞു വന്നത് തുടരാം. അതായത് സംസ്ഥാന സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ തെളിവുകൾ പുറത്തുവിടുമെന്ന് മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് ഗവർണർ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നു. ആ വാർത്താ സമ്മേളനത്തിന് 45 മിനിറ്റ് മുമ്പാണ് ഗവർണറെ കാണാൻ ചീഫ് സെക്രട്ടറി എത്തുന്നത്. ഇപ്പോൾ ചീഫ് സെക്രട്ടറി രാജ്ഭവനിലേക്ക് എത്തുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ പോകാനാകുമെന്ന് കരുതുന്നു. ചീഫ് സെക്രട്ടറി രാജ്ഭവനിലേക്ക് വരുന്നു. VP ജോയ് ഗവർണറുമായി കൂടിക്കാഴ്ച 11 മണിക്കാണ്. വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ച എന്ന് വിശേഷിപ്പിക്കാവുന്ന സാഹചര്യം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ്. കാരണം മുഖ്യമന്ത്രിക്കും സർക്കാരിനെതിരെ തെളിവുകൾ പുറത്തുവിടാൻ ഗവർണർ വാർത്താ സമ്മേളനം വിളിച്ചതിന് തൊട്ടു പിന്നാലെ അതിന് മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ രാജ്ഭവൻ ചീഫ് സെക്രട്ടറി എത്തിച്ചേർന്നിരിക്കുന്നു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയായി ഇത് മാറുമെന്ന് ഉറപ്പാണ്. സ്വാഭാവികമായും സർക്കാരുമായി ഇത്തരമൊരു വലിയ തർക്ക വിഷയമുള്ളപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കും ചർച്ചകൾ നീണ്ടാൽ അത്ഭുതപ്പെടാനില്ല. കാരണം സർക്കാരിന്റെ വാദങ്ങൾ, സർക്കാരിന്റെ നിലപാടുകൾ പലപ്പോഴും സർക്കാർ ഗവർണറെ അറിയിക്കുക ചീഫ് സെക്രട്ടറി വഴിയാണ്. ചീഫ് സെക്രട്ടറിയാണ് ഗവർണറും പലപ്പോഴും വിളിച്ചു വരുത്താറുള്ളത് സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അത്തരമൊരു നീക്കം കൂടി ഉണ്ടോ എന്ന സ്വാഭാവിക സംശയം ഉയർന്നു വരും. എങ്കിലും പൂർണ്ണമായും ഒരു സമവായ നീക്കത്തിന് രാജ്ഭവനോ സർക്കാരോ ഈ വൈകിയ വേളയിൽ തയ്യാറാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് തീർച്ചയായും നിർണായകമായ കൂടിക്കാഴ്ചയ്ക്കായി ചീഫ് സെക്രട്ടറി VP ജോയ് രാജ്ഭവനിൽ എത്തിയിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തും. അടുത്ത മണിക്കൂറുകൾ തന്നെ വളരെ നിർണായകമാണ്. 11:45 ഗവർണർ മാധ്യമങ്ങളെ കാണാൻ പോകുന്നത്. അസാധാരണമായ സാഹചര്യം സംസ്ഥാനത്തെ സംബന്ധിച്ച് ഉണ്ട്. ഈ അനുനയ നീക്കം എന്തെങ്കിലും മാറ്റം അതിൽ ഉണ്ടാക്കുമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാത്തിരുന്ന് കാണാം. എന്തായാലും ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് റൂം ലൈവ് തുടരും. നമസ്കാരം. തികച്ചും അസാധാരണവും കേരള ചരിത്രത്തിലില്ലാത്തതുമായ നീക്കമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നത്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം 11:45 സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ തെളിവുകൾ സമർപ്പിക്കാൻ, സർക്കാരിനെതിരെ
ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇത്തരമൊരു വാർത്താ സമ്മേളനം ഒരുപക്ഷെ രാജ്യത്തിൽ തന്നെ അത്യപൂർവമെന്ന് വേണം പറയേണ്ടത്. അത്തരമൊരു നീക്കമാണ് ഗവർണർ നടത്തുന്നത്. അഴിമതി ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്, ധൂർത്തില്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നാണ് ഗവർണറുടെ വിശദീകരണം. സർവകലാശാലകളുടെ അധികാരത്തിൽ സർക്കാർ കൈകടത്തുന്നു, കടന്നുകയറുന്നു, അവിടെ രാഷ്ട്രീയ നിയമനങ്ങളും സ്വജനപക്ഷപാതം നടത്തുന്നു. ഇത് അംഗീകരിക്കാനാകില്ല. അതിനെതിരെയാണ് തൻ്റെ പോരാട്ടമെന്നാണ് ഗവർണറുടെ ഭാഷ്യം. അതേസമയം ഗവർണർ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയാണ്. ഗവർണർ ഭരിക്കാൻ ഉള്ള അധികാരം ഗവർണർക്കില്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഗവർണർ ഭരണഘടനാ തലവനാണ്, എന്നാൽ ഭരണാധികാരിയല്ല എന്ന സന്ദേശം, എന്ന മറുപടി ദേശാഭിമാനി മുഖപ്രസംഗത്തിലൂടെ CPM നൽകുന്നു. ഭരണനിർവഹണം നടത്താനുള്ള ഒരു അധികാരവും ഗവർണർക്കില്ല. യഥാർത്ഥ അധികാരം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. അതുകൊണ്ട് സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കാനുള്ള ഭരണഘടനാ ബാധ്യത ഗവർണർ നിറവേറ്റണം. അതിന് മാത്രമേ ഗവർണർക്ക് അധികാരമുള്ളൂ. ജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്വവും ഗവർണർക്കല്ല ഉള്ളത്. ജനങ്ങളുടെ ഉത്തരവാദിത്വം സർക്കാരിനാണ്. ഇത് മനസ്സിലാകാത്ത ഏക വ്യക്തി കേരളത്തിലെ ഗവർണറാണെന്ന് മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, നീക്കങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നത് രാഷ്ട്രീയ യജമാനന്മാരിൽ നിന്ന് കയ്യടി വാങ്ങാനും പുതിയ പദവികളും ലാവണങ്ങളും ഉറപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് സർക്കാരിനെതിരെയുള്ള ഗവർണറുടെ നീക്കമെന്ന വിമർശനവും, ഗുരുതരമായ വിമർശനവും ദേശാഭിമാനി മുന്നോട്ട് വയ്ക്കുന്നു. RSS മേധാവിയെ അദ്ദേഹം ഉള്ള സ്ഥലത്ത് പോയി ഗവർണർ സന്ദർശിച്ചത് ഇതിൽ നിന്ന് വ്യക്തമാണ്. എന്താണ് ഗവർണർ അധികാരമെന്ന സുപ്രീം കോടതി വിധികളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ മുഖപ്രസംഗം മുന്നോട്ട് പോകുന്നത്. നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ താൻ ഒപ്പിട്ടാലേ നിയമമാകൂ എന്ന് ഗവർണർ ഓർമ്മപ്പെടുത്തുന്നു. അല്ലെങ്കിൽ അത് അദ്ദേഹം പറയുന്നു, അത് ഒരു ഭീഷണിയുടെ സ്വരമാണ്. ഗവർണറുടെ വാക്കുകളിൽ നിന്ന് ഭീഷണിയാണ് വായിച്ചെടുക്കാൻ കഴിയുന്നത്. നിയമസഭ പാസ്സാക്കിയ ബിൽ ഗവർണർക്ക് അയച്ചാൽ അദ്ദേഹത്തിന് ഒന്നുകിൽ അത് ഒപ്പിട്ട സഭയ്ക്ക് തിരിച്ചയക്കാം, അല്ലെങ്കിൽ ഒപ്പിടാൻ വിസമ്മതിക്കാം. അതുമല്ലെങ്കിൽ കൂടുതൽ പരിശോധനയ്ക്കായി നിയമസഭയിലേക്ക് തന്നെ തിരിച്ചയക്കാം. അതിനപ്പുറത്തേക്ക് രാഷ്ട്രപതി സമർപ്പിക്കുക, അതിനപ്പുറത്തേക്ക് നിശ്ചിതമായി നീട്ടിവെക്കുന്നത് ഗവർണറുടെ അധികാര പരിധിയിലുള്ള കാര്യമല്ല. ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടനാ വിരുദ്ധമായ ബില്ലുകൾ അനന്തമായി ഒപ്പിടാതെ വച്ചു താമസിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അത് എങ്ങനെയാണ് ഒരു ഗവർണർ സ്വീകരിക്കുക തുടങ്ങി വളരെ രൂക്ഷമായ നിശ്ചിതമായ വിമർശനങ്ങളാണ് ഗവർണർക്കെതിരെ ദേശാഭിമാനി ഉയർത്തുന്നത്. അതിന് പിന്നാലെ ഇന്ന് ദേശാഭിമാനത്തിൻ്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പുത്ര ദിനേശിൻ്റെ ഒരു ലേഖനമുണ്ട്. ഈ ചരിത്ര കോൺഗ്രസ് സംബന്ധിച്ച കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് ഗവർണറെ അവിടെയും വിമർശിച്ചുകൊണ്ടുള്ള ലേഖനം പുത്രത്തെ ദിനേശനും എഴുതിയിട്ടുണ്ട്. ഇതിനുള്ള ഒക്കെയുള്ള ഒരു മറുപടി എന്ന രീതിയിലും വിഷയത്തിലേക്ക് ഇടപെട്ടുകൊണ്ടും വീക്ഷണവും ഇന്നൊരു മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് സംസ്ഥാന സർക്കാരും ഗവർണറുമായി തമ്മിൽ തല്ലുന്നു, തെരുവിൻ്റെ ഭാഷയിൽ നടത്തുന്ന പോര് ഭരണഘടനയ്ക്ക് യോജിച്ചതല്ല, അടുക്കള പോര് തെരുവിലേക്കെന്നാണ് വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. ഗവർണർ ഇരിക്കുന്ന പദവിയുടെ അന്തസ്സ് മറന്ന് പ്രവർത്തിക്കുന്ന വിമർശനവും അതിലുണ്ട്. ഇരു വിഭാഗങ്ങളും, സർക്കാരും ഗവർണറും, ഭരണഘടനയുടെ തത്വങ്ങളും കടമകളും മറക്കരുത്. അടുക്കളപ്പോര് തെരുവീതികളിലേക്ക് വലിച്ചിട്ട് തെരുവ് മാലിന്യം പോലെ സമൂഹത്തിന് ദുസ്സഹമായി തീർന്ന കുറ്റപ്പെടുത്തലും ഭീഷണി നടത്തുന്നു. അങ്ങനെ സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അത്യന്തം കലുഷിത. പ്രധാന വാർത്തകളിലേക്ക്. സർക്കാരിനെതിരെ അസാധാരണ നീക്കവുമായി ഗവർണർ. സർവകലാശാല നിയമനത്തിൽ ഇടപെടില്ലെന്നുള്ള മുഖ്യമന്ത്രിയുടെ കത്ത് പരസ്യമാക്കും. ചരിത്ര കോൺഗ്രസിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടേക്കും. വാർത്താ സമ്മേളനം അല്പസമയത്തിനകം. രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ട ചീഫ് സെക്രട്ടറി. ഗവർണർക്ക് പിന്നിൽ RSS എന്ന മന്ത്രി MP രാജേഷ്. ബില്ലുകൾ ഒപ്പിടാതെ നീട്ടിക്കൊണ്ടു പോകാനാകില്ലെന്ന് P രാജീവ്. രാജ്ഭവൻ ധൂർത്തിന്റെ കേന്ദ്രമെന്ന കണക്കുകൾ നിരത്തി ദേശാഭിമാനിയിൽ ലേഖനം. ഗവർണറെയും സർക്കാരിനെയും വിമർശിച്ച വീക്ഷണം. മുഖ്യമന്ത്രിക്കെതിരെ EDയെ സമീപിക്കാൻ HRDS. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിൽ കേസെടുക്കണം. അജി കൃഷ്ണൻ ED ആസ്ഥാനത്തെത്തി നേരിട്ട് പരാതി നൽകും. KM ഷാജി പാണക്കാട്ട. സന്ദർശനം മുസ്ലിം ലീഗ് നേതൃത്വം വിളിപ്പിച്ചിട്ട് വിവാദ പ്രസംഗങ്ങളിൽ വിശദീകരണം നൽകും. വിടുതൽ ഹർജിയുമായി ശ്രീരാം വെങ്കിട്ടരാമൻ. നടപടി KM ബഷീറിനെ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യം. മധു കേസിലെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കുമോ? ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. വിസ്താരം ഇന്നും തുടരും. ED കേസിൽ സിദ്ദിഖ് കാപ്പന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ.
ഹർജി പരിഗണിക്കുക ലക്നൌ കോടതി. ജാമ്യം ലഭിച്ചാൽ സിദ്ദിഖാപ്പന ജയിൽ മോചനാവും. എലിസബത്ത് രാജ്ഞിക്ക് വിട നൽകാൻ ലോകം. ചടങ്ങുകൾ വൈകിട്ട് 3:30 മുതൽ. മൃതദേഹം സംസ്കരിക്കുക വെസ്റ്റ് മിനിസ്റ്റർ പള്ളിയിലെ ഗ്രാൻഡ് ഹാളിൽ. സർക്കാരുമായുള്ള പോര് തുടരുന്നതിനിടെ മുഖ്യമന്ത്രിക്കെതിരെ തെളിവ് പുറത്തുവിടാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് വിളിച്ച വാർത്താസമ്മേളനം 11:45 സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ കൈകടത്തില്ലെന്ന് ഉറപ്പ് നൽകി മുഖ്യമന്ത്രി അയച്ച കത്ത് ഉൾപ്പെടെയുള്ള നിർണായക രേഖകൾ രാജ്ഭവനിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഗവർണർ പുറത്തുവിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വാർത്താസമ്മേളനത്തിന് മുൻപായി ഗവർണറെ അനുനയിപ്പിക്കാൻ സർക്കാർ നീക്കം തുടങ്ങി. ഗവർണറെ കാണാനായി ചീഫ് സെക്രട്ടറി രാജ്ഭവനിലെത്തി. വി അരുണാണ് ചേരുന്നത്. അരുൺ, ഏറെ സസ്പെൻസ് നിറഞ്ഞ സമയം. 11:45 മുമ്പായി ഗവർണറെ കാണാൻ രാജ്ഭവനിലേക്ക് ചീഫ് സെക്രട്ടറി എത്തുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് സാഹചര്യം? ഗോപി, കേരള രാഷ്ട്രീയത്തിലെ ചരിത്ര ദിനമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ സർക്കാരിനെതിരെ തെളിവുകൾ പുറത്തുവിടാൻ പരസ്യ നീക്കവുമായി ഒരു ഗവർണറും കേരളത്തിൽ ഇത്തരം വാർത്താ സമ്മേളനം വിളിച്ചിട്ടില്ല. അത്തരമൊരു അസാധാരണ രാഷ്ട്രീയ സാഹചര്യത്തിനാണ് ഇന്ന് 11:45 കേരള രാജ്ഭവൻ സാക്ഷിയാകാൻ പോകുന്നത്. ഗവർണർ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ തെളിവുകൾ പുറത്തുവിടാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നു. അതിന് തൊട്ട് മുന്നോടിയായാണ് 11 മണിക്കാണ് ഇപ്പോൾ ആ കൂടിക്കാഴ്ച ആരംഭിച്ചിരിക്കണം. സംസ്ഥാന ചീഫ് സെക്രട്ടറി VP ജോയ് രാജ്ഭവനിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ലഹരിക്കെതിരെയുള്ള ബോധവത്കരണ പരിപാടിയായ യോദ്ധാവ് അതിന്റെ പ്രചരണത്തിന് ഗവർണറെ ക്ഷണിക്കാനാണ് രാജ്ഭവനിൽ ചീഫ് സെക്രട്ടറി എത്തിയതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. പക്ഷേ ഇത്തരമൊരു അത്യന്തം അസാധാരണമായ അത്യന്തം കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോൾ ചീഫ് സെക്രട്ടറിയുടെ കൂടിക്കാഴ്ച വളരെ നിർണായകമാണ്. സർക്കാരിന് വേണ്ടി പലപ്പോഴും ഗവർണറുമായി രാജ്ഭവനുമായും നേരിട്ട് ബന്ധപ്പെടുന്നത്, കാര്യങ്ങൾ സർക്കാരിന് പറയാനുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതും ഗവർണർക്ക് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം തേടണമെങ്കിലും ആദ്യം വിളിക്കുന്നത് ചീഫ് സെക്രട്ടറിയാണ്. ചീഫ് സെക്രട്ടറിയാണ് സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചീഫ് സെക്രട്ടറി ഇതിന്റെ സന്ദർശനം കേവലം ഒരു സർക്കാർ പരിപാടിയുടെ ഉദ്ഘാടകൻ എന്ന നിലയിൽ മാത്രമായി ചുരുങ്ങി കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകൾ കൊണ്ട് തന്നെ. ഏതായാലും ഇപ്പോൾ ചീഫ് സെക്രട്ടറി VP ജോയ് രാജ്ഭവനുള്ളിലുണ്ട്. അദ്ദേഹം കൂടിക്കാഴ്ച കഴിഞ്ഞ് പുറത്ത് പോയതിനു ശേഷമാകും 11:45 ഗവർണറുടെ നിർണായകമായ വാർത്താ സമ്മേളനം. മുഖ്യമന്ത്രിക്കെതിരെ തെളിവുകൾ പുറത്തുവിടുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്താ സമ്മേളനമാണ്. അതിൽ പ്രധാനമായും അദ്ദേഹം തെളിവുകൾ പുറത്തുവിടാൻ പോകുന്നത് മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകിയ 2 കത്തുകളാണ്. അതായത് സർവകലാശാലയുടെ ഭരണത്തിൽ സർക്കാർ ഇടപെടില്ല, ചാൻസലർക്ക് അതിൽ പൂർണ്ണ അധികാരമുണ്ട്, അവിടെ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകി മുഖ്യമന്ത്രി നൽകിയ കത്താണ് അതിൽ ഒന്ന്. ആ കത്ത് പുറത്തുവിടുമെന്ന് ഗവർണർ നേരത്തെ വ്യക്തമാക്കിയതാണ്. മറ്റു ചില തെളിവുകൾ കൂടി അദ്ദേഹം പുറത്തുവിടുമെന്ന് പറയുന്നത് പ്രധാനമായും കണ്ണൂർ ചരിത്ര കോൺഗ്രസിൽ ഗവർണർക്കെതിരെ നടന്ന പ്രതിഷേധമുണ്ട്. അത് പ്രതിഷേധമായല്ല, അത് തനിക്കെതിരെയുള്ള വധശ്രമമായാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാണുന്നത്. അത്തരം ഒരു വധശ്രമം ജാമ്യമില്ലാ കുറ്റപ്രകാരം കേസെടുക്കേണ്ട ഒരു വിഷയമായിട്ട് കൂടി അതിൽ കേസെടുക്കാൻ എന്തുകൊണ്ട് സർക്കാർ തയ്യാറായില്ല, ആഭ്യന്തര വകുപ്പ് തയ്യാറായില്ല. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് കേസെടുക്കാതെ പോലീസിനെ പിന്തിരിപ്പിച്ചത് ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഇടപെടലാണ്. സ്വാഭാവിക മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയാണ് ആ വിഷയത്തിൽ ഗവർണറുടെ വിമർശനമുള്ളത്. ഏതായാലും ആ വിഷയത്തിൽ അന്ന് നടന്ന സംഭവങ്ങൾ എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ സ്വാഭാവികമായി ഇവിടെ രാജ്ഭവൻ പ്രദർശിപ്പിക്കും. അതിനുള്ള ക്രമീകരണങ്ങളും രാജ്ഭവൻ ഓഡിറ്റോറിയത്തിൽ തയ്യാറായി കഴിഞ്ഞു. അത്തരത്തിൽ സർക്കാരിനെതിരെയുള്ള തെളിവുകൾ, മറ്റെന്തെല്ലാം തെളിവുകളാണ് പുറത്തു വരാനുള്ളതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സർക്കാരുമായി ബന്ധപ്പെട്ട നിരവധി നിയമനങ്ങൾ, സർവകലാശാലകളിലെ ബന്ധു നിയമനങ്ങൾ, സർക്കാർ നടത്തിയ കത്തിടപാടുകൾ, ഇതുമായി ബന്ധപ്പെട്ട ചില മുഖ്യമന്ത്രി പോലും തന്നോട് ചില ഫേവർ ചോദിച്ചു, താൻ അത്തരം സഹായങ്ങൾ മുഖ്യമന്ത്രി ചെയ്തു കൊടുത്തു എന്നതിലെ ഗവർണർ പറയുമ്പോൾ എന്തെല്ലാം സേവനങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം ഫേവറാണ് ഗവർണർ മുഖ്യമന്ത്രിക്ക് ചെയ്തു കൊടുത്തത്, അത് ക്രമവിരുദ്ധമായെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളുടെ തെളിവുകൾ അദ്ദേഹം പുറത്തുവിടുപോകുന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സർക്കാരിലെ മന്ത്രിമാരുടെയും മറ്റും പേഴ്സണൽ സ്റ്റാഫുകളുടെ നിയമനമുണ്ട്. അത് സർക്കാരിന്റെ ഖജനാവ് തീർത്തും മോശമായ സാഹചര്യത്തിൽ അത് എന്തിനവർക്ക് പെൻഷൻ നൽകുന്ന ചോദ്യം ഗവർണർ ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ രേഖകളൊക്കെ നേരത്തെ തന്നെ ചീഫ് സെക്രട്ടറിയോട് രാജ്ഭവൻ ആവശ്യപ്പെട്ടതാണ്. സ്വാഭാവികമായും ഈ പേഴ്സണൽ സ്റ്റാഫുകളുടെ വിദ്യാഭ്യാസ യോഗ്യത അടക്കമുള്ള വിഷയങ്ങളിൽ നിർണായക രേഖകൾ രാജ്ഭവന്റെ പക്കലുണ്ട്. അതും അദ്ദേഹം പുറത്തുവിടുമോ എന്ന കാര്യത്തിൽ വ്യക്തത. ഏതായാലും അത്യന്തം ആകാംക്ഷയുണർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മുഹൂർത്തത്തിനാണ് ഇന്ന് രാജ്ഭവൻ വേദിയാകാൻ പോകുന്നത്. അതിന്റെ അവസാന
നിമിഷങ്ങളിലൂടെയാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ കടന്നു പോകുന്നത്. സംസ്ഥാന സർക്കാർ ഒരു വശത്ത്, മറുവശത്ത് രാജ്ഭവൻ, അതായത് രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നു എന്ന് മാത്രമല്ല വിശ്വാസ്യത പോലും നഷ്ടപ്പെടുന്ന തരത്തിലേക്ക്, രണ്ടുപേർ തമ്മിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ദൈനംദിന ഭരണത്തിൽ അത് ഒരു കാരണവശാലും സംഭവിക്കാൻ പാടുള്ളതല്ല. ആ ഒരു അസാധാരണ രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഭരണഘടനാ പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന തരത്തിലേക്കാണ് കേരള രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. ഇത് രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുത്തു കഴിഞ്ഞു. ഗവർണർക്കൊപ്പം BJP ഉണ്ട്. BJPയുടെ കേന്ദ്ര സഹമന്ത്രിയും സംസ്ഥാന അധ്യക്ഷനുമൊക്കെ ഗവർണർക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്ത കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിട്ടുണ്ട്. ജനങ്ങളെ അണിനിരത്തി ഗവർണറെ സംരക്ഷിക്കും. അഴിമതി വിരുദ്ധ പ്രവർത്തനമാണ് ഗവർണർ നടത്തുന്നത്. അഴിമതി വിരുദ്ധ നീക്കങ്ങൾ ആണ് ഗവർണറുടേത്. അതുകൊണ്ട് തന്നെ പൂർണ്ണ പിന്തുണ BJP നൽകുമെന്ന് BJP നേതൃത്വം വ്യക്തമാക്കുന്നു. സർക്കാരിന് പൂർണ്ണ പിന്തുണയുമായി ഇടതുമുന്നണി ഒന്നാകെയുണ്ട്. മുഖ്യമന്ത്രിക്കും സർക്കാരിന് പിന്തുണയുമായി CPMന്റെ സംസ്ഥാന നേതൃത്വവും CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നതാണ്. പ്രതിപക്ഷവും ഈ വിഷയത്തിൽ ഇതിനകം കക്ഷിയായി കഴിഞ്ഞു. രണ്ട് കൂട്ടരും, സർക്കാരും ഗവർണറും സംസ്ഥാനത്തെ ജനാധിപത്യ സംവിധാനത്തിന്റെ അന്തസ്സ് കെടുത്തുന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ കളിയാണ്. ആ രാഷ്ട്രീയ കളിയിലെ നാടകത്തിലെ കഥാപാത്രങ്ങളാകാൻ തങ്ങളില്ല എന്ന നിലപാടുമായി നേരത്തെ പ്രതിപക്ഷം രംഗത്ത് വന്നു. ഏതായാലും സംസ്ഥാന രാഷ്ട്രീയം പൂർണ്ണമായും ഈ രാജ്ഭവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കേരള രാഷ്ട്രീയ സാഹചര്യം പൂർണ്ണമായും ഗവർണറുടെ അടുത്ത നീക്കത്തിന് കാതോർക്കുന്നു. അതിനുള്ള സർക്കാരിന്റെ മറുപടിക്ക് കാതോർക്കുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി VP ജോയിയുടെ സന്ദർശനം. രാഷ്ട്രീയ പ്രാധാന്യമില്ല, അതിൽ അനുനയ നീക്കമില്ല എന്ന അവകാശവാദം സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും സ്വാഭാവികമായും ഈ അവസാന മണിക്കൂറിലെ ഈ കൂടിക്കാഴ്ച വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. ഇതിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള സമവായ നീക്കങ്ങൾ, സമവായത്തിന് ഗവർണർ തയ്യാറാകുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മണിക്കൂറുകളിലൂടെ കേരളം കടന്നു പോവുകയാണ്. VV അരുണാണ് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ മുൻ DGP നിയമവിദഗ്ധനുമായ ആസിഫ് അലി ചേരുന്നു. സാർ, എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണുന്നത്? 11:45 അതിനു മുമ്പ് ചീഫ് സെക്രട്ടറി അവിടെ എത്തിയിട്ടുണ്ട്. എന്തൊക്കെ ഗവർണർ പുറത്ത് പറയുന്നു നമുക്കും അറിയില്ല, ആ സമയത്ത് അറിയുള്ളൂ. എന്നിരുന്നാൽ തന്നെയും ഇന്ത്യയിൽ തന്നെ ഇങ്ങനെയൊന്നും കേട്ടുകേൾവിയില്ലല്ലോ അല്ലേ? ഇതിൽ അനുരഞ്ജനത്തിന്റെ ഒരു സാധ്യത ഉദിക്കുന്നില്ല. കാരണം ഗവർണർ ഒരു സാധാരണക്കാരനല്ല, ഒരു സ്റ്റേറ്റിന്റെ ഗവർണർ ഹെഡാണ്. ഒരു തവണയല്ല 2 തവണ ഗവർണർ ആവർത്തിച്ച് പറഞ്ഞ കാര്യം നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടതാണ്. കാരണം ഗവർണർ പറയുന്നു, ഗവർണറെ വധിക്കാൻ വേണ്ടി ഡൽഹിയിൽ ഗൂഢാലോചന നടത്തി. മിനിഞ്ഞാന്ന് ഗവർണർ പറഞ്ഞത് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വന്ന സ്ഥിതിക്ക് ഇതിന്റെ പിന്നിൽ ആരാണെന്ന് വ്യക്തമായിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് സംസാരിച്ചത്. മുഖ്യമന്ത്രി ഗവർണറുടെ ഈ ആവർത്തിച്ചുള്ള ആരോപണങ്ങൾ ഇന്ന് വരെ കളവാണെന്നോ അത് നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി ഗവർണർ കളവ് പറയുന്നു എന്നാണ് പറയുന്നതെങ്കിൽ കളവ് പറയുന്ന ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞ് കേന്ദ്രത്തെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ്. അപ്പൊ ഒരു സാധാരണക്കാരനല്ല, നമ്മുടെ സംസ്ഥാനത്തിന്റെ ഗവർണറെ വധിക്കാൻ ഗൂഢാലോചന നടത്തി എന്ന് പറയുമ്പോൾ അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റിനില്ലേ? ഗവർണർ ഇന്ത്യൻ കോഡിലെ 124 വകുപ്പ് കോർട്ട് ചെയ്തുകൊണ്ടാണ് 2 തവണ പറഞ്ഞത്. ഇന്ത്യ സ്വതന്ത്രം നേടിയതിനു ശേഷത്തിന് മുമ്പും IPC ഉണ്ടായതിനു ശേഷം ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന രാഷ്ട്രപതിയോ ഗവർണറോ അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനോ നിർവഹിക്കാതിരിക്കാനോ ശാരീരിക ബലം ഉപയോഗിക്കുന്ന ഒരു കുറ്റകൃത്യമാണ് 124. അത് സാധാരണ പറയുന്ന ഒരു വർത്തമാനമായി നമുക്ക് കാണിക്കാൻ പറ്റില്ല. അത് വളരെ സീരിയസ് ആണ്. സംസ്ഥാനത്തെ ഗവർണറുടെ ജീവന് സുരക്ഷിതത്വം നൽകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരുടെ ജീവനാണ് സുരക്ഷിതം നൽകാൻ സർക്കാരിന് സാധിക്കുക? Is it not a case of failure of governor machinery to protect the life and liberty of an individual? Governor has plainly confessed the truth. അത് അനങ്ങാതിരിക്കാൻ പറ്റൂ. കേന്ദ്രം ഇടപെടേണ്ട ഒരു ഇഷ്യൂ ആണ്. മാത്രമല്ല ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നു, ഗവർണർ പറയുന്നു ഗവർണറെ വധിക്കാനുള്ള ഗൂഢാലോചന നടന്ന ഡൽഹിയിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ CBIയുടെ പ്രവർത്തന മേഖല, അതിന്റെ ആസ്ഥാനം ഡൽഹിയാണ്. CBIക്ക് സുമോട്ടോ കേസ് രജിസ്റ്റർ ചെയ്യാം. ഡൽഹിയിൽ നടന്ന കുറ്റകൃത്യമാണിത്. അതിന്റെ രഹസ്യമാണ് കേരളത്തിൽ വരുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിൽ മൗനാനുവാദം നൽകിയിരിക്കുന്നു, മൗനിയായിരിക്കുന്നു. സംസ്ഥാന പോലീസ് മരവിപ്പിച്ചിരിക്കുന്നു, ഫ്രീസ് ചെയ്തിരിക്കുന്നു. ഇതിലും വലിയൊരു ഗുരുതരമായ ഭരണഘടനാ പ്രശ്നം, ഇതിലും വലിയ ഗുരുതരമായ ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം, ഒരു പബ്ലിക് ഓർഡർ പ്രശ്നം വേറെ എന്തുണ്ട്? We cannot simply sit idly. It's a very serious issue. ഗവർണർ പറയുന്നത് പിച്ചും പിയ്യുവാണെങ്കിലോ കളവാണെങ്കിലോ മുഖ്യമന്ത്രി ഇത് പറയട്ടെ. ഗവർണർ പറയുന്നത് കളവാണ്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. മുഖ്യമന്ത്രി ഇതുവരെ ഗവർണർ പറഞ്ഞത് കളവാണെന്നോ വാസ്തവ വിരുദ്ധമാണെന്നോ ഗവർണർ കള്ളത്തരം പറയുകയാണെന്നോ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്. മുഖ്യമന്ത്രി കേന്ദ്രത്തോട് ആവശ്യപ്പെടണം. പിച്ചും പിയ്യും പറയുന്ന കളവ് പറയുന്നത് ഗവർണറെ തിരിച്ചു വിളിക്കണം.
അത് മുഖ്യമന്ത്രി പറയാത്തിടത്തോളം കാലം ഗവർണറുടെ പറഞ്ഞിരിക്കുന്ന ഗുരുതരമായ ആരോപണം പോലീസ് അന്വേഷിച്ചേ തീരൂ, അതിൽ FIR ഇട്ടേ തീരൂ. കേന്ദ്ര ഗവൺമെന്റ് FIR രജിസ്റ്റർ ചെയ്യാൻ CBIക്ക് നിർദ്ദേശം കൊടുക്കണം. ബിക്കോസ് കോൺട്രസി ആക്ഷൻ ഇൻ ഡൽഹി. അത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമല്ലേ? തീർച്ചയായും ഈ നിയമ വിദഗ്ധൻ ടി ആസിഫ് അലിയാണ് പ്രതികരിച്ചത്. ഏതായാലും വരും മണിക്കൂറുകളിൽ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഗവർണർക്ക് പറയാനുള്ളത് എന്നുള്ളതും ശ്രദ്ധേയം. അരുൺ രാജ്ഭവനിന് മുന്നിൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അരുൺ, ഇപ്പോൾ നയപ്രഖ്യാപന പ്രസംഗത്തിലാണെങ്കിലും നിയമസഭയിൽ മൈ ഗവൺമെന്റ്, എൻ്റെ ഗവൺമെന്റ് എന്നാണ് ഗവർണർ പ്രയോഗിക്കുന്ന പദം. ആ ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ അതിന്റെ മുഖ്യമന്ത്രിക്കെതിരെയാണ്, സ്വന്തം സർക്കാർ അല്ലെങ്കിൽ എൻ്റെ സർക്കാർ എന്ന് പറയുന്ന സർക്കാരിനെതിരെയാണ് രേഖകൾ പുറത്തുവിടാൻ പോകുന്നത്. പക്ഷേ പലരും വിവക്ഷിക്കുന്ന പോലെ ഇത് രഹസ്യരേഖകളാണ്. മുഖ്യമന്ത്രിയും മറ്റേ ഗവർണറും തമ്മിലുള്ള ഇടപാടുകൾ രഹസ്യമായി തന്നെ വെക്കേണ്ടതാണ്. അതിനൊക്കെ മറികടന്ന് പുറത്തു വിടുന്നു. അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ, കാരണം ഇങ്ങനെയൊന്നും നമ്മൾ അടുത്ത കാലത്തോ അല്ലെങ്കിൽ ഇന്ത്യയിലോ കേട്ടുകേൾവിയില്ല അരുൺ. അപ്പോൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും മറ്റു കാരണങ്ങളും എങ്ങനെയാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്? തീർച്ചയായും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം. കാരണം രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. അതുകൊണ്ട് തന്നെ അത് അസാധാരണമായ ഒരു സാഹചര്യമാണ് അത് സൃഷ്ടിക്കുക. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. സർക്കാരിനെതിരെ അത്തരമൊരു വാർത്താ സമ്മേളനം വിളിച്ച് ഗവർണർ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് തീർത്തും അസാധാരണമെന്ന് തന്നെ പറയണം. മറ്റൊരു കാര്യമുള്ളത്, സർക്കാരും ഗവർണറുമായുള്ള കത്തിടപാടുകൾ അത് രഹസ്യ രേഖയാണ്. അത് പുറത്തു വരുന്നത് രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളുടെയും വിശ്വാസ്യതയെ പോലും ബാധിക്കുന്ന വിഷയവുമാണ്. അത്തരമൊരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഗവർണർ എന്ന രേഖകൾ പുറത്തുവിടുമ്പോൾ അത്തരമൊരു ആരോപണം കൂടി രാജ്ഭവനെതിരെ ഉയർന്നു വരും. ഏതായാലും വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കം എന്നതിനെ ഗവർണർ ഇത് വിശേഷിപ്പിക്കേണ്ടി വരും. ഗവർണർ നേരത്തെ തന്നെ പറഞ്ഞതാണ്, താൻ സർവകലാശാലകളുടെ ചാൻസലറായിരിക്കുമ്പോൾ തനിക്ക് അതിൻ്റെ അധികാരമുള്ളപ്പോൾ ഒരു തരത്തിലുള്ള ക്രമക്കേടുകളും സർവകലാശാലയിൽ അനുവദിക്കില്ല എന്ന നിലപാട് നേരത്തെ അദ്ദേഹം വ്യക്തമാക്കിയതാണ്. അതിന് വിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കുന്നത് കൊണ്ടാണ് ഇത്തരമൊരു അസാധാരണ നീക്കം ഗവർണർ നടത്തുന്നതാണ് രാജ്ഭവന്റെയും വിശദീകരണം. വിവരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്ന ദൃശ്യം ഏതായാലും 11 മണിയോടുകൂടി ചീഫ് സെക്രട്ടറി രാജ്ഭവനിലേക്ക് എത്തിയിട്ടുണ്ട്. അനുനയ നീക്കമാണോ അതോ മറ്റെന്തോ സംഭവിക്കുക എന്നുള്ളത് അറിയില്ല. ഏതായാലും 11:45 വാർത്താസമ്മേളനം പറഞ്ഞിട്ടുള്ളത്. ഗവർണറുടെ നടപടിയും അസാധാരണമാണെന്ന് ശ്രീ അൽഫോൺസ് കണ്ണന്താനം ചേരുന്നു. ശ്രീ അൽഫോൺസ് കണ്ണന്താനം, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് സാഹചര്യങ്ങളെ? അല്ല, ഇത് ദുർഭാഗ്യകരമാണ്. കാരണം ഒരു സംസ്ഥാനത്തിന്റെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗവർണറാണ്. ആ ഗവർണറെ ഇങ്ങനെ കളിയാക്കുക, അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുക, അദ്ദേഹത്തിന്റെ അധികാരമെല്ലാം എടുത്തു കളയാൻ നോക്കുക, ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന അധികാരങ്ങളൊക്കെ എടുത്തു മാറ്റാൻ നോക്കുക. ഒരു ജനാധിപത്യ സർക്കാർ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ജനാധിപത്യത്തിൽ ഇന്ത്യൻ ഭരണഘടന എങ്ങനെ പറഞ്ഞിരിക്കുന്നു അതുപോലെയാണ് ഭരണം നടത്തേണ്ടത്. അത് ആരായാലും അങ്ങനെയാണ് നടത്തേണ്ടത്. ഇത് വളരെ ദുർഭാഗ്യകരമാണ്. കാരണം കേരളത്തില് യൂണിവേഴ്സിറ്റിയിലൊക്കെ എന്തൊക്കെ നടക്കുന്നത് നമുക്കെല്ലാം അറിയാം. ഞാൻ ഏതാണ്ട് 5 or 6 യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിൽ ഇരുന്ന ആളാണ്. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരു നിയമവും പാലിക്കാതെ അവിടെ സിൻഡിക്കേറ്റ് അംഗങ്ങളെല്ലാം രാഷ്ട്രീയക്കാരാണല്ലോ. അവർക്ക് ഇഷ്ടമുള്ളത് പോണക്ക് ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷി എന്താണോ ഏതാണോ അതനുസരിച്ച് പ്രവർത്തിക്കുക, നിയമങ്ങൾ നടപ്പാക്കുക, PhD കൊടുക്കുക. ഇല്ലാത്ത കൊള്ളരുതായ്മ ഒന്നുമില്ല ഈ യൂണിവേഴ്സിറ്റികളിൽ. വളരെ വളരെ ദുഃഖകരമാണ്. കാരണം സാക്ഷരതയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, വിദ്യാഭ്യാസത്തിൽ ഒരു കാലത്ത് ഏറ്റവും മുന്നിൽ നിന്നിരുന്ന കേരളം ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്ന വലിയ ദുഃഖമുണ്ട്. ശ്രീ അൽഫോൺസ് കണ്ണന്താനമാണ് പ്രതികരിച്ചത്. ഏതായാലും സമയം 11:15, ഇനി അരമണിക്കൂർ കൂടിയാണുള്ളത് ഗവർണറുടെ അസാധാരണമായ വാർത്താ സമ്മേളനത്തിന്. അരുൺ രാജ്ഭവന്റെ ഉള്ളിലെത്തിയോ? വാർത്താ സമ്മേളനം നടക്കുന്ന ഇടത്ത് എത്തിയോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപി, ഇവിടെയാണ് ഗവർണറുടെ വാർത്താ സമ്മേളനം നടക്കുന്നത്. ഇവിടെ അതിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഗവർണർക്ക് ഇവിടെ ഈ ചെയറിലിരുന്നാകും മാധ്യമങ്ങളെ ഗവർണർ അഭിസംബോധന ചെയ്യുക. മാധ്യമങ്ങൾക്ക് ഒരു പ്രത്യേക സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ചില നിർണായകമായ ഡിജിറ്റൽ തെളിവുകൾ ഗവർണർ പുറത്തുവിടുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ ഗവർണറുടെ ഇരുവശത്തും, വലതുവശത്തും ഇടതുവശത്തുമായി ഓരോ മോണിറ്റർ വച്ചിട്ടുണ്ട്. ഇവിടെയാകാം ഒരുപക്ഷെ അദ്ദേഹം ഈ പുറത്തുവിടുമെന്ന് പറഞ്ഞ, അതായത് കണ്ണൂർ ചരിത്ര കോൺഗ്രസിൽ അദ്ദേഹത്തിനെതിരെ നടന്ന കയ്യേറ്റ
കയ്യേറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഈ സ്ക്രീനിലാകും പ്രദർശിപ്പിക്കുക. അതുൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് സർക്കാരിനെതിരെ പുറത്തുവിടുക. മറ്റു ചില നിർണായക രേഖകളും കത്തിടപാടുകളും ഫയലുകളുടെയും മറ്റും പകർപ്പുകളും പുറത്തുവിടുമെന്നും രാജ്ഭവൻ വ്യക്തമായി കഴിഞ്ഞു. ഇവിടെ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഈ ഒരു വാർത്താ സമ്മേളനത്തിനായി രാജ്ഭവൻ ഒരുക്കിയിട്ടുള്ളത്. ഉദ്യോഗസ്ഥരൊക്കെ നേരത്തെ തന്നെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. മാധ്യമപ്രവർത്തകർക്ക് ഇവിടെ ഇരിക്കാനുള്ള അവസരം, അതിന് തൊട്ടു മുന്നിൽ ഗവർണർക്കായി പ്രത്യേകം സജ്ജീകരിച്ച ഇരിപ്പിടം. ഇവിടെ ഇരുന്നുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ തീർത്തും ചരിത്രപരമായ ഒരു നിമിഷം ഇന്ന് ഇവിടെ ഈ രാജ്ഭവന്റെ ഈ ഓഡിറ്റോറിയത്തിൽ ഉണ്ടാകും. രാജ്ഭവന്റെ ഓഡിറ്റോറിയം ഒരു ചരിത്ര നിമിഷത്തിൽ തന്നെ 11:45 മുതൽ സാക്ഷിയാകാൻ പോവുകയാണ്. കാരണം ഒരു കാലത്തും സംസ്ഥാന ചരിത്രത്തിൽ, രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ഗവർണറും ഇത്തരത്തിൽ സർക്കാരിനെതിരെ വാർത്താ സമ്മേളനം വിളിച്ച് തെളിവുകൾ പുറത്തുവിട്ടിട്ടില്ല, അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ല. അത്തരമൊരു അസാധാരണ നീക്കമാണ് ഇന്ന് രാജ്ഭവന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് രാജ്ഭവനിൽ പൂർത്തിയാകുന്നത്. കേരളം രാജ്യത്തിന്റെ ശ്രദ്ധയിലേക്ക് വരുന്ന അത്യപൂർവ നിമിഷങ്ങളിൽ ഒന്നുകൂടിയായി ഇത് മാറുമെന്ന് ഉറപ്പാണ്. കാരണം നമുക്ക് മറ്റ് പല സംസ്ഥാനങ്ങളിലും, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ബംഗാളിലുമൊക്കെ കണ്ടതാണ് ഗവർണറും സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ തെരുവിലേക്ക് നീങ്ങുന്നത്. അത്രത്തോളം എത്തിയില്ലെങ്കിൽ ഇപ്പോൾ രാജ്ഭവനിൽ തന്നെ അത്തരമൊരു സംവിധാനം. ഇന്നലെ ഗവർണർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ പ്രധാന പരാതി താൻ മാധ്യമങ്ങളെ കാണുമ്പോൾ, മൈക്ക് കാണുമ്പോൾ പ്രതികരിക്കുന്നു എന്നുള്ളതാണല്ലോ. പക്ഷെ താൻ രാജ്ഭവനിൽ ആരെയും വിളിച്ച് സർക്കാരിനെ ഒന്നും പറഞ്ഞിട്ടില്ല. അത് വീണ്ടും മാറുകയാണ്. ആ സാഹചര്യം മാറുകയാണ്. ഔദ്യോഗികമായി രാജ്ഭവനിലേക്ക് മാധ്യമങ്ങളെ ക്ഷണിച്ച് സർക്കാരിനെതിരെയുള്ള തെളിവുകൾ പുറത്തുവിടുകയാണ് കേരള ഗവർണർ. വളരെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ പരസ്പരം കൈകോർത്ത് മുന്നോട്ട് പോവുകയാണ് സംസ്ഥാനങ്ങളുടെ ശരിയായ മുന്നോട്ട് പോക്കിന് വേണ്ടത്. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു വിശ്വാസം പരസ്പരം നഷ്ടപ്പെട്ടിരിക്കുന്ന അത്യപൂർവ സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വരുന്നു. മുഖ്യമന്ത്രിയെ തുടർച്ചയായി വിമർശിച്ച് ഗവർണർ നിലപാടെടുക്കുന്നു. അത് രാഷ്ട്രീയ ചേരികൾ അത് ഏറ്റെടുക്കുന്നു. അത്തരത്തിലുള്ള ഒരു അസാധാരണ രാഷ്ട്രീയ സാഹചര്യമാണ്. അതിന്റെ തുടർച്ചയാണ്, ഒരുപക്ഷെ അതിന്റെ പാരമ്യം തന്നെ പറയേണ്ടി വരും ഇത്തരമൊരു നീക്കം. സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്ക് തെളിവുകൾ പുറത്തുവിടാൻ ഗവർണർ വാർത്താ സമ്മേളനം വിളിക്കുന്നു. അതിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഗോപി, തീർച്ചയായും അരുൺ, ഈ ദൃശ്യങ്ങൾ തന്നെയാണ് ഈ മണിക്കൂറിന്റെ ഏറ്റവും വലിയ വാർത്ത. കാരണം ഒന്നാമത് രാജ്ഭവന്റെ ഉള്ളിലൊന്നും നമുക്ക് സാധാരണക്കാർക്ക് അധികം കാണാൻ പറ്റില്ല. ഇത് രാജ്ഭവന്റെ ഉള്ളിൽ നിന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം അതന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ദൃശ്യങ്ങൾ. ഇപ്പോൾ അരുൺ കാണിച്ചു തരുന്ന പോലെ 2 TV-കളും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ചരിത്ര കോൺഗ്രസിലെ ദൃശ്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ഏതായാലും ഒരു വലിയ സന്നാഹം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അരുണ, ഇതിപ്പോൾ TV-യും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ ചീഫ് സെക്രട്ടറി വന്നിട്ട് ഒരു അനധികൃത നീക്കത്തിലേക്ക് കടന്നാലും വലിയ കാര്യം ഉണ്ടാവാൻ സാധ്യതയില്ല അല്ലേ? തീർച്ചയായും വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഗവർണർ പിന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയുമില്ല. 100% പോലും അത്തരമൊരു കാര്യം നമ്മൾ ആലോചിക്കുകയും വേണ്ട. വാർത്താ സമ്മേളനം നടക്കുമെന്ന് ഉറപ്പാണ്. മറ്റേതെങ്കിലും തരത്തിലുള്ള കടുത്ത നീക്കം ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ടെങ്കിൽ ഒരുപക്ഷെ സർക്കാർ അത്തരം ഒരു അനുനയ നീക്കത്തിന് തയ്യാറായതായിരിക്കണം. അത് പക്ഷേ സർക്കാർ കേന്ദ്രങ്ങൾ അതും സ്ഥിരീകരിക്കുന്നില്ല. സർക്കാർ കേന്ദ്രങ്ങൾ പൂർണ്ണമായും ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാട്, ഇത്തരത്തിൽ വാർത്താ സമ്മേളനം ഈ യോദ്ധാവ് പരിപാടിയുടെ പ്രചരണത്തിനായി ഗവർണറെ ക്ഷണിക്കാൻ ആണ് ഇവിടെ എത്തിച്ചേർന്നത് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ അതിന്റെ വസ്തുത എന്താണെന്നുള്ളത് ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായും ഒരു അനുനയ നീക്കം കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ പോലും ഗവർണർ ഇതിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. ഗവർണർ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു മുന്നോട്ട് പോകും. ഇത് 2 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞതാണ്. തിരുവനന്തപുരത്ത് എത്തുമ്പോൾ താൻ ഈ കാര്യം മാധ്യമങ്ങളെ നേരിൽ കണ്ട് മാധ്യമങ്ങളിലൂടെ കാര്യങ്ങൾ പറയും, തെളിവുകൾ പുറത്തുവിടും അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷേ അത് തെളിവുകൾ പുറത്തുവിടുന്നതിനപ്പുറത്തേക്ക് ഒരു വാർത്താ സമ്മേളനത്തിന് രാജ്ഭവനിൽ വിളിച്ച് അതിനുള്ള ഡിജിറ്റൽ തെളിവുകൾ പുറത്തുവിടുന്ന സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തി അത്തരമൊരു നീക്കത്തിലേക്കാണ് ഗവർണർ പോയത്. സ്വാഭാവികമായും ഇത് അസാധാരണമെന്നൊക്കെ നമ്മൾ പല കാര്യങ്ങളിലേക്കും വിശേഷിപ്പിക്കുകയാണ്. പക്ഷേ അത്യസാധാരണം, അപൂർവം എന്ന് പറയാവുന്ന ഒരു നീക്കം തന്നെയാണ് രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കേരളം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും ഒരുപക്ഷെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഒരു നീക്കമാണ് ഇന്ന് കേരള രാജ്ഭവൻ നടത്തുന്നത്. അതിന് സർക്കാരിന്റെ പ്രതികരണം, സർക്കാരിന്റെ മറുപടി എന്ത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നമുക്കറിയാം, ഇതിനകം തന്നെ മന്ത്രിമാർ പലരും ഗവർണർക്ക് രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. RSSന്റെ ആയുധമായി, ടൂളായി ഗവർണർ മാറിയിരിക്കുന്നു. RSS നിയന്ത്രിക്കുന്നതനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുന്ന തുടങ്ങിയ വിമർശനങ്ങൾ ശക്തമായി ഉയർന്നു വന്നു കഴിഞ്ഞു. CPMന്റെ മുഖപത്രമായ ദേശാഭിമാനത്തിന്റെ മുഖപ്രസംഗം തന്നെ ഗവർണർക്ക് അധികാരമില്ല, ഗവർണർ ഭരിക്കാൻ വരരുത്, ഗവർണർ ഭരിക്കേണ്ട ആളല്ല, ഭരിക്കേണ്ട സർക്കാരാണ്,
ജനങ്ങളുമോടോ ഗവർണർക്ക് ഒരു ഉത്തരവാദിത്വമില്ല. അതും സർക്കാരിനുള്ളതാണ്. അത് സർക്കാർ ചെയ്തുകൊള്ളാം. സർക്കാർ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ട് ഗവർണർ മുന്നോട്ട് പോയാൽ മതി എന്ന ഒരു നിലപാട് ഒരു സന്ദേശമായി CPMന്റെ മുഖപത്രം ഇന്ന് മുഖപ്രസംഗത്തിലൂടെ നൽകിക്കഴിഞ്ഞു. ഗവർണർ തിരിച്ചാണ് അദ്ദേഹത്തിന്റെ നിലപാട് തവണയും വ്യക്തമാക്കിയിട്ടുള്ളത്. ഗവർണർക്ക് ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ട്. സംസ്ഥാനത്ത് അഴിമതി രഹിത ഭരണം ഉറപ്പുവരുത്തുന്നത് തന്റെ കൂടി ഉത്തരവാദിത്തമാണ്. അതിനാണ് താൻ ശ്രമിക്കുന്നത്. അതിൽ ഒരു തരത്തിലുള്ള ഇടപെടലുകളും അനുവദിക്കില്ല. അത് സർവകലാശാലകളിലാകട്ടെ മറ്റു കേന്ദ്രങ്ങളിലാകട്ടെ. സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് മാറാനുള്ള ഒരു സന്നദ്ധ പരതവണ ഗവർണർ വ്യക്തമാക്കിയതാണ്. തനിക്ക് താല്പര്യമില്ല, തന്നെ വേണമെങ്കിൽ മാറ്റിക്കൊണ്ടു. പക്ഷേ താൻ ആ പദവിയിൽ ഉള്ളിടത്തോളം സർവകലാശാലകളിൽ അഴിമതി അനുവദിക്കില്ല, സ്വജനപക്ഷപാതം അനുവദിക്കില്ല. സർക്കാരിലെ പ്രമുഖർക്ക്, പാർട്ടി നേതൃത്വത്തിലെ പ്രമുഖരുടെ കുടുംബാംഗങ്ങൾക്കുമായി ഈ സ്ഥാനങ്ങൾ, ജോലികൾ വീതിച്ചു നൽകാൻ കഴിയില്ല. അതിനെതിരെ താൻ ശക്തമായ നിലപാടെടുക്കുമെന്നാണ് ഗവർണറുടെ പലതവണയുള്ള പ്രസ്താവന. ഏതായാലും അത്തരത്തിൽ അഴിമതിക്കെതിരെ എന്ന പേര് പറഞ്ഞുകൊണ്ട് ഗവർണർ പോരിനിറങ്ങുമ്പോൾ ഗവർണർ അമിതാധികാരം പ്രയോഗിക്കുന്നു, സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന മറുപടിയുമായി സർക്കാരും CPMും രംഗത്ത് വരുന്നു. CPM നേതാക്കൾ പറയുന്നത് ഗവർണറുടെ ഒരു ഹ്രസ്വകാല പദ്ധതിയല്ല, ദീർഘകാല പദ്ധതിയാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും ഗവർണറെ ഉപയോഗിച്ച് ഭരണം അട്ടിമറിച്ച BJP പിടിച്ചെടുത്ത അനുഭവങ്ങൾ രാജ്യത്തിന് മുന്നിലുണ്ട്. അത്തരമൊരു നീക്കം കേരളത്തിലും നടത്തുകയാണ്. കേരളത്തിലെ ഭരണം ഇത്ര അഴിമതി എന്ന് പറഞ്ഞുകൊണ്ട്, ക്രമസമാധാനം തകരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അസ്ഥിരപ്പെടുത്തുക, അവിടെ നിന്ന് രാഷ്ട്രപതി ഭരണം അടക്കം ഏർപ്പെടുത്തിക്കൊണ്ട് BJPയിലേക്ക് ഭരണമെത്തിക്കുക എന്ന ഒരു അസാധാരണ നീക്കം രാജ്ഭവനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നു എന്ന ഒരു വിമർശനമാണ് CPM കേന്ദ്രങ്ങൾ, ഇടതു മുന്നണി ഉയർത്തുന്നത്. ഏതായാലും രാഷ്ട്രീയം അതിന് വേറെ ഭാഗത്ത് ഭരണഘടനാപരമായ ഒരു പ്രതിസന്ധി കൂടിയായി ഇത് മാറുമെന്ന് ഉറപ്പാണ്. കാരണം രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളാണ്, പരസ്പര വിശ്വാസത്തോടെ പരസ്പര സഹകരണത്തിൽ മുന്നോട്ട് പോകേണ്ട രണ്ട് ഏജൻസികളാണ്, അല്ലെങ്കിൽ രണ്ട് കേന്ദ്രങ്ങളാണ് സെക്രട്ടേറിയറ്റും സർക്കാരും രാജ്ഭവനും. അതിന് വിരുദ്ധമായി അവർ സഹകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, പരസ്പര വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. മുഖ്യമന്ത്രി അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു, തനിക്കെതിരെ ആക്രമണം നടന്നപ്പോൾ അതിനെ കേസെടുക്കാൻ തയ്യാറാകാതെ ഗൂഢാലോചന നടത്തുന്നു എന്ന് തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ, വധശ്രമ ഗൂഢാലോചന അടക്കം സർക്കാരിലെ പ്രധാനികൾക്ക് മേൽ ഉന്നയിച്ചുകൊണ്ടാണ് ഗവർണറുടെ നീക്കം. ഗവർണർ രാഷ്ട്രീയം കളിക്കുന്നു, ഇത് ഇനി കൈയും കെട്ടി നോക്കിയിരിക്കില്ല എന്ന മറുപടിയുമായി സർക്കാരും അതുപോലെ CPM രംഗത്തെത്തുമ്പോൾ തീർത്തും അസാധാരണമായ ഒരു സാഹചര്യം തന്നെയാണ് കേരളത്തിൽ വരുന്നത്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഗവർണറുടെ ഈ ചരിത്രപരമായ വാർത്താ സമ്മേളനത്തിന് ബാക്കിയുള്ളത്. 11:22 45 ഗവർണർ മാധ്യമങ്ങളെ കാണുമെന്ന അറിയിപ്പ് നൽകിയിട്ടുള്ളത്. ചീഫ് സെക്രട്ടറി 11 മണി കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം തിരിച്ചുപോയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനത്തിന് തൊട്ട് മുമ്പ് ചീഫ് സെക്രട്ടറി ഇവിടുത്തെ സന്ദർശനവും നിസ്സാരമായി കാണാവുന്നതല്ല. അതൊരു ഔദ്യോഗിക ക്ഷണത്തിനായി എത്തിയെന്ന് മാത്രം പറഞ്ഞ് തള്ളിക്കളയാനാകുന്ന ഒന്നുമല്ല. വിവരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഗവർണറുടെ വാർത്താ സമ്മേളനം തുടങ്ങുകയും ചെയ്യും. ഏതായാലും ഗവർണറുടെ നടപടി അസാധാരണമാണെന്ന് ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ PDT ആചാര്യ പറഞ്ഞു. ഗവർണർ പരിമിതികൾക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കണം. സർക്കാരും ഗവർണറും തമ്മിൽ നടത്തുന്ന കത്തിടപാടുകൾ രഹസ്യ സ്വഭാവമുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. പത്രസമ്മേളനം നടത്തി ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു രീതി വളരെ അസാധാരണമാണ്. ഒരിടത്തും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ സംഭവിക്കാൻ പാടുള്ളതല്ല. കാരണം ഗവർണർ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ പദവിയാണ്. അപ്പൊ ആ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരാളിന് ഭരണഘടന ഏൽപ്പിക്കുന്ന ചില ലിമിറ്റേഷൻസ് ഉണ്ട്, ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന ആള് പ്രവർത്തിക്കാൻ പാടുള്ളൂ. ഗവർണറുടെ അടുക്കൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ അയക്കുന്ന കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ വളരെ പ്രിവിലേജ്ഡും അതുപോലെ തന്നെ കോൺഫിഡൻഷ്യലുമാണ്. ഭരണഘടന അനുസരിച്ച് തന്നെ അതിനൊരു കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്. അത് കോടതിക്ക് പോലും നോക്കാനോ ചോദ്യം ചെയ്യാനോ അത് പരിശോധിക്കാനോ അവകാശമില്ല എന്ന് ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ 163 വകുപ്പിൽ അത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തില് മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ അയച്ചിരിക്കുന്ന കത്തുകൾ പരസ്യമായി പത്രസമ്മേളനം വിളിച്ചുകൂട്ടി വെളിയിൽ വിടുക എന്ന് പറയുന്നത് അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഭരണഘടനയുടെ ഒരു ലംഘനം തന്നെയാണത്. ഗവർണർക്കെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ പോലീസ് എന്ത് ചെയ്യുകയായിരുന്നുവെന്ന് ജസ്റ്റിസ് കമാൽ പാഷ. ഇങ്ങനെയൊരു അവസ്ഥയിൽ എത്താതിരിക്കാൻ ഇരുകൂട്ടരും ശ്രദ്ധിക്കണമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പറയുന്നത് ശരി തന്നെയാണ്, അസാധാരണമായ ഒരു സാഹചര്യം തന്നെയാണ്. പക്ഷെ ഇങ്ങനൊരു സാഹചര്യത്തിൽ കൊണ്ട് എത്തിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് ഇരുകൂട്ടരും എന്റെ അഭിപ്രായം. അതില് ഉള്ള ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞത് ഗവർണർ വളരെ അഗ്രീവ്ഡായി എന്ന് എനിക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ നേരെ ഒരു വധശ്രമം ഉണ്ടായെന്നുള്ള ഒരു ആരോപണം അദ്ദേഹത്തിനുണ്ട്.
അപ്പൊ ഇവിടെ ഈ കേരള പോലീസ് എന്ന് പറയുന്ന ആളുകൾ എന്ത് ചെയ്യാണ്? ഇപ്പൊ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കട്ടെ, അദ്ദേഹത്തിനെതിരെ വധശ്രമം ഉണ്ടായിരുന്നു, ഇങ്ങനെയാണോ ചെയ്യുന്നത്? അദ്ദേഹം ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് അല്ലേ ഗവർണർ എന്ന് പറയുന്ന ആള്. ഒരു മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ഇങ്ങനെ ഒരു പരാതി ഉണ്ടായാലും ഇവരിങ്ങനെയാണോ ചെയ്യുന്നത് കേരള പോലീസ്? അല്ലല്ലോ. അത് ഗവർണറുടെ അടുത്ത് എന്തിനാ ഈ വൃത്തികെട്ട നയം കാണിക്കുന്നത്? അത് പിണറായി വിജയന്റെ കയ്യിൽ ആഭ്യന്തരം ഇരിക്കുന്നത് കൊണ്ടല്ലേ ഈ പണി നടത്തുന്നത്? ഗവർണർക്ക് പിന്നിൽ RSS ആണെന്ന് മന്ത്രി MP രാജേഷ്. RSS മേധാവിയുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ ഇത് കൂടുതൽ വ്യക്തമായെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കാര്യം ഇപ്പൊ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അത് പിന്നിൽ ആരാണ് എന്നുള്ളതാണ്. പിന്നിൽ RSS ആണ് എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അത് വ്യക്തമാക്കി തന്നതിന് വളരെ നന്ദിയുണ്ട്. അത് കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ചയോടുകൂടി വ്യക്തമായിരിക്കുകയാണ്. ഇത് ചെറിയ ഒരു ആസൂത്രണമല്ല RSS നടത്തുന്നത്. സർക്കാരിനെതിരെ വാർത്താ സമ്മേളനം വിളിച്ച ഗവർണറുടേത് അസാധാരണ നടപടിയാണെന്ന് നിയമമന്ത്രി P രാജീവ്. ഗവർണർ പദവിക്കനുസരിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത് വളരെ അസാധാരണമായ സംഗതിയാണ്. സമൂഹം തന്നെ വിലയിരുത്തട്ടെ. ഇങ്ങനെയാണോ? ഇപ്പോൾ പണ്ട് കേരളത്തിലെ ഗവർണർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ശക്തമായി വേണമെന്ന് തോന്നി, അതിന് രാജിവെച്ച് മത്സരിക്കാൻ പോയി പാർലമെന്റിലേക്ക്. നമുക്ക് എല്ലാവർക്കും അറിയാലോ. അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. പക്ഷെ ആ പദവിയിലിരിക്കുമ്പോൾ പദവിയുടെ ഭരണഘടനാപരമായ മാന്യതയും ഉത്തരവാദിത്വവും പുലർത്താൻ എല്ലാവർക്കും ചുമതലയുണ്ട്. ഇപ്പോൾ നേരത്തെ മുഖ്യമന്ത്രി ഇക്കാര്യമാണ് അദ്ദേഹത്തെ നിർബന്ധിതമാക്കിയ സാഹചര്യത്തിൽ തുറന്നു കാട്ടിയത്. അത് ഇപ്പോഴും വളരെ പ്രസക്തമാണ്. അദ്ദേഹം അങ്ങനെ പറയേണ്ടി വന്നു എന്നുള്ളത് വളരെ ശരിയാണെന്നാണ് ഇപ്പോഴത്തെ അനുഭവം കൂടി തെളിയിക്കുന്നത്. ഇന്ന് സർവകലാശാല ചാൻസലർ എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെയാണ് വൈസ് ചാൻസലർ പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് ഭരണസമിതികൾ പ്രവർത്തിക്കേണ്ടത്, അതെല്ലാം സംസ്ഥാന നിയമസഭ പാസ്സാക്കിയിട്ടുള്ള അധികാരത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അത് ചാൻസലറായാലും വൈസ് ചാൻസലറായാലും യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് ആയാലും എല്ലാം പ്രവർത്തിക്കുന്നതും നിയമസഭ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾ നിയമസഭയിലൂടെ നൽകിയിട്ടുള്ള അധികാരത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ്. ഗവർണർക്കെതിരെ ദേശാഭിമാനിയിൽ മുഖപ്രസംഗം. ഭരണ നിർവഹണം നടത്താനുള്ള ഒരു അധികാരവും ഗവർണർക്കില്ല. യഥാർത്ഥ അധികാരം തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൽ നിക്ഷിപ്തമാണ്. അതിനാൽ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കാനുള്ള ഭരണഘടനാ ബാധ്യത ഗവർണർക്കുണ്ടെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. രാജ്ഭവൻ ധൂർത്തിന്റെ കേന്ദ്രമാണെന്ന വാർത്തയും ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സമയം 11:30 രാജ്ഭവനുള്ളിൽ നിന്നും അരുണാണ് ചേരുന്നത്. അരുൺ, നേരത്തെ നമ്മൾ അതിന്റെ സജ്ജീകരണങ്ങളൊക്കെ കണ്ടിരുന്നു. അല്പസമയത്തിനകം വാർത്താ സമ്മേളനം തുടങ്ങും അല്ലേ? അല്പസമയത്തിനകം വാർത്താ സമ്മേളനം തുടങ്ങും. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഗവർണർ 11:45 തന്നെ ഇവിടേക്ക് എത്തുമെന്നാണ് മനസ്സിലാകുന്നത്. കൃത്യസമയം സാധാരണഗതിയിൽ ഗവർണർ പരിപാടികൾക്കെല്ലാം അത് ഉണ്ടാകാറുള്ളതുമാണ്. ഏതായാലും 11:45 ഗവർണർ ഇവിടെ എത്തിച്ചേരുമ്പോൾ വാർത്താ സമ്മേളനം ഒരു ചരിത്ര നിമിഷത്തിൻ്റെ ഒരു നിമിഷമാണ് മാറുന്നത്. സംസ്ഥാന രാഷ്ട്രീയം കണ്ടിട്ടില്ലാത്ത ദേശീയ രാഷ്ട്രീയത്തിൽ തീർത്തും ചുരുക്കം പരിപാടി മാത്രം ഉണ്ടായിട്ടുള്ള നടപടിയാണ് ഗവർണർ നിലപാടിലേക്ക് ഒരു രാഷ്ട്രീയ സാഹചര്യത്തിനിടെയാണ് ഇപ്പോൾ ഗവർണറുടെ ഈ അസാധാരണമായ നീക്കം ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ മുഖ്യമന്ത്രിയുടെ കത്തടക്കം പുറത്തുവിട്ടത്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയും രാജ്ഭവനുമായുള്ള സർക്കാരും രാജ്ഭവനുമായുള്ള കത്തിടപാടുകളൊക്കെ അതീവ രഹസ്യ സ്വഭാവമുള്ളതാണ്. അത്തരമൊരു കത്താണ് പുറത്തുവിടുമെന്ന് ഗവർണർ മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് വാർത്താ സമ്മേളനത്തിലൂടെ അത് പുറത്തുവിടുന്നത്. അതിനപ്പുറം ചില ദൃശ്യ തെളിവുകൾ കൂടി ഗവർണർ പുറത്തുവിടും. അതിനുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരണമാണ് വിവരങ്ങൾ നൽകിയത്. ഗവർണറുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം തുടങ്ങും. മണിയോടുകൂടി ചീഫ് സെക്രട്ടറി രാജ്ഭവനിലെത്തിയിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഏതായാലും അനുനയ നീക്കമാണോ മറ്റു കാര്യമാണോ നമുക്കറിയില്ല. 11:45 ഗവർണർ വാർത്താ സമ്മേളനം ഉണ്ട് എന്നുറപ്പാണ്. അതിൽ സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ചീഫ് സെക്രട്ടറി തിരിച്ചു പോന്നു എന്നാണ് മനസ്സിലാക്കുന്നത്.
ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് 11 മണിക്ക് ചീഫ് സെക്രട്ടറി എത്തിയായിരുന്നു. അതിനുശേഷം അരമണിക്കൂർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗവർണറുടെ വസതിയിൽ നിന്നും രാജ്ഭവനിൽ നിന്നും ചീഫ് സെക്രട്ടറിയും തിരിച്ചു പോവുകയാണ്. ഇനി കാമണിക്കൂറിനകം ഗവർണറുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. വി അരുൺ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അരുൺ, ഒരു വണ്ടി നേരത്തെ വന്ന അതേ വണ്ടി തിരിച്ചു പോകുന്നത് കണ്ടോ? അപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ കൂടിക്കാഴ്ച പൂർത്തിയായി എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ? തീർച്ചയായും ചീഫ് സെക്രട്ടറി കൂടിക്കാഴ്ച പൂർത്തിയാക്കി മടങ്ങിയിരിക്കുന്നു. അദ്ദേഹം തന്റെ ദൗത്യം പൂർത്തിയാക്കി. എന്തായിരുന്നു ദൗത്യം എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. അത് യോദ്ധാവ് പരിപാടിയുടെ ഉദ്ഘാടനത്തിന്റെ അല്ലെങ്കിൽ പ്രതിനാഥനായിക ഗവർണറാണോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു അനുനയ നീക്കമാണോ? അങ്ങനെയെങ്കിൽ അനുനയ നീക്കത്തിൽ ഗവർണർ ഏത് രീതിയിലാണ് അതിനോട് പ്രതികരിച്ചത്? ഏതായാലും ഇതുവരെയും ഈ വാർത്താ സമ്മേളനം റദ്ദാക്കും സംബന്ധിച്ച ഒരു അറിയിപ്പും രാജ്ഭവൻ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു കാര്യം പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. വാർത്താ സമ്മേളനത്തിൽ അതിരൂക്ഷമായ വിമർശനം നേരത്തെ സർക്കാരിനെ ഉന്നയിച്ച ഗവർണർ അതേ നിലപാട് ഈ വാർത്താ സമ്മേളനത്തിലും തുടരുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. അതിൽ മാത്രമാണ് വ്യക്തത വരേണ്ടത്. ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ സമവായ നീക്കം ഫലം കണ്ടിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായും ഗവർണർ ഇന്നലെ നടത്തിയ വിമർശനത്തിൽ നിന്ന് പിന്നോട്ട് പോകണം. ഇതുവരെ രാജ്ഭവനിൽ ലഭിക്കുന്ന അത്തരം ഒരു സമവായ നീക്കത്തിനും ഗവർണർ വഴങ്ങില്ല. അദ്ദേഹം വളരെ തീരുമാനിച്ച് ഉറച്ചെടുത്ത തീരുമാനമാണ്. പെട്ടെന്ന് ഒരു ദിവസം വാർത്താ സമ്മേളനം വിളിക്കാൻ തീരുമാനമെടുത്തതുമല്ല. നേരത്തെ തന്നെ രാജ്ഭവൻ ഇതുമായി ബന്ധപ്പെട്ട കണ്ണൂരിൽ നടന്ന ചരിത്ര കോൺഗ്രസിന്റെ ചില ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ശേഖരിച്ചു തുടങ്ങിയതാണ്. അവിടെ നടന്ന കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളോട് പറയാൻ. തനിക്കെതിരെ വധശ്രമം നടന്നു എന്ന ഒരു വിമർശനമാണ്, ആരോപണമാണ് ഗവർണർ ഉന്നയിക്കുന്നത്. അതിന് ബലം നൽകുന്ന, അതിന് ശക്തി നൽകുന്ന തെളിവുകൾ രാജ്ഭവൻ ഈ സമയം കൊണ്ട് ശേഖരിച്ചു കഴിഞ്ഞു. അതും ഈ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിടുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള പ്രത്യേക മോണിറ്റർ അടക്കം സജ്ജീകരിച്ചുകൊണ്ട് തെളിവുകൾ പുറത്തുവിടാനാണ് രാജ്ഭവന്റെ തീരുമാനം. ഏതായാലും സംസ്ഥാനത്ത് അത്യന്തം അസാധാരണമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ഏറ്റുമുട്ടൽ അത് ഒരുപക്ഷെ പരിഹരിക്കാനാകാത്ത, നികത്താനാകാത്ത വിധമായി തർക്കം മാറുന്നു എന്നതിന്റെ തെളിവായി വേണം ഇന്നത്തെ ഗവർണറുടെ ഈ വാർത്താ സമ്മേളനം കാണാൻ. അതിനിടെ ചീഫ് സെക്രട്ടറിയുടെ സന്ദർശനം കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടാകുമോ എന്ന കാര്യം മാത്രമാണ് ഇനി അറിയേണ്ടത്. വി അരുണാണ് വിവരം നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്നത് സ്ക്രീനിൻ്റെ ഒരു ഭാഗത്ത് രാജ്ഭവനിൽ വാർത്താ സമ്മേളനത്തിന് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വേദിയാണ്. 2 വലിയ LED TVകളുമുണ്ട്. ഗവർണർ ഇരിക്കാനുള്ള ചെയറും ഈ കാണുന്നത് പോലെ ഇവിടെ വെച്ചിട്ടാണ് വാർത്താ സമ്മേളനം 11:45 ഗവർണർ നടത്തുക. ചരിത്ര കോൺഗ്രസിൽ ഗവർണർക്ക് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായി, വധശ്രമമുണ്ടായി എന്നുള്ള ആരോപണത്തിന് തെളിവായുള്ള ദൃശ്യങ്ങൾ ഈ TV വഴി കാണിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ മറ്റു ചില കത്തുകൾ പുറത്തുവിടും എന്നൊക്കെയാണ് ഗവർണർ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡിജിറ്റൽ തെളിവുകളും ഒരുപക്ഷെ ഈ TV വഴി കാണിച്ചേക്കാം. എന്തൊക്കെയാണ് പുറത്ത് പറയുക എന്നുള്ളത് നമുക്കറിയില്ല. ഗവർണർ വന്നാലേ അറിയുള്ളൂ. ഏതായാലും അസാധാരണമായൊരു സാഹചര്യമാണ്. സാധാരണ രീതിയിൽ ഒരു സ്റ്റേറ്റിലും ഇങ്ങനെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ഒരു വാർത്താ സമ്മേളനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏറെ നാളായുള്ള പരോക്ഷമായ ഏറ്റുമുട്ടലുകൾക്കൊടുവിൽ നേരിട്ട് പോരിനിറങ്ങുന്നു ഗവർണറും മുഖ്യമന്ത്രിയും. ഇപ്പോൾ വിനോദ് കൂടി ചേരുന്നു. വിനോദും രാജ്ഭവനിലുണ്ട്. വിനോദ്, ഏതായാലും സമയം ഇനി ഒരു 10 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. എല്ലാ ദൃശ്യങ്ങൾ കാണുന്നതനുസരിച്ച് ഉള്ളിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ചീഫ് സെക്രട്ടറി വന്ന് ചർച്ച ചെയ്ത് തിരിച്ചു പോവുകയും ചെയ്തു അല്ലേ? എന്തൊക്കെയാണ് മനസ്സിലാക്കുന്ന സാഹചര്യം? ഗോപി, തീർത്തും അസാധാരണമായ സാഹചര്യമാണ്. ഗവർണർ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് സർക്കാരിനെതിരെയുള്ള കാര്യങ്ങൾ പുറത്തുവിടും എന്ന് പറയുന്ന ഒരു സാഹചര്യം. അദ്ദേഹം ഈ ദൃശ്യങ്ങൾ കാണിക്കുകയും മറ്റ് രേഖകൾ പുറത്തുവിടുകയും ചെയ്യും എന്നാണ് പറയുന്നത്. പല വിഷയങ്ങളിലാണ് ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നത്. ചാൻസലർ എന്ന നിലയിൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായത്. ഈ വൈസ് ചാൻസലർ നിയമനങ്ങളടക്കം സർവകലാശാല നിയമനങ്ങളിൽ മന്ത്രിമാരുടെയും മറ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ ബന്ധുക്കളെ നിയമിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരസ്യമായി തന്നെ ഗവർണർ പറയുകയും പല നിയമനങ്ങളെയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഡീലിറ്റ് വിവാദമുണ്ടായിരുന്നു. ഗവർണർ ആവശ്യപ്പെട്ട
ആളിന് ഡിലിറ്റ് നൽകാതെ സർക്കാർ മുഖം തിരിഞ്ഞു നിന്ന നടപടിയുണ്ട്. ഇത്തരത്തിൽ പല കാലങ്ങളിലായി ഉണ്ടായിരുന്ന ഒരു ശീതസമരം അതിൻ്റെ ഏറ്റവും പൊട്ടിത്തെറിയുടെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഗവർണർ ചരിത്രത്തിലാദ്യമായാണ് ഇത്തരത്തിൽ സർക്കാരിനെതിരെ ഗവർണർ രേഖകൾ പുറത്തുവിടുന്നതിന് വാർത്താ സമ്മേളനം വിളിക്കുന്നത്. മാധ്യമങ്ങളെ അറിയിച്ച് കൃത്യമായി ഇപ്പോൾ ഓരോ മാധ്യമങ്ങളിൽ നിന്നും ഓരോ റിപ്പോർട്ടർമാരും ക്യാമറാമാന്മാരും രാജ്ഭവനുള്ളിലേക്ക് പോയിട്ടുണ്ട്. അവിടുത്തെ ഹാളിലാണ് ഈ രേഖകൾ പുറത്തുവിടും എന്ന് ഗവർണർ അറിയിച്ചിട്ടുള്ളത്. ചീഫ് സെക്രട്ടറി അല്പം മുൻപ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അദ്ദേഹം എത്തിയത് ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് ഗവർണറെ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ്. ഇത് മഞ്ഞുരുക്കലിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തർക്കം ഒഴിവാക്കുന്നതിന് സമവായത്തിൻ്റെ ഭാഗമായി ഗവർണറെ കണ്ട് അനുനയത്തിൻ്റെ നീക്കമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും തൻ്റെ തീരുമാനത്തിൽ നിന്ന് ഗവർണർ പിന്നോട്ടില്ല. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം ഈ പുറത്തുവിടുമെന്ന് പറയുന്ന കാര്യങ്ങൾ, ഈ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രസിദ്ധപ്പെടുത്തും. ഏതായിരുന്നാലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ അതിരൂക്ഷമായ ഭാഷയിലാണ് ഗവർണർക്കെതിരെ തിരിഞ്ഞത്. ഇത്രനാളും മുഖ്യമന്ത്രി അങ്ങനെ ഒരു പ്രകടമായി അല്ലെങ്കിൽ പ്രത്യക്ഷമായി ഗവർണർക്കെതിരെ രൂക്ഷമായി പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇരിക്കുന്ന സ്ഥാനത്തിന് മനസ്സിലാക്കാതെ, അതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാക്കാതെ അസംബന്ധങ്ങളാണ് ഗവർണർ വിളിച്ചു പറയുന്നതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഏതായിരുന്നാലും അതിനുശേഷം കഴിഞ്ഞ ദിവസം കൊച്ചിയിലും പിന്നീട് തിരുവനന്തപുരത്തും വിമാനത്താവളങ്ങളിൽ ഗവർണർ ഇതിന് മറുപടി നൽകിയിരുന്നു. കൃത്യമായി ഇന്ന് താൻ ആ കാര്യങ്ങൾ വെളിപ്പെടുത്തും എന്ന് തന്നെയാണ് ഗവർണർ പറയുന്നത്. ഏതായിരുന്നാലും ഇതൊരു രാഷ്ട്രീയ സമരമായി മാറിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പ്രതിപക്ഷ പാർട്ടികളും സർക്കാരും തമ്മിൽ ഉള്ള ഏറ്റുമുട്ടലുകൾ, രാഷ്ട്രീയമായിട്ടുള്ള വാഗ്വാദങ്ങൾ അത് സ്വാഭാവികമാണ്. ഒരുപക്ഷെ ഇപ്പോൾ UDF അല്ലെങ്കിൽ BJP സർക്കാരിനെ വിമർശിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു ചുവട് അതിനും മുകളിൽ ഗവർണർ തന്നെ സർക്കാരുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം സർക്കാർ പാസാക്കിയ, ഇപ്പോൾ കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ പാസാക്കി വിട്ട ബില്ലുകളുണ്ട്. അത് ഒപ്പുവെക്കേണ്ട സാഹചര്യമുണ്ട്. ലോകായുക്ത ബില്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. സർവകലാശാലയിലെ നിയമനം, VCകളുടെ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്ന നിയമന അധികാരം വരുന്ന 2 ബില്ലുകളാണ് സർക്കാർ പാസാക്കി രാജ്ഭവനിലേക്ക് അയച്ചത്. പക്ഷേ അതിൽ നിയമോപദേശം തേടി കാലതാമസം വരുത്തുകയാണ് ഗവർണർ. ഇത് CPM, LDFും പ്രത്യേകിച്ച് CPMും പറയുന്നത് ഗവർണർ ഇതിൽ രാഷ്ട്രീയം കളിക്കുകയാണ്. ഒരു ബില്ല് സഭ പാസാക്കി ഗവർണർക്ക് നൽകിയാൽ അതിൽ വിശദീകരണം ചോദിക്കാം. അതിൽ വിശദീകരണം സർക്കാർ നൽകിയാൽ സ്വാഭാവികമായും അതിൽ ഒപ്പുവെക്കണം. അതിന് പകരം അദ്ദേഹം ഈ നേരത്തെ ഓർഡിനൻസായ 2 കാര്യങ്ങളാണ് ബില്ലായത്. ഈ ബില്ലിൽ ഒപ്പുവെക്കാതെ രാഷ്ട്രീയം കളിക്കുകയാണ്. സ്വാഭാവികമായും സർക്കാരിനെ ചൊടിപ്പിച്ചത് ഈ ബില്ലുകളിൽ ഗവർണർ ഇപ്പോൾ ഒപ്പുവെക്കാത്ത കാര്യം തന്നെയാണ്. ഏതായിരുന്നാലും അല്പസമയത്തിനുള്ളിൽ ഈ പുറത്തുവിടുമെന്ന് പറഞ്ഞ രേഖകൾ ഗവർണർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കും, മാധ്യമങ്ങൾക്ക് കൈമാറും. ഗോപി, ഏതായാലും വിനോദ്, ഗവർണർ എന്തു പറയുന്നു എന്നതിനനുസരിച്ചിരിക്കും ബാക്കി ഇനി ഭരണകൂട പ്രതികരണങ്ങൾ, അല്ലേ? ഏതായാലും നിയമമന്ത്രി P. രാജീവ് പറഞ്ഞത് അസാധാരണമായ കാര്യം. രണ്ടാമത് MP രാജേഷ് പറഞ്ഞ് ഇപ്പം പിന്നിൽ ആരാണെന്ന് വ്യക്തമായി. ഏതായാലും ഈ ഗവർണർ എന്തൊക്കെ പറയുന്നു എന്നതിനനുസരിച്ചിരിക്കും ഇനി പോരാട്ടത്തിന്റെ അടുത്ത ഘട്ടം, അല്ലേ? ഗോപി, തുറന്ന പോരിലേക്ക് കാര്യങ്ങൾ മാറി എന്നത് വ്യക്തമാണ്. മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം ഗവർണർക്കെതിരെ വാർത്താ സമ്മേളനം വിളിച്ച് തുറന്നടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഗവർണർ പറയുന്നത് അസംബന്ധമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗവർണറുടെ കസേരയിൽ നിന്ന് എന്തും പറയാമോ എന്ന ചോദ്യം മുഖ്യമന്ത്രി ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ കാനം രാജേന്ദ്രൻ ആവർത്തിച്ച് പറയുന്നത് ഇതൊരു ആലങ്കാരിക പദവിയാണ്, ഗവർണർ സ്ഥാനം തന്നെ വേണ്ടതില്ല, ഇത് തിരിച്ചെടുക്കണം എന്നാണ് CPI നിലപാട്. ഏതായിരുന്നാലും മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രസ്താവന വന്ന ശേഷം CPM സംസ്ഥാന സെക്രട്ടറിയും മറ്റ് മന്ത്രിമാരും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഗവർണർക്കെതിരെ തിരിയുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് ദേശാഭിമാനിയിൽ ഗവർണർക്കെതിരെ ലേഖനം വന്നു. ഗവർണർ സ്ഥാനത്തെ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്യുന്നത് ശരിയല്ല എന്ന നിലപാടിൽ നേരത്തെ CPIയുടെ മുഖപത്രത്തിലും ലേഖനം വന്നു. ഇത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങൾ, സർക്കാർ പ്രധാനപ്പെട്ട നേതാക്കളും ഈ സർക്കാർ കേന്ദ്രങ്ങളും പൊതുവിൽ ഇടത് കേന്ദ്രങ്ങൾ ആകെ തന്നെയും ഗവർണർക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം. അവിടെ ഒരു രാഷ്ട്രീയമായ ഒരു കാര്യം കൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഗവർണറെ പരിപൂർണമായും പിന്തുണച്ചുകൊണ്ട് BJP രംഗത്തുണ്ട് എന്നതാണ്. ഗവർണറെ ഭയപ്പെടുത്താൻ നോക്കരുത് എന്നാണ് കഴിഞ്ഞ ദിവസം K. സുരേന്ദ്രൻ പറഞ്ഞത്. അദ്ദേഹം കൃത്യമായ കാര്യങ്ങൾ, വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി ഏതെങ്കിലും കാര്യം ഇല്ലാതാക്കാമെന്ന് സർക്കാർ ശ്രമിക്കേണ്ടതില്ല എന്ന ഒരു നിലപാട് BJP എടുക്കുമ്പോൾ, BJP സംസ്ഥാന അധ്യക്ഷൻ എടുക്കുമ്പോൾ BJPയുടെ പരിപൂർണമായ പിന്തുണ ഗവർണർക്കുണ്ട്. മാത്രവുമല്ല, RSS മേധാവി മോഹൻ ഭാഗവതുമായി ഗവർണർ കൂടിക്കാഴ്ച നടത്തുന്നു. അതിനുശേഷം ഗവർണർ കൂടുതൽ രൂക്ഷമായി സർക്കാരിനെതിരെ പ്രതികരിക്കുന്നു. അദ്ദേഹം രേഖകൾ പുറത്തുവിടാൻ തയ്യാറായി. ഇപ്പോൾ മാധ്യമങ്ങൾ രാജ്ഭവനുള്ളിലേക്ക് പോയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഈ രേഖകൾ പുറത്തുവിടും. വലിയ അതിസങ്കീർണമായ, ഒരുപക്ഷെ കേരള രാഷ്ട്രീയം കണ്ടിട്ടില്ലാത്ത ഒരു സാഹചര്യം, വളരെ അസാധാരണമായ സ്ഥിതിഗതികളിലൂടെയാണ് ഇപ്പോൾ
കാര്യങ്ങൾ പോകുന്നത്. ഗവർണറും സർക്കാരും പരിപൂർണമായി രണ്ട് തട്ടിൽ നിൽക്കുന്ന, മുഖ്യമന്ത്രിയും ഗവർണറും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം. അവിടെ എന്തുകൊണ്ട് ഈ ഒരു തർക്കത്തിലേക്ക് പോയി അല്ലെങ്കിൽ പോകുന്നു എന്നതൊക്കെയും അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഗവർണർ എന്തുകൊണ്ട് ഈ നിലപാടെടുക്കുന്നു? പക്ഷേ ഗവർണറുടെ കൃത്യമായ വാദം, നിയമമനുസരിച്ചും സർക്കാർ മുന്നോട്ട് പോയാൽ തൻ്റെ ഭാഗത്ത് നിന്ന് മറ്റ് പ്രശ്നങ്ങളുണ്ടാകില്ല, ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് ഗവർണർ പറയുന്നു. കഴിഞ്ഞ ദിവസവും അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞത്. ഈ ബന്ധു നിയമനം ഖജനാവ് കൊള്ളയടിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അർഹതയില്ലാത്തവരെ ഇല്ലാത്ത തസ്തികകൾ ഉണ്ടാക്കി അവിടെ നിയമിക്കുന്നു. അതെല്ലാം തന്നെ ഏറ്റവും CPM നേതാക്കളുടെ പ്രധാനപ്പെട്ട ആളുകളെയാണ് ആ തരത്തിൽ നിയമിക്കുന്നത്. മാത്രമല്ല, കണ്ണൂരിൽ ചരിത്ര കോൺഗ്രസിൻ്റെ വേദിയിൽ തനിക്കെതിരെ നടന്നത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായുള്ള അക്രമ ശ്രമമാണ്. തൻ്റെ സ്റ്റാഫിൻ്റെ ഷർട്ട് വലിച്ചു കീറുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഈ ഗൂഢാലോചനയിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് എന്ന ഗുരുതരമായ ആരോപണം കൂടി ഗവർണർ ഉന്നയിച്ചു. ഏതായിരുന്നാലും ഈ വിഷയത്തിൽ രാഷ്ട്രീയം കലരുന്നു എന്നത് പ്രകടമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. രാജ്യത്തിന് പുറത്തുനിന്നുള്ള ഒരു ആശയഗതി അതൊരു രാഷ്ട്രീയ സംവിധാനമായി പ്രവർത്തിക്കുന്നു. അവരുടെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ കായികമായി ശ്രമിക്കുന്നു എന്ന ആരോപണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരെ തന്നെ, കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന് എതിരെ തന്നെയും ഗവർണർ ഒരു നിലപാടെടുക്കുന്നു. അവിടെയാണ് ഈ മോഹൻ ഭാഗവതുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പ്രസക്തി വരുന്നത്. BJPയുടെ വലിയ പിന്തുണ ഗവർണർക്ക് ലഭിക്കുന്നത്. ആ തരത്തിൽ ഇതൊരു കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ വെച്ചുള്ള ഒരു തർക്കമായി മാറുന്നു. അവിടെ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങൾ ഇതാണ്. നിയമനവുമായി ബന്ധപ്പെട്ട വിഷയം, അല്ലെങ്കിൽ സർക്കാർ നിയമസഭ പാസാക്കി വിടുന്ന ബില്ലിൽ ഗവർണർ ഒപ്പുവെക്കാത്ത സാഹചര്യം, ഇത് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരത്തിലുള്ള അരുൺ കൂടി ചേരുന്നു. അരുൺ രാജ്യസഭയ്ക്ക് രാജ്ഭവന് ഉള്ളിൽ ഉണ്ട്, വാർത്താ സമ്മേളനം നടക്കുന്ന വേദിയിൽ. അരുൺ, ഇനി വളരെ കുറച്ച് സമയമേ ബാക്കിയുള്ളൂ. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി എന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ എന്താണ്, വിവരങ്ങൾ എന്താണ്? അരുൺ, കേൾക്കാമോ? ഗോപി, ചീഫ് സെക്രട്ടറി കാണുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരും രാവിലെ രാജ്ഭവനിലെത്തിയിരുന്നു. ധന സെക്രട്ടറി രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടത്. അത് എന്തിനെന്ന കാര്യത്തിൽ സർക്കാർ വ്യക്തത വരുത്തുന്നുണ്ട്. ഏതായാലും സമവായ നീക്കങ്ങളുടെ ഭാഗമായി തന്നെയാകണം ഇത്തരമൊരു സന്ദർശനം എന്ന് വേണം സ്വാഭാവികമായും കരുതേണ്ടത്. ചീഫ് സെക്രട്ടറി എത്തുന്നത് സർക്കാർ പരിപാടി, തെരുവിരുദ്ധ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് ഗവർണർ ക്ഷണിക്കാമെന്ന് പറയുമ്പോഴും ഈ ഒരു സന്ദർശനത്തിന്റെ ഉദ്ദേശം സർക്കാർ വ്യക്തമാക്കുന്നില്ല. സ്വാഭാവികമായും ഇത്തരത്തിൽ സമവായ നീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് RK സിംഗും ഇവിടെ എത്തിയതെന്ന് വിലയിരുത്തേണ്ടി വരും. ഏതായാലും ആ സമവായ നീക്കം എത്രത്തോളം ഗവർണറെ സ്വാധീനിച്ചിരിക്കാം എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. സർക്കാർ അത്തരത്തിൽ സമവായ നീക്കമാണ് നടത്തിയതെങ്കിൽ ആ സമവായ നീക്കത്തിന് എന്തെങ്കിലും ഫലമുണ്ടാകുമോ എന്ന കാര്യം അല്പസമയത്തിനകം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ഗവർണർ ഉന്നയിച്ചത്. ആ നിലപാടിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മയപ്പെടുത്തൽ ഗവർണറുടെ ഭാഗത്തുണ്ടാകുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. അങ്ങനെയെങ്കിൽ സർക്കാരിന്റെ ഈ സമവായ നീക്കമായിരുന്നു നടന്നതെങ്കിൽ അത് വിജയിച്ചിരിക്കാം, അല്ലെങ്കിൽ അത് പരാജയപ്പെട്ടു എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഗവർണർ ഒരു കാരണവശാലും ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയില്ല എന്ന് മനസ്സിലാക്കിയത്. ഏതായാലും വാർത്താ സമ്മേളനം ഉറപ്പാണ്. 2 മിനിറ്റ് മാത്രമാണ് വാർത്താ സമ്മേളനത്തിന് ശേഷിക്കുന്നത്. ഗവർണർ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും. ഗവർണറുടെ ഇരിപ്പിടത്തിന്റെ മുന്നിൽ നിന്ന് മറ്റു മാധ്യമപ്രവർത്തകരും മറ്റും ഇപ്പോൾ പൂർണ്ണമായും അറിയാതെ നമ്മളെങ്ങനെ അതിനെപ്പറ്റി പറയുക? അല്ലാതെ മാധ്യമങ്ങളെ കാണാറുണ്ടായിരുന്നു. പക്ഷേ രാജ്ഭവനിലേക്ക് വാർത്താ സമ്മേളനം വിളിച്ച് മാധ്യമപ്രവർത്തകരെ എല്ലാം വിളിച്ചു ചേർത്ത് ഒരു പത്രസമ്മേളനം എന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഇത് ആദ്യമായിട്ടുള്ളതായിരിക്കും. എങ്ങനെയാണ് സർക്കാർ അല്ല, സർക്കാർ അതിനെ എന്താണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളതാണല്ലോ പ്രധാനം. ഇപ്പം അദ്ദേഹത്തിന് പത്രക്കാരെ കാണുന്നു, അദ്ദേഹം എന്തൊക്കെയോ പറയുമെന്ന് പറയുന്നു. നമ്മൾ അതിനെപ്പറ്റി അറിയാതെ പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരാൾ പത്രസമ്മേളനം വിളിക്കുന്നു എന്നറിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങളെല്ലാം പറയേണ്ടതില്ല. അദ്ദേഹം എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ അത് അദ്ദേഹം പറയുന്നത് വരെ വിളിച്ചിരിക്കുന്ന സമയത്ത് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായ ചീഫ് സെക്രട്ടറി ഗവർണറെ കാണാൻ പോകുന്നുണ്ട്. അപ്പൊ ഇതൊരു അന്വേഷണ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ? ചീഫ് സെക്രട്ടറി കാണാൻ പോകുന്നുണ്ടോ? അപ്പം പിന്നെ എന്തിനാ ചീഫ് സെക്രട്ടറി എന്താ പോയി കണ്ടതെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടല്ലോ. പല കാര്യങ്ങളും അതാ അല്ല, അവർ കാണുന്നില്ല. പത്രസമ്മേളനം അദ്ദേഹം വിളിച്ചിരിക്കുന്നു, അദ്ദേഹം എന്താ പറയുന്നത് നമുക്കറിയില്ല. പത്രസമ്മേളനം വിളിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പറയുന്നതിന് മുമ്പ് നമ്മൾ അതിനകത്തൊരു കാര്യങ്ങളോ വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല.
പിന്നെ ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഭാഗമല്ലേ, ധനസെക്രട്ടറി എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഭാഗമല്ലേ? അല്ല, ഗവർണർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിലെ ഹെഡല്ലേ. ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നമ്മുടെ സർക്കാരിന്റെ ഉത്തരവൊക്കെ ഇറങ്ങുമ്പം ഈ അതിന്റെ ഭരണഘടനാപരമായിട്ടുള്ള പദവിയല്ലേ ഗവർണർ. അതുകൊണ്ട് ഗവർണർ എന്ന് പറഞ്ഞാൽ ഗവർണറെ കാണാൻ ചീഫ് സെക്രട്ടറി പോകുന്നു, ധനവകുപ്പ് സെക്രട്ടറി പോകുന്നു, മറ്റു ഉദ്യോഗസ്ഥന്മാർ പോകുന്നു, കാണുന്നു, മന്ത്രിമാർ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ റുട്ടീനായ കാര്യം തന്നെയല്ലേ. റുട്ടീൻ അല്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുമ്പോഴല്ലയോ അന്നേരം അതിനെപ്പറ്റി പറയുക. സാധാരണ റുട്ടീനാണ്. റുട്ടീൻ അല്ലാത്ത കാര്യങ്ങൾ വരുമ്പോഴല്ലേ അതിനെപ്പറ്റി പറയുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ പോയിന്റ് ഇപ്പൊ എത്ര മണിയായി? വരട്ടെ, 45 വരട്ടെ. നിങ്ങൾക്ക് അവിടെ ഡ്യൂട്ടി ഇല്ലല്ലോ, വേറെ സെറ്റ് ഉണ്ട് അവിടെ. ഗവർണർ ഇപ്പൊ പത്രക്കാരെ കാണാൻ വിളിച്ചേക്കുവാന്നല്ലേ പറയുന്നത്. നിങ്ങളുടെ ഇതൊക്കെ അസംഷൻ അല്ലേ. അദ്ദേഹം പറയട്ടെ. അല്ല, അദ്ദേഹം പത്രസമ്മേളനത്തിനകത്ത് അദ്ദേഹം പറയാൻ പോകുന്ന കാര്യം നമുക്കിപ്പോ എന്തായാലും ഇപ്പൊ ഈ 11:45 പോകുന്നു. ഒരു മിനിറ്റ് കഴിഞ്ഞു, ഇവ കേൾക്കാമല്ലോ. ഗവർണർ പറഞ്ഞ സമയം 11:45 11:45 കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം അല്പസമയത്തിനകം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. വാർത്താ സമ്മേളനത്തിന് തയ്യാറാക്കിയ വേദിയും കസേരയും ഇതാണ്. അരുൺ, ധനമന്ത്രിയുടെ പ്രതികരണത്തിലേക്ക് പോയതായിരുന്നു. ആദ്യം ഗവർണർ പറയട്ടെ, എന്നിട്ട് ബാക്കി പറയാം എന്നാണ്. പൊതുവിൽ സർക്കാരിന്റെ വികാരവും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? തീർച്ചയായും. നേരത്തെയൊക്കെ അദ്ദേഹത്തിന്റെ വിമർശനവുമായി മന്ത്രിമാർ രംഗത്തെത്തിയിരുന്നു. ധനമന്ത്രിയുടെ പ്രതികരണം പക്ഷേ ഗവർണർ പറഞ്ഞത് കേട്ടിട്ട് മറുപടി പറയാം എന്നുള്ളതാണ്. ഏതായാലും കടുത്ത നിലപാട് ഗവർണറുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന വിലയിരുത്തൽ തന്നെയാണ് സർക്കാരിനും ഘട്ടത്തിലുള്ളത്. അതേ സമവായ നീക്കമാണെങ്കിൽ പോലും അത് ഫലം കണ്ടിട്ടില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. നേരത്തെ MP രാജേഷിനെക്കുള്ള മന്ത്രിമാരൊക്കെ ഗവർണറുടെ പുറകിൽ RSS എന്ന രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. RSS മേധാവിയുമായുള്ള കൂടിക്കാഴ്ചയാണ് അത്തരമൊരു ആരോപണങ്ങൾക്ക് ബലം നൽകുന്നത്. RSS മേധാവി അദ്ദേഹം ഉള്ള സ്ഥലത്ത് ഒരു പ്രാദേശിക RSS പ്രവർത്തകനെ വീട്ടിൽ പോയി ഗവർണർ എന്തിന് കണ്ടു എന്ന ചോദ്യമാണ് CPM ഉയർത്തുന്നത്. അതുതന്നെ ഗവർണറെ നിയന്ത്രിക്കുന്നത് RSS ആണെന്ന ആരോപണങ്ങൾക്ക് ശക്തി പകരും. അതെന്തായാലും CPMന്റെ അത്തരമൊരു ആരോപണങ്ങൾക്ക് ബലം നൽകുന്ന നീക്കമായി പോയി ഗവർണറുടെ ഭാഗത്തുണ്ടായെന്നും പറയേണ്ടി വരും. ഏതായാലും അത്തരത്തിൽ സർക്കാരിന്റെ വലിയൊരു ആസൂത്രണം RSS നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി, അതിന്റെ ടൂളായി ഗവർണർ മാറുന്നു. അതാണ് കാണുന്നത്. ദീർഘകാല ലക്ഷ്യമിട്ടുകൊണ്ട് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഭരണം സർക്കാരിൽ നിന്ന് തട്ടിയെടുക്കാനുള്ള ശ്രമം BJP നടത്തുന്നു. അതിന്റെ ഒരു രാഷ്ട്രീയ ആയുധമായി രാജ്ഭവൻ മാറുന്നു. മറ്റു പല സംസ്ഥാനങ്ങളിലെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് സർക്കാർ ഇത്തരം ഒരു വിമർശനം നടത്തുന്നത്. പക്ഷേ ഗവർണറാകട്ടെ അത്തരം ഒരു രാഷ്ട്രീയ ഉദ്ദേശവും തനിക്കില്ല. താൻ ഭരണഘടനയിലാണ് വിശ്വസിക്കുന്നത്. തന്റെ ഉത്തരവാദിത്വം ജനങ്ങളുടെ നിയമമാണ്, അഴിമതി രഹിതമായ ഭരണമാണ്, ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നത്, അതിനുവേണ്ട ഇടപെടലുകൾ മാത്രമാണ് താൻ നടത്തുന്നത്. ഇതാണ് ഗവർണറുടെ നിലപാട്. ഏതായാലും രണ്ട് ഭാഗവും അത് നിലപാടുകൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഒരു സമവായം ഇനി ഉണ്ടോ എന്ന കാര്യം, അല്ലെങ്കിൽ വലിയ വിടവ് രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കുന്നു. അതിൽ നികത്താൻ കഴിയുന്ന വിടവ് അകറ്റാൻ കഴിയുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഇപ്പോഴത്തെ ഈ കടുത്ത നീക്കങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത്തരമൊരു സാധ്യത വളരെ കുറവാണ്. ഇരു ഭാഗങ്ങളിൽ നിന്നും അത്തരം ഒരു പിന്നോട്ട് പോക്ക് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. മുഖ്യമന്ത്രിക്ക് തൊട്ടു പിന്നാലെ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും CPMന്റെ സെക്രട്ടറിയും ഒക്കെ ഗവർണറെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. മന്ത്രിമാരും നേരത്തെ ആദ്യ ഭരണ സർക്കാർ കാലം മുതൽ ഇത്തരത്തിലുള്ള ഭിന്നത രാജ്ഭവനും സർക്കാരുമായി ഉണ്ടാവുമെങ്കിലും അപ്പോഴൊന്നും ഇല്ലാത്ത ഭാഷയിൽ കടുത്ത വിമർശനത്തോടെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമായിരുന്നു. എന്തൊക്കെയോ ലഭിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് അങ്ങനെ കിട്ടുന്നെങ്കിൽ കിട്ടിപ്പോട്ടെ എന്ന സങ്കടം കരുതി. അതുകൊണ്ടാണ് ഇതുവരെ ഒന്നും പറയാതിരുന്നത്. പക്ഷെ അതും കിട്ടിക്കണ്ടില്ല. ഇനി അത്തരത്തിൽ മിണ്ടാതിരിക്കാനാകില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇന്ന് CPMന്റെ മുഖപത്രത്തിലെ വിമർശനവും അതുതന്നെയാണ്. RSSന് വേണ്ടി അവർ നൽകുന്ന സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് എന്ന വിമർശനമാണ് CPM മുഖപത്രവും സ്വാഭാവികമായും മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട അത്യന്തം രാഷ്ട്രീയ പ്രാധാന്യമുള്ള ചരിത്രപരമായ ഒരു വാർത്താ സമ്മേളനത്തിനാണ് അല്പസമയത്തിനകം രാജ്ഭവൻ
സാക്ഷിയാകാൻ പോകുന്നത്. കേരളം കണ്ടിട്ടില്ലാത്ത, കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു വാർത്താ സമ്മേളനം. രാജ്ഭവനിൽ നേരത്തെയും ചില ഗവർണർമാർ വാർത്താ സമ്മേളനം വിളിക്കാറുണ്ട്. അത് രാജ്ഭവനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കാനോ പറയാനോ മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ സർക്കാരിനെതിരായ ഇത്തരമൊരു നീക്കത്തിന്, സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ തെളിവുകൾ പുറത്തുവിടാനെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു വാർത്താ സമ്മേളനം ഗവർണർ വിളിക്കുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രാധാന്യമേറെയാണ്, പ്രസക്തിയേറെയാണ്. കേരളം മാത്രമല്ല, രാജ്യം ഒന്നാകെ ശ്രദ്ധിക്കുന്ന മണിക്കൂറുകളിലേക്ക്, കേരള രാഷ്ട്രീയത്തിലേക്ക്, രാജ്ഭവനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രാഷ്ട്രീയ മണിക്കൂറുകളിലേക്കാണ് കേരളം കടന്നു പോകുന്നത്. 11:45 ഗവർണർ വാർത്താ സമ്മേളനം പറഞ്ഞത്. ഇപ്പോൾ സമയം അത് പിന്നിടുന്നു. ഗവർണർ എത്തിച്ചേരും. അല്പസമയത്തേക്ക് വന്നു തന്നെ പ്രതീക്ഷിക്കുന്നു. എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുന്നു. ഡിജിറ്റൽ തെളിവുകളടക്കം പുറത്തുവിട്ടുകൊണ്ട് തനിക്കെതിരെ കണ്ണൂരിൽ ചരിത്ര കോൺഗ്രസിന്റെ വേദിയിൽ നടന്ന പ്രതിഷേധമല്ല, ബാനറോ പ്ലക്കാർഡോ ഉയർത്തി പ്രതിഷേധം മാത്രമല്ല, ജാമ്യമില്ല കുറ്റം, ക്രിമിനൽ കുറ്റമാണ് അവിടെ ഉണ്ടായത്. തന്നെ വധിക്കാനാണ് ഗൂഢാലോചന നടത്തിയത്. അത് DC അറിഞ്ഞുകൊണ്ടുള്ള നീക്കമാണ്. അതുകൊണ്ടുകൂടിയാണ് ആ കേസിലെ പ്രതികൾക്കെതിരെ, അല്ലെങ്കിൽ തന്നെ വധിക്കാൻ ശ്രമിച്ചവർക്കെതിരെ നിയമ നടപടിക്ക് പോലീസ് തയ്യാറാകാത്തത്. അതിൽ പോലീസ് ഉന്നതരുടെ, ആഭ്യന്തര വകുപ്പിലെ ഉന്നതരുടെ കൈകളും അതിന്റെ പിന്നിലുണ്ടെന്ന് കൂടി പറഞ്ഞു വയ്ക്കുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കാണ് ആരോപണ നീളുന്നത്. അത് മനസ്സിലാക്കി തന്നെയാണ് സർക്കാരിന്റെ പ്രതികരണം. അന്ന് ഇതുകൊണ്ട് ഗവർണർ പരാതി നൽകാൻ തയ്യാറായില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി അടക്കം ചോദിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ ഗവർണർക്ക് അത്തരമൊരു അക്രമം ഉണ്ടായാൽ ഗവർണർ പരാതി നൽകുകയാണോ ചെയ്യേണ്ടത്, ആഭ്യന്തര വകുപ്പ് സ്വമേധയാ കേസെടുക്കണമോ എന്ന മറുചോദ്യം ഗവർണർ ഇരിക്കുന്നവരും മുന്നോട്ട് വയ്ക്കുന്നു. ഏതായാലും ഈ കാര്യങ്ങൾക്കൊക്കെ ഇന്ന് വിമർശനം. മുഖ്യമന്ത്രി തന്നെ കൊണ്ട് ചില കാര്യങ്ങൾ നേടിയെടുത്തു എന്ന് കൂടി ഇതിനെ ഗവർണർ എന്തെല്ലാമാണ് ആ കാര്യങ്ങൾ, എന്തുകൊണ്ട് അത്തരമൊരു വഴിവിട്ട ഇടപാടുകൾക്ക് ഗവർണർ കൂട്ടുന്നു എന്ന് പറയേണ്ട മറുപടി പറയേണ്ട ഉത്തരവാദിത്തം കൂടി അദ്ദേഹത്തിനുണ്ട്. സ്വാഭാവികമെന്ന് അതിന് മറുപടി പ്രതീക്ഷിക്കുന്നത്. ഗവർണറുടെ വാർത്താ അല്പസമയത്തിനകം ചേരുമ്പോൾ തന്നെ പ്രതീക്ഷിക്കുന്നു. ഗവർണർ വരാനുള്ള തയ്യാറെടുപ്പ്, അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുന്നു. അല്പസമയത്തേക്ക്, ഏതാനും നിമിഷങ്ങൾക്കകം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കസേരയിൽ വന്നിരിക്കും. മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യും. നിരവധി ചരിത്രപരമായ മുഹൂർത്തങ്ങൾക്ക്, സത്യപ്രതിജ്ഞകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള രാജ്ഭവൻ ഓഡിറ്റോറിയത്തിലാണ് ഈ ഒരു വാർത്താ സമ്മേളനം നടക്കുന്നത്. മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിന്, കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തത്തിന് കൂടി ഈ രാജ്ഭവൻ ഓഡിറ്റോറിയം വേദിയാവുകയാണ്. കേരള രാഷ്ട്രീയം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഇന്ത്യയിൽ തന്നെ, രാജ്യത്ത് തന്നെ അധികം കേട്ടുകേൾവിയില്ലാത്ത ഒരു നീക്കം. നമുക്കറിയാം, മറ്റു പല സംസ്ഥാനങ്ങളിലും, ബംഗാൾ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും സർക്കാരും ഗവർണറും തമ്മിലുള്ള ഭിന്നത, പോര് തെരുവിലേക്ക് സമരമായി മാറിയിട്ടുണ്ട്. ബംഗാൾ അടക്കമുള്ളവർ തെരുവിലിറങ്ങി ഗവർണർക്കെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട്. അത്തരം നീക്കങ്ങൾക്ക് മുന്നോടിയായി ആണോ, അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിൽ സംസ്ഥാനവും കടന്നുപോകുമോ എന്ന ആശങ്ക ഉണർത്തുന്ന തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത്. അതിന്റെ ഭാഗമായുള്ള വാർത്താ സമ്മേളനമാണ്. അത്യന്തം അസാധാരണമായ ഒരു വാർത്താ സമ്മേളനത്തിനാണ് രാജ്ഭവനിൽ അരങ്ങൊരുങ്ങുന്നത്. അതിനുള്ള ക്രമീകരണങ്ങൾ അവസാന വട്ടത്തിലേക്ക്, അവസാന ശ്രമങ്ങളിലേക്ക് കടക്കുന്നു. അതിന് ചീഫ് സെക്രട്ടറിയും ധനസെക്രട്ടറിയും ഇവിടെ എത്തി ഗവർണറെ കണ്ടുമടങ്ങുന്നു. ഔദ്യോഗിക കാര്യങ്ങൾക്ക് അദ്ദേഹത്തെ പരിപാടികൾ ക്ഷണിക്കാനെന്ന് പറയുമ്പോഴും ഒരു സമവായ നീക്കമായിരുന്നു, അവസാന മണിക്കൂർ സമവായ നീക്കമായിരുന്നു അതെന്ന സംശയം ശക്തമാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ രാജ്ഭവൻ ഈ വാർത്താ സമ്മേളന വേദിയിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കടന്നു വരികയാണ്. ചരിത്ര നിമിഷത്തിലേക്ക് അദ്ദേഹം ഇവിടെ എത്തുന്നു. അദ്ദേഹം പല ദൃശ്യങ്ങളും കാണാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 8 മിനിറ്റ് കഴിഞ്ഞെങ്കിലും ഗവർണറുടെ വാർത്താ സമ്മേളനം അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നേരിട്ട് പോകാം. Namaskaram. Thank you very much for that. Before we interact, if we see, and why I am raising this issue now, that I will explain later. But before that, I want you to see the video clips which have not been made by me or the Raj Bhavan, which have come the sources, the government, PRD and different media agencies. They have come from there. So I think I should not block the view. I will go that side. It's okay?
Okay. Then please start. First, I would like you to view, just a moment, and see, before you see it, I would like to read you out. There is a section 124 of IPC, which says, whoever with the intention of inducing or compelling the President of India or the governor of any state to exercise or refrain from exercising in any manner of the lawful powers of such president or governor assaults or wrongfully restrains or attempts wrongfully to restrain or overawes by means of criminal force or show of criminal force or attempts to overawe the president or governor shall be punished with imprisonment of either description for a term which may extend to 7 years and shall also be liable to fine. I hope you will appreciate that this provision, if anything happens which comes under the reach of this provision, that need not be reported to the police. This is a cognizable offense. Action is not to be taken when it will be reported to the police. Whatever happened at Kannur happened in the presence of more than 100 police personnel. And I would like to express my appreciation of the police people who tried their best to control the situation there, who stopped these people from reaching me. But in the same video you will see a senior functionary, political functionary, who now works in the office of the Chief Minister. He is preventing the police from acting. In the video itself you will see that he is preventing the police from discharging their lawful duties. And I can only sympathize with those who say that why matter was not reported. No, matter is not to be reported. If some criminal act happens on the road, somebody is attacked, then it is not necessary for that person. This is a cognizable offense. This is not non-cognizable. This is cognizable offense, and Indian Penal Code has made this provision only with respect to Honorable President of India and the governors of these states. Now in a state where people are arrested for wearing black shirt, this thing happens, which you will see on the screen, and then we will talk about it. No, first you show how they are trying to overawe me at the stage, and then you show this man who is working in the office of the Chief Minister, how he is trying to tell the police not to act. Knowing the issue, if you feel that your neighbor is feeling agitated,
You come in. एक मिनट pause करिए. One thing I should also add before you see this. Every program of the governor, final approval of minute-to-minute program is given. And the organizers are bound that there, in fact, a line is written below. No departure from the approved program shall be allowed. The program was for 1 hour. Irfan Habib Sahab was allotted 2 or 3 minutes to speak. He spoke for more than 35 minutes. He did not speak on history. He spoke on CA. He spoke on about the central government, all criticism, and every time he will make a critical remark, he will look at me. It means he wanted me to respond to those remarks. He spoke for more than 35 minutes. The total duration approved was 60 minutes. I was made to sit there for more than 95 minutes. Naturally, I felt that they want me to respond the points which they have raised. Therefore, I say in the beginning of my speech that although whatever they have spoken does not pertain to the subject of the conference, but since they have made this point, they expect some response from me. Therefore, I am going to respond to the points which have been raised. Now, please start. You have very strong sense of empathy, even without knowing the issue. If you feel that your neighbor is feeling agitated, you come and join. But partition has created, it has not impacted, it has inflected the thinking in northern India. I don't know if you have watched yesterday. A leading Pakistani cricketer, Danish Kinani, what is his name? I don't exactly remember. The voice what? He's the man who has many a times been responsible for the win of the Pakistani team. And yesterday people all over the world came to know that because he is a Hindu, what kind of torture he has been subjected to. You know, I firmly believe, and I agree that partition happened in 1947. But you may say that Pakistan partition of the country is an old story. For Pakistan, Kashmir even today is the unfinished agenda of partition. For you it may be an old story. For Pakistan it is not old. Actually the whole thing started. Those who are showing, please do not disturb them. They have please do not disturb them. They want to show black flag, they can very happily show. I have no problem. After Shahbano, let me tell you, after Shahbano, they are merely showing black flag. I have been attacked physically 3 occasions. 3 occasions. You have no right to violence or to create disturbance. You want to show black flag, you can show it. You have no right to create disturbance. You can please don't give too much importance to them. Please take your places. What's so important? Now Irfan comes to stop. You have no right to tell me that why did you raise the Kashmir issue? You are not the arbiter. You are not the arbiter. तकलीफ दे रहा है. You want to frighten me?
The problem is with these people. They want to deny freedom of speech to others. They want to speak, but they don't want to listen response. We should digest everything which they tell us. Why did they not protest when Pandit Jawaharlal Nehru started knocking the bottom of Article 370? Why did they not protest during the time of Indiraji? Now that it has become an empty house and is being used by Pakistan to do terrorism in India last 30 years. You have come with an agenda. You have a leading thought. You can't shout me down. You can't shout me down. You can't shout me down. आप ही लोगों के लिए मौलाना आजाद ने कहा था पहले कन्वेंशन में, कॉन्वोकेशन में, कि पार्टीशन गंदगी बहा ले गया, लेकिन कुछ गड्ढे बच गए जिसमें पानी बच गया, बदबू आ रही है उसमें से, बदबू आ रही है. यू आर कॉजिंग फाउल स्मेल. मौलाना आजाद ने आप ही के लिए कहा था. नहीं, आपकी जायदाद है मौलाना आजाद, हमारी है. He is telling you why you are quoting Maulana Azad. Let these people know they can't shout me down. If I have heard them quietly, they must hear me quietly. What? नहीं सुनेंगे आप, 1 मिनट में बाहर हो जाएंगे. नहीं सुनेंगे, नहीं सुनेंगे. आप थ्रेटिंग करेंगे यहाँ पे, आप थ्रेटिंग करेंगे. इनको जरा देखिए, ये थ्रेटिंग कर रहे हैं. They have right to raise extraneous issues. I don't have right to respond to that. पता नहीं अगर जवाहरलाल नेहरू को कोट करना बदतमीजी है तो बेशक में बदतमीजी है. You will decide whom I should quote. वो तमीज है, वो तमीज है. आप कह रहे हैं कि ये तमीज है. जरा मुशीरुल हसन साहब को जामिया में कौन लोग थे जिन्होंने उन पर हमला किया था? कौन लोग थे? कौन लोग थे जिन्होंने मेरे सर में घोड़ मारी थी? कौन थे वो लोग? If these issues had not been raised here, I would not have responded. I would have stuck to my prepared speech. He is behind me. मैंने वो जो सजेशन नहीं चाहिए. I think I merely said that I invited them.
They did not come. You are not ready to hear. I am merely saying that when Gandhiji invited them and they did not come, it created a culture of violence. And now Professor Habib is objecting my taking name of, he is asking me to quote Nathuram Godse. Is it okay? Is it okay? I want to finish it now. We can't. मैं आपको फिर याद दिलाना चाहूंगा. I would like to remind you what Maulana Azad had said in 1946. I am inviting you, come anytime, even here when I am here. You are invited. See what Mahatma Gandhi has said, what Pandit Nehru has said, what Congress Party in its working committee resolution has said. And I wish, with these words I will inaugurate this Congress, that please, you have every right to stick to your opinion, but don't try to shut others down. Thank you very much. Jai Hind, Jai Bharat. Thank you, sir. Ladies and gentlemen, let us now rise for the national anthem. Just a moment. They had come prepared with maybe around 100 play cards. Tell me if there was something spontaneous about it. Can you prepare play cards in 5 minutes' time? In 10 minutes' time? They had come prepared with everything. Play cards. Now show it. And now this man goes from stage down there to stop the police from acting. You can see him there. Police, they wanted to do their duty. It was this Mr. Rajesh who stopped them. He was sitting at the stage. Why he went there? He is stopping the police from acting. I have nearly said that I invited them. They did not come. You are not ready. During my speech, he goes down. That when Gandhiji invited them and they did not come, it created a culture of violence. And now Professor Habib is objecting by taking name of he is asking me to quote Nathuram Godse. Is it okay? Is it okay? Have you seen? He is sitting on the stage during my speech when police is trying to control these lawbreakers. He goes down and stops the police from acting against them. Possibly that is why he has been reported. Inaugurate this Congress that please, you have every right to stick to your opinion, but don't try to shut others down. Thank you very much. Jai Hind, Jai Bharat. Have you ever seen anybody who is sitting on the stage going down to the mob? That is the job of the police. They will control them. But he rises from his seat and goes to the audience to stop police from acting. Now, you want to show something more or shall I speak? It's okay? Over? Over. And for making this event. I wish...
they were mostly from outside. They were mostly from outside. They were not Kerala people. Kerala people were raising the slogan Bharat Mata Ki Jai when I was speaking. They were not Kerala people. They were mostly from Jamia and JNU and Aligarh. And Aligarh, I had identified them. I know them. And that is why I refer to the comment of Maulana Azad. It was only after seeing them that I made that comment. I refer to what Maulana Azad had said in 1947. He was also heckled. And very bad language was used against him. Then Maulana Azad told the gathering, he said that I was under the impression that this tsunami of partition has taken away with it all the dirt and dust and foul things. But it appears that there are some cesspools where that thing has stayed back. And since they have become stagnant waters, therefore they smell foul. Maulana Azad had responded to that heckling only in Aligarh. But are you surprised at this behavior? We are living in a state where the convener of the ruling front is banned from flying. Banned from flying, is that right or not? For what? Unruly behavior. They think that it is their right to break the law. And when I said, not just convener of the UDF, one minister trashes constitution publicly and he is removed from the Council of Ministers. Another former minister challenges the territorial integrity of India by using the language of Pakistan. Do you think these incidents are merely lapse on the part of these individuals? No. This is how they are indoctrinated in their training camps. The only mistake they have committed is that they said something which is taught to them. They said it publicly. And that is why I said that there are certain ideologies which have originated outside India. They believe in the legitimacy of the use of force to silence dissent, difference of opinion, and to liquidate those whom they consider their class enemies. Who are the class enemies? Class enemies are those who have a politically different viewpoint. I did not ask whether there were members and I did not name anybody. Why CM felt that I am referring to the Communist Party? I am asking this question. There are other terrorists also. But he realized, because this is what they teach in their camps. Can he deny that the ideology he adheres to, it allows use of force against the political opponents? How come so many people have been killed in Kannur district? How come so many young lives have been lost in the campuses of Kerala universities? How many months back? Only recently, about 2 months back or 3 months back, a young, bright student was killed in the campus. Why? Because to some people and their ideology, use of force. And Irfan Habib is the icon of that ideology, which believes in the use of force against those who hold different views. It is for nothing. I mean, don't you feel any sense of shame that the convener of the ruling party is barred from flying by the airline?
For what? For attacking two persons inside the plane. So if they attack me here, if they can attack inside the plane, what is so surprising if they attack me there on the stage? Try to attack me, not attack me, try to attack me. And one question I am raising, how come if the reaction was spontaneous or it was a reaction to some of my remark, how come these 100 of placards were there if they had not come prepared? And in the light of what I had read earlier, IPC provision, it was the duty of to anybody if goes to the court, it will become difficult for the police to explain why they did not act. And police officers themselves told me that they wanted to act and they were prevented from acting. So my question through you is, some papers, please try to use my words. Don't try to put, because today I have seen what I said yesterday, that I'm going to ask for investigation. No, not at all. What I had said was, I want the media to investigate whether when police was prevented from taking action, whether it was also because the man giving instruction was himself party to the conspiracy, or it was merely a favor shown to the fellow cadre. I had said, I have not said that I'm going to ask any agency to investigate. No, I did not say that. I said I request you media to investigate whether, like people who had come with the placards, so surely they knew that there is a plan to intimidate the governor when they were preparing the placards. So the man who gave the instruction to the police not to act, was he also part of the party to the conspiracy? The man who went down from the stage and prevented police from acting against those who were creating disturbance, has he been appointed in the Chief Minister's office because of that great thing which he did? These are my questions. I'm not asking any official agency to investigate. I'm asking you to investigate. Instead of devoting their attention to the roads are in bad condition, there are so many problems. Lottery and alcohol is our main source of revenue. What a shame. Instead of doing anything for the people of Kerala, instead of developing the infrastructure, instead of building the roads, instead of improving the tourism infrastructure, all their attention is focused on silencing those who differ with them. And they are not ready to spare even the Raj Bhavan. Can you imagine anybody? Nobody, and I'm saying it with all clarity in my mind, nobody has any authority to give directions to the Raj Bhavan, whom I should have in my personal staff, how the affairs should be conducted. The only authority in India is President of India. And here, a secretary of the government of Kerala is forced to write a letter to the Raj Bhavan, trying to dictate how Raj Bhavan should run its affairs. And what ultimately they had to eat humble pie. The day I asked for his removal, I was fully aware that man is innocent. But I wanted to send a message that these pressure tactics are not going to work on me. But even that has not opened their eyes. They continue. For how many days I ask you, for how many days write-ups were appearing in the press, government is going to curtail the power of governor. Was it happening before the passage of bill or not? I ask you. Who was sponsoring those articles? I have already told you, you take over as chancellor.
Why don't you take over? Where is who are you to curtail my powers? My powers come from constitution and conventions. It is not your sweet will. You have freedom to malign, to undermine, to malign, to heap indignity on the... You are going to cut my powers? Who are you? I have administered oath of office to you, you have not. They have crossed all the limits. This is the letter which Chief Minister had written to me, and I will ask them to provide a copy. Prince Sahab, आपके पास है वो 3 letters of the Chief Minister and my replies. You have that? Yes. First letter, or this is the last letter? No, this is the first letter which I wrote on December 8th. Copy will be supplied to you. Wherein I said, I am sick of this pressure which is brought upon me. And I don't want to continue as Chancellor. If I had any vested interest, why I would say that I don't want to continue as Chancellor. And I said in this letter that I know that the Assembly is not, since the Assembly is not in session, you can go for an ordinance. And I promise that I shall sign the same immediately. But you become Chancellor. Relieve me of this duty. Why I was forced to write that letter? Chief Minister personally came to Raj Bhavan and requested me that in the matter of the appointment of Kannur University Vice Chancellor, that is his home district, and I agreed with him that I will give weightage to your opinion. You are democratically elected leader. Yes, I shall give weightage to your opinion. But we have to go through a process. I mean, that we did not discuss. We started the process for the selection of the Vice Chancellor. And my view was that since I have given word to the Chief Minister, I will, after the panel sends 3 names, selection committee, they send 3 names, then I will consult him and I will try to go by his choice. They possibly realize that the man of their choice may not find place in that panel. Therefore, Chief Minister, office people, they contacted me, they came here, and they said that since you have given word to Chief Minister, that man of his choice will be appointed. Therefore, why go through the process? I said, no, we should go through the process. Then his secretary, his legal consultant, he produced a document. This is the opinion of the Advocate General also, that direct appointment can be made. I ask you this question. If I have some legal problem, facing some legal problem, formally speaking, legally speaking, whom I should consult? AG of the state? Advocate General? Advocate General, without my asking, the opinion is already there. Also, the direct appointment can be made. I ask you this question. If I have some legal problem, facing some legal problem, formally speaking, legally speaking, whom I should consult? AG of the state? Advocate General? Advocate General, without my asking, the opinion is already there. I have not asked for this opinion. The opinion he produced. I said, why I should believe that this is from AG? This has not been signed. Okay. Can we come in the evening again? I said, most welcome. They come in the evening and they produce not only the opinion of the AG, but also the request from the Education Minister, who happens to be Pro-Chancellor. Same thing. And saying that I am sending the opinion of Advocate General. Now, what was the course open for me?
to enter into a legal battle because AG opinion is already there. And I'm saying, I'm not defending, I have already said that that was not right on my part to make that promise. I have already admitted to that mistake many times. But I had given word, it is true. I had not given word that I shall scuttle the process. They forced me with the letter of the Advocate General to scuttle the process. And Chief Minister in his defense said that under Article so and so, Governor acted on the advice of the AG. AG immediately next day clarified the position that Raj Bhavan never sought my advice. Advice was given to the Education Ministry who had sought my advice. Why Education Ministry sought his advice? To bring pressure on me. I realized that this pressure is going to continue. Therefore, I decided that I should not continue as Chancellor. And I wrote the letter which I have already told you, and they will provide the copies in which I said I am ready to sign even an ordinance. You become the Chancellor. Now, this letter was replied on December 8 itself. I am not going into it. I did not accept, in which request was made to me to continue as Chancellor. I did not accept it. I wrote on the same date, next day, December 9, saying that I do not accept the explanations which you have given, and I stand by my decision. The reply came on 16 December, again requesting me that I will have to continue as Chancellor. Then, even this I rejected. But I said, why continue this letter writing? I do not have that kind of relationship that I should enjoy reading these letters. So I said, now I'm not going to comment. If when I did not comment, then on, where is the last letter? Yes, it is here. The last letter. The last letter, all the ifs and buts, and to give you the complete story, a senior officer of the government came to Raj Bhavan with a draft and requesting me, asked me what I want to be written so that I can continue as Chancellor. I made some modifications in that draft. And then this letter, same evening, came from Chief Minister. And the earlier letter also, he had said that government does not have any proposal to make any change in the, as far as the selection of the Vice Chancellor is concerned. He has written in his letter, you will read it. More interesting is something else which I will tell you about Professor Siena Rao and Professor Panikar. If I forget, please remind me. Now finally this letter came, which was on 13th January, in which all ifs and buts were dropped. I was requested to continue as Chancellor. I was assured. Now I'm quoting from the letter of the Chief Minister. I am of the considered opinion there should not be any intrusion into the academic autonomy of the universities from any quarter, leave alone government. He assured me that he will ensure there is no interference by the government or any other agency. I have not written this letter. He has signed it, this letter. And now what they are doing? They are not only changing the law, but saying in that law that there will be 5 members of the selection committee, 3 will be nominees of the government, and the decision will be taken by majority. Academic matters decision will be taken by majority. So, does he remember what he had written to me? Now, I will tell you something interesting.
where is the first letter? Yeah. The first letter, in which I have said that I would like to bring to your kind notice that on the day Chancellor's awards were given, I had referred to the letter of Professor C.N.R. Rao, who has expressed his concern about serious problems in the higher education sector. He says that all bright students from Kerala migrate to other states. They don't want to continue higher education in Kerala. I'm not saying this. Professor C.N.R. Rao is saying this. Letter will be made available to you. And then I also referred to Professor K.N. Panikar, who was Vice Chancellor of Sanskrit University, Shankaracharya University, and also Vice Chairman. Earlier he was Vice Chairman of the Higher Education Council. In his article, Quest for Quality, he has said the same thing. So I mentioned these things that, if you recall, I had mentioned Professor C.N.R. Rao and Professor Panikar, that we need to pay attention the malady with which higher education in Kerala is suffering. Now listen to the reply, the letter to the first reply. What opinion he has about Professor C.N.R. Rao, Bharat Ratna, and Professor Panikar. He says, while the state is taking strenuous efforts to create a knowledge economy by raising quality of higher education to new levels, strident propaganda to malign the universities and to give adverse publicity about the centers of higher learning in Kerala have also been noted. He feels that Bharat Ratna Professor C.N.R. Rao and Professor Panikar are indulging in propaganda against the Kerala government. I need not comment on that. He says in his press conference, I'm asking you, have I ever invited before to the Raj Bhavan or to the airport or any place where I'm staying? No. But when I come out of my room, when I reach the airport, if I see that media people are waiting there, I consider it necessary on my part that if they have from the city, they have gone to the airport. Outside Cochin guest house, they are waiting for more than an hour. I should stay there for 5 minutes and respond to their queries. He says in his press conference, any being places mic before him and he starts speaking. Are you any being? Or you are one of the important pillar of the state? I ask you, why do you not question when these kind of remarks are made? It is the duty of the media. If you will allow to be treated in this manner, then many more people, they will. Why? I'm not fighting any personal battle. I'm not going to be here in this Raj Bhavan forever. After some time, I will go. But the man who comes after me, he will have this question about me, that I compromise the dignity of the Raj Bhavan. You have a duty for your future generations also. The words which he has used are, any being places mic before him. Is it okay? Are you just any being? Should I stop stopping when I see you, waiting for quite some time? I think this is a courtesy which must be extended to our media people. And that is why I stopped. I have never before today, I have never invited press for any interaction. Yes, if they have asked to interview me, I have done that. And famously, the man who calls you any being, it is reported that he used the words
Kalakku Puratta. He had said to you, not to me. How do you tolerate these things? Kalakku Puratta. Democracy, liberty, freedom of expression, the freedom of media, eternal vigilance is required if you don't want them to be diluted. If you will digest these remarks and you will not question back, then so far he has said, Kadakku Puratta, then he will ask his men to throw you out of the campus. If you won't take, if you will not yourself guard your freedom. So with this, I do not want to say anything more. If you want to ask any question, I am ready. I said before, sorry. You may ask me question, and because I have said earlier, I will explain why I am raising this issue now. Honestly, after Kannur, I had this thing in my mind that this was something which Irfan Habib Saab is known for violent activities. In Aligarh, you check with anybody. He was leader of the 4th grade employees union. Hardly any 1 year went when he had not physical encounters with people. You can check in Aligarh. For a long period of time, he was leading this labor union, and labor union, these things happen. So I thought maybe spur of the moment he did something. But when I came to know that there were placards, which I came to know much later. I had not seen the video. I generally don't watch TV. I came to know much later. And few months later, I went to Delhi. A very senior official of the government came to see me, not in his official capacity, my junior in Aligarh, like a brother to me. And he said, Arif bhai, what your intelligence was doing? I said, why are you asking this question? He said, in Delhi, we were aware that this is going to happen 5 days before actually it happened. People in JNU generally know that this is going to happen. So what your intelligence was doing? It's okay. Then I was not aware till about a week back that this political secretary of the chief minister tried to, he asked police not to act against them. I was not aware of this. I was aware that instructions have gone not to register the case. That I was aware. But still, I wanted to give consent because I was personally involved. Therefore, I was ready to let it go. But when I realized that this was a much deeper plot, and plot was not, please don't write that I feared attack or liquidation. No, they know the consequences, what will happen if they touch me. They simply try to intimidate me, overawe me, to prevent me from exercising my duty as governor. And this vice chancellor was used to ensure that I am present on the, he came to invite me. I ask you one question. Irfan Habib repeatedly said why he came to the Congress. And this vice chancellor never, not even once responded that I had invited. He did not. Where is that vice chancellor? When Raj Bhavan asked the vice chancellor to send the report about the incident, then what he has written? Give me. He says, in his response, he says, he is not a security expert. Therefore, he cannot write anything about the incident. No, I think I have it.
that paper will be made available to you. That is not important. वो वहाँ पे already नहीं वहाँ पे कमरे में रखा. He says, the Vice Chancellor says, I am not a security expert. To report about a crime which has happened in your presence with a man whom you had invited, you are writing back 2 lines to the Raj Bhavan, saying that I am not a security expert. Therefore, I cannot write anything about it. Then I realized that this is a matter, particularly when I came to know that this political secretary was involved in preventing police from taking action. And this process of pressure tactics continues. I'm not talking about Kannur as an isolated case. The whole thing last 3 years, they want to ensure that I become frightened and do anything which they want me to do. No, that is not possible. I have faced much worse situations. I have been physically attacked. Even then I did not yield. I'm not going to yield their pressure tactics. Now you can go ahead with your question, please. You can go ahead with your question. You cannot produce even one thing. I said attempt, always. If you try to put words in my mouth, that's a different matter. Have you not seen the video? You do not see that 5 people are sitting. Why they are standing around me? No, I'm asking you why Irfan Habib rises from his seat. I have said an attempt was made. I have not said, I said, you checked yesterday, that they knew the consequences. What you are saying is not correct. Sir, another question. The incident was in 2019. Sorry? The incident was, the Kannur incident was in 2019. Huh. Why you are raising these issues now? Because criminal cases do not have any time limit. Is that right? I have taken 5 minutes to explain why I am doing it now, and then you are asking the same question? Because the pressure tactics which was used in Kannur, they continue to exercise those pressure tactics even today. Therefore, I have to bring everything into picture. I can't deal with 2 at one time. Then you are also using the same blackmail pressure tactics to the government. How? That may be your opinion, write that. That may be your opinion, write that. Why I should respond to that? That may be your opinion and you are entitled to write it. That is your opinion. Why you want my response to that? You sit in judgment and you give that opinion. I won't mind it. One person. You won't believe your eyes. Video is there. Video is. He is stopped by security to come near me. You are. Then where he was trying to go? No. My question is, just a minute, please. Just a minute, please. Just a minute, please. Just a minute. 5 people are sitting here, 7 people. He is sitting there. Why he is coming towards me? You will protest. Protest, matlab you will intimidate. Whatever it is. I have listened to your speech, unauthorized speech, for 35 minutes. I did not rise. I did not point out that you are taking more time than it was allotted to you. Why you rise from your seat there
and you come to the behind me, because he could not reach me, because you see security people is stopping him. Even the vice chancellor was, because then he realized that what is going to happen. The vice chancellor himself was there standing between him and me. Security was standing between him and me. If you rise from your seat and you charge towards me, don't I have a right to think that you are trying to intimidate me? You are trying to attack me? But you even called him a Gunda once recently. It is very visible from the video that he didn't even raise his hand. You are not right. You are not right, because in video you can't see the actual distance. He tried to reach me. He was not allowed to reach me. Why he wanted to reach me? I am asking why he wanted to reach me. He can come and protest outside Raj Bhavan. Why on the stage? And when he had taken 35 minutes, he was allotted only 2 minutes. If he is a known historian, it gives him right. He is telling me I should not quote Mahatma Gandhi, I should quote Godse. ये अगर गुंडागर्दी नहीं है तो then what it is? He will dictate what I should do. I don't know in which world you are living. The matter was discussed in the press for days that an attempt was made on me. I did not wish to speak at that time because that was the beginning of the period. I have already explained that for quite some time I was under the impression that Irfan Habib acted out of his own way of doing things as he used to do in Aligarh. Why I did not say it? So many people said it even at that time. I chose not to say it because I thought I should not take up my matter. It is for the police to act. It is for other, I am head of the state. I should not take up my matter. Therefore I did not. And even now I would not have said it if the chief minister had not continued with the same attitude and threatening tactics, which I cannot accept. So therefore now I suspect. I tell you one thing. Recently, Aligarh Muslim University invited Prime Minister Shri Narendra Modi to address the university community. Irfan Habib carried a campaign against that for 15-20 days. Did he resort to anything like this there? He knows who is Chief Minister in Uttar Pradesh. If he tries to intimidate anybody, what will happen to him? Here he knew that he has camp followers in the government. Therefore, he can resort to any intimidatory tactics. No, I have not said that. It means you don't understand what I am saying. I am saying, has he been rewarded for that? This is the question which I have raised. Has he been rewarded for that? I don't know how come I'm very sorry, maybe my language is very poor. I'm not able to convey the message. Sir, you told us that. What we can see is that he's coming and standing out in the crowd and talking, but literally we can't see or hear anything. You may not see anything if you do not wish to see. But a man who is supposed to sit on the stage, is it okay in a meeting where governor is the chief guest for one of the guests to go down and it was his duty to control the crowd, or it was the duty of the police? He may be talking to anybody. He may be talking to anybody. And I don't want to entertain 5 people at the same time. One person, if I am replying to her, don't interrupt me. He may be talking to anybody. Where was the need for him? Who is he? He is shown on the dice. He is shown on the dice. Why he goes away from the dice?
Is it open to various kind of interpretations or not? And we can't hear anything from the video what he was talking to the police. I'm not saying I have not recorded it. You have recorded, media agencies have recorded, government department has recorded. I'm not saying. The very fact that 7 people are sitting on the dais. One of them, when disturbance takes place and police tries to control them, then one of them goes there and talks first to police and then to others. What does it mean? Eh? That is the duty of Rajesh. No, only police. There you may have your view. I don't want to join issue on this. I don't want to join issue on this. You are entitled to your opinion. I'm here, even somebody walking from the stage and going to the enclosure itself is a security risk. It is a security hazard. I am telling you, it is a security hazard. We do not know for what purpose he had gone there. Nobody is supposed under the security guidelines. Just a moment, please. Just a moment, please. Now you were not talking about visual. You were talking, and now I am replying to you, and you are interrupting me. This is not right. Anybody who is on the stage, they can leave their places only after governor leaves. This is a clear-cut security instruction. Has he breached that or not? No, if you don't want to see, it is up to you. You are entitled to your views. I'm not joining issue with you. Everybody on the stage is under instruction not to leave the stage before governor leaves. Sir, I have a question. Yesterday you had met with the RSS Section Chairman Mohan. So? What is the purpose of that visit? If I come to have some tea at your place, then people will ask me what was the purpose of going to your house. I have gone. I know him. I am. You are free to raise any controversy. How can I control? I can control my actions. I can't control your reactions. Who am I? I have addressed at least maybe more. The biggest event for RSS is their training, OTC officers training. And on the last day, they invite people who are not part of the RSS, prominent people, to speak to them. 1 or 2 speakers. At least 6 times I have addressed them. That kind of relationship I enjoy with them. So, what is there? What is unusual? It can't be official. They have every. If people can adhere to an ideology which has originated outside India, I do not have a right to have friendship with RSS. Please reply. Don't sit quietly now. You have right to have loyalty to an ideology which has not originated in India. You have right to believe in the use of force. So ideology is your problem now? My ideology is not problem. Problem is actions which are born out of that ideology. Where you want to use pressure tactics to frighten people, intimidate people. I'm asking you, how many murders have happened in Kannur? Tell me. You are saying that. You are saying that RSS has never been in the government. Whose responsibility is to ensure that these do not happen? Who failed in his duty? I am. What are you? Ask in a clear manner. Huh? You can have that opinion. You can have that opinion, but remember, my association or whatever relationship I have, it started in 1986 when they supported me on Shahbano case. And as they were supporting me, Mr. Nambudri Pad was also supporting me.
But later, after Namboodiripad, the left changed its stance. Now they became supporters of personal law board. They started inviting personal law board people to their offices. RSS has consistently supported me. Left supported me till 91. So if they change, I can't be held responsible for that. Do you think that RSS is a banned organization? Do you think they are indulged in something? Why Pandit Jawaharlal Nehru? I'm asking you, why Pandit Jawaharlal Nehru invite them to participate in the Republic Day parade? I'm asking you. No, I'm not saying. So then where is the problem of my meeting with him? You can have secret. So? My God. People who are openly affiliated, officially associated with RSS are there in many Raj Bhavans. Prime Minister Atal Bihari Vajpayee during his prime ministership said, I am first a sevak, I am first a Swayam Sevak. And you have problem with my meeting the RSS chief? Many people who have been active members of the RSS, they are in the Raj Bhavans. If there is no problem in their being in Raj Bhavan, the resident of the Raj Bhavan meeting him, how can it be a problem? Have some logic. Have some logic. Actually, what was the purpose of that meeting with Mohammed? Actually, what was the purpose of that meeting with RSS? With RSS? To wish him well. He had come to an area which is part of the state of which I am heading. Therefore, and I was in that area. I did not travel from Trivandrum. I was not even aware that he is coming. And if I come to know that I am in Thrissur and he is also in Thrissur, I have gone to meet him, to wish him well. And if again he is there, I will go and meet him. Please let the lady ask. You have already asked one question. Then after that you ask. Yes. Can you for some moment, because I am not able to hear you. No, can you for some moment stand alone? Okay. What the CPM is alleging and the government is alleging is that under the behest of RSS, you are trying to sabotage this government. Let them complain to the president. They should not complain to you. The disciplining authority is President of India. Why don't they complain to the president? Sir, the conversation between the Raj Bhavan and the government has been almost like a boiling point. Well, so is there any reconciliation? Because Meghalaya Governor Satyapal Mahalati was asked about this. He said that the government and the governor should work in tandem. So is there an atmosphere right now where you cannot work in tandem? Can I seek your advice in this matter? Just a minute. Please let me. This is not fair. That somebody asks a question and I am replying to him and you interrupt in between. Is it okay? Sir, let me respond. I'm seeking your advice, your kind advice. If you can, shall I sign the university bill? Relations will improve immediately. Shall I sign the Lokayukt bill, which a person, if there is an allegation against you, you can't be judged in your own cause. And this bill is aimed at making the accused person judge of his own cause. Relations will improve tomorrow. You tell me, you advise me that I sign both the bills and relations will be good tomorrow. Before the bills were passed by the assembly, there were number of articles in the press that government is going to curtail the powers of the governor. Is that right?
You can do anything to frighten me. I can't take any stand on your pressure tactics. Don't play these games with me. I have seen enough. I have not been able to hear properly. He is meeting me because of the current issue, or you are asking me? No. There was nothing about it. There was nothing. I'm ready to sit here as long as you are. But let me deal. I won't use the words which are used at Hyde Park Speaker's Corner, where the speaker says, I won't use it. Otherwise, you will. You can deal with one person at one time. So he did not. There was no discussion on any this current thing. His daughter is getting married. Therefore, he had come to invite me. Chief Secretary's daughter is going to be married. He had come to invite me. 2%. Lady, you have already asked the question. Now give him a chance, and then I will come back. Sorry? You already written the letter to the Chief Minister. The government can take over the chancellor from the government. Do you still continue with that? I am asking you. You are quoting me. Yes. Why yes? Because if we go by the provisions which have been adopted in the new bill, then they will commit illegalities and they will ask me to endorse it. I am not going to legalize their illegalities. They have every right to pass a bill where they can take the post of chancellor to themselves, and if that bill is passed, I will sign it immediately. But what they want to do, they don't want to put their signatures. They want to commit illegalities. They want to appoint. I'll ask you one question. Shri Narayan University was created through instrumentality of ordinance. Is that right or not? Lady, is that right or not? University was created through the instrumentality of ordinance. When ordinance is brought, when there is some contingency, there is some urgency. This was just before election. And then, when I intervened, I talked to UGC people, I talked to so many people in Delhi, and they finally told me that unless an act is passed, this ordinance is converted into act, we won't be able to help the Vice Chancellor. And they were all ready to help him. Then with great pressure, I wrote to Chief Minister, I talked to him, I said, this university you have created in the name of Shri Narayan Guru, so please do it immediately. Finally, after a few months, bill was passed. Now, bill was passed because of my pressure. But how they misuse the power of ordinance. After passing the bill, the government sanctioned the faculty 1.5 years later. Total 1 year academic loss was there. Then why you created the university through ordinance if you were not interested in sanctioning the faculty? Kerala University recently CAG report, read it. There are several departments in the Kerala University. MG University. Universities have been writing to the government, and government does not sanction anything. CAG has pointed out 7 departments where there is no faculty. University is not responsible because I know they have written to the government repeatedly. Their only interest is in the appointment of the Vice Chancellor, so that the relatives of their personal staff can be appointed. Underqualified and unqualified relatives can be appointed to various posts. The universities are not meant. Kerala is the only state in the country where personal staff becomes entitled to lifelong pension in 2 years' time. I find it totally unacceptable.
but I do not have the legal power to stop it. Therefore, what I have decided, I will go to the people of Kerala. In any case, I travel most of the time. But now I am going to intensify my tours and let people know what is happening. Democratically elected government is supposed to uphold the law, not to break the law. You are using public money which should be spent on the people of Kerala. Your roads are in, your faculties are without teachers, your departments are without teachers, your roads are not motorable, and you are using this money to look after your party cadre, whom you appoint as personal staff. Is it acceptable? Anywhere in the country? I have long years I was minister in the central government. I did not have the power to appoint more than 5-6 people in my personal staff. Here in Raj Bhavan, I can appoint only 4 people in my personal staff. Here every minister has an army of 20 personal staff. What work they do? The ministers come to the Raj Bhavan accompanied by their personal secretary, not the department secretary, not the IAS officer. After some time I realized that when I ask any question, minister looks towards his PA and he needs his approval to say something. Then I realized they are subverting the system, and I had to make Raj Bhavan write to the chief secretary that no minister in future will be allowed to come with his personal staff. Personal staff will sit in the waiting room if they come with him. Personal staff, if they want to meet me, they are most welcome. But ministers will not bring their personal staff. They will bring only if they want to bring, if they have any problem in communication, they can bring the department secretary. Can you see this anywhere in the country? Then I was told, sir, they can't ignore the private secretary. Why? Because in party hierarchy, he is above the minister. So it is people who have not taken oath. Minister takes oath. If he reveals something, he can be prosecuted tomorrow. Private secretary does not take oath. And here affairs are being run by the private secretaries. They are subverting the system. What I am saying, I have said in my word. I don't need your help. Yes. What you are suggesting, I will take into consideration, but I have not entertained any idea. Why? Because I do not personally. You feel that stage has come. I feel that stage has not come. Sir, I have a question that when you are raising the malpractice in the higher education sector, when you are raising questions against the malpractice in the higher education sector, especially in the office of VC and other officials, you have done a crime also, because when Chief Minister met you requesting that Kanur is found out and you should consider this nominee, then you are approved that request. Shall I reply? Yeah. I do not know how many times I have said that I committed a mistake. How many times you want me to say that? Even on the first day itself I said. Possibly half an hour before I also said that was a mistake on my part. But there was no illegality involved, because I had thought that I will ask him to give his choice when the process of the selection committee is over. 3 names will be recommended, and I have a discretion to appoint any one of them, and I will appoint man of his choice. But 3 days later, he feared that maybe his choice may not be in that list, among those 3 names. Because this man, who is the Vice Chancellor of Kannur University, he does not have any great academic credentials. He has only been doing this thing. There he was a lackey of Mushirul Hasan Sahib in Jamia Millia. Here he quotes some of the politicians. Therefore, he feared that his name may not appear in that list. Therefore, he sent all these people.
And and I have repeatedly said, you want me to repeat it, I am repeating it, but I have repeatedly said, if the opinion of Advocate General was not accompanied, I would not have accepted the recommendation of the Education Minister or Chief Minister. But my problem was opinion of the Advocate General. Because formally and legally speaking, if I am facing a legal dilemma, who is the person whom I should approach first unless I want to bypass everything? Advocate General. So they use the office of Advocate General to pressurize me. And there I have said, you are asking a question. You are trying to reinvent the wheel. I have repeatedly said that was a mistake. I do not know if it was a sin, but definitely it was a mistake. Because what I had thought was, 3 names will come to me officially. I will ask the Chief Minister, as he has said, that it is my district. Then I will ask him, indicate your choice, and I will exercise my discretion in favor of the person that Chief Minister says. Because he is, after all, a democratically elected leader. So that how many times you want me to say that yes, I committed a mistake there. And this mistake was not so much because of the word which I had given to Chief Minister or the recommendation which was made by the Education Minister. I was left with no choice, either start a legal battle or accept that, and I was not in a mood to start legal battle. Therefore, this opinion of the AG bound my hands. Yes, please. That I said because he is asking for my examination and all that. Therefore, I also went that I don't want to discuss those things. But I think you should ask him, and you may ask some senior officer who came on his behalf to me. Yes. I won't react to that. I will seek, I sought his advice. I will seek your advice. No, please. In relations, there will be no confrontation. Tomorrow relations will be normal. Shall I sign the university bill which gives authority not only for interference, but gives authority to appoint vice chancellors to the government? Please, now listen to me. Shall I sign a bill which proposes that a person should be given authority to sit in judgment in his own cause? I ask you. No. Because I had already said this thing, and you are asking the same question. I am saying there is nothing personal between Chief Minister and me. It is all because I stayed the appointment of one of his AD's relative. So if I take back that stay, if I sign the university bill, if I sign the Lok Ayukt bill, relations will become okay. So you must also, as a citizen, have an opinion that whether government controlling the universities is okay or not. You should also have an opinion. You should also have an opinion whether any citizen of India can be given the right to be judged in his own cause. Will that be acceptable to the courts? You should also have an opinion on that. Okay. I have not even seen the bills. So where is the question of coming? But I have made it clear. As long as I am Chancellor, I will not allow the government interference in the universities. I shall not allow the basic principle of jurisprudence, which totally, not any iota of doubt, does not allow a person to sit in judgment in his own cause. I am not going to make any compromise on these basic principles. As far as personal relations are concerned, even on Onam there was exchange of gifts between the Chief Minister and me. Where is the problem? No, I will not.
I have already told you, I have constitutional powers. I don't want to exercise my legal powers. I will rather go to the people of Kerala and let them know what is happening in Trivandrum. No. Here the thing is, Irfan Habib Saab is not important. Rajesh is not important. Important thing, why they did this to me. They wanted to silence me on CA. Here, why they are bringing this pressure? So that I sign the bill, so that I sign the Lok Ayukt bill, so that I sign the university bill. Please stay on the issues. Individuals are not important at all. So what action you are expecting now on this Karnal incident? What action you are expecting from the government? Why I should expect any action? I can decide my actions. I can't decide others' actions. So you are not expecting any action from the government side? I do not know what you mean to say. I don't know what you mean. I mean, it is up to them. I am only saying that because on CA they wanted to silence me, therefore they used Kannur. Now they are using these things so that I come under pressure and sign the university bill and Lok Ayukt bill. On basic principles, there is no way I can compromise. Yes. Huh. No. You look at the video yesterday. I did not ask any agency. Yeah. You can say that, but a cognizable offense, if a murder happens on the road and police does not act, and if you speak against it, is that politicization? What happened in Kannur is in the category of cognizable offenses where no report is needed. And I am not ready to accept that police would not have acted. Police did not act because they were told not to act. I want to bring it to the knowledge of the people of Kerala. I am not demanding any action. No, not at all. The omission of duty is as wrong as commission of some offense. Remember it. I won't take any action. My action is to like. Yes. I have taken the action. I have stayed the appointment at Kannur. I am so happy when Chief Minister had his press conference, and I welcomed it. Why? Because so far he was using his proxies to attack me, to undermine the office of the governor. Now he has come out openly, publicly. Therefore, he will receive the reply. But he has also charged that you have been. He has every. To get some benefits. Give the example. Give the example. Give one example of seeking any favor. Give one example. You can't talk in the air. Here there is a concrete case where Kerala University Vice Chancellor is instructed to defy the Chancellor. You have all published in your papers. Where another university Vice Chancellor is given instruction to defy the Vice Chancellor, the order of the Chancellor. Here is a concrete case where the relatives of the personal staff of the Chief Minister was being given appointment. If he is making any charge against him, let him give the example. Some instance. So you said that certain pressure tactics are being. Only pressure tactics. To sign these two bills, That is all. And that is why I'm on CA. They wanted to silence me. Therefore, they organized Kannur. How can Vice Chancellor who has invited me can say that I am not in a position to write report of the incident because I am no security expert? Tell me. Can you please specify what are
And these are the pressure tactics. You are trying to intimidate me. Not through press conference, not just through press conference. Have you not seen the number of articles which have appeared in the paper? Governor's power are going to be curtailed. They are in the habit of using their cadre, their party office bearer. Do you know what had happened to Mr. Gawai when he had given sanction to prosecute Mr. Pinarayi Vijayan in that case? There was a vicious campaign against the then Governor Gawai. There is nothing new. These tactics are very old. They are because their ideology permits use of force. Therefore, they feel no hesitation to bring down the dignity of the office. പൂർണ്ണമായും ദുരുപയോഗപ്പെടുത്തുകയാണ്. വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് ഒരു RSS പ്രചാരകന്റെ ദൗത്യം നിർവഹിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. എന്തോ ഒരു മഹാത്ഭുതം, എന്തോ വലിയ രേഖ അവതരിപ്പിക്കാൻ പോകുന്നുണ്ട്, എന്തോ ചില വെളിപ്പെടുത്തലുകൾ വരാൻ പോകുന്നു എന്നൊരു പ്രതീതി ഇന്നലെ മുതൽ ഉണ്ടാക്കിയിട്ടാണ് ഇന്ന് വാർത്താ സമ്മേളനം അദ്ദേഹം വിളിച്ചു ചേർത്തത്. യഥാർത്ഥത്തിൽ ആ വാർത്താ സമ്മേളനം കണ്ടിട്ടുള്ളവരെല്ലാം അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് വലിയ നിലവാര തകർച്ച സംഭവിച്ചിരിക്കുകയാണ്, പ്രായത്തിനനുസരിച്ചിട്ടുള്ള പക്വതയോ വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള പാകതയോ ഒരു ഭരണതന്ത്രജ്ഞൻ എന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്വ ബോധമോ ഒന്നും നിർവഹിക്കാതെ അദ്ദേഹം ഒരു വികാരജീവിയായി വിക്ഷുബ്ധനായി എന്തൊക്കെയോ വിളിച്ചു പറയുന്നതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ കണ്ടത്. ആ പത്രസമ്മേളനം നിരീക്ഷിക്കുന്നവർക്കെല്ലാം അറിയാം, പുതുതായിട്ടൊന്നുമില്ല. അദ്ദേഹം ആക്ഷേപിക്കുന്നത് 90 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ചരിത്ര പണ്ഡിതനാണ് ഇർഫാൻ ഹബീബ്. അദ്ദേഹം വിദേശ സർവകലാശാലകളിലെ പ്രഭാഷകനാണ്, ലോകപ്രശസ്ത ചരിത്ര പണ്ഡിതനാണ്. അദ്ദേഹത്തെയാണ് ഗവർണർ തെരുവ് ഗുണ്ട എന്ന് വിളിച്ചത്. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? ഇതാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഞാനൊരു RSSകാരനാണ്, ഞാൻ RSSുമായിട്ട് 1986 മുതൽ തന്നെ നല്ല ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ 10-35 വർഷക്കാലത്തെ RSS ബന്ധമുള്ളവനാണ് എന്ന് അദ്ദേഹം സ്ഥാപിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു RSS വളണ്ടിയറായി RSSകാരനായി ഒരു ഗവർണർ പോലുള്ള പദവിയിൽ ഇരിക്കാൻ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരിക്കലും യോഗ്യനല്ല. അദ്ദേഹത്തിൻ്റെ അപക്വമായ വികാരങ്ങൾ കടിമപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളെല്ലാം ഇത്തരമൊരു ഉയർന്ന സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് അയോഗ്യനാണ് എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള മാനസിക വിഭ്രാന്തിയാണ്. ഞാനിത് പത്രസമ്മേളനത്തിൽ തന്നെ അദ്ദേഹം വല്ലാത്ത വിഭ്രാന്തിയാണ്. ഒന്നും ഒരു പക്വതയോടുകൂടി കേട്ട് സഹനശക്തിയോടുകൂടി ഒരു പാകതയെത്തിയ ഒരു ഭരണകർത്താവിൻ്റെ ഒരു സമീപനവും അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ കാണാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് മാനസികമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അദ്ദേഹം എന്തോ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. ആ പ്രതീക്ഷക്കനുസരിച്ച് RSSനെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭ്യമാകാതിരുന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയിട്ടുണ്ടാകും. പറഞ്ഞ് എന്തും പറയുക എന്നുള്ള നിലയിലേക്കാണ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളിൽ തന്നെ പലരെയും പരാമർശിച്ചതായി കാണും.
യഥാർത്ഥത്തിൽ ഒരു ഭരണകർത്താവിന് യോജിച്ചതല്ല. കേരളം പോലുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു സാംസ്കാരിക കേരളത്തിൻ്റെ ഗവർണർ പദവിയിൽ ഇരിക്കാൻ ഒരിക്കലും അദ്ദേഹം യോഗ്യനല്ല. അതുകൊണ്ട് ഇന്നത്തെ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള മാനസിക അസ്വാസ്ഥ്യം എന്താണെന്നുള്ളത് ബന്ധപ്പെട്ട ആളുകൾ പരിശോധിക്കുന്ന, ഭരണകർത്താക്കൾ പരിശോധിക്കുന്നത് നല്ലതാണ്. അദ്ദേഹം ഇന്നത്തെ നിലയിൽ സ്വമേധയാണ് ഈ ഗവർണർ പദവിയിൽ നിന്ന് രാജിവെച്ച് പോകുന്നതാണ് ഉചിതമായിട്ടുള്ളത്. ഈ നാടിനും നാട്ടാർക്കും ജനങ്ങൾക്കും അതായിരിക്കും ഗുണകരം. ഒരിക്കലും ഇത്തരമൊരു സ്ഥാനത്തിരിക്കുന്ന ഒരു ഭരണകർത്താവിൽ നിന്നുണ്ട് ഉണ്ടാകാൻ പാടില്ലാത്ത നിലയിലുള്ള സമീപനങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായത്. വ്യക്തിഹത്യകൾ, അതുപോലെ തന്നെ വ്യക്തിവിരോധങ്ങൾ, എവിടെയെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് എതിരായി പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വിരോധം തീർക്കാനുള്ള വ്യക്തിവിരോധങ്ങൾ, ഇതെല്ലാം പ്രയോഗിക്കുന്നൊരു നേതാവായി ഗവർണർ അധപ്പതിച്ചു പോയി. അദ്ദേഹത്തെക്കുറിച്ച് ഇനി ദുഃഖിക്കാനേ വഴിയുള്ളൂ. അദ്ദേഹം ഗവർണറായി ഇരിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് പരിഹാസമായിരിക്കും. ജനങ്ങൾ അദ്ദേഹത്തെ പരിഹാസ്യതയോടുകൂടിയേ കാണും. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ലത് ഈ പരിഹാസ്യതയിൽ നിന്ന്, ജനതയുടെ പരിഹാസ്യതയിൽ നിന്ന് മോചനം നേടാൻ ഗവർണർ പദവി ഉപേക്ഷിച്ച് പോകുന്നതാണ് നല്ലത്. അത് അദ്ദേഹത്തിൻ്റെ കർമ്മം കൊണ്ട് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. അതാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം, LDFന്റെ കൺവീനറായിരിക്കുന്ന ഒരാൾ, അദ്ദേഹം വിമാനത്തിൽ രണ്ടുപേരെ ആക്രമിച്ച ആളാണ്. എന്ന് വെച്ചാൽ ആരെയും ആക്രമിക്കും അല്ലെങ്കിൽ അത്തരക്കാരെ പ്രൊമോട്ട് ചെയ്യും ഈ പാർട്ടി അല്ലെങ്കിൽ ഈ മുന്നണി എന്നതിന്റെ തെളിവാണ് അങ്ങേപോലെ ഒരാളെ LDFന്റെ കൺവീനറാക്കിയതെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിലവാര തകർച്ചയാണത് കാണിക്കുന്നത്. അദ്ദേഹത്തെ പോലെയുള്ള ഒരു ഗവർണർ പറയേണ്ട കാര്യമാണോ അത്? രാഷ്ട്രീയ പാർട്ടികൾ പറയേണ്ട കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞാൽ മനസ്സിലാക്കാം. ഇത് അദ്ദേഹം എത്രമാത്രം നിലവാരം കുറഞ്ഞു, എത്രമാത്രം അദ്ദേഹം താഴോട്ട് പോയി എന്നതിൻ്റെ തെളിവാണത്. യാത്രാ വിലക്കുള്ള ഒരു മുന്നണിയുടെ സർക്കാരാണ് കേരളം. യാത്രാ വിലക്കിൻ്റെ അനുസരിച്ച് യാത്രയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ ഇവിടെ ഓരോ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ എന്തെല്ലാം നിരോധനങ്ങൾ ആർക്കൊക്കെ എതിരായിട്ടുണ്ടായിരുന്നു? ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം എത്രമാത്രം നിരോധനങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിരുന്നല്ലോ പല പാർട്ടികളെയും. അതൊക്കെയാണ് തൻ്റെ മുമ്പിലുള്ള വിശദീകരണക്കുറിപ്പെങ്കിൽ ഞാനീ പറഞ്ഞതുപോലെ അദ്ദേഹത്തെക്കുറിച്ച് ദുഃഖിക്കാനേ നിർവാഹമുള്ളൂ. ഗവർണർ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സർക്കാരിന്റെ ഭാഗമായ ഒരു MLA, ഒരു ജനപ്രതിനിധി, അയാൾ പാകിസ്ഥാന്റെ ചാരനാണെന്ന് പരസ്യമായി വാർത്താസമ്മേളനത്തിൽ പറയുന്നു. പുറത്തോളം ഒരു ഭരണഘടനാ വിരുദ്ധം കൂടിയാണ്. ഇതുവരെ രാഷ്ട്രീയ പാർട്ടികൾ പോലും പറയാതിരുന്നൊരു കാര്യമാണ് ഒരു ഗവർണർ പറയുന്നത്. ഞാൻ പറയുന്നത് അതാണ്, അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് മാനസികമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം വല്ലാത്ത അസ്വസ്ഥനാണ്. ആ അസ്വസ്ഥതയാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലും ഇപ്പോൾ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്ത്യൻ ഭരണകർത്താക്കൾ ആലോചിക്കുന്നത് നല്ലതാണ്. ഇദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഈ കാര്യം ആലോചിക്കുന്നത് നല്ലതാണ്. നേരത്തെ ഈ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നൊരു ആവശ്യം നേരത്തെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് LDFന്റെ കാലത്തല്ല, മുൻ മന്ത്രിസഭകളുടെയൊക്കെ കാലത്തും അത്തരത്തിലൊരു ആവശ്യം കേന്ദ്ര സർക്കാരിനോട് ഉന്നയിക്കാൻ മുന്നണി തീരുമാനമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ആലോചനയുണ്ടോ? ഞങ്ങൾ ഉള്ള കാര്യങ്ങൾ ഒരിക്കലും എവിടെയും മറച്ചു വെക്കാറില്ല. ഉള്ള കാര്യങ്ങൾ അതാത് ഘട്ടങ്ങളിൽ തന്നെ പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഉള്ള കാര്യങ്ങൾ അതാത് ഘട്ടങ്ങളിൽ തന്നെ പറയേണ്ടവരോടൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് രഹസ്യ അജണ്ടയൊന്നുമില്ല.
പക്ഷെ ഇവിടെ ഒരു പ്രശ്നം നമ്മൾ ആലോചിക്കേണ്ടത്, ഇന്ത്യ ഒരു മതനിരപേക്ഷതാ രാഷ്ട്രമാണ്. ആ മതനിരപേക്ഷതാ രാഷ്ട്രത്തിൽ ഹിന്ദുക്കളും മുസ്ലിമുകളും ക്രിസ്ത്യാനികളുമെല്ലാം അധിവസിക്കുന്നൊരു മഹാരാജ്യത്ത് കേരളം പോലുള്ള ന്യൂനപക്ഷങ്ങൾ ഒരു 10-40% കൂടുതൽ ന്യൂനപക്ഷങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് ഒരു RSS വളണ്ടിയർ, ഒരു RSSകാരൻ ഗവർണറായി അധികാരത്തിലിരിക്കുക എന്ന് പറയുന്നത് മതനിരപേക്ഷതാ സംസ്കാരത്തിന് യോജിച്ചതല്ല. ഇത്തരമൊരു RSS ബന്ധമുള്ളൊരു ഭരണകർത്താവ് മതനിരപേക്ഷതാ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാകുന്നത്, പ്രത്യേകിച്ച് ഗവർണർ പോലുള്ള പദവി, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജനവിധി പോലെയല്ല ഗവർണർ. പക്ഷെ ഒരു മതനിരപേക്ഷതാ രാഷ്ട്രത്തിൻ്റെ ഭരണനിർവഹണ രംഗത്ത്, കൃത്യനിർവഹണ രംഗത്ത് ഗവർണർ പോലുള്ളൊരു പദവിയിൽ ഒരു RSSകാരൻ അവരോധിക്കപ്പെടുക, ഞാൻ RSS ആണെന്ന് പറയുക, RSSുമായി ഇനിയും ബന്ധപ്പെടുമെന്ന് പറയുക, എത്രമാത്രം മതനിരപേക്ഷതയുടെ നിഷേധമാണിത്. അതുകൊണ്ടാണ് മതനിരപേക്ഷതാ രാഷ്ട്രത്തിൽ ഒരിക്കലും ഇത്തരത്തിൽ ഒരാൾ ഗവർണറായിട്ടിരിക്കാൻ പാടുള്ളതല്ല. ഒരു ഗൂഢാലോചന ഇതിൽ കഴിഞ്ഞ ദിവസം RSS മേധാവിയുമായി ആരിഫ് മുഹമ്മദ് ഖാൻ ചർച്ച നടത്തുന്നു. അതിനുശേഷം ഈ ദൃശ്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നു, മുഖ്യമന്ത്രിയുടെ കത്ത് പുറത്തുവിടുന്നു. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടോ? മുഖ്യമന്ത്രിക്കൊന്നും ഒളിപ്പിച്ചു വെക്കാനൊന്നുമില്ല. ഒരു ഗവർണർക്ക് കൊടുക്കുന്ന കത്ത്, മുഖ്യമന്ത്രി ഗവർണർക്ക് കൊടുക്കുന്ന കത്ത്, അത് മുഖ്യമന്ത്രിയുടെ ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇദ്ദേഹം ഇതെന്തോ ഒരു സംഭവം പോലെ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. തുടർന്ന് ഗവർണർ ക്രമരഹിതമായും നിയമവിരുദ്ധമായും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർക്ക് പുനർനിയമനം കൊടുത്തു എന്ന് ഞങ്ങളാണ് ഈ വിഷയത്തിൽ ആദ്യ ആക്ഷേപം ഉന്നയിച്ചത്. ഇപ്പോൾ ഗവർണർ വളരെ വ്യക്തമാക്കിയിരിക്കുന്നു. മുഖ്യമന്ത്രി രാജ്ഭവനിൽ പോയി ഗവർണറെ സ്വാധീനിച്ചിട്ടാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു മുഖ്യമന്ത്രിയും ഒരു ഇഷ്ടക്കാരനായ വൈസ് ചാൻസലറെ നിയമിക്കാൻ ഗവർണറുടെ അടുത്ത് പോയിട്ട് സ്വാധീനം ചെലുത്തിയിട്ടില്ല. ആദ്യത്തെ കേസാണിത്. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ നിയമനത്തിൽ ഇവർ ഒത്തുചേർന്നു, രണ്ടുപേരും ഒത്തുചേർന്നു. ഗവർണർ ഷാൽ കോൺസ്റ്റിറ്റ്യൂട്ട് എ സെർച്ച് കമ്മിറ്റി എന്നാണ് സെക്ഷൻ 10 കണ്ണൂർ യൂണിവേഴ്സിറ്റി ആക്ട് പറയണത്. അങ്ങനെ നിയമപ്രകാരം ഗവർണർ ഉണ്ടാക്കിയ സെർച്ച് കമ്മിറ്റി ഈ ശുപാർശയെ തുടർന്നും ഈ സ്വാധീനത്തെ തുടർന്നും പിരിച്ചുവിടുകയും ഇതിൽ അപേക്ഷിക്കാൻ പോലും പറ്റാതിരുന്ന, നിലവിലുള്ള വയസ്സ് കൂടിയതുകൊണ്ട് അപേക്ഷിക്കാൻ പോലും പറ്റാതിരുന്ന നിലവിലെ വൈസ് ചാൻസലർക്ക് പുനർനിയമനം കൊടുക്കുകയും ചെയ്തു, നിയമവിരുദ്ധമായിട്ട് ചെയ്തു. ഇപ്പോൾ പറയുന്നത് ഗവർണർ ഇങ്ങനെ RSSന്റെ ആളായി സർക്കാരിനെ ഉപദ്രവിക്കുന്നെന്നാണ്. അന്ന് ഈ RSSകാരനായിട്ടും RSSന് പിന്തുണയ്ക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ട് സന്ധി ഉണ്ടാക്കാൻ, നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ അത് സർക്കാരിന് തടസ്സമുണ്ടായിരുന്നില്ല. അതാണല്ലോ വ്യക്തം. പിന്നെ ഇപ്പോൾ 2019 കണ്ണൂരിലെ ചരിത്ര കോൺഗ്രസിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ഗവർണർ പറയുന്നതെന്ന് വ്യക്തമല്ല. അത് ഗവർണർ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ കൂടെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ്. പ്രതിപക്ഷമല്ല അതിന് മറുപടി പറയേണ്ടത്. അതിന് മുഖ്യമന്ത്രി മറുപടി പറയട്ടെ. ഗവർണറെ ആക്രമിക്കാനുള്ള ശ്രമം ഉണ്ടായോ? ആക്രമിക്കാൻ ശ്രമിച്ച ആളുകളെ സംരക്ഷിച്ചോ? പ്ലക്കാർഡ് നേരത്തെ തയ്യാറാക്കി കൊണ്ടുവന്നതാണോ? യോഗം കലക്കാൻ നേരത്തെ തീരുമാനിച്ചതാണോ എന്നൊക്കെ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. കാരണം മുഖ്യമന്ത്രിയോടാണ് ആ ചോദ്യങ്ങളും ആ ആക്ഷേപങ്ങളും. അത് ഞങ്ങളല്ല മറുപടി പറയേണ്ടത്. അതൊന്നുമല്ല പ്രസക്തം. പ്രസക്തമായ കാര്യങ്ങൾ ഇതാണ്. രണ്ടാമത്തെ കാര്യങ്ങൾ, ഒരു കാര്യം ഗവർണർ പറഞ്ഞതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ലോകായുക്ത ബില്ലും സർവകലാശാല ബില്ലും അദ്ദേഹം ഒപ്പിടില്ല എന്ന് പറഞ്ഞു. ഗവർണർ ഇപ്പോൾ തെറ്റിതിരുത്തുന്നതിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യാം. ഞങ്ങൾ അദ്ദേഹത്തെ കണ്ട് നേരിട്ട് ലോകായുക്ത ഓർഡിനൻസ് വന്നപ്പോൾ നേരിട്ട് UDF പ്രതിനിധി സംഘം പോയി അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചതാണ്, ഇത് നിയമവിരുദ്ധമാണ്, ഇതൊരു കാരണവശാലും അനുവദിക്കരുതെന്ന്. അന്ന് ഓർഡിനൻസിൽ അവർ ഒപ്പുവെച്ചു. അന്ന് ഇവർ ഒന്ന് ചേർന്നു, രണ്ടു കൂട്ടരും കൂടി ഒന്ന് ചേർന്നു, ധാരണയായിരുന്നു, ഒപ്പുവെച്ചു. ഇപ്പൊ ബില്ല് ഒപ്പുവെക്കില്ല എന്നുള്ള നിലപാടെടുത്തിരിക്കുന്നു. നിയമവിരുദ്ധമായ ബില്ല് ഒപ്പുവെക്കരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതുപോലെ സർവകലാശാല ബില്ലും സർവകലാശാലയുടെ സ്വയംഭരണ അധികാരത്തെ ഇല്ലാതാക്കി സർവകലാശാലയെ സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റാക്കി തരം താഴ്ത്തുന്ന ഇഷ്ടക്കാരെ, CPMന് ഇഷ്ടക്കാരായ ആളുകളെ വൈസ് ചാൻസലർമാരായി നിയമിക്കാനും
അതുവഴി പിൻവാതിൽ നിയമനം, ബന്ധു നിയമനം നടത്താനും വേണ്ടിയിട്ടാണ് ഈ സർവകലാശാല ഭേദഗതി ബില്ല് വന്നിരിക്കുന്നത്. ആ ബില്ല് ഞങ്ങൾ ഈ 2 ബില്ലിനെയും ശക്തിയുക്തം പ്രതിപക്ഷം നിയമസഭയിൽ എതിർത്തതാണ്. ഈ 2 ബില്ലിലും അദ്ദേഹം ഒപ്പുവെക്കില്ല എന്നുള്ള തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇതാണ് ഞങ്ങൾക്ക് ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. മുഖ്യമന്ത്രി മറുപടി പറയട്ടെ. മുഖ്യമന്ത്രിയല്ലേ മറുപടി പറയണ്ടത്, ഞങ്ങളല്ലല്ലോ മറുപടി പറയേണ്ടത്, മുഖ്യമന്ത്രിയല്ലേ മറുപടി പറയേണ്ടത്. ഞാൻ വളരെ വ്യക്തമാക്കി എടുത്തു പറഞ്ഞല്ലോ. ഗവർണർ പറഞ്ഞ 2 കാര്യങ്ങൾ, ഒന്ന് ലോകായുക്ത ബില്ലിൽ ഒപ്പുവെക്കില്ലെന്നും അതുപോലെ സർവകലാശാല ബില്ലിൽ ഒപ്പുവെക്കില്ല എന്നും പറഞ്ഞ 2 തീരുമാനങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ മുഖ്യമന്ത്രി വഴിവിട്ട് നടത്തിയ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ സ്വാധീനത്തിന് വഴങ്ങിയാണ് താൻ ആ നിയമനം നടത്തിയത് എന്ന തെറ്റ് അദ്ദേഹം ഏറ്റുപറ. അദ്ദേഹം കൂടി ആ തെറ്റിന്റെ ഭാഗമാണ്. അദ്ദേഹം ശരി ചെയ്തില്ല. അദ്ദേഹവും ഞങ്ങളും തമ്മിൽ, വളരെ പ്രതിപക്ഷവും തമ്മിൽ ഇതിനേക്കാൾ വലിയ വാഗ്വാദം ഉണ്ടായി. ഈ കാര്യത്തിന്റെ പുറത്താണ് ഇപ്പോഴെങ്കിലും ഞങ്ങളെന്ന് പറഞ്ഞത്. മുഖ്യമന്ത്രി, ഞങ്ങൾക്ക് ഗവർണറുമായിട്ട് അതിർത്തി തർക്കമില്ലല്ലോ. ഗവർണറുമായിട്ട് അന്ന് ഞങ്ങൾ തർക്കിച്ചത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ നിയമനം ക്രമരഹിതമായും നിയമവിരുദ്ധമായും ചെയ്തതിന് ശേഷം അതങ്ങനെയാണെന്ന് സമ്മതിച്ചിട്ടും അദ്ദേഹത്തോട് രാജിവെക്കാൻ പറഞ്ഞില്ല ഗവർണർ, അദ്ദേഹത്തെ പുറത്താക്കാൻ നടപടി സ്വീകരിച്ചില്ല. അപ്പോഴേക്കും ഗവർണർ മുഖ്യമന്ത്രി തമ്മിൽ ഇടനിലക്കാരുടെ സഹായത്തോടു കൂടി സെറ്റിൽമെന്റ് ഉണ്ടായി. അതാണ് ഞാൻ പറഞ്ഞത്, ഈ നാടകത്തിലെ കഥാപാത്രങ്ങളല്ല പ്രതിപക്ഷം. കാരണം ഇവർ തമ്മിൽ ഒന്നുചേരും. ഇവർ തമ്മിൽ ഒന്നുചേരാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അല്ല, അത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ള സംസ്ഥാന ഗവർണറുടെ രാഷ്ട്രീയം അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹം RSSന്റെ ഒക്കെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം ഇരിക്കുന്ന ഗവർണർ സ്ഥാനത്തിന് യോജിച്ചതാണോ? ഒരു RSSന്റെ മേധാവിയെ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് എന്ന് കണ്ടത്? ഇപ്പൊ പ്രോട്ടോകോളിനെ കുറിച്ചൊക്കെയാണല്ലോ അദ്ദേഹം സംസാരിക്കുന്നത്. ഗവർണർ സംസാരിക്കുമ്പോൾ പ്രോട്ടോകോൾ ഉണ്ട്, ഗവർണർ സംസാരിക്കുമ്പോൾ നാഷണൽ ആന്തം വേണം, ഗവർണർ സംസാരിക്കുമ്പോൾ മിനിറ്റ് ബൈ മിനിറ്റ് പ്രോഗ്രാം വേണം. അപ്പൊ ഗവർണറുടെ പ്രിവിലേജിനെ കുറിച്ചും സെക്ഷൻ 124നെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഗവർണറുടെ പ്രിവിലേജ്, അത്രയും പ്രിവിലേജ് ഉള്ള ഒരാൾ, സ്റ്റേറ്റിന്റെ ഹെഡായിട്ടുള്ള ഒരാൾ RSSന്റെ ചീഫിനെ വീട്ടിൽ പോയി കണ്ടത് അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിന് യോജിച്ചതാണോ? അല്ല. എന്നാ പിന്നെ അദ്ദേഹം ഈ പ്രിവിലേജിനെ പറ്റിയും ഈ ഗവർണറുടെ പദവിയെ കുറിച്ചൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാ അങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത്? RSSന്റെ ചീഫിനെ ഗവർണർ, സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ ആൾ ഇരിക്കുന്നത് പോയി കണ്ടപ്പോ എന്ത് പ്രോട്ടോകോളാണ് അദ്ദേഹം നോക്കിയത്? ഇപ്പൊ പ്രോട്ടോകോളിനെ കുറിച്ചാണല്ലോ ആദ്യം അരമണിക്കൂർ സംസാരിച്ചത്, അല്ലേ? അല്ല, അതെല്ലാം അദ്ദേഹം വ്യക്തമാക്കട്ടെ. പറഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഏത് പോയിന്റിലാണെന്ന്. ഞങ്ങൾ ഒരുപാട് ആരോപണം സർക്കാരിനെ കുറിച്ച് ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ പറയില്ല, പ്രതിപക്ഷത്തിന്റെ പൊസിഷനിങ് നിങ്ങൾ ആദ്യം മുതൽ പരിശോധിച്ചു. നിങ്ങളുടെ കയ്യിലൊക്കെ റെക്കോർഡുണ്ടല്ലോ, അല്ലേ? വിഷ്വൽ മീഡിയയിലെല്ലാം നല്ല റെക്കോർഡുണ്ടല്ലോ നിങ്ങളുടെ കയ്യിലെല്ലാം. ഞങ്ങൾ ആദ്യം മുതലേ എടുത്തിരിക്കുന്നത് കൺസിസ്റ്റന്റ് ആയ നിലപാടാണ്, സ്ഥിരമായ നിലപാടാണ്. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കശി പിടിച്ചില്ല. കശി പിടിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചത്? ഞങ്ങൾക്ക് ആദ്യം മുതലേ ഞങ്ങൾ കശി പിടിച്ചില്ല. ഗവർണർ തെറ്റ് ചെയ്താൽ ഗവർണറെ ചോദ്യം ചെയ്തിട്ടുണ്ട്, സർക്കാർ തെറ്റ് ചെയ്താൽ സർക്കാരിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വിഷയാധിഷ്ഠിതമായി മാത്രമാണ് ഈ വിഷയത്തോട് പ്രതികരിച്ചിട്ടുള്ളത്. ഇപ്പോഴും അതെ. അല്ല, നീക്കങ്ങളൊക്കെ ഏത്? ഇതിനു മുമ്പും അദ്ദേഹം ഗവർണർ നീങ്ങിയിട്ടില്ലേ? അന്ന് ഗവർണറുടെ പോയി കണ്ട് സെറ്റിൽ ചെയ്തിട്ടുള്ളത് ആരാ? മുഖ്യമന്ത്രിയല്ലേ? ഇതിനു മുമ്പും ഗവർണർ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അന്ന് ഗവർണറെ പോയി കണ്ട് ഏതിടനിലക്കാരുടെ സഹായത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി പോയി കണ്ടത്, ഈ വിഷയങ്ങൾ സെറ്റിൽ ചെയ്ത്. നാളെയും അത് സംഭവിക്കും, മനസ്സിലായേ? നാളെ അപ്പോ ഇപ്പോ ഒരു വിഷയം വന്ന് നിൽക്കുന്ന സമയത്ത് അത് ഒരു RSSും BJPയുടെ കളർ അതിന് കൊടുക്കുക, അല്ലാത്ത സമയത്ത് RSSും BJPയുടെ കളറുള്ള ആളുമായിട്ട് സെറ്റിൽമെന്റ് നടത്തുക. ഇതിങ്ങനെ മാറി മാറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓർഡിനൻസ് എന്നപ്പോൾ സെറ്റിൽമെന്റ് ആക്കി, ഇപ്പൊ സെറ്റിൽമെന്റ് ഇല്ല, അതുകൊണ്ട് ബില്ല് ഒപ്പിടില്ല. നാളെ മുഖ്യമന്ത്രി വേറെ ഏതെങ്കിലും ഇടനിലക്കാരുടെ സഹായത്തോടു കൂടി പോയി കണ്ട് ഓർഡിനൻസിൽ ഒപ്പിടിച്ചതുപോലെ ഈ ബില്ലിൽ ഒപ്പിടിക്കില്ല എന്ന് ആര് പറയുന്നു? ഞങ്ങളുടെ നിലപാടാണ് ഞങ്ങൾ പറയുന്നത്, ഒപ്പിടാൻ പാടില്ല.
ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം വളരെ വ്യക്തമാക്കിയല്ലോ, RSS മേധാവിയെ വീട്ടിൽ പോയി അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് പോയി കണ്ട ഗവർണർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വ്യക്തമാക്കിയല്ലോ, ആളാണെന്ന് വ്യക്തമാക്കിയല്ലോ. ഈ ഗവർണറുമായിട്ടല്ലേ പോയി സെറ്റിൽമെന്റ് ഉണ്ടാക്കി നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഈ ഗവൺമെന്റ് ചെയ്തത്? അതാണ് ഞങ്ങളുടെ ചോദ്യം. അപ്പൊ കുറ്റക്കാരൻ ഗവർണർ മാത്രമല്ല, അപ്പോ ഏത് RSSകാരനുമായിട്ടും അല്ലെ, ഏത് വർഗീയവാദത്തിന് കൊടപിടിക്കുന്ന ആളുമായിട്ടും സ്വന്തം കാര്യത്തിന് സെറ്റിൽ ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും സെറ്റിൽ ചെയ്തിട്ടുണ്ട്. സ്വന്തക്കാരനെ വൈസ് ചാൻസലറാക്കി നിയമിക്കാൻ വേണ്ടിയിട്ട് ഈ RSSന് പിന്തുണ കൊടുക്കുന്ന ആളുമായിട്ടല്ലേ ധാരണ ഉണ്ടായത്? അല്ല, അത് നിയമപരമായ ഭരണഘടനാപരമായ നടപടിക്രമങ്ങൾ അത് ആലോചിക്കണം. ഇത് ഒരു ഭരണഘടനാ പ്രതിസന്ധി കൂടിയാണ്. ഗവൺമെന്റും ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടാണ്. പിന്നെ ഇവിടെ ആരും അതത്ര സീരിയസ് ആയിട്ട് നിങ്ങൾ പോലും എടുക്കാത്തതിന്റെ കാരണം ഏത് സമയത്ത് സെറ്റിൽമെന്റ് ഉണ്ടാവും എന്നറിയാവുന്നതുകൊണ്ടാണ്. ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് ഈ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്ക് വെല്ലുവിളി ഉയർത്തുന്നു. ഇപ്പം കേരളത്തിലായാലും ബംഗാളിലായാലും തമിഴ്നാട്ടിലായാലും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു. അത് മാത്രമല്ല, ഈ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ കക്ഷികളെ നിരന്തരമായി വേട്ടയാടുന്ന ഒരു സമീപനവും ഈ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു. അല്ല, അതെല്ലാം ഞങ്ങൾ നേരത്തെ തന്നെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളാണ്. കേന്ദ്ര ഏജൻസികളായ CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അതുപോലെ പല ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ കളങ്കപ്പെടുത്താനും അവരെ അപകീർത്തിപ്പെടുത്താനും ഒക്കെ കേന്ദ്ര ഗവൺമെന്റ് പണ്ട് മുതലേ തന്നെ ശ്രമിക്കുന്നുണ്ട്. ആ ഏജൻസികളെയൊക്കെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയ ഒരാളല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി. അവർ വന്ന് ചെയ്യണ എല്ലാ സപ്പോർട്ടും കൊടുക്കാമെന്ന് പറഞ്ഞ ആളല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഞാൻ പറയുന്നത് ഈ RSS പശ്ചാത്തലമുള്ള ഗവർണറുമായിട്ട് ഇവർ നടത്തിയ അവിഹിത ഇടപാടുകൾ എന്തൊക്കെയായിരുന്നു എന്നും കൂടി പുറത്തു വരട്ടെ. ഇപ്പൊ മാത്രമല്ലല്ലോ RSS ആയത്. അദ്ദേഹം RSSനും അതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെയും അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന BJPയുടെയൊക്കെ ഒരു പിണിയാളായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കറിയാമുള്ളത്? അത് അവരുടെ അപ്പോയിന്റി അല്ലേ, അവരുടെ നോമിനി അല്ലേ? അത് മുഖ്യമന്ത്രി പറയട്ടെ. 3 കൊല്ലം മുമ്പ് നടന്ന സംഭവത്തെക്കുറിച്ച് അന്ന് വാർത്താമാധ്യമങ്ങൾ പുറത്തുവിട്ട വിഷ്വൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നമുക്ക് അത് അറിവല്ലേ ഉള്ളു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന ആരോപണം പ്ലക്കാർഡുകളുമായിട്ടാണ് വന്നതെന്ന്. പ്ലക്കാർഡുകൾ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു ചോദ്യമാണ്. അത് നിങ്ങൾ അതിലെ ദൃശ്യങ്ങൾ ഒന്നുകൂടി പരിഹരിച്ച് 150 പ്ലക്കാർഡ് ഉണ്ടായിരുന്നു നോക്ക്. പ്ലക്കാർഡ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ പ്ലാൻഡ് ആയിരിക്കും. അല്ല, അതിന് ലിമിറ്റേഷൻ ഒന്നുമില്ല. അതായത് ക്രിമിനൽ കേസ് എടുക്കുന്നതിന് എന്ന് ക്രൈം നടന്നാലും അത് എത്ര കൊല്ലം കഴിഞ്ഞാലും അതെടുക്കാം. അത് സർക്കാർ പറയട്ടെ, അതിന്റെ മറുപടി പറയട്ടെ, എന്നിട്ട് ഞങ്ങൾ പറയാം. അതിനൊക്കെ ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ല. ഗവർണർ സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ചുകൊണ്ട് കടുത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. പ്രധാനമായും തന്നെ ആക്രമിച്ചപ്പോൾ പോലീസിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ച പോലീസിനെ തടഞ്ഞത് അന്ന് KK രാഗേഷാണ്. അദ്ദേഹത്തിന് അതിൻ്റെ പ്രതിഫലമായിട്ടാണ് പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട പദവി ലഭിച്ചത്. അതോടൊപ്പം തന്നെ ആസൂത്രിതമായിരുന്നു തനിക്കെതിരെയുള്ള ആക്രമണം എന്നാണ് ഗവർണർ പ്രധാനമായും പറഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെ മറുപടിയുമായി ഇടതുമുന്നണി കൺവീനർ EP ജയരാജനുമെത്തി. അദ്ദേഹം ഗവർണർക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ട് എന്നുള്ള അതീവ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത്. തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഈ കേസിൽ ഞങ്ങൾ കക്ഷിയല്ല, പക്ഷേ കണ്ണൂർ VC നിയമനത്തിൽ ആദ്യം തന്നെ UDF ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ VC നിയമനത്തിൽ അനധികൃതമായ ഇടപെടലുകൾ ഗവർണറും സർക്കാരും ചേർന്ന് മുഖ്യമന്ത്രിയും ചേർന്ന് നടത്തിയിട്ടുണ്ട്. ഇത് സർക്കാരും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഇടപാടിൻ്റെ പ്രശ്നമാണ് എന്നുള്ള ആരോപണമാണ് പ്രധാനമായും ഉന്നയിച്ചത്. എന്തായാലും വിശദമായി തന്നെ ഈ വാർത്തയിലേക്ക് വരാം, ഒരു ചെറിയ ഇടവേളയിലേക്ക്. തികച്ചും അസാധാരണവും കേരള ചരിത്രത്തിലില്ലാത്തതുമായ നീക്കമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നത്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം 11:45 സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ തെളിവുകൾ സമർപ്പിക്കാൻ, സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇത്തരമൊരു വാർത്താ സമ്മേളനം ഒരുപക്ഷെ രാജ്യത്തിൽ തന്നെ അത്യപൂർവമെന്ന് വേണം പറയേണ്ടത്. അത്തരമൊരു നീക്കമാണ് ഗവർണർ നടത്തുന്നത്. അഴിമതി ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്, ധൂർത്തില്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നാണ് ഗവർണറുടെ വിശദീകരണം. സർവകലാശാലകളുടെ അധികാരത്തിൽ സർക്കാർ കൈകടത്തുന്നു, കടന്നുകയറുന്നു, അവിടെ രാഷ്ട്രീയ നിയമനങ്ങളും സ്വജനപക്ഷമാവും നടത്തുന്നു. ഇത് അംഗീകരിക്കാനാകില്ല, അതിനെതിരെയാണ് തൻ്റെ പോരാട്ടമെന്നാണ് ഗവർണറുടെ ഭാഷ്യം. അതേസമയം ഗവർണർ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയാണ്. ഗവർണർ ഭരിക്കാൻ ഉള്ള അധികാരം ഗവർണർക്കില്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഗവർണർ ഭരണഘടനാ തലവനാണ്, എന്നാൽ ഭരണാധികാരിയല്ല എന്ന സന്ദേശം, എന്ന
മറുപടി ദേശാഭിമാനി മുഖപ്രസംഗത്തിലൂടെ CPM നൽകുന്നു. ഭരണനിർവഹണം നടത്താനുള്ള ഒരു അധികാരവും ഗവർണർക്കില്ല. യഥാർത്ഥ അധികാരം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. അതുകൊണ്ട് സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കാനുള്ള ഭരണഘടനാ ബാധ്യത ഗവർണർ നിറവേറ്റണം. അതിന് മാത്രമേ ഗവർണർക്ക് അധികാരമുള്ളൂ. ജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്വവും ഗവർണർക്കല്ല ഉള്ളത്. ജനങ്ങളുടെ ഉത്തരവാദിത്വം സർക്കാരിനാണ്. ഇത് മനസ്സിലാകാത്ത ഏക വ്യക്തി കേരളത്തിലെ ഗവർണറാണെന്ന് മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, നീക്കങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നത് രാഷ്ട്രീയ യജമാനന്മാരിൽ നിന്ന് കയ്യടി വാങ്ങാനും പുതിയ പദവികളും ലാവണങ്ങളും ഉറപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് സർക്കാരിനെതിരെയുള്ള ഗവർണറുടെ നീക്കമെന്ന വിമർശനവും, ഗുരുതരമായ വിമർശനവും ദേശാഭിമാനി മുന്നോട്ട് വയ്ക്കുന്നു. RSS മേധാവിയെ അദ്ദേഹം ഉള്ള സ്ഥലത്ത് പോയി ഗവർണർ സന്ദർശിച്ചത് ഇതിൽ നിന്ന് വ്യക്തമാണ്. എന്താണ് ഗവർണറുടെ അധികാരമെന്ന സുപ്രീം കോടതി വിധികളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ മുഖപ്രസംഗം മുന്നോട്ട് പോകുന്നത്. നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ താൻ ഒപ്പിട്ടാലേ നിയമമാകൂ എന്ന് ഗവർണർ ഓർമ്മപ്പെടുത്തുന്നു. അല്ലെങ്കിൽ അത് അദ്ദേഹം പറയുന്നു, അത് ഒരു ഭീഷണിയുടെ സ്വരമാണ്. ഗവർണറുടെ വാക്കുകളിൽ നിന്ന് ഭീഷണിയാണ് വായിച്ചെടുക്കാൻ കഴിയുന്നത്. നിയമസഭ പാസ്സാക്കിയ ബിൽ ഗവർണർക്ക് അയച്ചാൽ അദ്ദേഹത്തിന് ഒന്നുകിൽ അത് ഒപ്പിട്ട സഭയ്ക്ക് തിരിച്ചയക്കാം, അല്ലെങ്കിൽ ഒപ്പിടാൻ വിസമ്മതിക്കാം. അതുമല്ലെങ്കിൽ കൂടുതൽ പരിശോധനയ്ക്കായി നിയമസഭയിലേക്ക് തന്നെ തിരിച്ചയക്കാം. അതിനപ്പുറത്തേക്ക് രാഷ്ട്രപതി സമർപ്പിക്കുക, അതിനപ്പുറത്തേക്ക് നിശ്ചിതമായി നീട്ടിവെക്കുന്നത് ഗവർണറുടെ അധികാര പരിധിയിലുള്ള കാര്യമല്ല. ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടനാ വിരുദ്ധമായ ബില്ലുകൾ അനന്തമായി ഒപ്പിടാതെ വച്ചു താമസിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അത് എങ്ങനെയാണ് ഒരു ഗവർണർ സ്വീകരിക്കുക തുടങ്ങി വളരെ രൂക്ഷമായ നിശ്ചിതമായ വിമർശനങ്ങളാണ് ഗവർണർക്കെതിരെ ദേശാഭിമാനി ഉയർത്തുന്നത്. അതിന് പിന്നാലെ ഇന്ന് ദേശാഭിമാനത്തിൻ്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പുത്ര ദിനേശിൻ്റെ ഒരു ലേഖനമുണ്ട്. ഈ ചരിത്ര കോൺഗ്രസ് സംബന്ധിച്ച കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരാമർശിച്ചുകൊണ്ട് ഗവർണറെ അവിടെയും വിമർശിച്ചുകൊണ്ടുള്ള ലേഖനം പുത്രത്തെ ദിനേശനും എഴുതിയിട്ടുണ്ട്. ഇതിനുള്ള ഒക്കെയുള്ള ഒരു മറുപടി എന്ന രീതിയിലും വിഷയത്തിലേക്ക് ഇടപെട്ടുകൊണ്ടും വീക്ഷണവും ഇന്നൊരു മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് സംസ്ഥാന സർക്കാരും ഗവർണറുമായി തമ്മിൽ തല്ലുന്നു, തെരുവിൻ്റെ ഭാഷയിൽ നടത്തുന്ന പോര് ഭരണഘടനയ്ക്ക് യോജിച്ചതല്ല, അടുക്കള പോര് തെരുവിലേക്കെന്നാണ് വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. ഗവർണർ ഇരിക്കുന്ന പദവിയുടെ അന്തസ്സ് മറന്ന് പ്രവർത്തിക്കുന്ന വിമർശനവും അതിലുണ്ട്. ഇരു വിഭാഗങ്ങളും, സർക്കാരും ഗവർണറും, ഭരണഘടനയുടെ തത്വങ്ങളും കടമകളും മറക്കരുത്. അടുക്കളപ്പോര് തെരുവീതികളിലേക്ക് വലിച്ചിട്ട് തെരുവ് മാലിന്യം പോലെ സമൂഹത്തിന് ദുസ്സഹമായി തീർന്ന കുറ്റപ്പെടുത്തലും ഭീഷണി നടത്തുന്നു. അങ്ങനെ സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അത്യന്തം കലുഷിതമാകുന്ന സാഹചര്യത്തിലേക്ക് സർക്കാർ ഗവർണർ പോര് മാറുകയാണ്. നേരത്തെയൊക്കെ ഗവർണറുടെ വിമർശനങ്ങളെ കാര്യമായി മറുപടി പറഞ്ഞു പോയിരുന്നില്ല CPM സർക്കാരും. കുറച്ചെങ്കിലും മറുപടി നൽകിയത് CPM നേതൃത്വമായിരുന്നു. പക്ഷേ അത് മാറ്റിവെച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് രംഗത്തെത്തുന്നു. കഴിഞ്ഞ ദിവസം CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് ഗവർണർ പറയുന്നതിന് അപ്പോൾ മറുപടി പറഞ്ഞു പോകാൻ തന്നെയാണ് CPMന്റെ തീരുമാനം. ഇനി കാര്യങ്ങൾ ആ രീതിയിൽ വൈകിപ്പിക്കില്ല. ഗവർണർ ഏത് രീതിയിൽ നീങ്ങുന്നു അതേ രീതിയിൽ തിരിച്ചടിക്കാനാണ് CPMന്റെയും സർക്കാരിൻ്റെ തീരുമാനം. അതായത് ഗവർണർക്കെതിരെ രാഷ്ട്രീയ വിമർശനം ശക്തമാക്കും, രാഷ്ട്രീയ പ്രചരണം ശക്തമാക്കും. അതിനപ്പുറത്തേക്ക് മറുപടികൾ പാർട്ടി നേതൃത്വവും സർക്കാരിലെ പ്രമുഖരും മുഖ്യമന്ത്രി അടക്കമുള്ളവർ മറുപടി പറഞ്ഞു പോകും. നിയമപരമായി നേരിടേണ്ട കാര്യങ്ങൾ, കാരണം ഈ ബില്ലുകളൊക്കെ അരിഷ്ടമായി നീണ്ടുപോയാൽ അവിടെ നിയമവഴികൾ തേടാനും CPM ആലോചിക്കുന്നുണ്ട്. ആ രീതിയിൽ ഗവർണർക്കെതിരെ ഏത് രീതിയിലാണോ, ഏത് ലൈനിലാണോ ഗവർണർ പോകുന്നത് അതേ ലൈനിൽ, അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് സർക്കാരിൻ്റെയും CPMന്റെയും തീരുമാനം. തികച്ചും അസാധാരണവും കേരള ചരിത്രത്തിലില്ലാത്തതുമായ നീക്കമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം 11:45 സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ തെളിവുകൾ സമർപ്പിക്കാൻ, സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇത്തരമൊരു വാർത്താ സമ്മേളനം ഒരുപക്ഷെ രാജ്യചരിത്രത്തിൽ തന്നെ അത്യപൂർവമെന്ന് വേണം പറയേണ്ടത്. അത്തരമൊരു നീക്കമാണ് ഗവർണർ നടത്തുന്നത്. അഴിമതി ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്, ധൂർത്തില്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നാണ് ഗവർണറുടെ വിശദീകരണം. സർവകലാശാലകളുടെ അധികാരത്തിൽ സർക്കാർ കൈകടത്തുന്നു, കടന്നുകയറുന്നു, അവിടെ രാഷ്ട്രീയ നിയമനങ്ങളും സ്വജനപക്ഷപാതം നടത്തുന്നു. ഇത് അംഗീകരിക്കാനാകില്ല. അതിനെതിരെയാണ് തൻ്റെ പോരാട്ടമെന്നാണ് ഗവർണറുടെ ഭാഷ്യം. അതേസമയം ഗവർണർ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയാണ്. ഗവർണർ ഭരിക്കാൻ ഉള്ള അധികാരം ഗവർണർക്കില്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഗവർണർ ഭരണഘടനാ തലവനാണ്, എന്നാൽ ഭരണാധികാരിയല്ല എന്ന സന്ദേശം, എന്ന മറുപടി ദേശാഭിമാനി മുഖപ്രസംഗത്തിലൂടെ CPM നൽകുന്നു. ഭരണനിർവഹണം നടത്താനുള്ള ഒരു അധികാരവും ഗവർണർക്കില്ല. യഥാർത്ഥ അധികാരം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. അതുകൊണ്ട് സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കാനുള്ള ഭരണഘടനാ ബാധ്യത ഗവർണർ നിറവേറ്റണം. അതിന് മാത്രമേ ഗവർണർക്ക് അധികാരമുള്ളൂ. ജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്വവും ഗവർണർക്കല്ല ഉള്ളത്. ജനങ്ങളുടെ ഉത്തരവാദിത്വം സർക്കാരിനാണ്. ഇത് മനസ്സിലാകാത്ത ഏക വ്യക്തി കേരളത്തിലെ ഗവർണറാണെന്ന് മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, നീക്കങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നത് രാഷ്ട്രീയ യജമാനന്മാരിൽ നിന്ന് കയ്യടി വാങ്ങാനും പുതിയ പദവികളും ലാവണങ്ങളും ഉറപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് സർക്കാരിനെതിരെയുള്ള ഗവർണറുടെ നീക്കമെന്ന വിമർശനവും, ഗുരുതരമായ വിമർശനവും
ദേശാഭിമാനി മുന്നോട്ട് വയ്ക്കുന്നു. RSS മേധാവിയെ അദ്ദേഹം ഉള്ള സ്ഥലത്ത് പോയി ഗവർണർ സന്ദർശിച്ചത് ഇതിൽ നിന്ന് വ്യക്തമാണ്. എന്താണ് ഗവർണർ അധികാരമെന്ന സുപ്രീം കോടതി വിധികളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ മുഖപ്രസംഗം മുന്നോട്ട് പോകുന്നത്. നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ താൻ ഒപ്പിട്ടാലേ നിയമമാകൂ എന്ന് ഗവർണർ ഓർമ്മപ്പെടുത്തുന്നു. അല്ലെങ്കിൽ അത് അദ്ദേഹം പറയുന്നു, അത് ഒരു ഭീഷണിയുടെ സ്വരമാണ്. ഗവർണറുടെ വാക്കുകളിൽ നിന്ന് ഭീഷണിയാണ് വായിച്ചെടുക്കാൻ കഴിയുന്നത്. നിയമസഭ പാസ്സാക്കിയ ബിൽ ഗവർണറെ കഴിച്ചാൽ അദ്ദേഹത്തിന് ഒന്നുകിൽ അത് ഒപ്പിട്ട സഭയ്ക്ക് തിരിച്ചയക്കാം, അല്ലെങ്കിൽ ഒപ്പിടാൻ വിസമ്മതിക്കാം. അതുമല്ലെങ്കിൽ കൂടുതൽ പരിശോധനയ്ക്കായി നിയമസഭയിലേക്ക് തന്നെ തിരിച്ചയക്കാം. അതിനപ്പുറത്തേക്ക് രാഷ്ട്രപതി സമർപ്പിക്കുക, അതിനപ്പുറത്തേക്ക് നിശ്ചിതമായി നീട്ടിവെക്കുന്നത് ഗവർണറുടെ അധികാര പരിധിയിലുള്ള കാര്യമല്ല. ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടനാ വിരുദ്ധമായ ബില്ലുകൾ അനന്തമായി ഒപ്പിടാതെ വച്ചു താമസിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അത് എങ്ങനെയാണ് ഒരു ഗവർണർ സ്വീകരിക്കുക തുടങ്ങി വളരെ രൂക്ഷമായ നിശ്ചിതമായ വിമർശനങ്ങളാണ് ഗവർണർക്കെതിരെ ദേശാഭിമാനി ഉയർത്തുന്നത്. അതിന് പിന്നാലെ ഇന്ന് ദേശാഭിമാനി തന്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പുത്ര ദിനേശിന്റെ ഒരു ലേഖനമുണ്ട്. ഈ ചരിത്ര കോൺഗ്രസ് സംബന്ധിച്ച കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് ഗവർണറെ അവിടെയും വിമർശിച്ചുകൊണ്ടുള്ള ലേഖനം പുത്രത്തെ ദിനേശനും എഴുതിയിട്ടുണ്ട്. ഇതിനുള്ള ഒക്കെയുള്ള ഒരു മറുപടി എന്ന രീതിയിലും വിഷയത്തിലേക്ക് ഇടപെട്ടുകൊണ്ടും വീക്ഷണവും ഇന്നൊരു മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് സംസ്ഥാന സർക്കാരും ഗവർണറുമായി തമ്മിൽ തല്ലുന്നു, തെരുവിൻ്റെ ഭാഷയിൽ നടത്തുന്ന പോര് ഭരണഘടനയ്ക്ക് യോജിച്ചതല്ല, അടുക്കള പോര് തെരുവിലേക്കെന്നാണ് വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. ഗവർണർ ഇരിക്കുന്ന പദവിയുടെ അന്തസ്സ് മറന്ന് പ്രവർത്തിക്കുന്ന വിമർശനവും അതിലുണ്ട്. ഇരു വിഭാഗങ്ങളും, സർക്കാരും ഗവർണറും, ഭരണഘടനയുടെ തത്വങ്ങളും കടമകളും മറക്കരുത്. അടുക്കളപ്പോര് തെരുവീതികളിലേക്ക് വലിച്ചിട്ട് തെരുവ് മാലിന്യം പോലെ സമൂഹത്തിന് ദുസ്സഹമായി തീർന്ന കുറ്റപ്പെടുത്തലും ഭീഷണി നടത്തുന്നു. അങ്ങനെ സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അത്യന്തം കലുഷിതമാകുന്ന സാഹചര്യത്തിലേക്ക് സർക്കാർ ഗവർണർ പോര് മാറുകയാണ്. നേരത്തെയൊക്കെ ഗവർണറുടെ വിമർശനങ്ങളെ കാര്യമായി മറുപടി പറഞ്ഞു പോയിരുന്നില്ല CPM സർക്കാരും. കുറച്ചെങ്കിലും മറുപടി നൽകിയത് CPM നേതൃത്വമായിരുന്നു. പക്ഷേ അത് മാറ്റിവെച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് രംഗത്തെത്തുന്നു. കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് ഗവർണർ പറയുന്നതിന് അപ്പോൾ മറുപടി പറഞ്ഞു പോകാൻ തന്നെയാണ് CPMന്റെ തീരുമാനം. ഇനി കാര്യങ്ങൾ ആ രീതിയിൽ വൈകിപ്പിക്കില്ല. ഗവർണർ ഏത് രീതിയിൽ നീങ്ങുന്നു അതേ രീതിയിൽ തിരിച്ചടിക്കാനാണ് CPMന്റെയും സർക്കാരിൻ്റെ തീരുമാനം. അതായത് ഗവർണർക്കെതിരെ രാഷ്ട്രീയ വിമർശനം ശക്തമാക്കും, രാഷ്ട്രീയ പ്രചരണം ശക്തമാക്കും. അതിനപ്പുറത്തേക്ക് മറുപടികൾ പാർട്ടി നേതൃത്വവും സർക്കാരിലെ പ്രമുഖരും മുഖ്യമന്ത്രി അടക്കമുള്ളവർ മറുപടി പറഞ്ഞു പോകും. നിയമപരമായി നേരിടേണ്ട കാര്യങ്ങൾ, കാരണം ഈ ബില്ലുകളൊക്കെ അനിശ്ചിതമായി നീണ്ടുപോയാൽ അവിടെ നിയമവഴികൾ തേടാനും CPM ആലോചിക്കുന്നുണ്ട്. ആ രീതിയിൽ ഗവർണർക്കെതിരെ ഏത് രീതിയിലാണോ, ഏത് ലൈനിലാണോ ഗവർണർ പോകുന്നത് അതേ ലൈനിൽ, അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് സർക്കാരിൻ്റെയും CPMന്റെയും തീരുമാനം. തികച്ചും അസാധാരണവും കേരള ചരിത്രത്തിലില്ലാത്തതുമായ നീക്കമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം 11:45 സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ തെളിവുകൾ സമർപ്പിക്കാൻ, സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇത്തരമൊരു വാർത്താ സമ്മേളനം ഒരുപക്ഷെ രാജ്യചരിത്രത്തിൽ തന്നെ അത്യപൂർവമെന്ന് വേണം പറയേണ്ടത്. അത്തരമൊരു നീക്കമാണ് ഗവർണർ നടത്തുന്നത്. അഴിമതി ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്, ധൂർത്തില്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നാണ് ഗവർണറുടെ വിശദീകരണം. സർവകലാശാലകളുടെ അധികാരത്തിൽ സർക്കാർ കൈകടത്തുന്നു, കടന്നുകയറുന്നു, അവിടെ രാഷ്ട്രീയ നിയമനങ്ങളും സ്വജനപക്ഷപാതം നടത്തുന്നു. ഇത് അംഗീകരിക്കാനാകില്ല. അതിനെതിരെയാണ് തൻ്റെ പോരാട്ടമെന്നാണ് ഗവർണറുടെ ഭാഷ്യം. അതേസമയം ഗവർണർ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയാണ്. ഗവർണർ ഭരിക്കാൻ ഉള്ള അധികാരം ഗവർണർക്കില്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഗവർണർ ഭരണഘടനാ തലവനാണ്, എന്നാൽ ഭരണാധികാരിയല്ല എന്ന സന്ദേശം, എന്ന മറുപടി ദേശാഭിമാനി മുഖപ്രസംഗത്തിലൂടെ CPM നൽകുന്നു. നമസ്കാരം. പ്രധാന വാർത്തകൾ. സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ച് ഗവർണർ. And prevented police from acting against those who were creating disturbance. Has he been appointed in the Chief Minister's office because of that great thing which he did? ലക്ഷ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസും പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷും. ചരിത്ര കോൺഗ്രസിലെ അക്രമത്തിൽ അറസ്റ്റ് തടഞ്ഞത് രാഗേഷ്. 7 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം. ഉണ്ടായത് ആസൂത്രിത പ്രതിഷേധമെന്നും ഗവർണർ. കണ്ണൂർ VC പുനർനിയമനത്തിൽ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടെന്ന് ഗവർണർ. Why I was forced to write that letter? Chief Minister personally came to Raj Bhavan and requested me that in the matter of the appointment of Kannur University Vice Chancellor, that is his home district, and I agreed with him that I will give weightage to your opinion. You are democratically elected leader. Yes, I shall give weightage to your opinion.
മുഖ്യമന്ത്രി അയച്ച കത്തുകൾ പുറത്തുവിട്ട് ഉന്നത ഉദ്യോഗസ്ഥൻ കാണാനെത്തി. KT ജലീലിനും EP ജയരാജനും സജി ചെറിയാനും ഗവർണറുടെ വിമർശനം. ഗവർണറുടേത് RSS പ്രചാരകന്റെ ദൌത്യമെന്ന് EP ജയരാജൻ. ഗവർണർക്ക് പ്രായത്തിലുള്ള പക്വതയില്ല. CPM-നെ കടന്നാക്രമിക്കാനുള്ള വേദിയായി രാജ്ഭവനെ മാറ്റിയെന്ന് AK ബാലൻ. ഗവർണർക്കെതിരെ MG സർവകലാശാലയിൽ SFI പ്രതിഷേധം. ഗവർണറും മുഖ്യമന്ത്രിയും നടത്തുന്നത് രാഷ്ട്രീയ നാടകമെന്ന് പ്രതിപക്ഷം. രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുന്നത്. ഗവർണർ ഏത് സമയത്തും സെറ്റിൽമെന്റിന് വഴങ്ങുന്നയാളെന്നും VD സതീശൻ. RSS നേതാവിനെ ഗവർണർ കണ്ടത് ഉചിതമായില്ലെന്നും പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിക്കെതിരെ EDയെ സമീപിച്ച് HRDS. ഡോളർ കടത്തിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണം. ഡൽഹിയിലെ ED ആസ്ഥാനത്ത് പരാതി നൽകി അജി കൃഷ്ണൻ. KM ബഷീറിനെ വാഹനമിടിച്ചു കൊന്ന കേസിൽ വിടുതൽ ഹർജിയുമായി ശ്രീറാം വെങ്കിട്ടരാമൻ. പ്രോസിക്യൂഷൻ വാദം അടുത്ത മാസം 14-ന്. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് തെളിവില്ലെന്ന് ശ്രീറാം. ശ്രീനിവാസൻ വധക്കേസിൽ പോപ്പുലർ ഫ്രണ്ട് നേതാവ് കസ്റ്റഡിയിൽ. പോലീസ് കസ്റ്റഡിയിലെടുത്തത് സിദ്ദിഖ് തോട്ടങ്കരിയെ. ED കേസിൽ സിദ്ദിഖ് കാപ്പന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ. ഹർജി പരിഗണിക്കുക ലക്നൌ കോടതി. ജാമ്യം ലഭിച്ചാൽ സിദ്ദിഖ് കാപ്പന് ജയിൽ മോചിതനാകാം. എലിസബത്ത് രാജ്ഞിക്ക് വിട നൽകാൻ ലോകം. ചടങ്ങുകൾ വൈകിട്ട് 3:30 മുതൽ. മൃതദേഹം സംസ്കരിക്കുക വെസ്റ്റ്മിൻസ്റ്റർ പള്ളിയിലെ ഗ്രാൻഡ് ഹാളിൽ. സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ചരിത്ര കോൺഗ്രസിൽ തനിക്ക് നേരെയുണ്ടായത് ആസൂത്രിത അക്രമം. പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയപ്പോൾ വേദിയിലുണ്ടായിരുന്ന KK രാഗേഷ് തടഞ്ഞു. ചരിത്ര കോൺഗ്രസിലുണ്ടായത് 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമെന്നും ദൃശ്യം പുറത്തുവിട്ട് ഗവർണർ പറഞ്ഞു. That is the job of the police. They will control them. But he rises from his seat and goes to the audience to stop police from acting. Has he been appointed in the Chief Minister's office because of that great thing which he did? These are my questions. മുഖ്യമന്ത്രി അയച്ച കത്തുകൾ ഗവർണർ പുറത്തുവിട്ടു. ചാൻസലർ സ്ഥാനത്ത് തുടരണമെന്ന് അഭ്യർത്ഥിച്ച് 2 കത്തുകൾ തന്നു. സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ ഇടപെടില്ലെന്ന് ഉറപ്പുമായി മുഖ്യമന്ത്രി കത്ത് നൽകി. ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനം ഉറപ്പാക്കിയത് തന്നെ സമ്മർദ്ദത്തിലാക്കിയാണെന്നും ഗവർണർ പറഞ്ഞു. Why I was forced to write that letter? Chief Minister personally came to Raj Bhavan and requested me that in the matter of the appointment of Kannur University Vice Chancellor, that is his home district, and I agreed with him that I will give weightage to your opinion. You are democratically elected leader. Yes, I shall give weightage to your opinion. KT ജലീലിനെയും EP ജയരാജനെയും സജി ചെറിയാനെയും ഗവർണർ രൂക്ഷമായി വിമർശിച്ചു. One minister trashes constitution publicly and he is removed from the Council of Ministers. Another former minister challenges the territorial integrity of India by using the language of Pakistan. Do you think these incidents are merely lapse on the part of these individuals? No. This is how they are indoctrinated in their training camps. That the convener of the ruling party is barred from flying by the airline. For what? For attacking 2 persons inside the plane. So if they attack me here, if they can attack inside the plane, what is so surprising if they attack me there on the stage? തെളിവുകൾ പുറത്തുവിട്ടായിരുന്നു ഗവർണറുടെ വാർത്താ സമ്മേളനം. ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണും. ദുർവിനിയോഗം നടത്തിയാണ് നിയമനം നേടിയെടുത്തത് എന്നുള്ള കാര്യം ഞങ്ങൾ നേരത്തെ തന്നെ ഇത് പറഞ്ഞ കാര്യമാണ്.
ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന സന്ദർഭത്തിൽ ഈ ഗവർണറെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. അന്ന് CIAയുമായി ബന്ധപ്പെട്ടായിരുന്നു ആ പ്രമേയം. അന്ന് ഈ ഗവർണറെ പരിപൂർണമായി പിന്തുണച്ച ആളുകളാണ് CPMഉം ഇടതുപക്ഷ മുന്നണിയും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അന്ന് പരിപൂർണമായി ഗവർണറെ പിന്തുണയ്ക്കുകയും കഴിഞ്ഞ 2 വർഷക്കാലം ഗവർണറുമായി ചേർന്ന് എല്ലാവിധത്തിലുമുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയും ചെയ്തൊരു ഗവൺമെന്റിനെയാണ് ഇപ്പോൾ ഗവർണർ നിശിതമായി വിമർശിച്ചിരിക്കുന്നത്. ഇവർ തമ്മിൽ എന്തുകൊണ്ടാണ് തെറ്റുന്നത് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ഏതായാലും മുഖ്യമന്ത്രി നടത്തിയ അധികാര ദുർവിനിയോഗം ഞെട്ടിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ഒരു വൈസ് ചാൻസലറെ തെരഞ്ഞെടുക്കാൻ നിയമപരമായ നടപടിയുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റി ആക്ടിലെ സെക്ഷൻ 10 അനുസരിച്ചാണ് ഈ നിയമനം നടത്തേണ്ടത്. ആ നിയമനങ്ങളുടെ എല്ലാ നടപടിക്രമങ്ങളും തെറ്റിച്ചുകൊണ്ടാണ് ഗവർണർ മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് ചെയ്തു കൊടുത്തത്. അതിപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കിടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് സർവകലാശാലകളെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാനും ഇഷ്ടക്കാരെയും സ്വന്തക്കാരെയും നിയമിക്കാനുമുള്ള നിർബന്ധമായ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ താല്പര്യമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് നടത്തിയ മുഴുവൻ കള്ളക്കളികളും ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഇത് ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. കഴിഞ്ഞ 2.5 വർഷമായി ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് നടത്തിയ ഓരോ കാര്യങ്ങളും ഇനിയും പുറത്തു വരണം. ഇപ്പോൾ പുറത്തു വന്നത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രം. മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്ന് നടത്തിയ എല്ലാ കള്ളക്കളികളും പുറത്തു വരണമെന്നാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നത്. എന്തായാലും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങൾ ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. വാർത്താസമ്മേളനത്തിൽ VV അരുണുണ്ട് വാർത്താസമ്മേളനത്തിന്റെ വിശദാംശങ്ങളുമായി. അരുൺ, ആരോപണങ്ങളിൽ ഉറച്ചുനിന്ന് നിലപാട് ആവർത്തിച്ചുകൊണ്ടാണ് ഗവർണർ ഇന്ന് വാർത്താസമ്മേളനം നടത്തിയത്. തന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്ന അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ കൂടി അദ്ദേഹം പുറത്തുവിടുന്നു. മുഖ്യമന്ത്രിയാണ് മുഖ്യമായും അദ്ദേഹം ലക്ഷ്യമിടുന്നത്. അത് തനിക്കെതിരെ നടന്ന ആക്രമണ ശ്രമത്തിന്റെ കാര്യത്തിലായാലും സർവകലാശാലകളുടെ നിയമനത്തിന്റെ കാര്യത്തിലായാലും എല്ലാം സർക്കാരിനെ എത്രമാത്രം പ്രതിരോധത്തിലാക്കുന്നതാണ് ഗവർണറുടെ ഇന്നത്തെ വാർത്താസമ്മേളനം. ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണൂരിൽ നടന്ന ചരിത്ര കോൺഗ്രസിനിടെ ഉണ്ടായ പ്രതിഷേധം. അത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും അന്നത്തെ MP-യുമായിരുന്ന KK രാഗേഷ് ആസൂത്രണം ചെയ്തതാണ്. അതിന്റെ ഗൂഢാലോചന അദ്ദേഹത്തിന് പങ്കുണ്ടെന്ന ഗുരുതരമായ ആരോപണമാണ്. അദ്ദേഹം അതിന് തെളിവായി നൽകുന്നത് ആ സ്റ്റേജിൽ KK രാഗേഷ് എഴുന്നേറ്റ് നിൽക്കുന്നു. അതിനുശേഷം ഗവർണറുടെ പ്രസംഗം തുടരുന്ന അവസരത്തിൽ തന്നെ പുറത്ത് ഈ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നു. 100ഓളം പോലീസുകാരുടെ സാന്നിധ്യത്തിലായിരുന്നു അന്ന് അവിടെ ഈ പ്രശ്നമുണ്ടായത്. ആ സമയത്ത് എന്തിന് KK രാഗേഷ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പുറത്ത് വന്ന് അറസ്റ്റ് തടയുന്നു? അറസ്റ്റ് പാടില്ല എന്ന് KK രാഗേഷ് പറയുന്ന ദൃശ്യങ്ങൾ സഹിതമാണ് ഗവർണർ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത്. എന്തിന് അതിൽ ഇടപെട്ടു? എന്തുകൊണ്ട് അത്തരത്തിൽ അറസ്റ്റ് തടഞ്ഞു? അതിന് അദ്ദേഹത്തിന്റെ പ്രതിഫലമാണോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാന പദവിയെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിക്കുന്നു. ആസൂത്രിതമായ അക്രമമാണ് അവിടെ ഉണ്ടായത്, പ്രതിഷേധമാണ് ഉണ്ടായത്. പെട്ടെന്ന് ആരെങ്കിലും 1-2 പ്ലക്കാർഡുകൾ എടുത്തുകൊണ്ട് പ്രതിഷേധത്തിന് വന്നതല്ല. 100-ലേറെ പ്ലക്കാർഡുകൾ തയ്യാറാക്കിയിരുന്നു. ആ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. പ്രതിഷേധിച്ചവർ ആരും കേരളത്തിലുള്ളവരല്ല, ജാമിയ മിലിയയിലും അതുപോലെ തന്നെ JNUവിലും അലിഗഡ് യൂണിവേഴ്സിറ്റിയിലും ഉള്ളവരാണ്. അലിഗഡിലുള്ളവരെ തനിക്ക് തിരിച്ചറിയാൻ കഴിയുകയും ചെയ്തു. അത്തരത്തിൽ ഒരു ബോധപൂർവമായ ആസൂത്രിതമായ പ്രതിഷേധം തനിക്കെതിരെ ഉണ്ടായി. ഇർഫാൻ ഹബീബ് പലതവണ ഗവർണർക്ക് ചുറ്റും നടക്കുന്ന ദൃശ്യങ്ങൾ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് ഗവർണറുടെ ആരോപണം. അത്തരം കയ്യേറ്റ ശ്രമം ഇല്ലെങ്കിൽ പോലും ഗവർണർ സാധാരണഗതിയിൽ ഗവർണർ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ പോലും അവിടെ കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ട്. ആളുകളുടെ ചലനങ്ങൾ പോലും നിയന്ത്രിക്കുന്ന പതിവുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വിരുദ്ധമായി ഇർഫാൻ ഹബീബ് പലതവണ ഗവർണർക്ക് ചുറ്റും നടക്കുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതാണ് ഗവർണർ ഏറ്റവും അധികം ചൊടിപ്പിക്കുന്നത്. തനിക്കെതിരെ അത്തരമൊരു ആക്രമണ ശ്രമം നടന്നിട്ട് എന്തുകൊണ്ട് അതിനെതിരെ നടപടിയെടുക്കാൻ തയ്യാറല്ലെന്ന് മാത്രമല്ല, ആ കേസ് എടുക്കാൻ പോലീസ് തയ്യാറായപ്പോൾ അവരെ അതിൽ നിന്ന് തടഞ്ഞു. അതിന് തെളിവുകൾ തന്റെ പക്കലുണ്ടെന്ന് ഗവർണർ പറയുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതിനെതിരെ താൻ രാഷ്ട്രപതിയോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റെയോ ഒന്നും സമീപിക്കില്ല. കേസ് എടുക്കേണ്ടത് സർക്കാരായിരുന്നു, അവർ അത് ചെയ്തില്ല. അത് എന്തുകൊണ്ട് എന്നൊരു ഉത്തരമായി അദ്ദേഹം പറയുന്നത് അത് ഗവൺമെന്റ് തലത്തിൽ നടന്നൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ തന്നെ ഭീഷണിപ്പെടുത്താനുള്ള, തന്നെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്.
അതിന് താൻ വഴങ്ങില്ല. അതാണ് ഒന്നാമത്തെ വിഷയം. മറ്റൊന്ന് സർവകലാശാലകളിലെ സർക്കാരിന്റെ കൈകടത്തലാണ്. സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ ഒരു തരത്തിലും ഇടപെടില്ലെന്ന ഉറപ്പ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വന്നു കണ്ട് തന്നതാണ്, കത്തിലൂടെ പറഞ്ഞതാണ്. ഇപ്പോൾ സർവകലാശാലകളിൽ ഗവർണറുടെ ചാൻസലറുടെ അധികാരം വെട്ടിക്കുറയ്ക്കാവുന്ന നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി മറന്നുപോയോ എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിക്കുന്നു. തനിക്കും സർക്കാരിനിടയിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കുമിടയിൽ വ്യക്തിപരമായ ഒരു പ്രശ്നങ്ങളുമില്ല. ഓണത്തിനടക്കം പരസ്പരം ഞങ്ങൾ ഗ്രീറ്റ് ചെയ്തതാണ്. അതിനപ്പുറത്തേക്ക് ഒരു പ്രശ്നവുമില്ല. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാം. അതിന് അവർ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ലോകായുക്ത ഭേദഗതി ബില്ലിൽ ഒപ്പിടണം. ഒരു കുറ്റവാളി തന്നെ അയാളുടെ ജഡ്ജായി മാറുന്ന അസാധാരണ സാഹചര്യമാണ് ആ ബില്ല് പാസ്സായാൽ ഉണ്ടാകുന്നത്. താൻ അതിന് കൂട്ടുനിൽക്കണമോ എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിക്കുന്നു. സർവകലാശാലകളിൽ ചാൻസലർ അധികാരം എടുത്തു കളഞ്ഞുകൊണ്ട് സർക്കാരിന് താല്പര്യമുള്ള ആളുകളെ നിയമിക്കുന്ന താൻ കൂട്ടുനിൽക്കണമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതിന് തയ്യാറാകില്ലെന്ന് അസന്ദിഗ്ധമായി അദ്ദേഹം പറയുന്നു. അതായത് രണ്ട് ബില്ലുകളിലും ഒപ്പിടില്ല. മറ്റൊന്ന്, ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനമാണ്. ആ നിയമനത്തിന് വേണ്ടി മുഖ്യമന്ത്രി നേരിട്ട് വന്ന് തന്നെ കണ്ടു. അദ്ദേഹത്തിന്റെ ജില്ലക്കാരനാണ്, അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളാണ്. അവിടെയും മുഖ്യമന്ത്രി നേരിട്ട് വന്ന് കണ്ടതുകൊണ്ട് താൻ നിയമിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും ചില നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന ആവശ്യം താൻ ഡിമാൻഡ് മുന്നോട്ട് വച്ചു. അത് ആകാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷെ പിന്നീട് തന്റെ മാനദണ്ഡങ്ങൾ പാലിക്കണം, നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന ആവശ്യത്തെ പോലും മറികടന്നുകൊണ്ട് അത് ഒഴിവാക്കാനുള്ള തുടർച്ചയായ ശ്രമങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തുനിന്ന് ഉദ്യോഗസ്ഥരെ വിട്ടുകൊണ്ട് ഉണ്ടായി എന്ന ഗുരുതരമായ ആരോപണവും ഗവർണർ ഉന്നയിക്കുന്നു. ഏതായാലും ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല. മറ്റൊരു കാര്യം, നമ്മൾ രാവിലെയൊക്കെ ചീഫ് സെക്രട്ടറി സന്ദർശനം ഒരു അഭ്യൂഹമായി പറഞ്ഞിരുന്നു. അത് സമവായ നീക്കമാണോ എന്നുള്ളത് അത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത്. ചീഫ് സെക്രട്ടറി വന്നത് തന്നെ ഒരു പരിപാടി ക്ഷണിക്കാനാണ്. അതിനപ്പുറത്തേക്ക് ഒരു സമവായ നീക്കത്തിനുമല്ല അദ്ദേഹം വന്നത് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. ഏതായാലും ചുരുക്കത്തിൽ ഈ വാർത്താ സമ്മേളനത്തോടുകൂടി ഒരു കാര്യം വ്യക്തമാവുകയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല. താൻ ഉന്നയിച്ച വിഷയങ്ങളിൽ നിന്ന്, താൻ ഉയർത്തിയ ആരോപണങ്ങളിൽ നിന്ന്. CPM നേതാക്കൾ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഏറ്റവും അധികം ഗവർണർക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത് അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന RSS ആണ്. RSS മേധാവി മോഹൻ ഭഗവതിനെ അദ്ദേഹം ഒരു സ്വകാര്യ വസതിയിൽ പോയി കണ്ട വിഷയത്തിൽ ശക്തമായ വിമർശനമുണ്ട്. അദ്ദേഹം അതിനെ ന്യായീകരിക്കുന്നു. എന്തുകൊണ്ട് അത് പാടില്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അത് താൻ തലവനായ ഒരു സംസ്ഥാനത്തേക്ക് RSSന്റെ മേധാവി വരുമ്പോൾ അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹത്തിന്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു. അതിലെന്താണ് തെറ്റ്? പണ്ട് നെഹ്റു പോലും RSSനെ അംഗീകരിച്ചല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ ഒരു വിമർശനങ്ങൾ അദ്ദേഹം മറികടക്കുന്നത്. ഇത്തരത്തിൽ താൻ ചെയ്തതിൽ ഒരു തെറ്റ് മാത്രം അദ്ദേഹം പറയുന്നത്, ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനത്തിന് താൻ അനുമതി നൽകാൻ പാടില്ലായിരുന്നു. അത് തന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റു തന്നെയാണ്. പക്ഷേ അത് നിയമവിരുദ്ധമായി താൻ അവിടെയും ഒന്നും ചെയ്തിട്ടില്ല. താൻ നടപടിക്രമങ്ങൾ പാലിക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ആ തെറ്റ് മാത്രമാണ് തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതും തന്നെ സമ്മർദ്ദത്തിലാക്കി സർക്കാർ ചെയ്തിട്ടുണ്ട്. അതായത് സർക്കാർ നിരന്തര സമ്മർദ്ദത്തിലൂടെ ആ പുനർനിയമനം നേടിയെടുക്കുകയായിരുന്നു എന്ന ഗുരുതര ആരോപണമാണ് ഗവർണർ ഉന്നയിക്കുന്നത്. അരുൺ, ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് കണ്ടു, തന്നെ സ്വാധീനിച്ചു കണ്ണൂർ VCയുടെ നിയമനത്തിലെന്ന ഗുരുതരമായ ആരോപണം അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അയച്ച കത്തുകൾ പുറത്തുവിടുന്നുണ്ട്. ഈ ഗവർണറുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞുടൻ തന്നെ EP ജയരാജൻ അതിന് മറുപടിയുമായി എത്തുന്നു. അദ്ദേഹത്തിന് മനോവിഭ്രാന്തി എന്ന തലത്തിൽ ഉള്ള കാര്യങ്ങൾ, അതിഗുരുതരമായ വിമർശനം ഗവർണർക്കെതിരെ ഉന്നയിക്കുന്നു. ഇവിടെ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഗവർണർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത്. സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതൻ അന്ന് ഇടപെട്ട് പോലീസിനെ നിയന്ത്രിച്ചു. അതിനുള്ള പ്രത്യുപകാരമാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സ്ഥാനലബ്ധി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഈ കാര്യത്തിന് മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടി വരുമോ? അദ്ദേഹം ഈ കാര്യങ്ങളിൽ കഴിഞ്ഞ ദിവസം സംസാരിച്ചതുപോലെ മാധ്യമങ്ങളെ കണ്ടു തന്നെ ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടി വരുമോ? അരുണിലേക്ക് വരാം. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് M. ലിജു നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ലിജു, അതിഗുരുതരമായ ആരോപണങ്ങൾ ഗവർണർ കഴിഞ്ഞ ദിവസം ഉയർത്തിയിരുന്നു. അതിന് ഇപ്പോൾ കൂടുതൽ തെളിവുകൾ കൂടി നൽകി അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നു എന്താണ് സംഭവിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതിൽ ചരിത്ര കോൺഗ്രസിൽ സംഭവിച്ച കാര്യങ്ങളുണ്ട്, കണ്ണൂർ VCയുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഇന്നത്തെ ഗവർണറുടെ വാർത്താ സമ്മേളനത്തെ കാണുന്നത്? കണ്ണൂർ VCയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മറ്റും അധികം ഗൗരവതരം തന്നെയാണ്. പക്ഷെ ഞങ്ങൾ ഇതിനെ കാണുന്നത് തീർച്ചയായിട്ടും ഒരു ഒത്തുകളി എന്ന തരത്തിൽ ഒരു മാച്ച് ഫിക്സിംഗ് ആണെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഇപ്പൊ കേരളത്തിൽ അതിശക്തമായി BJPക്കെതിരായ അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ഐക്യത്തെ തകർക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരായി രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുമ്പോൾ അത് ഈ മതേതര ചേരിയിലുള്ള മുഴുവൻ ആളുകളെയും സംബന്ധിച്ച് കോൺഗ്രസ് കൊടി കീഴിൽ അണിനിരക്കും എന്ന് വന്നതുകൊണ്ടും കഴിഞ്ഞ കുറെ നാളുകളായി പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ അദ്ദേഹം
കേരളത്തിലെ സംഘപരിവാറിന്റെ ബി ടീം ക്യാപ്റ്റനാണ് ബോധ്യപ്പെട്ടതുകൊണ്ടും അപ്പൊ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന നാടകങ്ങൾക്കപ്പുറം വലിയ കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് ഞാൻ അതിൽ വ്യക്തിപരമായി കരുതുന്നില്ല. കഴിഞ്ഞ ദിവസമൊക്കെ നടത്തിയ ഇപ്പം കർണാടകത്തിൽ റാലി നടത്തുന്നു. എന്താണ് കാര്യം? ഒരു കാര്യമില്ല. ഇവിടെ കോൺഗ്രസ് ജയിച്ചൊരു സ്ഥലത്ത് BJPക്ക് 1-2% വോട്ടിലെടുത്ത് പോയി BJP വിരുദ്ധ റാലി നടത്തുന്നു എന്ന് പറഞ്ഞൊരു പ്രതിച്ഛായ നിർമ്മാണം നടത്താനാണ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ശ്രമിച്ചത്. കേരളത്തിൽ റാലി നടത്തിയാണല്ലോ നിങ്ങൾ BJPക്കെതിരെ പ്രതിരോധിക്കുന്നു എന്ന് പറയുന്നത്. നമുക്ക് ഇതിലേക്ക് തന്നെ വന്നാൽ ശ്രീ ലിജു, സർക്കാരിനെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങളല്ലേ ഗവർണർ ഇന്ന് പറഞ്ഞിട്ടുള്ളത്? അത് തെളിവ് സഹിതം പറയുമ്പോൾ എങ്ങനെയാണ് അതൊരു ഒത്തുതീർപ്പാണ് എന്ന് നിങ്ങൾക്ക് വിമർശിക്കാൻ കഴിയും? അതൊക്കെ ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഒത്തുതീർപ്പ് അപ്പൊ ഗവർണർ നേരിട്ട് സന്ദർശിച്ചു. ഗോപിനാഥ് രവീന്ദ്രന്റെ കാര്യത്തിൽ പിണറായി വിജയൻ നേരിട്ട് വന്ന് സംസാരിച്ചിരുന്നു. സ്വജനപക്ഷപാതത്തിന്റെ ആ ഒരു അംശം അതിനകത്തുണ്ട്. പക്ഷേ ഗോപിനാഥ് രവീന്ദ്രന്റെ കാര്യത്തിൽ കോടതി അംഗീകാരം വന്നതോടെ അല്ലെങ്കിൽ ഗവർണർ അന്ന് ആ കാര്യം വെളിപ്പെടുത്തിയോ? കഴിഞ്ഞു. കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ അത് എന്താണ് പ്രസക്തി? ഗവർണറെ ആക്രമിച്ചതിനെതിരെ ആക്രമിക്കാൻ ശ്രമിച്ച ആളുകളെ KK രാജേഷ് തടഞ്ഞു എന്ന് പറഞ്ഞു. അതിനകത്ത് അത് രാഷ്ട്രീയമായ മുഖ്യമന്ത്രിയെ അഭിനന്ദനായി ബാധിക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ. അതാണെങ്കിൽ പോലും ഒരു ധാർമ്മിക പ്രശ്നത്തിനപ്പുറത്ത് ഒരു ക്രിമിനൽ കേസ് എടുക്കാൻ സാധിക്കുമോ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ KK രാജേഷിനെതിരെ? അതൊരു ധാർമ്മിക പ്രശ്നമാണ്. അപ്പൊ സ്വാഭാവികമായി ഇതൊന്നും തന്നെ അതീവ ഗുരുതരമായ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതല്ല. പിന്നെ ഓർഡിനൻസിൽ ഒപ്പിടാത്ത കാര്യം, ഓർഡിനൻസ് എത്ര കാലം ഒപ്പിടാതിരിക്കാൻ സാധിക്കും? ഒപ്പിടാതെ തിരിച്ചയച്ചാൽ വീണ്ടും ഒരിക്കൽ കൂടി അയച്ചാൽ ഗവർണർക്ക് ഒപ്പിടേണ്ടി വരും. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ആഴത്തിൽ വിശകലനം ചെയ്യുമ്പോൾ ഇത് സർക്കാരിനെ കുറച്ച് ദിവസത്തേക്ക് കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ ഗവർണർ സർക്കാർ പോര് അത് സൃഷ്ടിക്കാനുള്ളതേ രണ്ടുപേർക്ക് താല്പര്യമുള്ളൂ. കാരണം എന്താ? BJPക്കെതിരായി ഒറ്റക്കെട്ടായി നിൽക്കാനും അതിനകത്ത് വോട്ട് ചെയ്യാനും താല്പര്യപ്പെടുന്ന കേരളത്തിന്റെ മതേതര മനസ്സിൽ പിണറായി വിജയൻ എന്തോ BJPക്കെതിരെ നിലപാടെടുക്കുന്നതുകൊണ്ടാണ് ഗവർണർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊരു പ്രചരണം നടത്താൻ BJP CPM ആയുധം. അതിനപ്പുറത്തൊന്നും തന്നെ ഇതിനകത്തില്ല എന്നാണ് എന്റെ നിരീക്ഷണം. CPM കേന്ദ്രങ്ങൾ നേതാക്കൾ ഗവർണർക്കെതിരെ ഉയർത്തുന്ന വിമർശനം, RSS നേതാവ് മോഹൻ ഭാഗവതുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ച, അദ്ദേഹത്തിന്റെ RSS ബന്ധം വെളിപ്പെടുത്തിക്കൊണ്ടാണ് അവർ കൂടുതലും ഗവർണറെ കടന്നാക്രമിക്കുന്നത്. ഗവർണർക്ക് RSS ബന്ധമുണ്ടെന്ന് 100% ഉറപ്പല്ലേ? സംഘപരിവാർ സർക്കാർ രാജ്യം ഭരിക്കുമ്പോൾ അവർ ഗവർണറായിട്ട് വെക്കുന്ന ആൾ RSSകാരന് RSS ബന്ധം ഇല്ലാതെ നമ്മൾ കരുതേണ്ടത് കോൺഗ്രസിനെയോ അല്ലെങ്കിൽ CPM നേതാവിനെ വെക്കും. അപ്പൊ അതൊന്നും ഒരു പുതിയ വെളിപ്പെടുത്തലല്ല. ഞാൻ ഇതിന്റെ കോർ ഇഷ്യൂ ആണ് പറഞ്ഞത്. രാജ്യത്ത് അതിശക്തമായി ഭാരത് ജോഡോ യാത്ര BJPക്കെതിരായ രാഷ്ട്രീയം കൊടുക്കുമ്പോൾ ഞങ്ങളും ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി BJPക്ക് ഒരു CPM സ്പേസ് ഉണ്ടാക്കുന്ന നാടകമാണ് ഇത് നടക്കുന്നതാണ് എന്റെ വിശ്വാസം. പിന്നെ ശ്രീ എം ലിജു, ഇവിടെ ഇപ്പോൾ ബില്ലുകളിൽ ഒപ്പിടില്ല എന്നത് ഗവർണർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതിൽ നിങ്ങൾ എതിർക്കുന്ന ബില്ലുകൾ ഉൾപ്പെടെയുണ്ട്. അത് ലോകായുക്ത ബില്ലായാലും ചാൻസലറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന സർവകലാശാല ബില്ലായാലും അത് നിങ്ങൾ തന്നെ എതിർക്കുന്നതാണ്. അപ്പോൾ അതിൽ ഒപ്പിടില്ല എന്ന് ഗവർണർ പറയുന്ന തീരുമാനത്തെ എങ്ങനെയാണ് കാണുന്നത്? ഗവർണർ ഒപ്പിടില്ല എന്ന് പറയുന്നത് ഞങ്ങൾ സ്വാഗതം ചെയ്തു. കാരണം അന്നത് പറഞ്ഞില്ല, അത് ഗവർണർ ഒപ്പിടാൻ നിൽക്കുകയായിരുന്നു. ചിലപ്പോൾ വ്യക്തിപരമായി ആരിഫ് മുഹമ്മദ് ഖാന് CPM അല്ലെങ്കിൽ പിണറായി വിജയനുമായി എന്തെങ്കിലും കാര്യങ്ങൾക്കപ്പുറം ഇതൊക്കെ ആത്യന്തികമായി സെറ്റിൽ ചെയ്യാനുള്ള ശ്രമം ഇവരുടെ എല്ലാം പൊതു യജമാനന്മാരായ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഭാഗത്ത് ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ ഉണ്ടാക്കുന്ന വിവാദങ്ങൾ തീർച്ചയായിട്ടും ഞാൻ കരുതുന്നത് ഈ ഭാരത് ജോഡോ യാത്രയ്ക്കുണ്ടായിരിക്കുന്ന അഭൂതപൂർവമായ ജനപിന്തുണയും കേരളത്തിന്റെ മതേതര മനസ്സിന്റെ ഏകീകരണം കോൺഗ്രസ് അനുകൂലമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പറയുമ്പോൾ ഞങ്ങൾക്കും ഇതിനകത്തൊരു സ്പേസ് ഉണ്ട്. ഞങ്ങളും BJPക്കെതിരാണെന്ന് കാണിക്കാനുള്ള ഒരു ആസൂത്രിതമായ ഒരു നീക്കത്തിന്റെ ഭാഗം മാത്രമാണ്. എനിക്കൊരു സംശയം കാര്യത്തിലില്ല. ശരി, വളരെ നന്ദി ശ്രീ എം ലിജു ഞങ്ങളോട് സഹകരിച്ചതിന്. ഗവർണർ സർക്കാർ പോര് ആസൂത്രിതമാണ്, അത് ഭാരത് ജോഡോ യാത്രയുടെ ശ്രദ്ധ അല്ലെങ്കിൽ അതിന് കിട്ടുന്ന പ്രസക്തി കുറയ്ക്കാനാണ് എന്നതാണ് എം ലിജു ആരോപിക്കുന്നത്. നമുക്ക് ഈ വാർത്തയിലേക്കും അതിന്റെ വിശദാംശങ്ങളിലേക്കും തന്നെ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. തികച്ചും അസാധാരണവും
കേരള ചരിത്രത്തിലില്ലാത്തതുമായ നീക്കമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നത്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം 11:45 സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ തെളിവുകൾ സമർപ്പിക്കാൻ, സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇത്തരമൊരു വാർത്താ സമ്മേളനം ഒരുപക്ഷെ രാജ്യചരിത്രത്തിൽ തന്നെ അത്യപൂർവമെന്ന് വേണം പറയേണ്ടത്. അത്തരമൊരു നീക്കമാണ് ഗവർണർ നടത്തുന്നത്. അഴിമതി ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്, ധൂർത്തില്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നാണ് ഗവർണറുടെ വിശദീകരണം. സർവകലാശാലകളുടെ അധികാരത്തിൽ സർക്കാർ കൈകടത്തുന്നു, കടന്നുകയറുന്നു, അവിടെ രാഷ്ട്രീയ നിയമനങ്ങളും സ്വജനപക്ഷപാതം നടത്തുന്നു. ഇത് അംഗീകരിക്കാനാകില്ല. അതിനെതിരെയാണ് തന്റെ പോരാട്ടമെന്നാണ് ഗവർണറുടെ ഭാഷ്യം. അതേസമയം ഗവർണർ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയാണ്. ഗവർണർ ഭരിക്കാൻ ഉള്ള അധികാരം ഗവർണർക്കില്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഗവർണർ ഭരണഘടനാ തലവനാണ്, എന്നാൽ ഭരണാധികാരിയല്ല എന്ന സന്ദേശം, എന്ന മറുപടി ദേശാഭിമാനി മുഖപ്രസംഗത്തിലൂടെ CPM നൽകുന്നു. ഭരണനിർവഹണം നടത്താനുള്ള ഒരു അധികാരവും ഗവർണർക്കില്ല. യഥാർത്ഥ അധികാരം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. അതുകൊണ്ട് സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കാനുള്ള ഭരണഘടനാ ബാധ്യത ഗവർണർ നിറവേറ്റണം. അതിന് മാത്രമേ ഗവർണർക്ക് അധികാരമുള്ളൂ. ജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്വവും ഗവർണർക്കല്ല ഉള്ളത്. ജനങ്ങളുടെ ഉത്തരവാദിത്വം സർക്കാരിനാണ്. ഇത് മനസ്സിലാകാത്ത ഏക വ്യക്തി കേരളത്തിലെ ഗവർണറാണെന്ന് മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, നീക്കങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നത് രാഷ്ട്രീയ യജമാനന്മാരിൽ നിന്ന് കയ്യടി വാങ്ങാനും പുതിയ പദവികളും ലാവണങ്ങളും ഉറപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് സർക്കാരിനെതിരെയുള്ള ഗവർണറുടെ നീക്കമെന്ന വിമർശനവും, ഗുരുതരമായ വിമർശനവും ദേശാഭിമാനി മുന്നോട്ട് വയ്ക്കുന്നു. RSS മേധാവിയെ അദ്ദേഹം ഉള്ള സ്ഥലത്ത് പോയി ഗവർണർ സന്ദർശിച്ചത് ഇതിൽ നിന്ന് വ്യക്തമാണ്. എന്താണ് ഗവർണർ അധികാരമെന്ന സുപ്രീം കോടതി വിധികളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ മുഖപ്രസംഗം മുന്നോട്ട് പോകുന്നത്. നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ താൻ ഒപ്പിട്ടാലേ നിയമമാകൂ എന്ന് ഗവർണർ ഓർമ്മപ്പെടുത്തുന്നു. അല്ലെങ്കിൽ അത് അദ്ദേഹം പറയുന്നു, അത് ഒരു ഭീഷണിയുടെ സ്വരമാണ്. ഗവർണറുടെ വാക്കുകളിൽ നിന്ന് ഭീഷണിയാണ് വായിച്ചെടുക്കാൻ കഴിയുന്നത്. നിയമസഭ പാസ്സാക്കിയ ബിൽ ഗവർണർക്ക് അയച്ചാൽ അദ്ദേഹത്തിന് ഒന്നുകിൽ അത് ഒപ്പിട്ട സഭയ്ക്ക് തിരിച്ചയക്കാം, അല്ലെങ്കിൽ ഒപ്പിടാൻ വിസമ്മതിക്കാം. അതുമല്ലെങ്കിൽ കൂടുതൽ പരിശോധനയ്ക്കായി നിയമസഭയിലേക്ക് തന്നെ തിരിച്ചയക്കാം. അതിനപ്പുറത്തേക്ക് രാഷ്ട്രപതി സമർപ്പിക്കുക, അതിനപ്പുറത്തേക്ക് നിശ്ചിതമായി നീട്ടിവെക്കുന്നത് ഗവർണറുടെ അധികാര പരിധിയിലുള്ള കാര്യമല്ല. ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടനാ വിരുദ്ധമായ ബില്ലുകൾ അനന്തമായി ഒപ്പിടാതെ വച്ചു താമസിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അത് എങ്ങനെയാണ് ഒരു ഗവർണർ സ്വീകരിക്കുക തുടങ്ങി വളരെ രൂക്ഷമായ നിശ്ചിതമായ വിമർശനങ്ങളാണ് ഗവർണർക്കെതിരെ ദേശാഭിമാനി ഉയർത്തുന്നത്. അതിന് പിന്നാലെ ഇന്ന് ദേശാഭിമാനി തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പുത്ര ദിനേശിൻ്റെ ഒരു ലേഖനമുണ്ട്. ഈ ചരിത്ര കോൺഗ്രസ് സംബന്ധിച്ച കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് ഗവർണറെ അവിടെയും വിമർശിച്ചുകൊണ്ടുള്ള ലേഖനം പുത്രത്തെ ദിനേശനും എഴുതിയിട്ടുണ്ട്. ഇതിനുള്ള ഒക്കെയുള്ള ഒരു മറുപടി എന്ന രീതിയിലും വിഷയത്തിലേക്ക് ഇടപെട്ടുകൊണ്ടും വീക്ഷണവും ഇന്നൊരു മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് സംസ്ഥാന സർക്കാരും ഗവർണറുമായി തമ്മിൽ തല്ലുന്നു, തെരുവിൻ്റെ ഭാഷയിൽ നടത്തുന്ന പോര് ഭരണഘടനയ്ക്ക് യോജിച്ചതല്ല, അടുക്കള പോര് തെരുവിലേക്കെന്നാണ് വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. ഗവർണർ ഇരിക്കുന്ന പദവിയുടെ അന്തസ്സ് മറന്ന് പ്രവർത്തിക്കുന്ന വിമർശനവും അതിലുണ്ട്. ഇരു വിഭാഗങ്ങളും, സർക്കാരും ഗവർണറും, ഭരണഘടനയുടെ തത്വങ്ങളും കടമകളും മറക്കരുത്. അടുക്കളപ്പോര് തെരുവീതികളിലേക്ക് വലിച്ചിട്ട് തെരുവ് മാലിന്യം പോലെ സമൂഹത്തിന് ദുസ്സഹമായി തീർന്ന കുറ്റപ്പെടുത്തലും ഭീഷണി നടത്തുന്നു. അങ്ങനെ സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അത്യന്തം കലുഷിതമാവുന്ന സാഹചര്യത്തിലേക്ക് സർക്കാർ ഗവർണർ പോര് മാറുകയാണ്. നേരത്തെയൊക്കെ ഗവർണറുടെ വിമർശനങ്ങളെ കാര്യമായി മറുപടി പറഞ്ഞു പോയിരുന്നില്ല CPM സർക്കാരും. കുറച്ചെങ്കിലും മറുപടി നൽകിയത് CPM നേതൃത്വമായിരുന്നു. പക്ഷേ അത് മാറ്റിവെച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് രംഗത്തെത്തുന്നു. കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് ഗവർണർ പറയുന്നതിന് അപ്പോൾ മറുപടി പറഞ്ഞു പോകാൻ തന്നെയാണ് CPM തീരുമാനം. ഇനി കാര്യങ്ങൾ ആ രീതിയിൽ വൈകിപ്പിക്കില്ല. ഗവർണർ ഏത് രീതിയിൽ നീങ്ങുന്നു അതേ രീതിയിൽ തിരിച്ചടിക്കാനാണ് CPM സർക്കാരിൻ്റെ തീരുമാനം. അതായത് ഗവർണർക്കെതിരെ രാഷ്ട്രീയ വിമർശനം ശക്തമാക്കും, രാഷ്ട്രീയ പ്രചരണം ശക്തമാക്കും. അതിനപ്പുറത്തേക്ക് മറുപടികൾ പാർട്ടി നേതൃത്വവും സർക്കാരിലെ പ്രമുഖരും മുഖ്യമന്ത്രി അടക്കമുള്ളവർ മറുപടി പറഞ്ഞു പോകും. നിയമപരമായി നേരിടേണ്ട കാര്യങ്ങൾ, കാരണം ഈ ബില്ലുകളൊക്കെ അനിശ്ചിതമായി നീണ്ടുപോയാൽ അവിടെ നിയമവഴികൾ തേടാനും CPM ആലോചിക്കുന്നുണ്ട്. ആ രീതിയിൽ ഗവർണർക്കെതിരെ ഏത് രീതിയിലാണോ, ഏത് ലൈനിലാണോ ഗവർണർ പോകുന്നത് അതേ ലൈനിൽ, അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് സർക്കാരിൻ്റെയും CPM തീരുമാനം. തികച്ചും അസാധാരണവും കേരള ചരിത്രത്തിലില്ലാത്തതുമായ നീക്കമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം 11:45 സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ തെളിവുകൾ സമർപ്പിക്കാൻ, സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇത്തരമൊരു വാർത്താ സമ്മേളനം ഒരുപക്ഷെ രാജ്യചരിത്രത്തിൽ തന്നെ അത്യപൂർവമെന്ന് വേണം പറയേണ്ടത്. അത്തരമൊരു നീക്കമാണ് ഗവർണർ നടത്തുന്നത്. അഴിമതി ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്, ധൂർത്തില്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നാണ് ഗവർണറുടെ വിശദീകരണം. സർവകലാശാലകളുടെ അധികാരത്തിൽ സർക്കാർ കൈകടത്തുന്നു, കടന്നുകയറുന്നു, അവിടെ രാഷ്ട്രീയ നിയമനങ്ങളും
സ്വജനപക്ഷപാതം നടത്തുന്നത്. ഇത് അംഗീകരിക്കാനാകില്ല. അതിനെതിരെയാണ് തൻ്റെ പോരാട്ടമെന്നാണ് ഗവർണറുടെ ഭാഷ്യം. അതേസമയം ഗവർണർ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയാണ്. ഗവർണർ ഭരിക്കാൻ ഉള്ള അധികാരം ഗവർണർക്കില്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഗവർണർ ഭരണഘടനാ തലവനാണ്, എന്നാൽ ഭരണാധികാരിയല്ല എന്ന സന്ദേശം എന്ന മറുപടി ദേശാഭിമാനി മുഖപ്രസംഗത്തിലൂടെ CPM നൽകുന്നു. ഭരണനിർവഹണം നടത്താനുള്ള ഒരു അധികാരവും ഗവർണർക്കില്ല. യഥാർത്ഥ അധികാരം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. അതുകൊണ്ട് സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കാനുള്ള ഭരണഘടനാ ബാധ്യത ഗവർണർ നിറവേറ്റണം. അതിന് മാത്രമേ ഗവർണർക്ക് അധികാരമുള്ളൂ. ജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്വവും ഗവർണർക്കല്ല ഉള്ളത്. ജനങ്ങളുടെ ഉത്തരവാദിത്വം സർക്കാരിനാണ്. ഇത് മനസ്സിലാകാത്ത ഏക വ്യക്തി കേരളത്തിലെ ഗവർണറാണെന്ന് മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, നീക്കങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നത് രാഷ്ട്രീയ യജമാനന്മാരിൽ നിന്ന് കയ്യടി വാങ്ങാനും പുതിയ പദവികളും ലാവണങ്ങളും. വീണ്ടും വാർത്തയിലേക്ക്. കണ്ണൂരിൽ നടന്ന ചരിത്ര കോൺഗ്രസിൽ തനിക്കെതിരെ പ്രതിഷേധം നടത്തിയവരുടെ അറസ്റ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതൻ തടഞ്ഞു എന്നാണ് ഗവർണർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. അന്ന് രാജ്യസഭാ എംപിയും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായ KK രാഗേഷ് ബഹളത്തിനിടയിൽ പോലീസിനോട് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറയുന്ന ദൃശ്യങ്ങൾ ഗവർണർ പുറത്തുവിട്ടു. I have merely said that when Gandhiji invited them and they did not come, it created a culture of violence. And now Professor Habib is objecting by taking name of Congress. He is asking me to vote not to come God. വാർത്താസമ്മേളനം വിളിച്ച RSS പ്രചാരകന്റെ ദൌത്യം നിർവഹിക്കുകയാണ് ഗവർണർ ചെയ്തതെന്ന് LDF കൺവീനർ EP ജയരാജൻ. ഗവർണർക്ക് പ്രായത്തിനനുസരിച്ചുള്ള പക്വതയില്ല. ഗവർണർ പദവിയിലിരിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ യോഗ്യനല്ല. ഗവർണർക്ക് മാനസിക വിഭ്രാന്തിയാണെന്നും EP വിമർശിച്ചു. ഇന്ന് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള മാനസിക വിഭ്രാന്തിയാണ്. ഞാനിന്ന് പത്രസമ്മേളനത്തിൽ തന്നെ അദ്ദേഹം വല്ലാത്ത വിഭ്രാന്തിയാണ്. ഒന്നും ഒരു പക്വതയോടുകൂടി കേട്ട് സഹനശക്തിയോടുകൂടി ഒരു പാകതയെത്തിയ ഒരു ഭരണകർത്താവിൻ്റെ ഒരു സമീപനവും അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ കാണാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് മാനസികമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്നത്തെ നിലയിൽ സ്വമേധയാണ് ഈ ഗവർണർ പദവിയിൽ നിന്ന് രാജിവെച്ച് പോകുന്നതാണ് ഉചിതമായിട്ടുള്ളത്. ഈ നാടിനും നാട്ടാർക്കും ജനങ്ങൾക്കും അതായിരിക്കും ഗുണകരം. CPMനെ കടന്നാക്രമിക്കാനുള്ള വേദിയായി രാജ്ഭവനെ ഗവർണർ മാറ്റിയെന്ന് മുൻ മന്ത്രി AK ബാലൻ. മുഖ്യമന്ത്രിക്കെതിരെ ഇത്ര അവാസ്തവമായ പരാമർശം ഇതുവരെ ആരും നടത്തിയിട്ടില്ല. പാക് ചാരനെന്ന് ഭരണകക്ഷി MLA പറയാൻ എങ്ങനെ കഴിയുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു. കടന്നാക്രമണം രാഷ്ട്രീയമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും മുഖ്യമന്ത്രിക്കുമെതിരായി വീണ്ടും ആവർത്തിക്കുകയാണ്. അതിനുള്ള ഒരു വേദിയായിട്ടാണോ രാജ്ഭവനെ മാറ്റേണ്ടത്? അദ്ദേഹത്തെ ആക്രമിക്കാൻ വന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ തടഞ്ഞ EP ജയരാജൻ പാക് ചാരനാണ്, ഒരു ഭരണകക്ഷി MLA എന്ന് പറയാൻ എങ്ങനെ നാക്ക് പൊന്തുന്നു? എന്തൊരവസ്ഥയാണിത്? ഗവർണറെ തടഞ്ഞ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജി അന്വേഷണം നടത്തണം. നിയമവാഴ്ചയെ അട്ടിമറിക്കാനുള്ള ശ്രമമുണ്ടായി. പ്രതിപക്ഷ നേതാവ് സതീശൻ മന്ത്രിസഭയിൽ അംഗമാകുന്നതാണ് നല്ലതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ആസൂത്രിതമായ അക്രമമാണ് ഗവർണർക്കെതിരെ നടന്നത്. ഇന്ന് ഗവർണർ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ അത് വളരെ വ്യക്തമാണ്. വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് ഗവർണറെ തടയുന്നതിനാവശ്യമായിട്ടുള്ള ഗൂഢാലോചന അതിനു മുമ്പേ നടന്നിരുന്നു എന്നുള്ളത് സുവ്യക്തമാണ്. നമ്മുടെ നിയമവാഴ്ചയെ തന്നെ അട്ടിമറിക്കുകയും ചെയ്യുന്ന സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. അടിയന്തരമായി ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിനാണ് ഉത്തരവിടേണ്ടത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ
ഒരു സിറ്റിംഗ് ജഡ്ജിയെ വെച്ച് ഈ കേസിനെ സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം. ഇപ്പോൾ നമുക്കൊപ്പം അഡ്വക്കേറ്റ് ജെയ്മോൻ ആൻഡ്രൂസ് ചേരുകയാണ്. ശ്രീ ജെയ്മോൻ ആൻഡ്രൂസ്, ഇവിടെ ഗവർണർ വാർത്താസമ്മേളനം നടത്തി ഇന്ന് അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ ഒന്നുകൂടി കടുപ്പിക്കുന്നു. അതിന് തെളിവുകൾ ഉൾപ്പെടെ പുറത്തുവിടുന്ന ഒരു അസാധാരണമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? അല്ല, ഗവർണർ എന്തെങ്കിലും ഒരു തെളിവ് പുതിയതായിട്ട് പുറത്തുവിട്ടതായിട്ട് ഞാൻ വാർത്താ സമ്മേളനത്തിന്റെ ഫുൾ ദൃശ്യങ്ങൾ കണ്ടില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ദൃശ്യങ്ങൾ പണ്ട് നമ്മളെല്ലാവരും ഒരു കാലത്ത് കണ്ടിട്ടുള്ള ദൃശ്യങ്ങൾ അദ്ദേഹം വീണ്ടും പരസ്യമാക്കി എന്നുള്ളതല്ലാതെ അദ്ദേഹം ഒരു പുതിയ തെളിവുകളുമായിട്ട് ജനങ്ങളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിനെതിരായിട്ട് എന്തെങ്കിലും ഗൂഢാലോചന നടന്നു വന്നോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എതിരായിട്ടുള്ള എന്തെങ്കിലും ഈ പറഞ്ഞ അദ്ദേഹം ആദ്യം ആരോപിച്ചത് വധശ്രമം വകുപ്പ് പ്രകാരം അസോൾട്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇതുമായി ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സംഗതി അവിടെ നടന്നതായിട്ടോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഉള്ള പുതിയതായിട്ടുള്ള എന്തെങ്കിലും വിവരം പുറത്തു വന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പരിഹരിക്കും. പക്ഷെ എന്റെ അറിവിൽ അതിനകത്ത് പുതുതായിട്ടൊന്നുമില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ഔദ്യോഗിക തലത്തിൽ നടന്ന കത്തുകളാണ്. ഈ കാര്യത്തിലൊക്കെ ഇതൊരു പുതിയ സംഭവ വികാസമായിട്ടൊന്നും ആർക്കും, ഒരു സാമാന്യ ബുദ്ധിയുള്ള ആർക്കും പരിഗണിക്കപ്പെടാൻ കഴിയില്ല. ഇതില് ഈ പറഞ്ഞ രീതിയിലുള്ള എന്തെങ്കിലും കുറ്റകൃത്യമോ എന്തെങ്കിലും അസാധാരണത്വമോ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും കഴിയില്ല എന്ന് ജെയ്മോൻ ആൻഡ്രൂസ്, ഇവിടെ ഗവർണർ IPC 124 ആണ് ഉദ്ധരിക്കുന്നത്. 7 വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ചെയ്തതെന്ന് ഗവർണർ തെളിവുകൾ ചൂണ്ടിക്കാട്ടി പറയുന്നു. അസാൾട്ടിംഗ് പ്രസിഡന്റ് ഗവർണർ എക്സെട്ര വിത്ത് ഇന്റൻഷൻ ടു കമ്പൈൽ ഓർ റെസ്ട്രെയിൻ ദ എക്സർസൈസ് ഓഫ് എനി ലോഫുൾ പവർ എന്നാണ് ആ 124. ഇതിൽ ഏത് ഇൻഗ്രീഡിയന്റ് ആണ് അവിടെ? അതായത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക മായിട്ടുള്ള, അതായത് നിയമപരമായിട്ടുള്ള അധികാരം ഉപയോഗിക്കുന്നതിനെ നിന്ന് തടയുന്നതിന് വേണ്ടിയിട്ട് ബലം ഉപയോഗിക്കുക, അസാൾട്ട് ചെയ്യുക, അത് അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ 124 പറയുന്നത്. അത്തരത്തിലുള്ള എന്ത് സംഭവവികാസമാണ് അദ്ദേഹത്തിനോട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്? തെളിവായി പുറത്തുവിട്ടത് ഈ പ്രതിഷേധം ഉണ്ടാകുന്നു, അതിനുശേഷം പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്യാനായി എത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉള്ള അന്നത്തെ MP ആയ KK രാജേഷ് ഉൾപ്പെടെ എത്തി തടയുന്നു. ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അദ്ദേഹം. അത് വേറെ വിഷയമാണ്. ഈ 124 വരണമെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തെ അസാൾട്ട് ചെയ്യണ്ടേ? അസാൾട്ട് ചെയ്യാൻ വന്നവരെ ആരും അസാൾട്ട് ചെയ്തതായിട്ട് പറയുന്നില്ല. ഇനി പോലീസുകാരെ, ഇനിയിപ്പോ ഈ പറയുന്ന ശ്രീമാൻ KK രാജേഷ് പോലീസുകാരെ തടഞ്ഞു എന്ന് തന്നെ വെക്കുക. ആ ദൃശ്യങ്ങളിൽ തടയുന്നതായിട്ടൊന്നും ആർക്കും മനസ്സിലാവില്ല. അതിന് മുമ്പിൽ പ്രതിഷേധിക്കുന്ന സ്ത്രീകളാണ് നിൽക്കുന്നത്. അതിന്റെ പിന്നിലാണ് പോലീസുകാരെ കാണുന്നത്. ആണെങ്കിൽ തന്നെ അസാൾട്ട് നടന്നാലല്ലേ 124 വരുന്നുള്ളൂ. അസാൾട്ട് അപ്പൊ പോലീസുകാർ അവിടെ എത്താത്തതിന്റെ പേരിൽ അസാൾട്ട് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന വാദത്തിന് നമുക്കൊരു വാദത്തിന്റെ പേരിലെങ്കിലും അംഗീകരിക്കാൻ കഴിയുമായിരുന്നു. ഇതൊരു വലിയ തമാശയായി മാറുകയാണ്. ഇവിടെ ഈ കാര്യങ്ങളിൽ ഗവർണറിനെ ന്യായീകരിക്കുന്നവർ, ഗവർണർ ചൂണ്ടിക്കാട്ടുന്നതിനെ ന്യായീകരിക്കുന്നവർ പറയുന്നത് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വഴിയിൽ കറുത്ത തുണി ഉയർത്തി പ്രതിഷേധിക്കുന്നവരെ വരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗവർണർ പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഗവർണറുടെ സംസാരം തടഞ്ഞുകൊണ്ട് ഗവർണർക്കെതിരെ ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടായിട്ട് എന്ത് നടപടി എന്നതാണ് ചോദ്യം. അല്ല, നടപടി എടുക്കാത്തതിന്റെ പേരിൽ ബില്ലുകൾ പിടിച്ചു വെക്കുകയാണ് ചെയ്യുക. ഇനിയിപ്പോ നിങ്ങൾ ഈ പറയുന്നത് ശരിയാണെന്ന് തന്നെ നമുക്ക് സമ്മതിക്കാം. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അത്തരം ഒരു സംഭവം ഉണ്ടായതിന്റെ പേരിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷം, ഇത് നമുക്കറിയാം, CAA ചരിത്ര കോൺഗ്രസിലാണ് ഈ സംഭവം ഉണ്ടായത്. എത്ര കാലം കഴിഞ്ഞു? ഈ ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം നടത്തുന്ന കാലത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ സാർ? തീർച്ചയായിട്ടും. അത് ഒരു ഗവർണർ ആരോപണമായി പത്രസമ്മേളനവുമായി വരുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തുമെന്ന് വളരെ കാലങ്ങൾക്ക് ശേഷം വേറെ കോണ്ടസ്റ്റിൽ ഈ ഗവർണറുടെ ഓഫീസ് നിയമനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ടും ചില നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പഴയ കഥ എടുത്തുകൊണ്ട് വരുന്നതിന് അത്ര എന്താ പറയാ സാധാരണ സംഭവ വികാസമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുമോ? അദ്ദേഹം അതിന് പറയുന്ന ഇത് ഈ ഇർഫാൻ ഹബീബ് അദ്ദേഹത്തെ ഞാൻ ഒന്ന് ഇടപെടുന്നതിൽ ക്ഷമിക്കുക സാർ. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് പറയാനുള്ള സംബന്ധമെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിന്റെ അപ്പുറം പുതുതായിട്ടൊന്നും പറയാനില്ല. ഒന്നും പുതുതായിട്ട് പറഞ്ഞിട്ടില്ല. പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയിട്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തിയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഒരു പുതിയ കാര്യവും പറഞ്ഞിട്ടില്ല. ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ആ ദൃശ്യം മുമ്പേ കണ്ടതിനെ എല്ലാവരും ഒന്നും പുതുതായിട്ട് കാണാതൊന്നുമല്ല. കെ രാഗേഷ് തടയെന്ന് പറഞ്ഞത് വെറുതെ ശുദ്ധ അസംബന്ധം പറയാണ്. കെ രാഗേഷ് അന്ന് MP ആണ്. ആ MP ആയ കെ രാഗേഷ് ഇദ്ദേഹത്തെ പോലെ തന്നെ ക്ഷണിക്കപ്പെട്ടൊരു അതിഥിയാണ്. അവിടെ ഒരു പ്രശ്നം ഉയർന്നു വരുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമം മാത്രമേ കെ രാഗേഷ് നടത്തിയിട്ടുള്ളൂ. വെറുതെ ആവശ്യമില്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതിനോടൊന്നും വേറെ പ്രതികരിക്കാൻ ഞങ്ങളില്ല, പ്രതികരിക്കേണ്ട ഒരു കാര്യമില്ല. 86 മുതൽ RSS ആണ് അതൊരു തെറ്റല്ലെന്നാണ് പറയുന്നത്. അതായത് ഞങ്ങളൊന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഒരേതുപോലെ പക്ഷികളാണെന്ന്. കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇവിടെ RSS BJP ഒന്നും പ്രതിപക്ഷത്തില്ലല്ലോ. പ്രതിപക്ഷ പാർട്ടി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, പ്രതിപക്ഷം എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ ചുമതല നിർവഹിക്കാൻ വേണ്ടിയിട്ട് അവർ നിയോഗിച്ചിട്ടുണ്ടാവാം. ആ നിയോഗിച്ചതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട് എന്നതാണ് ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് പറഞ്ഞു പറയാൻ. അതെ, RSSന്റെ വക്താവാണ് ഞാനെന്ന് പരസ്യമായിട്ട് പറയുന്ന ഒരു ഗവർണറെ പറ്റി വേറെ എന്താ പറയുക? വേറൊന്നും പറയുന്നില്ല. അതല്ല നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ തീരുമാനിക്കേണ്ടി. നടത്തുന്ന ഒരു മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഈ ഗവർണർ. അല്ല, എന്നെ കൊണ്ട് അങ്ങനെയൊന്നും പറയിപ്പിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഗവർണറെ ബഹുമാനിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഭരണഘടനാപരമായും നിയമപരമായും പ്രവർത്തിക്കുമ്പോഴാണ് ഗവർണറോട് ആ ബഹുമാനം കാണിക്കുക. അല്ലാത്ത രീതിയിൽ ഞാൻ പണ്ടേ RSS ആണ്, എനിക്ക് RSSുമായിട്ട് ബന്ധമുണ്ട്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം RSSന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ആളുകൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആ അവതരിപ്പിക്കുന്നതിനോട് ഞങ്ങൾക്ക് വേറൊന്നും പറയാനില്ല. അതെ, അത് സംബന്ധിച്ച് ഗവൺമെന്റ് പറയാനുള്ളത് ഗവൺമെന്റ് പറയും. CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഗവർണർ പറയുന്നതിനെല്ലാം മറുപടി പറയേണ്ടതില്ല, RSSന്റെ വക്താവാണ് താനെന്ന് പ്രഖ്യാപിക്കുന്ന ഗവർണറോട് എന്ത് പറയാൻ എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഗവർണറെ ബഹുമാനിക്കുന്നവരാണ്, പക്ഷേ ആ സ്ഥാനത്തിനനുസരിച്ചുള്ള പ്രവൃത്തിയും പക്വതയും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും MP ഗോവിന്ദൻ പറയുന്നു. നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. അസാധാരണവും കേരള ചരിത്രത്തിലില്ലാത്തതുമായ നീക്കമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നത്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം 11:45 സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ തെളിവുകൾ സമർപ്പിക്കാൻ, സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇത്തരമൊരു വാർത്താ സമ്മേളനം ഒരുപക്ഷെ രാജ്യചരിത്രത്തിൽ തന്നെ അത്യപൂർവമെന്ന് വേണം പറയേണ്ടത്. അത്തരമൊരു നീക്കമാണ് ഗവർണർ നടത്തുന്നത്. അഴിമതി ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്, ധൂർത്തില്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നാണ് ഗവർണറുടെ വിശദീകരണം. സർവകലാശാലകളുടെ അധികാരത്തിൽ സർക്കാർ കൈകടത്തുന്നു, കടന്നുകയറുന്നു, അവിടെ രാഷ്ട്രീയ നിയമനങ്ങളും സ്വജനപക്ഷപാതം നടത്തുന്നു. ഇത് അംഗീകരിക്കാനാകില്ല, അതിനെതിരെയാണ് തൻ്റെ പോരാട്ടമെന്നാണ് ഗവർണറുടെ ഭാഷ്യം. അതേസമയം ഗവർണർ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയാണ്. ഗവർണർ ഭരിക്കാൻ ഉള്ള അധികാരം ഗവർണർക്കില്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഗവർണർ ഭരണഘടനാ തലവനാണ്, എന്നാൽ ഭരണാധികാരിയല്ല എന്ന സന്ദേശം, എന്ന മറുപടി ദേശാഭിമാനി മുഖപ്രസംഗത്തിലൂടെ CPM നൽകുന്നു. ഭരണനിർവഹണം നടത്താനുള്ള ഒരു അധികാരവും ഗവർണർക്കില്ല. യഥാർത്ഥ അധികാരം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. അതുകൊണ്ട് സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കാനുള്ള ഭരണഘടനാ ബാധ്യത ഗവർണർ നിറവേറ്റണം. അതിന് മാത്രമേ ഗവർണർക്ക് അധികാരമുള്ളൂ. ജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്വം ഗവർണർക്കല്ല ഉള്ളത്, ജനങ്ങളുടെ ഉത്തരവാദിത്വം സർക്കാരിനാണ്. ഇത് മനസ്സിലാകാത്ത ഏക വ്യക്തി കേരളത്തിലെ ഗവർണറാണെന്ന് മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, നീക്കങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നത് രാഷ്ട്രീയ യജമാനന്മാരിൽ നിന്ന് കയ്യടി വാങ്ങാനും പുതിയ പദവികളും ലാവണങ്ങളും ഉറപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് സർക്കാരിനെതിരെയുള്ള ഗവർണറുടെ നീക്കമെന്ന വിമർശനവും, ഗുരുതരമായ വിമർശനവും ദേശാഭിമാനി മുന്നോട്ട് വയ്ക്കുന്നു. RSS മേധാവിയെ അദ്ദേഹം ഉള്ള സ്ഥലത്ത് പോയി ഗവർണർ സന്ദർശിച്ചത് ഇതിൽ നിന്ന് വ്യക്തമാണ്. എന്താണ് ഗവർണറുടെ അധികാരമെന്ന സുപ്രീം കോടതി വിധികളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ മുഖപ്രസംഗം മുന്നോട്ട് പോകുന്നത്. നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ താൻ ഒപ്പിട്ടാലേ നിയമമാകൂ എന്ന് ഗവർണർ ഓർമ്മപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അത് അങ്ങ് അദ്ദേഹം പറയുന്നു. അത് ഒരു ഭീഷണിയുടെ സ്വരമാണ്.
ഗവർണറുടെ വാക്കുകളിൽ നിന്ന് ഭീഷണിയാണ് വായിച്ചെടുക്കാൻ കഴിയുന്നത്. നിയമസഭ പാസാക്കിയ ബിൽ ഗവർണറെ കഴിച്ചാൽ അദ്ദേഹത്തിന് ഒന്നുകിൽ അത് ഒപ്പിട്ട സഭയ്ക്ക് തിരിച്ചയക്കാം, അല്ലെങ്കിൽ ഒപ്പിടാൻ വിസമ്മതിക്കാം. അതുമല്ലെങ്കിൽ കൂടുതൽ പരിശോധനയ്ക്കായി നിയമസഭയിലേക്ക് തന്നെ തിരിച്ചയക്കാം. അതിനപ്പുറത്തേക്ക് രാഷ്ട്രപതി സമർപ്പിക്കുക, അതിനപ്പുറത്തേക്ക് നിശ്ചിതമായി നീട്ടിവെക്കുന്നത് ഗവർണറുടെ അധികാര പരിധിയിലുള്ള കാര്യമല്ല. ഭരണഘടനാ വിരുദ്ധമായ ബില്ലുകൾ അനന്തമായി ഒപ്പിടാതെ വച്ചു താമസിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അത് എങ്ങനെയാണ് ഒരു ഗവർണർ സ്വീകരിക്കുക തുടങ്ങി വളരെ രൂക്ഷമായ നിശ്ചിതമായ വിമർശനങ്ങളാണ് ഗവർണർക്കെതിരെ ദേശാഭിമാനി ഉയർത്തുന്നത്. അതിന് പിന്നാലെ ഇന്ന് ദേശാഭിമാനി തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പുത്ര ദിനേശിൻ്റെ ഒരു ലേഖനമുണ്ട്. ഈ ചരിത്ര കോൺഗ്രസ് സംബന്ധിച്ച കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരാമർശിച്ചുകൊണ്ട് ഗവർണറെ അവിടെയും വിമർശിച്ചുകൊണ്ടുള്ള ലേഖനം പുത്രത്തെ ദിനേശനും എഴുതിയിട്ടുണ്ട്. ഇതിനുള്ള ഒക്കെയുള്ള ഒരു മറുപടി എന്ന രീതിയിലും വിഷയത്തിലേക്ക് ഇടപെട്ടുകൊണ്ടും വീക്ഷണവും ഇന്നൊരു മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് സംസ്ഥാന സർക്കാരും ഗവർണറുമായി തമ്മിൽ തല്ലുന്നു, തെരുവിൻ്റെ ഭാഷയിൽ നടത്തുന്ന പോര് ഭരണഘടനയ്ക്ക് യോജിച്ചതല്ല, അടുക്കള പോര് തെരുവിലേക്കെന്നാണ് വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. ഗവർണർ ഇരിക്കുന്ന പദവിയുടെ അന്തസ്സ് മറന്ന് പ്രവർത്തിക്കുന്ന വിമർശനവും അതിലുണ്ട്. ഇരു വിഭാഗങ്ങളും, സർക്കാരും ഗവർണറും, ഭരണഘടനയുടെ തത്വങ്ങളും കടമകളും മറക്കരുത്. അടുക്കളപ്പോര് തെരുവീതികളിലേക്ക് വലിച്ചിട്ട് തെരുവ് മാലിന്യം പോലെ സമൂഹത്തിന് ദുസ്സഹമായി തീർന്ന കുറ്റപ്പെടുത്തലും ഭീഷണി നടത്തുന്നു. അങ്ങനെ സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അത്യന്തം കലുഷിതമാവുന്ന സാഹചര്യത്തിലേക്ക് സർക്കാർ ഗവർണർ പോര് മാറുകയാണ്. നേരത്തെയൊക്കെ ഗവർണറുടെ വിമർശനങ്ങളെ കാര്യമായി മറുപടി പറഞ്ഞു പോയിരുന്നില്ല CPM സർക്കാരും. കുറച്ചെങ്കിലും മറുപടി നൽകിയത് CPM നേതൃത്വമായിരുന്നു. പക്ഷേ അത് മാറ്റിവെച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് രംഗത്തെത്തുന്നു. കഴിഞ്ഞ ദിവസം CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് ഗവർണർ പറയുന്നതിന് അപ്പോൾ മറുപടി പറഞ്ഞു പോകാൻ തന്നെയാണ് CPMന്റെ തീരുമാനം. ഇനി കാര്യങ്ങൾ ആ രീതിയിൽ വൈകിപ്പിക്കില്ല. ഗവർണർ ഏത് രീതിയിൽ നീങ്ങുന്നു അതേ രീതിയിൽ തിരിച്ചടിക്കാനാണ് CPMന്റെയും സർക്കാരിൻ്റെ തീരുമാനം. അതായത് ഗവർണർക്കെതിരെ രാഷ്ട്രീയ വിമർശനം ശക്തമാക്കും, രാഷ്ട്രീയ പ്രചരണം ശക്തമാക്കും. അതിനപ്പുറത്തേക്ക് മറുപടികൾ പാർട്ടി നേതൃത്വവും സർക്കാരിലെ പ്രമുഖരും മുഖ്യമന്ത്രി അടക്കമുള്ളവർ മറുപടി പറഞ്ഞു പോകും. നിയമപരമായി നേരിടേണ്ട കാര്യങ്ങൾ, കാരണം ഈ ബില്ലുകളൊക്കെ അനിശ്ചിതമായി നീണ്ടുപോയാൽ അവിടെ നിയമവഴികൾ തേടാനും CPM ആലോചിക്കുന്നുണ്ട്. ആ രീതിയിൽ ഗവർണർക്കെതിരെ ഏത് രീതിയിലാണോ, ഏത് ലൈനിലാണോ ഗവർണർ പോകുന്നത് അതേ ലൈനിൽ, അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് സർക്കാരിൻ്റെയും CPMന്റെയും തീരുമാനം. തികച്ചും അസാധാരണവും കേരള ചരിത്രത്തിലില്ലാത്തതുമായ നീക്കമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം 11:45 സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ തെളിവുകൾ സമർപ്പിക്കാൻ, സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇത്തരമൊരു വാർത്താ സമ്മേളനം ഒരുപക്ഷെ രാജ്യചരിത്രത്തിൽ തന്നെ അത്യപൂർവമെന്ന് വേണം പറയേണ്ടത്. അത്തരമൊരു നീക്കമാണ് ഗവർണർ നടത്തുന്നത്. അഴിമതി ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്, ധൂർത്തില്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നാണ് ഗവർണറുടെ വിശദീകരണം. സർവകലാശാലകളുടെ അധികാരത്തിൽ സർക്കാർ കൈകടത്തുന്നു, കടന്നുകയറുന്നു, അവിടെ രാഷ്ട്രീയ നിയമനങ്ങളും സ്വജനപക്ഷമാവും നടത്തുന്നു. ഇത് അംഗീകരിക്കാനാകില്ല. അതിനെതിരെയാണ് തൻ്റെ പോരാട്ടമെന്നാണ് ഗവർണറുടെ ഭാഷ്യം. അതേസമയം ഗവർണർ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയാണ്. ഗവർണർ ഭരിക്കാൻ ഉള്ള അധികാരം ഗവർണർക്കില്ല. ഇപ്പോൾ വിജയരാഘവൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് യൂറോപ്പിലാണ് രൂപപ്പെട്ടത്. ഇപ്പോൾ ഇവിടെ ഇസ്ലാമുണ്ട്, അതും ഇന്ത്യക്ക് പുറത്തുനിന്നാണ് ഒരു ആശയം എന്നുള്ള നിലയിൽ നമ്മുടെ സമൂഹത്തിലേക്ക് വന്നത്. ക്രിസ്തുമതമുണ്ട്, അതും ഇന്ത്യക്ക് പുറത്തു നിന്നാണ് രൂപപ്പെട്ടതും ജനങ്ങൾ അംഗീകരിച്ചു. ലോകത്തേക്ക് അത് വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തുനിന്ന് രൂപപ്പെട്ട മതങ്ങൾ എന്നുള്ള നിലയിൽ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും ലോകത്തേക്ക് വ്യാപിച്ചിട്ടുണ്ട്. ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ മാർക്സിസ്റ്റ് ആശയങ്ങൾ, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നിരാകരിക്കുന്ന ഒരാളാണ് താൻ എന്ന് അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളിലുള്ള അവ്യക്തതയാണ് ശരിക്കും അതിൽ പ്രകടമാകുന്നത്. അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് വിരോധം ഉണ്ടാവാം, പക്ഷെ അത് ഒരു ഗവർണർ പദവിയിൽ ഇരുന്നു കൊണ്ട് പരസ്യമായി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. മറ്റൊന്ന്, നമ്മളെ ഗവർണർക്ക് ഭരണഘടനാപരമായി നിർവഹിക്കേണ്ട ചുമതലകളുണ്ട്. അതോടൊപ്പം തന്നെ ചാൻസലർ എന്നുള്ള നിലയിൽ ഗവർണർ നിർവഹിക്കേണ്ട ചുമതലകൾ കേരള നിയമസഭ പാസാക്കിയ ഒരു നിയമത്തിനനുസൃതമായിട്ടാണ്. ഗവർണറുടെ ഏത് പ്രവർത്തനവും നിയമാനുസൃതമായി നടക്കേണ്ടതാണ്. ഒന്നുകിൽ ഭരണഘടനാപരമായ ചുമതലകളുടെ നിർവഹണം, പിന്നെ സംസ്ഥാന ഗവൺമെൻറ് പാസാക്കിയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ സർവകലാശാലകളുടെ ചാൻസലർ എന്ന നിലയിലുള്ള പ്രവർത്തനം. ആ പ്രവർത്തനമാണ് ഗവർണർ നിർവഹിക്കേണ്ടത്. അതായത് ഗവർണർ ഏതെങ്കിലും അതിരുകളില്ലാത്ത അധികാരത്തിൻ്റെ ഒരു കേന്ദ്രമല്ല.
നിയമാനുസൃതമായിട്ട് പ്രവർത്തിക്കേണ്ടതാണ്. നമ്മുടെ ഭരണഘടനാപരമായ ചുമതലകൾ. അപ്പോൾ ഈ 2 ചുമതലകളാണ് നിർവഹിക്കേണ്ടത് ഗവർണർ. ആ ചുമതലകൾ നിർവഹിക്കുന്നതിൽ സർവകലാശാലാ നിയമങ്ങളിൽ വൈസ് ചാൻസലർ നിർവഹിക്കേണ്ട ചുമതലകളുണ്ട്. സർവകലാശാലകളുടെ ദൈനംദിന ഭരണം നടത്തുന്ന ആളല്ല ചാൻസലർ, അത് വൈസ് ചാൻസലറാണ്. ചാൻസലർ നിർവഹിക്കേണ്ട കാര്യങ്ങളുണ്ട്, സർവകലാശാല നിയമങ്ങളുണ്ട്. അവിടെ എന്തെങ്കിലും നിയമലംഘനം നടന്നാൽ നിയമപരമായി തന്നെ അത് കോടതികൾ വഴി പരിശോധിക്കപ്പെടുകയും ചെയ്യും. ആ നിലയിൽ കൃത്യമായ സർവകലാശാല നിയമങ്ങളും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നു വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഗവർണർ എടുക്കുന്ന സമീപനം അതിന് സഹായകരമാണോ എന്നുള്ളത് സംശയം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നിട്ടുള്ളത്. പിന്നെ അദ്ദേഹം പറയുന്നതിൻ്റെ പല കാര്യങ്ങളുടെയും ഒരു ഉള്ളടക്കം നോക്കിയാൽ അത് തന്നെ നിയമിച്ചവരെ പ്രീതിപ്പെടുത്തുക എന്നുള്ള നിലയിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നും. ഇപ്പോൾ ഇർഫാൻ ഹബീബിനോട് ഇവിടെ ഏറ്റവും കൂടുതൽ വിരോധങ്ങൾ പ്രകടിപ്പിക്കുന്നത് എല്ലാ തരത്തിലുമുള്ള വർഗീയ സ്വഭാവമുള്ളവരാണ്. അദ്ദേഹം നമ്മുടെ രാജ്യത്ത് വളരെ ദൈക്ഷണികമായ ഔന്നത്യം പുലർത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇർഫാനെ പോലെയുള്ള ഒരാൾ അദ്ദേഹത്തെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്ന രൂപത്തിലാണ് നമ്മുടെ കേരള ഗവർണർ പ്രതികരിച്ചത്. ഇർഫാൻ ഹബീബ് അവിടെ പിന്നെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയാൽ അവിടെ അവിടുത്തെ മുഖ്യമന്ത്രി ഉണ്ട് എന്ന് പേടിപ്പിക്കുകയാണ്. ബുൾഡോസർ കാട്ടി പിന്നെ ഇർഫാൻ ഹബീബിനെ കേരളത്തിലിരുന്നു കൊണ്ട് പേടിപ്പിക്കുകയാണ് കേരളത്തിലെ ഗവർണർ. സത്യത്തിൽ ആ പദവിക്ക് ഉള്ള മഹനീയത കാത്തു സൂക്ഷിക്കാൻ ഗവർണർക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് വേണം ഇന്ന് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനങ്ങളുടെ പൊതു സ്വഭാവം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഗവർണർ പദവിയുടെ മഹനീയത ഉയർത്തിപ്പിടിക്കാൻ ഗവർണർക്ക് ബാധ്യതയുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് അത് സാധിച്ചിട്ടില്ല എന്നാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം സൂചിപ്പിക്കുന്നതെന്ന് പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ കുറ്റപ്പെടുത്തുന്നു. ഈ വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. തികച്ചും അസാധാരണവും കേരള ചരിത്രത്തിലില്ലാത്തതുമായ നീക്കമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം 11:45 സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ തെളിവുകൾ സമർപ്പിക്കാൻ, സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇത്തരമൊരു വാർത്താ സമ്മേളനം ഒരുപക്ഷെ രാജ്യചരിത്രത്തിൽ തന്നെ അത്യപൂർവമെന്ന് വേണം പറയേണ്ടത്. അത്തരമൊരു നീക്കമാണ് ഗവർണർ നടത്തുന്നത്. അഴിമതി ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്, ധൂർത്തില്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നാണ് ഗവർണറുടെ വിശദീകരണം. സർവകലാശാലകളുടെ അധികാരത്തിൽ സർക്കാർ കൈകടത്തുന്നു, കടന്നുകയറുന്നു, അവിടെ രാഷ്ട്രീയ നിയമനങ്ങളും സ്വജനപക്ഷപാതം നടത്തുന്നു. ഇത് അംഗീകരിക്കാനാകില്ല, അതിനെതിരെയാണ് തൻ്റെ പോരാട്ടമെന്നാണ് ഗവർണറുടെ ഭാഷ്യം. അതേസമയം ഗവർണർ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയാണ്. ഗവർണർ ഭരിക്കാൻ ഉള്ള അധികാരം ഗവർണർക്കില്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഗവർണർ ഭരണഘടനാ തലവനാണ്, എന്നാൽ ഭരണാധികാരിയല്ല എന്ന സന്ദേശം, എന്ന മറുപടി ദേശാഭിമാനി മുഖപ്രസംഗത്തിലൂടെ CPM നൽകുന്നു. ഭരണനിർവഹണം നടത്താനുള്ള ഒരു അധികാരവും ഗവർണർക്കില്ല. യഥാർത്ഥ അധികാരം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. അതുകൊണ്ട് സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കാനുള്ള ഭരണഘടനാ ബാധ്യത ഗവർണർ നിറവേറ്റണം. അതിന് മാത്രമേ ഗവർണർക്ക് അധികാരമുള്ളൂ. ജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്വവും ഗവർണർക്കല്ല ഉള്ളത്, ജനങ്ങളുടെ ഉത്തരവാദിത്വം സർക്കാരിനാണ്. ഇത് മനസ്സിലാകാത്ത ഏക വ്യക്തി കേരളത്തിലെ ഗവർണറാണെന്ന് മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, നീക്കങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നത് രാഷ്ട്രീയ യജമാനന്മാരിൽ നിന്ന് കയ്യടി വാങ്ങാനും പുതിയ പദവികളും ലാവണങ്ങളും ഉറപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് സർക്കാരിനെതിരെയുള്ള ഗവർണറുടെ നീക്കമെന്ന വിമർശനവും, ഗുരുതരമായ വിമർശനവും ദേശാഭിമാനി മുന്നോട്ട് വയ്ക്കുന്നു. RSS മേധാവിയെ അദ്ദേഹം ഉള്ള സ്ഥലത്ത് പോയി ഗവർണർ സന്ദർശിച്ചത് ഇതിൽ നിന്ന് വ്യക്തമാണ്. എന്താണ് ഗവർണറുടെ അധികാരമെന്ന സുപ്രീം കോടതി വിധികളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ മുഖപ്രസംഗം മുന്നോട്ട് പോകുന്നത്. നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ താൻ ഒപ്പിട്ടാലേ നിയമമാകൂ എന്ന് ഗവർണർ ഓർമ്മപ്പെടുത്തുന്നു. അല്ലെങ്കിൽ അത് അങ്ങ് അദ്ദേഹം പറയുന്നു, അത് ഒരു ഭീഷണിയുടെ സ്വരമാണ്.
ഗവർണറുടെ വാക്കുകളിൽ നിന്ന് ഭീഷണിയാണ് വായിച്ചെടുക്കാൻ കഴിയുന്നത്. നിയമസഭ പാസാക്കിയ ബിൽ ഗവർണർക്ക് അയച്ചാൽ അദ്ദേഹത്തിന് ഒന്നുകിൽ അത് ഒപ്പിട്ട സഭയ്ക്ക് തിരിച്ചയക്കാം, അല്ലെങ്കിൽ ഒപ്പിടാൻ വിസമ്മതിക്കാം. അതുമല്ലെങ്കിൽ കൂടുതൽ പരിശോധനയ്ക്കായി നിയമസഭയിലേക്ക് തന്നെ തിരിച്ചയക്കാം. അതിനപ്പുറത്തേക്ക് രാഷ്ട്രപതി സമർപ്പിക്കുക, അതിനപ്പുറത്തേക്ക് നിശ്ചിതമായി നീട്ടിവെക്കുന്നത് ഗവർണറുടെ അധികാര പരിധിയിലുള്ള കാര്യമല്ല. ഭരണഘടനാ വിരുദ്ധമായ ബില്ലുകൾ അനന്തമായി ഒപ്പിടാതെ വച്ചു താമസിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അത് എങ്ങനെയാണ് ഒരു ഗവർണർ സ്വീകരിക്കുക തുടങ്ങി വളരെ രൂക്ഷമായ നിശ്ചിതമായ വിമർശനങ്ങളാണ് ഗവർണർക്കെതിരെ ദേശാഭിമാനി ഉയർത്തുന്നത്. അതിന് പിന്നാലെ ഇന്ന് ദേശാഭിമാനി തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പുത്ര ദിനേശിൻ്റെ ഒരു ലേഖനമുണ്ട്. ഈ ചരിത്ര കോൺഗ്രസ് സംബന്ധിച്ച കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരാമർശിച്ചുകൊണ്ട് ഗവർണറെ അവിടെയും വിമർശിച്ചുകൊണ്ടുള്ള ലേഖനം പുത്രത്തെ ദിനേശനും എഴുതിയിട്ടുണ്ട്. ഇതിനുള്ള ഒക്കെയുള്ള ഒരു മറുപടി എന്ന രീതിയിലും വിഷയത്തിലേക്ക് ഇടപെട്ടുകൊണ്ടും വീക്ഷണവും ഇന്നൊരു മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് സംസ്ഥാന സർക്കാരും ഗവർണറുമായി തമ്മിൽ തല്ലുന്നു, തെരുവിൻ്റെ ഭാഷയിൽ നടത്തുന്ന പോര് ഭരണഘടനയ്ക്ക് യോജിച്ചതല്ല, അടുക്കള പോര് തെരുവിലേക്കെന്നാണ് വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. ഗവർണർ ഇരിക്കുന്ന പദവിയുടെ അന്തസ്സ് മറന്ന് പ്രവർത്തിക്കുന്ന വിമർശനവും അതിലുണ്ട്. ഇരു വിഭാഗങ്ങളും, സർക്കാരും ഗവർണറും, ഭരണഘടനയുടെ തത്വങ്ങളും കടമകളും മറക്കരുത്. അടുക്കളപ്പോര് തെരുവീതികളിലേക്ക് വലിച്ചിട്ട് തെരുവ് മാലിന്യം പോലെ സമൂഹത്തിന് ദുസ്സഹമായി തീർന്ന കുറ്റപ്പെടുത്തലും ഭീഷണി നടത്തുന്നു. അങ്ങനെ സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അത്യന്തം കലുഷിതമാവുന്ന സാഹചര്യത്തിലേക്ക് സർക്കാർ ഗവർണർ പോര് മാറുകയാണ്. നേരത്തെയൊക്കെ ഗവർണറുടെ വിമർശനങ്ങളെ കാര്യമായി മറുപടി പറഞ്ഞു പോയിരുന്നില്ല CPM സർക്കാരും. കുറച്ചെങ്കിലും മറുപടി നൽകിയത് CPM നേതൃത്വമായിരുന്നു. പക്ഷേ അത് മാറ്റിവെച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് രംഗത്തെത്തുന്നു. കഴിഞ്ഞ ദിവസം CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് ഗവർണർ പറയുന്നതിന് അപ്പോൾ മറുപടി പറഞ്ഞു പോകാൻ തന്നെയാണ് CPMന്റെ തീരുമാനം. ഇനി കാര്യങ്ങൾ ആ രീതിയിൽ വൈകിപ്പിക്കില്ല. ഗവർണർ ഏത് രീതിയിൽ നീങ്ങുന്നു അതേ രീതിയിൽ തിരിച്ചടിക്കാനാണ് CPMന്റെയും സർക്കാരിൻ്റെ തീരുമാനം. അതായത് ഗവർണർക്കെതിരെ രാഷ്ട്രീയ വിമർശനം ശക്തമാക്കും, രാഷ്ട്രീയ പ്രചരണം ശക്തമാക്കും. അതിനപ്പുറത്തേക്ക് മറുപടികൾ പാർട്ടി നേതൃത്വവും സർക്കാരിലെ പ്രമുഖരും മുഖ്യമന്ത്രി അടക്കമുള്ളവർ മറുപടി പറഞ്ഞു പോകും. നിയമപരമായി നേരിടേണ്ട കാര്യങ്ങൾ, കാരണം ബില്ലുകളൊക്കെ അനിശ്ചിതമായി നീണ്ടുപോയാൽ അവിടെ നിയമവഴികൾ തേടാനും CPM ആലോചിക്കുന്നുണ്ട്. ആ രീതിയിൽ ഗവർണർക്കെതിരെ ഏത് രീതിയിലാണോ, ഏത് ലൈനിലാണോ ഗവർണർ പോകുന്നത് അതേ ലൈനിൽ, അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് സർക്കാരിനും CPMന്റെയും തീരുമാനം. തികച്ചും അസാധാരണവും കേരള ചരിത്രത്തിലില്ലാത്തതുമായ നീക്കമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം 11:45 സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ തെളിവുകൾ സമർപ്പിക്കാൻ, സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇത്തരമൊരു വാർത്താ സമ്മേളനം ഒരുപക്ഷെ രാജ്യചരിത്രത്തിൽ തന്നെ അത്യപൂർവമെന്ന് വേണം പറയേണ്ടത്. അത്തരമൊരു നീക്കമാണ് ഗവർണർ നടത്തുന്നത്. അഴിമതി ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്, ധൂർത്തില്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നാണ് ഗവർണറുടെ വിശദീകരണം. സർവകലാശാലകളുടെ അധികാരത്തിൽ സർക്കാർ കൈകടത്തുന്നു, കടന്നുകയറുന്നു, അവിടെ രാഷ്ട്രീയ നിയമനങ്ങളും സ്വജനപക്ഷമാവും നടത്തുന്നു. ഇത് അംഗീകരിക്കാനാകില്ല. അതിനെതിരെയാണ് തൻ്റെ പോരാട്ടമെന്നാണ് ഗവർണറുടെ ഭാഷ്യം. അതേസമയം ഗവർണർ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയാണ്. ഗവർണർ ഭരിക്കാൻ ഉള്ള അധികാരം ഗവർണർക്കില്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഗവർണർ ഭരണഘടനാ തലവനാണ്, എന്നാൽ ഭരണാധികാരിയല്ല എന്ന സന്ദേശം, എന്ന മറുപടി ദേശാഭിമാനി മുഖപ്രസംഗത്തിലൂടെ CPM നൽകുന്നു. ഭരണനിർവഹണം നടത്താനുള്ള ഒരു അധികാരവും ഗവർണർക്കില്ല. യഥാർത്ഥ അധികാരം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. അതുകൊണ്ട് സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കാനുള്ള ഭരണഘടനാ ബാധ്യത ഗവർണർ നിറവേറ്റണം. അതിന് മാത്രമേ ഗവർണർക്ക് അധികാരമുള്ളൂ. ജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്വവും ഗവർണർക്കല്ല ഉള്ളത്, ജനങ്ങളുടെ ഉത്തരവാദിത്വം സർക്കാരിനാണ്. ഇത് മനസ്സിലാകാത്ത ഏക വ്യക്തി കേരളത്തിലെ ഗവർണറാണെന്ന് മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, നീക്കങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നത് രാഷ്ട്രീയ യജമാനന്മാരിൽ നിന്ന് കയ്യടി വാങ്ങാനും പുതിയ പദവികളും ലാവണങ്ങളും. വാർത്തകൾ തുടരുന്നു. ഗവർണറും മുഖ്യമന്ത്രിയും നടത്തുന്നത് രാഷ്ട്രീയ നാടകമെന്ന് പ്രതിപക്ഷം. രണ്ടു കൂട്ടരും ഒരുമിച്ച് ചെയ്യുന്നതാണ് എല്ലാം. സർവകലാശാല നിയമനത്തിൽ മുഖ്യമന്ത്രി ഗവർണറുടെ അടുത്തെത്തി ശുപാർശ ചെയ്യുന്നത് ചരിത്രത്തിലാദ്യമെന്ന് പ്രതിപക്ഷ നേതാവ് PD സതീശൻ പറഞ്ഞു. ഗവർണർ ഏത് സമയത്തും സെറ്റിൽമെന്റിന് വഴങ്ങുന്നയാളാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഗവർണർക്ക് പിന്നിൽ RSS എന്ന മന്ത്രി MB രാജേഷ്. RSS മേധാവിയുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ ഇത് കൂടുതൽ വ്യക്തമായി. ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ RSSുമായി ഗവർണർ ഗാഠബന്ധം പുലർത്തുന്നത് ഗൗരവമുള്ള കാര്യമാണെന്നും MB രാജേഷ് പറഞ്ഞു. വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം. തികച്ചും അസാധാരണവും കേരള ചരിത്രത്തിലില്ലാത്തതുമായ നീക്കമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം 11:45 സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ തെളിവുകൾ സമർപ്പിക്കാൻ, സർക്കാരിനെതിരെ
ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇത്തരമൊരു വാർത്താ സമ്മേളനം ഒരുപക്ഷെ രാജ്യത്തിൽ തന്നെ അത്യപൂർവമെന്ന് വേണം പറയേണ്ടത്. അത്തരമൊരു നീക്കമാണ് ഗവർണർ നടത്തുന്നത്. അഴിമതി ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്, ധൂർത്തില്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നാണ് ഗവർണറുടെ വിശദീകരണം. സർവകലാശാലകളുടെ അധികാരത്തിൽ സർക്കാർ കൈകടത്തുന്നു, കടന്നുകയറുന്നു, അവിടെ രാഷ്ട്രീയ നിയമനങ്ങളും സ്വജനപക്ഷപാതം നടത്തുന്നു. ഇത് അംഗീകരിക്കാനാകില്ല. അതിനെതിരെയാണ് തൻ്റെ പോരാട്ടമെന്നാണ് ഗവർണറുടെ ഭാഷ്യം. അതേസമയം ഗവർണർ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയാണ്. ഗവർണർ ഭരിക്കാൻ ഉള്ള അധികാരം ഗവർണർക്കില്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഗവർണർ ഭരണഘടനാ തലവനാണ്, എന്നാൽ ഭരണാധികാരിയല്ല എന്ന സന്ദേശം, എന്ന മറുപടി ദേശാഭിമാനി മുഖപ്രസംഗത്തിലൂടെ CPM നൽകുന്നു. ഭരണനിർവഹണം നടത്താനുള്ള ഒരു അധികാരവും ഗവർണർക്കില്ല. യഥാർത്ഥ അധികാരം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. അതുകൊണ്ട് സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കാനുള്ള ഭരണഘടനാ ബാധ്യത ഗവർണർ നിറവേറ്റണം. അതിന് മാത്രമേ ഗവർണർക്ക് അധികാരമുള്ളൂ. ജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്വവും ഗവർണർക്കല്ല ഉള്ളത്, ജനങ്ങളുടെ ഉത്തരവാദിത്വം സർക്കാരിനാണ്. ഇത് മനസ്സിലാകാത്ത ഏക വ്യക്തി കേരളത്തിലെ ഗവർണറാണെന്ന് മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, നീക്കങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നത് രാഷ്ട്രീയ യജമാനന്മാരിൽ നിന്ന് കയ്യടി വാങ്ങാനും പുതിയ പദവികളും ലാവണങ്ങളും ഉറപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് സർക്കാരിനെതിരെയുള്ള ഗവർണറുടെ നീക്കമെന്ന വിമർശനവും, ഗുരുതരമായ വിമർശനവും ദേശാഭിമാനി മുന്നോട്ട് വയ്ക്കുന്നു. RSS മേധാവിയെ അദ്ദേഹം ഉള്ള സ്ഥലത്ത് പോയി ഗവർണർ സന്ദർശിച്ചത് ഇതിൽ നിന്ന് വ്യക്തമാണ്. എന്താണ് ഗവർണറുടെ അധികാരമെന്ന സുപ്രീം കോടതി വിധികളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ മുഖപ്രസംഗം മുന്നോട്ട് പോകുന്നത്. നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ താൻ ഒപ്പിട്ടാലേ നിയമമാകൂ എന്ന് ഗവർണർ ഓർമ്മപ്പെടുത്തുന്നു. അല്ലെങ്കിൽ അത് അദ്ദേഹം പറയുന്നു, അത് ഒരു ഭീഷണിയുടെ സ്വരമാണ്. ഗവർണറുടെ വാക്കുകളിൽ നിന്ന് ഭീഷണിയാണ് വായിച്ചെടുക്കാൻ കഴിയുന്നത്. നിയമസഭ പാസ്സാക്കിയ ബിൽ ഗവർണർക്ക് അയച്ചാൽ അദ്ദേഹത്തിന് ഒന്നുകിൽ അത് ഒപ്പിട്ട സഭയ്ക്ക് തിരിച്ചയക്കാം, അല്ലെങ്കിൽ ഒപ്പിടാൻ വിസമ്മതിക്കാം. അതുമല്ലെങ്കിൽ കൂടുതൽ പരിശോധനയ്ക്കായി നിയമസഭയിലേക്ക് തന്നെ തിരിച്ചയക്കാം. അതിനപ്പുറത്തേക്ക് രാഷ്ട്രപതി സമർപ്പിക്കുക, അതിനപ്പുറത്തേക്ക് നിശ്ചിതമായി നീട്ടിവെക്കുന്നത് ഗവർണറുടെ അധികാര പരിധിയിലുള്ള കാര്യമല്ല. ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടനാ വിരുദ്ധമായ ബില്ലുകൾ അനന്തമായി ഒപ്പിടാതെ വച്ചു താമസിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അത് എങ്ങനെയാണ് ഒരു ഗവർണർ സ്വീകരിക്കുക തുടങ്ങി വളരെ രൂക്ഷമായ നിശ്ചിതമായ വിമർശനങ്ങളാണ് ഗവർണർക്കെതിരെ ദേശാഭിമാനി ഉയർത്തുന്നത്. അതിന് പിന്നാലെ ഇന്ന് ദേശാഭിമാനി തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പുത്ര ദിനേശിൻ്റെ ഒരു ലേഖനമുണ്ട്. ഈ ചരിത്ര കോൺഗ്രസ് സംബന്ധിച്ച കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരാമർശിച്ചുകൊണ്ട് ഗവർണറെ അവിടെയും വിമർശിച്ചുകൊണ്ടുള്ള ലേഖനം പുത്രത്തെ ദിനേശനും എഴുതിയിട്ടുണ്ട്. ഇതിനുള്ള ഒക്കെയുള്ള ഒരു മറുപടി എന്ന രീതിയിലും വിഷയത്തിലേക്ക് ഇടപെട്ടുകൊണ്ടും വീക്ഷണവും ഇന്നൊരു മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് സംസ്ഥാന സർക്കാരും ഗവർണറുമായി തമ്മിൽ തല്ലുന്നു, തെരുവിൻ്റെ ഭാഷയിൽ നടത്തുന്ന പോര് ഭരണഘടനയ്ക്ക് യോജിച്ചതല്ല, അടുക്കള പോര് തെരുവിലേക്കെന്നാണ് വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. ഗവർണർ ഇരിക്കുന്ന പദവിയുടെ അന്തസ്സ് മറന്ന് പ്രവർത്തിക്കുന്ന വിമർശനവും അതിലുണ്ട്. ഇരു വിഭാഗങ്ങളും, സർക്കാരും ഗവർണറും, ഭരണഘടനയുടെ തത്വങ്ങളും കടമകളും മറക്കരുത്. അടുക്കളപ്പോര് തെരുവീതികളിലേക്ക് വലിച്ചിട്ട് തെരുവ് മാലിന്യം പോലെ സമൂഹത്തിന് ദുസ്സഹമായി തീർന്ന കുറ്റപ്പെടുത്തലും ഭീഷണി നടത്തുന്നു. അങ്ങനെ സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അത്യന്തം കലുഷിതമാവുന്ന സാഹചര്യത്തിലേക്ക് സർക്കാർ ഗവർണർ പോര് മാറുകയാണ്. നേരത്തെയൊക്കെ ഗവർണറുടെ വിമർശനങ്ങളെ കാര്യമായി മറുപടി പറഞ്ഞു പോയിരുന്നില്ല CPM സർക്കാരും. കുറച്ചെങ്കിലും മറുപടി നൽകിയത് CPM നേതൃത്വമായിരുന്നു. പക്ഷേ അത് മാറ്റിവെച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് രംഗത്തെത്തുന്നു. കഴിഞ്ഞ ദിവസം CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് ഗവർണർ പറയുന്നതിന് അപ്പോൾ മറുപടി പറഞ്ഞു പോകാൻ തന്നെയാണ് CPMന്റെ തീരുമാനം. ഇനി കാര്യങ്ങൾ ആ രീതിയിൽ വൈകിപ്പിക്കില്ല. ഗവർണർ ഏത് രീതിയിൽ നീങ്ങുന്നു അതേ രീതിയിൽ തിരിച്ചടിക്കാനാണ് CPMന്റെയും സർക്കാരിൻ്റെ തീരുമാനം. അതായത് ഗവർണർക്കെതിരെ രാഷ്ട്രീയ വിമർശനം ശക്തമാക്കും, രാഷ്ട്രീയ പ്രചരണം ശക്തമാക്കും. അതിനപ്പുറത്തേക്ക് മറുപടികൾ പാർട്ടി നേതൃത്വവും സർക്കാരിലെ പ്രമുഖരും മുഖ്യമന്ത്രി അടക്കമുള്ളവർ മറുപടി പറഞ്ഞു പോകും. നിയമപരമായി നേരിടേണ്ട കാര്യങ്ങൾ, കാരണം ഈ ബില്ലുകളൊക്കെ അരിഷ്ടമായി നീണ്ടുപോയാൽ അവിടെ നിയമവഴികൾ തേടാനും CPM ആലോചിക്കുന്നുണ്ട്. ആ രീതിയിൽ ഗവർണർക്കെതിരെ ഏത് രീതിയിലാണോ, ഏത് ലൈനിലാണോ ഗവർണർ പോകുന്നത് അതേ ലൈനിൽ, അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് സർക്കാരിൻ്റെയും CPMന്റെയും തീരുമാനം. തികച്ചും അസാധാരണവും കേരള ചരിത്രത്തിലില്ലാത്തതുമായ നീക്കമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം 11:45 സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ തെളിവുകൾ സമർപ്പിക്കാൻ, സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇത്തരമൊരു വാർത്താ സമ്മേളനം ഒരുപക്ഷെ രാജ്യത്തിൽ തന്നെ അത്യപൂർവമെന്ന് വേണം പറയേണ്ടത്. അത്തരമൊരു നീക്കമാണ് ഗവർണർ നടത്തുന്നത്. അഴിമതി ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്, ധൂർത്തില്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നാണ് ഗവർണറുടെ വിശദീകരണം. സർവകലാശാലകളുടെ അധികാരത്തിൽ സർക്കാർ കൈകടത്തുന്നു, കടന്നുകയറുന്നു, അവിടെ രാഷ്ട്രീയ നിയമനങ്ങളും സ്വജനപക്ഷപാതം നടത്തുന്നു. ഇത് അംഗീകരിക്കാനാകില്ല. അതിനെതിരെയാണ് തൻ്റെ പോരാട്ടമെന്നാണ് ഗവർണറുടെ ഭാഷ്യം. അതേസമയം ഗവർണർ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയാണ്. ഗവർണർ ഭരിക്കാൻ ഉള്ള അധികാരം ഗവർണർക്കില്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഗവർണർ ഭരണഘടനാ തലവനാണ്, എന്നാൽ ഭരണാധികാരിയല്ല എന്ന
സന്ദേശം എന്ന മറുപടി ദേശാഭിമാനി മുഖപ്രസംഗത്തിലൂടെ CPM നൽകുന്നു. ഭരണനിർവഹണം നടത്താനുള്ള ഒരു അധികാരവും ഗവർണർക്കില്ല. യഥാർത്ഥ അധികാരം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. അതുകൊണ്ട് സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കാനുള്ള ഭരണഘടനാ ബാധ്യത ഗവർണർ നിറവേറ്റണം. അതിന് മാത്രമേ ഗവർണർക്ക് അധികാരമുള്ളൂ. ജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്വവും ഗവർണർക്കല്ല ഉള്ളത്. ജനങ്ങളുടെ ഉത്തരവാദിത്വം സർക്കാരിനാണ്. ഇത് മനസ്സിലാകാത്ത ഏക വ്യക്തി കേരളത്തിലെ ഗവർണറാണെന്ന് മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, നീക്കങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നത് രാഷ്ട്രീയ യജമാനന്മാരിൽ നിന്ന് കയ്യടി വാങ്ങാനും പുതിയ പദവികളും ലാവണങ്ങളും ഉറപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് സർക്കാരിനെതിരെയുള്ള ഗവർണറുടെ നീക്കമെന്ന വിമർശനവും, ഗുരുതരമായ വിമർശനവും ദേശാഭിമാനി മുന്നോട്ട് വയ്ക്കുന്നു. RSS മേധാവിയെ അദ്ദേഹം ഉള്ള സ്ഥലത്ത് പോയി ഗവർണർ സന്ദർശിച്ചത് ഇതിൽ നിന്ന് വ്യക്തമാണ്. എന്താണ് ഗവർണർ അധികാരമെന്ന സുപ്രീം കോടതി വിധികളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ നമസ്കാരം. പ്രധാന വാർത്തകൾ. സർക്കാരിനെതിരെ തുറന്നടിച്ച് ഗവർണർ. BC നിയമനത്തിനായി മുഖ്യമന്ത്രി നേരിട്ടെത്തി. മുഖ്യമന്ത്രി അയച്ച കത്തുകൾ പുറത്തുവിട്ടു. ബില്ലുകളിൽ ഒപ്പുവെക്കില്ല. KK രാഗേഷിനെ ലക്ഷ്യമിട്ട് ഗവർണർ. ചരിത്ര കോൺഗ്രസിലുണ്ടായത് ആസൂത്രിത പ്രതിഷേധം. അറസ്റ്റ് തടഞ്ഞത് രാഗേഷ്. ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നടത്താമെന്ന് കരുതേണ്ടെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ. രാഷ്ട്രീയ വിമർശനവുമായും ഗവർണർ. LDF കൺവീനർക്ക് വിമാനയാത്രാ വിലക്കെന്ന് പരിഹാസം. KT ജലീലിനും സജി ചെറിയാനും വിമർശനം. മാനസിക വിഭ്രാന്തിയെന്ന് EP. ഗവർണർ പുതുതായൊന്നും പുറത്തുവിട്ടില്ലെന്ന് MP ഗോവിന്ദൻ. ഗവർണർ രാജിവെച്ച് പോകണമെന്ന് EP ജയരാജൻ. CPMനെ കടന്നാക്രമിക്കാനുള്ള വേദിയായി രാജ്ഭവനെ മാറ്റിയെന്ന് AK ബാലൻ. ഗവർണർ താഴേക്ക് പോകുന്നത് ശരിയല്ലെന്ന് K രാജൻ. മോഹൻ ഭാഗവതിനെ കണ്ടതിനെ ന്യായീകരിച്ച് ഗവർണർ. കൂടിക്കാഴ്ചയിൽ അസ്വാഭാവികതയില്ല. ഉയരുന്നത് രാഷ്ട്രീയ ആരോപണം മാത്രം. RSS പ്രചാരക ദൌത്യം നിർവഹിക്കുന്നതായി EP ജയരാജൻ. RSS മേധാവിയെ കണ്ടത് പ്രോട്ടോകോൾ ലംഘനമെന്ന് കോൺഗ്രസ്. ഗവർണറും മുഖ്യമന്ത്രിയും നടത്തുന്നത് രാഷ്ട്രീയ നാടകമെന്ന് VD സതീശൻ. കള്ളക്കളികൾ ഇനിയും പുറത്തുവരാനുണ്ടെന്ന് ചെന്നിത്തല. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് K സുരേന്ദ്രൻ. റോഡിലെ കുഴിയിൽ ചോദ്യങ്ങൾ എണ്ണി ചോദിച്ച് ഹൈക്കോടതി. എഞ്ചിനീയർമാർ എന്തിന്? പൌരന്മാരെ എങ്ങനെ മരിക്കാൻ വിടാനാകുന്നു? നവകേരളം ഇങ്ങനെയാണോ രൂപവൽക്കരിക്കുന്നതെന്നും ചോദ്യം. മുഖ്യമന്ത്രിക്കെതിരെ EDയെ സമീപിച്ച് HRDS. ഡോളർ കടത്തിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണം. ഡൽഹിയിലെത്തി പരാതി നൽകി അജി കൃഷ്ണൻ. KM ഷാജിയെ നേതൃത്വം വിളിച്ചു വരുത്തി താക്കീത് ചെയ്തു. പരസ്യ വിമർശനങ്ങൾ ഒഴിവാക്കണം. പ്രതികരിക്കാതെ ഷാജി. പ്രസംഗത്തിൽ ജാഗ്രത വേണമെന്ന് സാധിക്കലി തങ്ങൾ. എലിസബത്ത് രാജ്ഞിക്ക് വിട നൽകാൻ ലോകം. ചടങ്ങുകൾ അല്പസമയത്തിനകം. സംസ്കാരം വെസ്റ്റ്മിൻസ്റ്റർ പള്ളിയിലെ ഗ്രാൻഡ് ഹാളിൽ. വാർത്തകളിലേക്ക് വിശദമായി. റോഡിലെ കുഴിയിൽ വീണ്ടും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. എഞ്ചിനീയർമാർ എന്തിനാണെന്ന് കോടതി ചോദിച്ചു. റോഡിലെ കുഴികൾ ഒറ്റ ദിവസം കൊണ്ടുണ്ടായതല്ല. റോഡുകളിലെ മരണങ്ങളുടെ പേരിൽ ഒറ്റ ഉദ്യോഗസ്ഥനെയെങ്കിലും പ്രോസിക്യൂട്ട് ചെയ്തോ എന്നും കോടതി ചോദിച്ചു. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, കഴിഞ്ഞ ദിവസവും അതിരൂക്ഷമായ വിമർശനം, ഏതാണ്ട് ഇതിനോടൊക്കെ സമാനമായ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്തിനാണ് എഞ്ചിനീയർമാരെന്ന ചോദ്യം ചോദിക്കുകയുണ്ടായി. ഇപ്പോൾ അത് ഒന്നുകൂടി കടുപ്പിച്ചിരിക്കുന്നു കോടതി. എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ നടന്നത്? രേണുക, അതിരൂക്ഷമായ വിമർശനമാണ് ആലുവ പെരുമ്പാവൂർ റോഡുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പൊതുമരാമത്ത് വകുപ്പിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡിന്റെ നിർമ്മാണ ചുമതല ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പരിപാലന ചുമതലയുള്ള പൊതുമരാമത്ത് എഞ്ചിനീയർമാർ കോടതിയിൽ നേരിട്ട് ഹാജരായിട്ടുണ്ട്. അവരോടും ചില ചോദ്യങ്ങൾ കോടതി ചോദിക്കുന്നു. എത്ര നാളായി ഈ റോഡ് ഇത്തരത്തിൽ ഗതാഗത യോഗ്യമല്ലാതെ അല്ലെങ്കിൽ കുഴികൾ നിറഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് എന്ന് കൃത്യമായി കോടതി ചോദിക്കുന്നു. കഴിഞ്ഞ മെയ് മാസം മുതൽ റോഡ് സഞ്ചാരയോഗ്യമല്ല എന്ന് എഞ്ചിനീയർമാർ കോടതിയെ അറിയിച്ചു. എന്നിട്ട് എന്തെങ്കിലും നടപടികൾ ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായോ എന്ന് ചോദിക്കുകയുണ്ടായി. തുടർന്ന് ഈ ചീഫ് എഞ്ചിനീയർക്കടക്കം ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് കത്തുകൾ എഴുതിയിരുന്നു എന്ന് എഞ്ചിനീയർമാർ കോടതി അറിയിച്ചു. എന്നാൽ ഈ റോഡിലൂടെ ആളുകൾക്ക് വാഹനങ്ങൾ ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങൾ പോകുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും സൂചകങ്ങൾ അല്ലെങ്കിൽ മുന്നറിയിപ്പ് ബോർഡുകൾ ഈ വഴിയിൽ സ്ഥാപിച്ചിരുന്നു എന്ന ചോദ്യം കോടതി ചോദിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുന്ന പതിവ് സംസ്ഥാനത്തില്ല എന്ന, അല്ലെങ്കിൽ ഇത്തരം റോഡിൽ സ്ഥാപിച്ചിട്ടില്ല എന്ന മറുപടിയാണ്
നിർദ്ദേശങ്ങളാണ് എഞ്ചിനീയർമാർ നൽകുകയും ചെയ്തത്. എന്തായാലും ലോകത്തൊരിടത്തും ഇത്രയധികം മോശപ്പെട്ട റോഡുകൾ, അതായത് ഒരാൾ യാത്ര പുറപ്പെട്ടാൽ തിരിച്ചു വീട്ടിലേക്ക് എത്തുമെന്ന് ഇല്ലാത്ത ഒരു റോഡുകൾ ലോകത്തൊരിടത്തും പരിഷ്കൃത രാജ്യങ്ങളിലും കാണില്ല എന്ന കുറ്റപ്പെടുത്തലാണ് ജസ്റ്റിസ് സേവൻ രാമേന്ദ്രൻ നടത്തിയിരിക്കുന്നത്. ഒപ്പം ഈ റോഡപകടങ്ങൾ സംസ്ഥാനത്ത് പെരുകുമ്പോഴും റോഡിൽ വീണ് ജീവനുകൾ പൊലിയുമ്പോഴും ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ ഉണ്ടോ എന്ന ചോദ്യവും ചോദിക്കുന്നു. ചില കേസുകളിൽ ഇത്തരത്തിൽ നടപടികൾ എടുത്തിട്ടുണ്ടോ എന്ന് മരാമത്ത് വകുപ്പ് അറിയിക്കുമ്പോഴും എന്താണ് പിന്നീട് ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ എടുത്ത നടപടികൾ സംഭവിച്ചിരിക്കുന്നത് എന്ന ചോദ്യം ചോദിച്ചിരിക്കുന്നു. ലോകത്ത് എവിടെയുമില്ല ഇത്തരത്തിലുള്ള റോഡുകൾ. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് കാര്യമായി കാര്യങ്ങൾ ചെയ്യാതെ സഞ്ചാരയോഗ്യമായ റോഡുകൾ പോലും ഇല്ലാതെയാണോ നവകേരളം സൃഷ്ടിക്കുന്നത് എന്ന ചോദ്യത്തിലൂടെ സർക്കാരിനും ഒരു പരിഹാസം കോടതി ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയാൽ സർക്കാരിന് എന്തു മറുപടി നൽകാൻ കഴിയും എന്ന ചോദ്യവും കോടതി ചോദിക്കുന്നു. ഈ റോഡപകടത്തിൽ മരിച്ച ഒരാളുടെ വീട്ടിൽ പോയാൽ കാര്യങ്ങൾ കൂടെ വ്യക്തമാക്കും. ഒരു കുടുംബത്തിന്റെ ഭാവി അല്ലെങ്കിൽ മക്കളുടെ ഭാവി അടക്കമുള്ള ഒരു തലമുറയെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് ഒരു അപകടത്തിലൂടെ ജീവൻ നഷ്ടപ്പെടുന്നതെന്നും കോടതി പറയുന്നു. എന്തായാലും എഞ്ചിനീയർമാരോടക്കം കോടതി ഇപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ശരി, എന്തായാലും കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. അതിരൂക്ഷമായ വിമർശനമാണ് ഇതിനോടകം കോടതി ഉയർത്തിയിട്ടുള്ളത്. സർക്കാരിനെതിരെ നിലപാട് ഘടിപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ചരിത്ര കോൺഗ്രസിൽ തനിക്ക് നേരെ ഉണ്ടായത് ആസൂത്രിത അക്രമമാണ്. പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയപ്പോൾ വേദിയിലുണ്ടായിരുന്ന കെ രാഗേഷ് തടഞ്ഞു. ചരിത്ര കോൺഗ്രസിലുണ്ടായത് 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്നും ദൃശ്യം പുറത്തുവിട്ട് ഗവർണർ പറഞ്ഞു. That is the job of the police. They will control them. But he rises from his seat and goes to the audience to stop police from acting. Has he been appointed in the Chief Minister's office because of that great thing which he did? These are my questions. മുഖ്യമന്ത്രി അയച്ച കത്തുകൾ ഗവർണർ പുറത്തുവിട്ടു. ചാൻസലർ സ്ഥാനത്ത് തുടരണമെന്ന് അഭ്യർത്ഥിച്ച് 2 കത്തുകൾ തന്നു. സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ ഇടപെടില്ലെന്ന് ഉറപ്പുമായി മുഖ്യമന്ത്രി കത്ത് നൽകി. ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനം ഉറപ്പാക്കിയത് തന്നെ സമ്മർദ്ദത്തിലാക്കിയാണെന്നും ഗവർണർ പറഞ്ഞു. Why I was forced to write that letter? Chief Minister personally came to Raj Bhavan and requested me that in the matter of the appointment of Kannur University Vice Chancellor, that is his home district, and I agreed with him that I will give weightage to your opinion. You are democratically elected leader. Yes, I shall give weightage to your opinion. കെ.ടി. ജലീലിനെയും ഇ.പി. ജയരാജനെയും സജി ചെറിയാനെയും ഗവർണർ രൂക്ഷമായി വിമർശിച്ചു. One minister trashes constitution publicly and he is removed from the Council of Ministers. Another former minister challenges the territorial integrity of India by using the language of Pakistan. Do you think these incidents are merely lapse on the part of these individuals? No. This is how they are indoctrinated in their training camps. That the convener of the ruling party is barred from flying by the airline. For what? For attacking 2 persons inside the plane. So if they attack me here, if they can attack inside the plane, what is so surprising if they attack me there on the stage? അരുണുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, അസാധാരണമായ ഒരു നീക്കമായിരുന്നു ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വാർത്താ സമ്മേളനം വിളിച്ച് കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, അതിന് തെളിവുകൾ ഉൾപ്പെടെ പുറത്തുവിടുന്നു. പക്ഷേ ഈ ദൃശ്യങ്ങളിലോ ഗവർണർ പറഞ്ഞ കാര്യങ്ങളിലോ പുതുതായി ഒന്നുമില്ല എന്നതാണ് എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രതികരണം. ഇതിന്റെ ഗവർണറുടെ വാർത്താ സമ്മേളനത്തിന്റെ പ്രതിഫലനങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇതോടെ അവസാനിക്കുമോ അതോ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കൂടുതൽ വിശദീകരണങ്ങളുമായി രംഗത്തെത്തേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുമോ? ഗവർണറുടെ വാർത്താ സമ്മേളനത്തിന്റെ പ്രതിഫലനങ്ങൾ അതിന്റെ ബാക്കി പത്രം തുടരും. അത് ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്ന ഒരു കാര്യമാകില്ല. മാത്രവുമല്ല, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ
പ്രൈവറ്റ് സെക്രട്ടറി കെ രാഗേഷിനെതിരെ ഗുരുതര ആരോപണമാണ് ഗവർണർ ഉന്നയിച്ചത്. നേരത്തെ അദ്ദേഹം പരോക്ഷമായ ചില സൂചന നൽകിയിരുന്നുവെങ്കിലും കെ രാഗേഷാണ് തനിക്കെതിരായ പ്രതിഷേധത്തിന്റെ വധശ്രമത്തിന്റെ ആസൂത്രകൻ എന്ന വിമർശനം ഇന്ന് ഗവർണർ ഉന്നയിച്ചു. അതിനെതിരെ തെളിവുകളും ദൃശ്യങ്ങളും അദ്ദേഹം പുറത്തുവിട്ടു. തനിക്കെതിരെ ഇത്തരം പ്രതിഷേധം നടത്തിയതിന്റെ പ്രതിഫലമാണോ കെ രാഗേഷിന്റെ ഇപ്പോഴത്തെ സ്ഥാനലബ്ധി എന്ന ചോദ്യവും ഗവർണർ മുന്നോട്ട് വച്ചു. ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനം താൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. തന്നെ സമ്മർദ്ദത്തിലാക്കി മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ നേരിട്ട് ഇടപെട്ടത് കൊണ്ടാണ് താൻ അതിനെ തയ്യാറായത്. അപ്പോഴും നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന പ്രത്യേക നിർദ്ദേശം നൽകി. എന്നാൽ അതിനുപോലും സർക്കാർ തയ്യാറായില്ല. സർവകലാശാലകളിൽ നടക്കുന്നത് സ്വജനപക്ഷപാതമാണെന്ന ആരോപണം അദ്ദേഹം ആവർത്തിച്ചു. സംസ്ഥാനത്ത് ഭരിക്കുന്നവർ അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ്, അല്ലെങ്കിൽ അത്തരമൊരു പ്രത്യയശാസ്ത്രത്തെ മുറുകെ പിടിക്കുന്നവരാണെന്ന വിമർശനവും ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തി. അതേസമയം RSS മേധാവി മോഹൻ ഭഗവതിനെ സന്ദർശിച്ചതിൽ എന്ത് തെറ്റാണോ അദ്ദേഹം ചോദിച്ചു. താൻ തലവനായിട്ട് സംസ്ഥാനത്ത് വരുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ സുഖവിവരം അന്വേഷിക്കേണ്ട ചുമതല മാത്രമാണ് ചെയ്തത്. RSSനെ അംഗീകരിച്ചതും RSSനെ സ്വാതന്ത്ര്യദിന പരേഡിൽ ക്ഷണിച്ചതും നെഹ്റു ആയിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെ ഇപ്പോൾ RSSനെ എന്ത് കാരണം പറഞ്ഞാൽ മാറ്റി നിർത്തണമെന്ന ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചത്. RSSനെ മാറ്റി നിർത്തണമെങ്കിൽ ഇപ്പോഴത്തെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ മാറ്റി നിർത്തേണ്ട എന്ന ചോദ്യം അദ്ദേഹം ഉയർത്തി. പൊതുവിൽ സർക്കാരിനെതിരെ രൂക്ഷമായ ആക്രമണം, മുഖ്യമന്ത്രിക്കെതിരെ വ്യക്തിപരമായ വിമർശനം, തന്റെ നിലപാടിൽ നിന്ന് ഒരിഞ്ചുപോലും പിന്നോട്ട് പോകില്ലെന്ന പ്രഖ്യാപനം, ലോകായുക്ത ഭേദഗതി, സർവകലാശാല ഭേദഗതി ബില്ലുകളിൽ ഒപ്പിടില്ലെന്ന വ്യക്തമായ തീരുമാനം അറിയിക്കൽ, ഇതായിരുന്നു ഗവർണറുടെ വാർത്താ സമ്മേളനത്തിന്റെ രത്ന ചുരുക്കം. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി സർക്കാരിനെതിരെ തെളിവുകൾ നിരത്താൻ, കുറ്റാരോപണം നടത്താൻ ഒരു ഗവർണർ വാർത്താ സമ്മേളനം വിളിച്ചു എന്ന അപൂർവതയും രാജ്ഭവൻ വേദിയായി. തീർച്ചയായും അരുൺ, ഗവർണർ ഉന്നയിച്ച ആരോപണങ്ങൾ അതിന് വ്യക്തമായ മറുപടി നൽകേണ്ടത് ബാധ്യത സർക്കാരിനെ സംബന്ധിച്ചുണ്ട്, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുണ്ട്. ഒപ്പം അദ്ദേഹം പേരെടുത്ത് വിമർശിച്ച മന്ത്രിമാർ ഉൾപ്പെടെ ഓരോരുത്തർക്കും ആ ഒരു ബാധ്യതയുണ്ട്. മറ്റൊന്ന്, ബില്ലിൽ ഒപ്പിടില്ല എന്ന് പറഞ്ഞതാണ്. മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലെ പൈസ വകമാറ്റി ചെലവഴിച്ചു എന്ന ഒരു ആരോപണം നേരിടുന്നു. അതിൽ വിധി വരാനിരിക്കുന്ന ഒരു സാഹചര്യവും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ഓർഡിനൻസിൽ ഒപ്പുവെച്ചതാണ്, പക്ഷേ ബില്ലിൽ ഒപ്പിടില്ല എന്ന നിലപാടിൽ അദ്ദേഹം ഇപ്പോൾ എത്തി. അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞിരിക്കുന്നു. ആ ഒരു നിലപാട് സർക്കാരിനുണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധിയും ആശങ്കയും എത്രമാത്രം വലുതാണ്? സർക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട 2 ബില്ലുകളാണ് ഗവർണർ ഇപ്പോൾ തീരുമാനമെടുക്കാതെ മാറ്റിവെച്ചിരിക്കുന്ന 11 ബില്ലുകളുടെ കൂട്ടത്തിലുള്ളത്. സർവകലാശാല ഭേദഗതി, ലോകായുക്ത ഭേദഗതിയും തന്നെയാണ് ആ 2 ബില്ലുകൾ. അതിൽ ഒപ്പിടാത്തതിൽ ചില പ്രത്യാഘാതങ്ങൾ സർക്കാരുണ്ടാകും. ഒന്ന്, രേണുക സൂചിപ്പിച്ച പോലെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാതി ലോകായുക്ത ഹിയറിംഗ് പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ലോകായുക്ത നിയമം, നിലവിലുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അത് വിധി പറഞ്ഞാൽ അത് ഏതെങ്കിലും തരത്തിലുള്ള എതിർ അല്ലെങ്കിൽ സർക്കാരിനെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയാണ് വിധിയെങ്കിൽ അത് സർക്കാരിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. മറ്റൊന്ന് സർവകലാശാല ബില്ലാണ്. അതിലും ഗവർണറുടെ അധികാരം വെട്ടിക്കുറക്കുന്ന ബില്ല്. അതിലും സർക്കാർ താല്പര്യം ഈ പുതിയ ബില്ല് പാസ്സായാൽ മാത്രമേ നടക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ കേരള സർവകലാശാലയിലെ പുതിയ VC അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാക്കും. ബില്ലുകൾ അനിശ്ചിതമായി ഒപ്പിടാതെ മാറ്റിവെക്കാനുള്ള അധികാരം, അവകാശം ഇപ്പോൾ ഗവർണർക്കുണ്ട്. അത് സർക്കാർ ചോദ്യം ചെയ്യുന്നുവെങ്കിലും, അത് ഭരണഘടനാപരമായ ബാധ്യതയാണെന്ന് പറയുന്നുവെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗവർണർക്ക് അതിനു കഴിയും. അത് സർക്കാരിനുണ്ടാക്കുന്ന പ്രതിസന്ധി, വെല്ലുവിളി ചെറുതായിരിക്കില്ല. ശരി, PV അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഗവർണർ പറയുന്നത് അസംബന്ധമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പുതുതായി ദൃശ്യങ്ങളിലൊന്നുമില്ല. കെ രാഗേഷ് അന്ന് MP ആയതുകൊണ്ടാണ് ചരിത്ര കോൺഗ്രസിലെ പ്രശ്നത്തിൽ ഇടപെട്ടത്. മുഖ്യമന്ത്രിക്കെതിരായ വിമർശനത്തിന് സർക്കാർ മറുപടി പറയുമെന്നും അദ്ദേഹം പറഞ്ഞു. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയിട്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തിയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഒരു പുതിയ കാര്യവും പറഞ്ഞിട്ടില്ല. ഈ ദൃശ്യങ്ങൾ ആ ദൃശ്യം മുമ്പേ കണ്ടതന്നെയല്ലേ, ഒന്നും പുതുതായിട്ട് കാണാതൊന്നുമല്ല. കെ രാഗേഷ് തടയുന്നു പറഞ്ഞത് വെറുതെ ശുദ്ധ അസംബന്ധം പറയാണ്. കെ രാഗേഷ് അന്ന് MP ആണ്. ആ MP ആയ കെ രാഗേഷ് ഇദ്ദേഹത്തെ പോലെ തന്നെ ക്ഷണിക്കപ്പെട്ടൊരു അതിഥിയാണ്. അവിടെ ഒരു പ്രശ്നം ഉയർന്നു വരുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമം മാത്രമേ കെ രാഗേഷ് നടത്തിയിട്ടുള്ളൂ. വാർത്താ സമ്മേളനം വിളിച്ച RSS പ്രചാരകന്റെ ദൌത്യം നിർവഹിക്കുകയാണ് ഗവർണർ ചെയ്തതെന്ന് LDF കൺവീനർ EP ജയരാജൻ കുറ്റപ്പെടുത്തി. ഗവർണർക്ക് പ്രായത്തിനനുസരിച്ചുള്ള പക്വതയില്ല. ഗവർണർ പദവിയിലിരിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ യോഗ്യനല്ല. ഗവർണർക്ക് മാനസിക വിഭ്രാന്തിയാണെന്നും EP വിമർശിച്ചു. ഇന്ന് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള മാനസിക വിഭ്രാന്തിയാണ്. ഞാനിത് പത്രസമ്മേളനത്തിൽ തന്നെ അദ്ദേഹം
വല്ലാത്ത വിഭ്രാന്തിയാണ്. ഒന്നും ഒരു പക്വതയോടുകൂടി കേട്ട് സഹനശക്തിയോടുകൂടി ഒരു പാകതയെത്തിയ ഒരു ഭരണകർത്താവിൻ്റെ ഒരു സമീപനവും അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ കാണാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് മാനസികമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്നത്തെ നിലയിൽ സ്വമേധയാണ് ഈ ഗവർണർ പദവിയിൽ നിന്ന് രാജിവെച്ച് പോകുന്നതാണ് ഉചിതമായിട്ടുള്ളത്. ഈ നാടിനും നാട്ടാർക്കും ജനങ്ങൾക്കും അതായിരിക്കും ഗുണകരം. CPM-നെ കടന്നാക്രമിക്കാനുള്ള വേദിയായി രാജ്ഭവനെ ഗവർണർ മാറ്റിയെന്ന് മുൻ മന്ത്രി A.K. ബാലൻ. മുഖ്യമന്ത്രിക്കെതിരെ ഇത്ര അവാസ്തവമായ പരാമർശം ഇതുവരെ ആരും നടത്തിയിട്ടില്ല. പാക് ചാരൻ എന്ന ഭരണകക്ഷി MLA പറയാൻ എങ്ങനെ കഴിയുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു. കടന്നാക്രമണം രാഷ്ട്രീയമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും മുഖ്യമന്ത്രിക്കുമെതിരായി വീണ്ടും ആവർത്തിക്കുകയാണ്. അതിനുള്ള ഒരു വേദിയായിട്ടാണോ രാജ്ഭവനെ മാറ്റേണ്ടത്? അദ്ദേഹത്തെ ആക്രമിക്കാൻ വന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ തടഞ്ഞ EP ജയരാജൻ പാക് ചാരനാണ്, ഒരു ഭരണകക്ഷി MLA എന്ന് പറയാൻ എങ്ങനെ നാക്ക് പൊന്തുന്നു? എന്തൊരവസ്ഥയാണിത്? ഗവർണറും മുഖ്യമന്ത്രിയും നടത്തുന്നത് രാഷ്ട്രീയ നാടകമെന്ന് പ്രതിപക്ഷം. രണ്ടു കൂട്ടരും ഒരുമിച്ച് ചെയ്യുന്നതാണ് എല്ലാം. സർവകലാശാല നിയമനത്തിൽ മുഖ്യമന്ത്രി ഗവർണറുടെ അടുത്തെത്തി ശുപാർശ ചെയ്യുന്നത് ചരിത്രത്തിലാദ്യമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഗവർണർ ഏത് സമയത്തും സെറ്റിൽമെന്റിന് വഴങ്ങുന്നയാളാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇത് വെറും നാടകമാണ് ഇവർ രണ്ടുപേരും തമ്മിൽ നടത്തുന്നത്. ഇതിനു മുമ്പും ഗവർണർ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അന്ന് ഗവർണറെ പോയി കണ്ട് ഏതിടനിലക്കാരുടെ സഹായത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി പോയി കണ്ടത്, ഈ വിഷയങ്ങൾ സെറ്റിൽ ചെയ്ത്. നാളെയും അത് സംഭവിക്കും. ഇപ്പോൾ ഒരു വിഷയം വന്ന് നിൽക്കുന്ന സമയത്ത് അത് ഒരു RSSും BJPയുടെ കളറൈന് കൊടുക്കുക, അല്ലാത്ത സമയത്ത് RSSും BJPയുടെ കളറുള്ള ആളുമായിട്ട് സെറ്റിൽമെന്റ് നടത്തുക. ഇതിങ്ങനെ മാറി മാറി നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ മുഖ്യമന്ത്രി വേറെ ഏതെങ്കിലും ഇടനിലക്കാരുടെ സഹായത്തോടു കൂടി പോയി കണ്ട് ഓർഡിനൻസിൽ ഒപ്പിടിച്ചതുപോലെ ഈ ബില്ലിൽ ഒപ്പിടിക്കില്ല എന്ന് ആര് പറയുന്നു? ഞങ്ങളുടെ നിലപാടാണ് ഞങ്ങൾ പറഞ്ഞത്, ഒപ്പിടാൻ പാടില്ല. ഗവർണറെ തടഞ്ഞ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജി അന്വേഷണം നടത്തണം. നിയമവാഴ്ചയെ അട്ടിമറിക്കാനുള്ള ശ്രമമുണ്ടായി. പ്രതിപക്ഷ നേതാവ് സതീശൻ മന്ത്രിസഭയിൽ അംഗമാകുന്നതാണ് നല്ലതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ആസൂത്രിതമായ അക്രമമാണ് ഗവർണർക്കെതിരെ നടന്നത്. ഇന്ന് ഗവർണർ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ അത് വളരെ വ്യക്തമാണ്. വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് ഗവർണറെ തടയുന്നതിനാവശ്യമായിട്ടുള്ള ഗൂഢാലോചന അതിനു മുമ്പേ നടന്നിരുന്നു എന്നുള്ളത് സുവ്യക്തമാണ്. നമ്മുടെ നിയമവാഴ്ചയെ തന്നെ അട്ടിമറിക്കുകയും ചെയ്യുന്ന സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. അടിയന്തരമായി ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിനാണ് ഉത്തരവിടേണ്ടത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ഒരു സിറ്റിംഗ് ജഡ്ജിയെ വെച്ച് ഈ കേസിനെ സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം. ഇടവേള. തികച്ചും അസാധാരണവും കേരള ചരിത്രത്തിലില്ലാത്തതുമായ നീക്കമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം 11:45 സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ തെളിവുകൾ സമർപ്പിക്കാൻ, സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇത്തരമൊരു വാർത്താ സമ്മേളനം ഒരുപക്ഷെ രാജ്യചരിത്രത്തിൽ തന്നെ അത്യപൂർവമെന്ന് വേണം പറയേണ്ടത്. അത്തരമൊരു നീക്കമാണ് ഗവർണർ നടത്തുന്നത്. അഴിമതി ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്, ധൂർത്തില്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നാണ് ഗവർണറുടെ വിശദീകരണം. സർവകലാശാലകളുടെ അധികാരത്തിൽ സർക്കാർ കൈകടത്തുന്നു, കടന്നുകയറുന്നു, അവിടെ രാഷ്ട്രീയ നിയമനങ്ങളും സ്വജനപക്ഷമാവും നടത്തുന്നത്. ഇത് അംഗീകരിക്കാനാകില്ല. അതിനെതിരെയാണ് തൻ്റെ പോരാട്ടമെന്നാണ് ഗവർണറുടെ ഭാഷ്യം. അതേസമയം ഗവർണർ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയാണ്. ഗവർണർ ഭരിക്കാൻ ഉള്ള അധികാരം ഗവർണർക്കില്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഗവർണർ ഭരണഘടനാ തലവനാണ്, എന്നാൽ ഭരണാധികാരിയല്ല എന്ന സന്ദേശം, എന്ന മറുപടി ദേശാഭിമാനി മുഖപ്രസംഗത്തിലൂടെ CPM നൽകുന്നു. ഭരണനിർവഹണം നടത്താനുള്ള ഒരു അധികാരവും ഗവർണർക്കില്ല. യഥാർത്ഥ അധികാരം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. അതുകൊണ്ട് സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കാനുള്ള ഭരണഘടനാ ബാധ്യത ഗവർണർ നിറവേറ്റണം. അതിന് മാത്രമേ ഗവർണർക്ക് അധികാരമുള്ളൂ. ജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്വവും ഗവർണർക്കല്ല ഉള്ളത്, ജനങ്ങളുടെ ഉത്തരവാദിത്വം സർക്കാരിനാണ്. ഇത് മനസ്സിലാകാത്ത ഏക വ്യക്തി കേരളത്തിലെ ഗവർണറാണെന്ന് മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, നീക്കങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നത് രാഷ്ട്രീയ യജമാനന്മാരിൽ നിന്ന് കയ്യടി വാങ്ങാനും പുതിയ പദവികളും ലാവണങ്ങളും
ഉറപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് സർക്കാരിനെതിരെയുള്ള ഗവർണറുടെ നീക്കമെന്ന വിമർശനവും ഗുരുതരമായ വിമർശനവും ദേശാഭിമാനി മുന്നോട്ട് വയ്ക്കുന്നു. RSS മേധാവിയെ അദ്ദേഹം ഉള്ള സ്ഥലത്ത് പോയി ഗവർണർ സന്ദർശിച്ചത് ഇതിൽ നിന്ന് വ്യക്തമാണ്. എന്താണ് ഗവർണറുടെ അധികാരമെന്ന സുപ്രീം കോടതി വിധികളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ മുഖപ്രസംഗം മുന്നോട്ട് പോകുന്നത്. നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ താൻ ഒപ്പിട്ടാലേ നിയമമാകൂ എന്ന് ഗവർണർ ഓർമ്മപ്പെടുത്തുന്നു. അല്ലെങ്കിൽ അത് അദ്ദേഹം പറയുന്നു, അത് ഒരു ഭീഷണിയുടെ സ്വരമാണ്. ഗവർണറുടെ വാക്കുകളിൽ നിന്ന് ഭീഷണിയാണ് വായിച്ചെടുക്കാൻ കഴിയുന്നത്. നിയമസഭ പാസ്സാക്കിയ ബിൽ ഗവർണർക്ക് അയച്ചാൽ അദ്ദേഹത്തിന് ഒന്നുകിൽ അത് ഒപ്പിട്ട സഭയ്ക്ക് തിരിച്ചയക്കാം, അല്ലെങ്കിൽ ഒപ്പിടാൻ വിസമ്മതിക്കാം. അതുമല്ലെങ്കിൽ കൂടുതൽ പരിശോധനയ്ക്കായി നിയമസഭയിലേക്ക് തന്നെ തിരിച്ചയക്കാം. അതിനപ്പുറത്തേക്ക് രാഷ്ട്രപതി സമർപ്പിക്കുക, അതിനപ്പുറത്തേക്ക് നിശ്ചിതമായി നീട്ടിവെക്കുന്നത് ഗവർണറുടെ അധികാര പരിധിയിലുള്ള കാര്യമല്ല. ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടനാ വിരുദ്ധമായ ബില്ലുകൾ അനന്തമായി ഒപ്പിടാതെ വച്ചു താമസിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അത് എങ്ങനെയാണ് ഒരു ഗവർണർ സ്വീകരിക്കുക തുടങ്ങി വളരെ രൂക്ഷമായ നിശ്ചിതമായ വിമർശനങ്ങളാണ് ഗവർണർക്കെതിരെ ദേശാഭിമാനി ഉയർത്തുന്നത്. അതിന് പിന്നാലെ ഇന്ന് ദേശാഭിമാനി തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പുത്ര ദിനേശിൻ്റെ ഒരു ലേഖനമുണ്ട്. ഈ ചരിത്ര കോൺഗ്രസ് സംബന്ധിച്ച കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരാമർശിച്ചുകൊണ്ട് ഗവർണറെ അവിടെയും വിമർശിച്ചുകൊണ്ടുള്ള ലേഖനം പുത്രത്തെ ദിനേശനും എഴുതിയിട്ടുണ്ട്. ഇതിനുള്ള ഒക്കെയുള്ള ഒരു മറുപടി എന്ന രീതിയിലും വിഷയത്തിലേക്ക് ഇടപെട്ടുകൊണ്ടും വീക്ഷണവും ഇന്നൊരു മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് സംസ്ഥാന സർക്കാരും ഗവർണറുമായി തമ്മിൽ തല്ലുന്നു, തെരുവിൻ്റെ ഭാഷയിൽ നടത്തുന്ന പോര് ഭരണഘടനയ്ക്ക് യോജിച്ചതല്ല, അടുക്കള പോര് തെരുവിലേക്കെന്നാണ് വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. ഗവർണർ ഇരിക്കുന്ന പദവിയുടെ അന്തസ്സ് മറന്ന് പ്രവർത്തിക്കുന്ന വിമർശനവും അതിലുണ്ട്. ഇരു വിഭാഗങ്ങളും, സർക്കാരും ഗവർണറും, ഭരണഘടനയുടെ തത്വങ്ങളും കടമകളും മറക്കരുത്. അടുക്കളപ്പോര് തെരുവീതികളിലേക്ക് വലിച്ചിട്ട് തെരുവ് മാലിന്യം പോലെ സമൂഹത്തിന് ദുസ്സഹമായി തീർന്ന കുറ്റപ്പെടുത്തലും ഭീഷണി നടത്തുന്നു. അങ്ങനെ സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അത്യന്തം കലുഷിതമാവുന്ന സാഹചര്യത്തിലേക്ക് സർക്കാർ ഗവർണർ പോര്. എലിസബത്ത് രാജ്ഞിയുടെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം വെസ്റ്റ് മിനിസ്റ്റർ പള്ളിയിലെ ഗ്രാൻഡ് ഹാളിലാണ് മൃതദേഹം സംസ്കരിക്കുന്നത്. US പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ വെസ്റ്റ് മിനിസ്റ്റർ ഹാളിൽ എലിസബത്ത് രാജ്ഞിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ചാൾസ് മൂന്നാമനെ നേരിൽ കണ്ട് അനുശോചനം രേഖപ്പെടുത്തി.
ഡാൻ കുര്യനുണ്ട് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും. ഡാൻ, ബ്രിട്ടൻ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ബൃഹത്തായ യാത്രയയപ്പ് ചടങ്ങുകൾ എലിസബത്ത് രാജ്ഞിക്കായി ഒരുക്കിയിരിക്കുകയാണ്. വെസ്റ്റ്മിൻസ്റ്റർ ആബിയിലേക്കുള്ള വിലാപയാത്രയാണോ നമ്മൾ ഈ കാണുന്നത്? എങ്ങനെയാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്? രേണുക, 7 പതിറ്റാണ്ടിന്റെ ചരിത്രം മണ്ണിലേക്ക് മറയാൻ മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയാകുന്നത്. ഓപ്പറേഷൻ യൂണിക്കോഡ് എന്ന പേരിൽ കഴിഞ്ഞ സെപ്റ്റംബർ 8 തുടങ്ങിയ സംസ്കാര ചടങ്ങുകളാണ് അല്പസമയത്തിനകം വെസ്റ്റ്മിൻസ്റ്റർ ആബിയിലെ കത്തീഡ്രലിൽ പൂർത്തിയാകുക. എന്തായാലും ലോക നേതാക്കൾ അടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് പേരാണ് എലിസബത്ത് രാജ്ഞിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ലണ്ടനിലേക്ക് വെസ്റ്റ്മിൻസ്റ്റർ ആബിയിലെ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 10 ലക്ഷത്തോളം ആളുകൾ ഇന്ന് ലണ്ടൻ നഗരത്തിൽ എലിസബത്ത് രാജ്ഞിയുടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമാകാനായി എത്തിച്ചേരും എന്നാണ് BBC അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2000-ഓളം വിശിഷ്ട അതിഥികൾക്കാകും മൃതദേഹ പേടകം സൂക്ഷിച്ചിരിക്കുന്ന വെസ്റ്റ്മിൻസ്റ്റർ ഹാളിലേക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ. ഏതാണ്ട് 6000-ത്തിലധികം വരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ ലണ്ടൻ നഗരത്തിന് ചുറ്റും ഈ ലോക നേതാക്കളുടെ അടക്കം സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷ ഒരുക്കുന്നുണ്ട്. 36 കിലോമീറ്റർ ദൈർഘ്യമുള്ള സുരക്ഷാ വേലികളാണ് ലണ്ടൻ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 2 ദശാബ്ദത്തിനിടയിലെ ഏറ്റവും വലിയൊരു പൊതു ചടങ്ങാകും എലിസബത്ത് രാജ്ഞിയുടെ സംസ്കാര ചടങ്ങുകൾ എന്നാണ് ഔദ്യോഗികമായ അറിയിപ്പുകൾ ലണ്ടനിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്നലെ ഇംഗ്ലണ്ടിലെത്തി വെസ്റ്റ്മിൻസ്റ്റർ ഹാളിൽ എലിസബത്ത് രാജ്ഞിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ചാൾസ് മൂന്നാമൻ രാജാവുമായും ദ്രൗപദി മുർമു നേരിട്ട് കൂടിക്കാഴ്ച നടത്തി. അനുശോചനം അദ്ദേഹത്തെ നേരിട്ട് അറിയിച്ചതിനൊപ്പം ഇംഗ്ലണ്ടിൻ്റെ ദുഃഖത്തിൽ ഇന്ത്യയും പങ്കുചേരുന്നതായി വ്യക്തമാക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഒട്ടേറെ ലോക നേതാക്കൾ, US പ്രസിഡന്റ് ജോ ബൈഡൻ അടക്കം മുമ്പ് സൂചിപ്പിച്ച പോലെ ഒട്ടേറെ ലോക നേതാക്കൾ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തും എന്ന് തന്നെയാണ് വിവരം. തുർക്കി ഭരണാധികാരിയായ റസീപ് തയ്യിപ്പ് എർദോഗൻ, ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആൻഡേഴ്സൺ, യൂറോപ്യൻ കമ്മീഷൻ ചെയർമാൻ ഉർസുലു യെമൻ തുടങ്ങി പ്രമുഖരായ നിരവധി വ്യക്തിത്വങ്ങൾ വെസ്റ്റ്മിൻസ്റ്റർ ഹാളിൽ ലോക ചരിത്രത്തിൽ നിർണായകമായ സ്ഥാനം വഹിച്ച 2ാം എലിസബത്ത് രാജ്ഞിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുക തന്നെ ചെയ്യും. എന്തായാലും ലോകം ആകാംക്ഷയോടെ ലണ്ടനിലേക്ക് വെസ്റ്റ്മിൻസ്റ്റർ ഹാളിലേക്ക് കണ്ണുകൾ കൂർപ്പിച്ച് ആ ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകുകയാണ് രേണുക. തീർച്ചയായും ഡാനിപ്പോൾ വെസ്റ്റ്മിൻസ്റ്റർ ആബിയിലേക്കുള്ള വിലാപയാത്ര എപ്പോൾ അവിടെ എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്? സംസ്കാര ചടങ്ങുകൾ എത്ര നേരം നീണ്ടു നിൽക്കും? അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണ്? രേണുക, 1 മണിക്കൂർ ദൈർഘ്യമുള്ള പ്രാർത്ഥനാ ചടങ്ങുകളാകും അവിടെ നടക്കുക. ഏതാണ്ട് ഇന്ത്യൻ സമയം 3:30. നമുക്കറിയാം 4.5 മണിക്കൂറിൻ്റെ വ്യത്യാസമാണ് ലണ്ടനിലെ സമയവും ഇന്ത്യൻ സമയവും തമ്മിലുള്ളത്. ലണ്ടനിൽ രാവിലെ 11 മണിക്കാകും ഈ ചടങ്ങുകൾ ആരംഭിക്കുക. അതായത് നമ്മുടെ ഇവിടെ 3:30, വൈകുന്നേരം 3:30. ഏതാണ്ട് 4:30 വരെ ആ പ്രാർത്ഥനാ ചടങ്ങുകൾ തുടരും. അതിനുശേഷം പ്രത്യേക സംഘത്തിൻ്റെ സ്വീകരണത്തോടെ, അതായത് അവർ നേതൃത്വം കൊടുക്കുന്ന ഒരു വിലാപയാത്രയായി വെല്ലിംഗ്ടൺ ആർക്കിലായിരിക്കും ഈ മൃതദേഹ പേടകം സംസ്കരിക്കുക. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ പൂർത്തിയായിട്ടുണ്ട്. 1 മണിക്കൂർ ദൈർഘ്യത്തിലായിരിക്കും ഈ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ ഇപ്പോൾ പൂർത്തിയാകുക. ആ പ്രാർത്ഥനാ ചടങ്ങുകളാണ് 3:30 ആരംഭിക്കുക. രേണുക, ശരി. ഡാൻ തുടരുക. ഡാനിലേക്ക് തന്നെ ഞാൻ തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. തികച്ചും അസാധാരണവും കേരള ചരിത്രത്തിലില്ലാത്തതുമായ നീക്കമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം 11:45 സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ തെളിവുകൾ സമർപ്പിക്കാൻ, സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇത്തരമൊരു വാർത്താ സമ്മേളനം ഒരുപക്ഷെ രാജ്യചരിത്രത്തിൽ തന്നെ അത്യപൂർവമെന്ന് വേണം പറയേണ്ടത്. അത്തരമൊരു നീക്കമാണ് ഗവർണർ നടത്തുന്നത്. അഴിമതി ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്, ധൂർത്തില്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നാണ് ഗവർണറുടെ വിശദീകരണം. സർവകലാശാലകളുടെ അധികാരത്തിൽ സർക്കാർ കൈകടത്തുന്നു, കടന്നുകയറുന്നു, അവിടെ രാഷ്ട്രീയ നിയമനങ്ങളും
സ്വജനപക്ഷപാതം നടത്തുന്നത്. ഇത് അംഗീകരിക്കാനാകില്ല. അതിനെതിരെയാണ് തൻ്റെ പോരാട്ടമെന്നാണ് ഗവർണറുടെ ഭാഷ്യം. അതേസമയം ഗവർണർ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയാണ്. ഗവർണർ ഭരിക്കാൻ ഉള്ള അധികാരം ഗവർണർക്കില്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഗവർണർ ഭരണഘടനാ തലവനാണ്, എന്നാൽ ഭരണാധികാരിയല്ല എന്ന സന്ദേശം എന്ന മറുപടി ദേശാഭിമാനി മുഖപ്രസംഗത്തിലൂടെ CPM നൽകുന്നു. ഭരണനിർവഹണം നടത്താനുള്ള ഒരു അധികാരവും ഗവർണർക്കില്ല. യഥാർത്ഥ അധികാരം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. അതുകൊണ്ട് സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കാനുള്ള ഭരണഘടനാ ബാധ്യത ഗവർണർ നിറവേറ്റണം. അതിന് മാത്രമേ ഗവർണർക്ക് അധികാരമുള്ളൂ. ജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്വവും ഗവർണർക്കല്ല ഉള്ളത്. ജനങ്ങളുടെ ഉത്തരവാദിത്വം സർക്കാരിനാണ്. ഇത് മനസ്സിലാകാത്ത ഏക വ്യക്തി കേരളത്തിലെ ഗവർണറാണെന്ന് മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, നീക്കങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നത് രാഷ്ട്രീയ യജമാനന്മാരിൽ നിന്ന് കയ്യടി വാങ്ങാനും പുതിയ പദവികളും ലാവണങ്ങളും ഉറപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് സർക്കാരിനെതിരെയുള്ള ഗവർണറുടെ നീക്കമെന്ന വിമർശനവും, ഗുരുതരമായ വിമർശനവും ദേശാഭിമാനി മുന്നോട്ട് വയ്ക്കുന്നു. RSS മേധാവിയെ അദ്ദേഹം ഉള്ള സ്ഥലത്ത് പോയി ഗവർണർ സന്ദർശിച്ചത് ഇതിൽ നിന്ന് വ്യക്തമാണ്. എന്താണ് ഗവർണറുടെ അധികാരമെന്ന സുപ്രീം കോടതി വിധികളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ മുഖപ്രസംഗം മുന്നോട്ട് പോകുന്നത്. നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ താൻ ഒപ്പിട്ടാലേ നിയമമാകൂ എന്ന് ഗവർണർ ഓർമ്മപ്പെടുത്തുന്നു. അല്ലെങ്കിൽ അത് അദ്ദേഹം പറയുന്നു, അത് ഒരു ഭീഷണിയുടെ സ്വരമാണ്. ഗവർണറുടെ വാക്കുകളിൽ നിന്ന് ഭീഷണിയാണ് വായിച്ചെടുക്കാൻ കഴിയുന്നത്. നിയമസഭ പാസ്സാക്കിയ ബിൽ ഗവർണർക്ക് അയച്ചാൽ അദ്ദേഹത്തിന് ഒന്നുകിൽ അത് ഒപ്പിട്ട സഭയ്ക്ക് തിരിച്ചയക്കാം, അല്ലെങ്കിൽ ഒപ്പിടാൻ വിസമ്മതിക്കാം. അതുമല്ലെങ്കിൽ കൂടുതൽ പരിശോധനയ്ക്കായി നിയമസഭയിലേക്ക് തന്നെ തിരിച്ചയക്കാം. അതിനപ്പുറത്തേക്ക് രാഷ്ട്രപതി സമർപ്പിക്കുക, അതിനപ്പുറത്തേക്ക് നിശ്ചിതമായി നീട്ടിവെക്കുന്നത് ഗവർണറുടെ അധികാര പരിധിയിലുള്ള കാര്യമല്ല. ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടനാ വിരുദ്ധമായ ബില്ലുകൾ അനന്തമായി ഒപ്പിടാതെ വച്ചു താമസിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അത് എങ്ങനെയാണ് ഒരു ഗവർണർ സ്വീകരിക്കുക തുടങ്ങി വളരെ രൂക്ഷമായ നിശ്ചിതമായ വിമർശനങ്ങളാണ് ഗവർണർക്കെതിരെ ദേശാഭിമാനി ഉയർത്തുന്നത്. അതിന് പിന്നാലെ ഇന്ന് ദേശാഭിമാനി തൻ്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പുത്ര ദിനേശിൻ്റെ ഒരു ലേഖനമുണ്ട്. ഈ ചരിത്ര കോൺഗ്രസ് സംബന്ധിച്ച കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരാമർശിച്ചുകൊണ്ട് ഗവർണറെ അവിടെയും വിമർശിച്ചുകൊണ്ടുള്ള ലേഖനം പുത്രത്തെ ദിനേശനും എഴുതിയിട്ടുണ്ട്. ഇതിനുള്ള ഒക്കെയുള്ള ഒരു മറുപടി എന്ന രീതിയിലും വിഷയത്തിലേക്ക് ഇടപെട്ടുകൊണ്ടും വീക്ഷണവും ഇന്നൊരു മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് സംസ്ഥാന സർക്കാരും ഗവർണറുമായി തമ്മിൽ തല്ലുന്നു, തെരുവിൻ്റെ ഭാഷയിൽ നടത്തുന്ന പോര് ഭരണഘടനയ്ക്ക് യോജിച്ചതല്ല, അടുക്കള പോര് തെരുവിലേക്കെന്നാണ് വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. ഗവർണർ ഇരിക്കുന്ന പദവിയുടെ അന്തസ്സ് മറന്ന് പ്രവർത്തിക്കുന്ന വിമർശനവും അതിലുണ്ട്. ഇരു വിഭാഗങ്ങളും, സർക്കാരും ഗവർണറും, ഭരണഘടനയുടെ തത്വങ്ങളും കടമകളും മറക്കരുത്. അടുക്കളപ്പോര് തെരുവീതികളിലേക്ക് വലിച്ചിട്ട് തെരുവ് മാലിന്യം പോലെ സമൂഹത്തിന് ദുസ്സഹമായി തീർന്ന കുറ്റപ്പെടുത്തലും ഭീഷണി നടത്തുന്നു. അങ്ങനെ സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അത്യന്തം കലുഷിതമാകുന്ന സാഹചര്യത്തിലേക്ക് സർക്കാർ ഗവർണർ പോര് മാറുകയാണ്. നേരത്തെയൊക്കെ ഗവർണറുടെ വിമർശനങ്ങളെ കാര്യമായി മറുപടി പറഞ്ഞു പോയിരുന്നില്ല CPM സർക്കാരും. കുറച്ചെങ്കിലും മറുപടി നൽകിയത് CPM നേതൃത്വമായിരുന്നു. പക്ഷേ അത് മാറ്റിവെച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് രംഗത്തെത്തുന്നു. കഴിഞ്ഞ ദിവസം CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്, എലിസബത്ത് രാജ്ഞിയുടെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും. വെസ്റ്റ്മിൻസ്റ്റർ പള്ളിയിലെ ഗ്രാൻഡ് ഹാളിലാണ് മൃതദേഹം സംസ്കരിക്കുന്നത്. US പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ വെസ്റ്റ്മിൻസ്റ്റർ ഹാളിൽ എലിസബത്ത് രാജ്ഞിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ചാൾസ് മൂന്നാമനെ നേരിൽ കണ്ട് അനുശോചനം രേഖപ്പെടുത്തി. വിവരങ്ങളുമായി ഡാൻ കുര്യൻ തുടരുന്നുണ്ട്.
ഡാൻ കുര്യനുണ്ട് വിവരങ്ങളുമായി നമുക്കൊപ്പം. ഡാൻ, സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. വെസ്റ്റ്മിൻസ്റ്റർ ആബിയിൽ നിന്നുമുള്ള ദൃശ്യങ്ങളാണോ നമ്മൾ കാണുന്നത്? എങ്ങനെയൊക്കെയാണ് ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്? രണിക, പാലസ് യാർഡിൽ നിന്നും വെസ്റ്റ്മിനിസ്റ്റർ ആബിയിലേക്ക് റോയൽ നേവിയുടെ ഗൺ സല്യൂട്ടോടെയാണ് ഇപ്പോൾ മൃതദേഹം വെസ്റ്റ്മിനിസ്റ്റർ ആബിയിലെ സംസ്കാര ചടങ്ങുകൾ, പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്ന വെസ്റ്റ്മിനിസ്റ്റർ ആബിയിലെ കത്തീഡ്രൽ ഹാളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 1 മണിക്കൂർ ദൈർഘ്യമുള്ള പ്രാർത്ഥനാ ചടങ്ങുകളാകും നടക്കുക. വെസ്റ്റ്മിനിസ്റ്റർ ആബിയെ സംബന്ധിച്ച് പറയുമ്പോൾ 1766 മുതൽ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രവുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്ന പാർലമെന്റിനകത്തെ ചരിത്ര സമുച്ചയമാണ് വെസ്റ്റ്മിനിസ്റ്റർ ആബി. ഏതാണ്ട് 17-ലധികം രാജാക്കന്മാർ തങ്ങൾ അധികാരം ഏറ്റെടുത്തത് അവിടെ വെച്ച് തന്നെയാണ്. അതോടൊപ്പം തന്നെ 16-ലേറെ രാജാക്കന്മാരുടെ സംസ്കാര ചടങ്ങുകൾ നടന്നിരിക്കുന്നതും വെസ്റ്റ്മിനിസ്റ്റർ ആബിയിലാണ്. എഡ്വേർഡ് 5-നും എഡ്വേർഡ് 8-നും ഒഴികെ 17-ലധികം രാജാക്കന്മാരെ സംസ്കരിച്ചിരിക്കുന്നത് വെസ്റ്റ്മിനിസ്റ്റർ കത്തീഡ്രലിലാണ്.